Hi all, welcome to a new video of Master Key Academy. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൊജക്ട് ഓഫീസറിന്റെ എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഹോൾ സിലബസിൽ നിന്ന് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ട് കുറച്ചൊരു 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പ്രൊജക്ട് ഓഫീസറിന് നമുക്ക് 8 പാർട്ടാണ് വരുന്നത്. സോ എല്ലാ പാർട്ടിൽ നിന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് പാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് അലോങ് വിത്ത് ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർ ദ എക്സാം പ്രൊജക്ട് ഓഫീസർ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a modified hatchery pit with muslin cloth which is placed below the mosquito net is called. ഓക്കെ, അതായത് ഒരു മോഡിഫൈഡ് ഹാച്ചറി പിറ്റ് ആണ് വിത്ത് മസ്ലിൻ ക്ലോത്തിന് പ്രസൻസ് ഉണ്ട് ആൻഡ് ബിലോ ദ മോസ്കിറ്റോ നെറ്റ് വിച്ച് ഇസ് ഹാവിംഗ് എ മോസ്കിറ്റോ നെറ്റ്. അത് ഏതാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് ദർ ഹാവിംഗ് ദ ഓപ്ഷൻസ് ലൈക്ക് earthen pot hatchery ഉണ്ട്, ദെൻ ഡബിൾ ക്ലോത്ത് ഹാച്ചിങ് ഹാപ്പ ഉണ്ട്, ചിറ്റഗോങ് ടൈപ്പ് ഹാച്ചിങ് പിറ്റ് ഉണ്ട് ആൻഡ് ഷേഗേഴ്സ് ബിൻ ഹാച്ചറി. ഓക്കെ, സോ a modified hatchery pit, അതൊരു ഹാച്ചറി പിറ്റ് ആണ് ദറ്റ് ഇസ് വിത്ത് മസ്ലിൻ ക്ലോത്ത്. അതിനകത്ത് മസ്ലിൻ ക്ലോത്തിന്റെ പ്രസൻസ് ഉണ്ട് വിച്ച് ഇസ് പ്ലേസ് ബിലോ ദ മോസ്കിറ്റോ നെറ്റ്. ഒരു മോസ്കിറ്റോ നെറ്റിന് താഴെയാണ് ഈ ഹാച്ചറി പിറ്റിന് മുകളിൽ മസ്ലിൻ ക്ലോത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ടൈപ്പ് ഹാച്ചറി പിറ്റ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ വി ആർ ഹാവിംഗ് ദ ഓപ്ഷൻസ് ലൈക്ക് earthen pot hatchery, ഡബിൾ ക്ലോത്ത് ഹാച്ചിങ് ഹാപ്പ, ചിറ്റഗോങ് ടൈപ്പ് ഹാച്ചിങ് പിറ്റ് ആൻഡ് ആസ് വെൽ ആസ് ഷേഗർ ബിൻ ഹാച്ചറി. സോ ദിസ് വാസ് എ പ്രീവിയസ് ഇയർ POന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമ്മുടെ ആൻസർ വരുന്നത് ദാറ്റ് ഇസ് ചിറ്റഗോങ് ടൈപ്പ് ഹാച്ചിങ് പിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഹാച്ചിങ് പിറ്റ് എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഇനി earthen pot hatchery കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ earthen pot hatchery, ഇപ്പോൾ ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് earthen pot hatchery, ഇതെല്ലാം ഈ ട്രഡീഷണൽ എന്താ പറയുക IMC, അതായത് ഇന്ത്യൻ മേജർ കാർപ്സിന്റെ എഗ്സിന്റെ ഹാച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ഇൻക്യുബേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാച്ചറിങ് ടൈപ്സ് ആണ് ഈ പറയുന്നത്. അതായത് earthen pot hatchery അല്ലെങ്കിൽ ഡബിൾ ക്ലോത്ത് ഹാച്ചിങ് ഹാപ്പ, അതുപോലെ തന്നെ ചിറ്റഗോങ് ടൈപ്പ് ഹാച്ചിങ് പിറ്റ്, പിന്നെ ഷേഗേഴ്സ് ബിൻ ഹാച്ചറി, ഇതെല്ലാം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇറ്റ് ഇസ് ലൈക്ക് എ ഹാച്ചറി പിറ്റ് പോലെയാണ്. അതിൽ മസ്ലിൻ ക്ലോത്ത് ഉണ്ട് വിച്ച് ഇസ് പ്ലേസ് ബിലോ ദ മോസ്കിറ്റോ നെറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ചിറ്റഗോങ് ടൈപ്പ് ഹാച്ചിങ് പിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി earthen pot hatchery ആണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് എ പിറ്റ്. earthen pot ഒരു പിറ്റ് അല്ല, അതായത് ഒരു കുഴി പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ അല്ല, ഒരു പോട്ടിന്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ദാറ്റ് ഇസ് യുവർ earthen pot hatchery. എന്നിട്ട് എഗ്സിനെ അവർ കളക്ട് ചെയ്ത് 2 സ്ട്രക്ചർ ആയിട്ട് ഉണ്ട്. അതിന്റെ താഴെ എഗ്സിനെ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് ആൻഡ് ഇറ്റ്സ് ഓൾസോ ഹാവിംഗ് ഓവർ ഹെഡ് ടാങ്ക്, വെള്ളത്തിന്റെ സപ്ലൈ എല്ലാം ഉണ്ട്. അതാണ് earthen pot hatchery എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് എ ടൈപ്പ് ഓഫ് പിറ്റ്. ഹാച്ചറി പിറ്റ് അല്ല ഈ പറയുന്ന earthen pot hatchery എന്ന് പറയുന്നത്. ഇനി ദാറ്റ് ഇസ് ഓൾസോ യൂസ് ഫോർ ദ ഇൻക്യുബേഷൻ ഓഫ് IMC, അതായത് ഇന്ത്യൻ മേജർ കാർപ്സിന്റെ എഗ്സ് ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന earthen pot hatchery എന്ന് പറയുന്നത്. ഇനി ഡബിൾ ക്ലോത്ത് ഹാച്ചിങ് ഹാപ്പ, അതായത് ഹാപ്പ ഇസ് ഹാവിംഗ് 2 layers, 2 ഔട്ടറും ഇന്നർ ഹാപ്പയും ഉണ്ട്. അങ്ങനെ വരുന്ന ഡബിൾ ക്ലോത്തിങ് മെഷ് വരുന്ന ഒരു സ്ട്രക്ചറാണ് ഹാപ്പ എന്ന് പറയുന്നത്. ഹാപ്പയും ട്രഡീഷണലി യൂസ് ചെയ്യുന്നതാണ് ഫോർ ദ ഇൻക്യുബേഷൻ ഓഫ് എഗ്സ് ഓഫ് IMC. ഓക്കെ, പക്ഷെ അതൊരു ഹാച്ചിങ് പിറ്റ് അല്ല. ആൻഡ് ഹാപ്പ ഇസ് ഓൾസോ മേഡ് ഓഫ് മോസ്കിറ്റോ നെറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പക്ഷേ ഇറ്റ്സ് നോട്ട് എ ഹാച്ചിങ് പിറ്റ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചർ അല്ല, ഡബിൾ വാൾ പോയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഹാച്ചിങ് ഹാപ്പ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. പിന്നെ വരുന്നത് ഷേഗേഴ്സ് ബിൻ ഹാച്ചറി. അതൊരു ബിൻ ഷേപ്പിലിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹാച്ചറിയാണ്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഡസ്റ്റ്ബിന്നിന്റെ ഷേപ്പിൽ വരുന്ന ഒരു ഹാച്ചറിയാണ് ഷേഗേഴ്സ് ബിൻ ഹാച്ചറി എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് മോഡിഫൈഡ് ഹാച്ചറി പിറ്റ് with muslin cloth and which is placed below the mosquito net എന്നാണ്. സോ ദി ആൻസർ വിൽ ബി ചിറ്റഗോങ് ടൈപ്പ് ഹാച്ചിങ് പിറ്റ്. ചിറ്റഗോങ് ഒരു പ്ലേസ് ആണ്. സോ അവിടെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഹാച്ചിങ് ഒരു ടൈപ്പ് ഓഫ് ഹാച്ചറി പിറ്റ് ആണ്. സോ അതുകൊണ്ട് ദി ആൻസർ വിൽ ബി സി, ദാറ്റ് ഇസ് ചിറ്റഗോങ് ടൈപ്പ് ഹാച്ചിങ് പിറ്റ് ആണ് വിച്ച് ഇസ് എ മോഡിഫൈഡ് ഹാച്ചറി പിറ്റ് വിത്ത് muslin cloth which is placed below the mosquito net. Okay, next question number 2. Okay, സോ ക്വസ്റ്റ്യൻ ഇതാണ്, ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ മെലാനോസിസ്. ഓക്കെ, ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ അല്ലെങ്കിൽ മെലാനോസിസ് ഇൻ ഷ്രിംപ് occurs due to the reaction of the following components. സോ ഏത് റിയാക്ഷൻ കാരണമാണ് ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ ഇൻ ഷ്രിംപിൽ വരുന്നത്? അതായത് അവരുടെ കാരപ്പീസിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് സ്പോട്ട് അല്ലെങ്കിൽ മെലാനോസിസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രസൻസ് വരും. ഡ്യൂ ടു വിച്ച് റിയാക്ഷൻ എന്നാണ് അവർ ചോദിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് ഫ്രീ അമിനോ ആസിഡ്സ് പ്ലസ് ഫിനോളൈസ് എൻസൈം പ്ലസ് ഓക്സിജൻ, രണ്ടാമത്തത് ഫിനോളൈസ് എൻസൈം പ്ലസ് ഓക്സിജൻ, മൂന്നാമത്തത് ഫിനോളൈസ് എൻസൈം പ്ലസ് ഓക്സിജൻ പ്ലസ് ബൗണ്ട് വാട്ടർ, നാലാമത്തെ വരുന്നത് ഫ്രീ അമിനോ ആസിഡ് പ്ലസ് ഫിനോളൈസ് എൻസൈം പ്ലസ് ബൗണ്ട് വാട്ടർ. ഓക്കെ, സോ മെലാനോസിസ് അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ വരുന്നത് ഇറ്റ് ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ കോമ്പൗണ്ട്സ് വിച്ച് ഇസ് ലൈക്ക് ഫ്രീ അമിനോ ആസിഡ്സ്, അതുപോലെ തന്നെ ഫിനോളൈസ് എൻസൈം അലോങ് വിത്ത് ഓക്സിജൻ. ഓക്കെ, സോ ഈ പറയുന്ന 3 കോമ്പണൻസിന്റെ റിയാക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് മെലാനോസിസ് അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ. ഓക്കെ, സോ ഫ്രീ അമിനോ ആസിഡിനകത്ത് നമ്മുടെ അതായത് ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷനെ കോസ് ചെയ്യാനായിട്ട് ടൈറോസിൻ
സോ ടൈറോസിൻ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫ്രീ അമിനോ ആസിഡ്. ഇനി അതുപോലെ തന്നെ ഫിനോളൈസ് എൻസൈം. ഫിനോളൈസ് എൻസൈമിന്റെ പേരാണ് പ്രോഫിനോൾ ഓക്സിഡേസ് എന്ന് പറയും. ഓക്കെ, സോ പ്രോഫിനോൾ ഓക്സിഡേസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഫിനോളൈസ് എൻസൈം. അതുപോലെ തന്നെ വിത്ത് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ പ്രസൻസ് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് മൂന്നും കാരണം, ഈ മൂന്ന് റിയാക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് മെലാനോസിസ് അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഹാവിംഗ് ദ പ്രസൻസ് ഓഫ് ഫ്രീ അമിനോ ആസിഡ്. ആ ഫ്രീ അമിനോ ആസിഡിനകത്ത് ഏതെങ്കിലും ഫിനോളിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ബെൻസിൻ റിംഗ് ഉള്ളത്, അതായത് ടൈറോസിൻ പോലത്തുള്ള ഫ്രീ അമിനോ ആസിഡ് ഉണ്ട്, along with the presence of phenolase enzyme, അതായത് പ്രോഫിനോൾ ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ആൻഡ് അല്ലെങ്കിൽ ടൈറോസിനേസ്, ആ എൻസൈമും ആകാം. ഇതെല്ലാം ഫീനോൾ കോമ്പണന്റ് ഉണ്ടായിട്ടാണ് അതിന് ഫീനോളൈസ് എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫീനോളൈസ് എൻസൈം ആയ പ്രോഫിനോൾ ഓക്സിഡേസോ അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ടൈറോസിനേസ് എൻസൈം along with the presence of oxygen. സോ ഈ മൂന്ന് കോമ്പണന്റിന്റെ പ്രസൻസിൽ ഉണ്ടാവുന്ന ഒരു ഫിനോമിനൻ ആണ് പറയുന്ന ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ അല്ലെന്നുണ്ടെങ്കിൽ മെലാനോസിസ് ഇൻ ഷ്രിംപ് എന്ന് പറയുന്നത്. സോ ദി ആൻസർ വിൽ ബി എ ആണ്. ഇനി ഫിനോളൈസ് എൻസൈം along with ഓക്സിജൻ അല്ല, അതിനകത്ത് ഫ്രീ അമിനോ ആസിഡിന്റെ പ്രസൻസ് വേണം. ജസ്റ്റ് ഫിനോളൈസ് എൻസൈമും ഓക്സിജനും മാത്രം വന്നാൽ ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ വരില്ല. ഓക്കെ, ഇനി ഫിനോളൈസ് എൻസൈം പ്ലസ് ഓക്സിജൻ പ്ലസ് bound water. Bound water is not a reason for your black formation. ഓക്സിജന്റെ പ്രസൻസ് വേണം. ഓക്കെ, റൈറ്റ്. ഇനി ഫ്രീ അമിനോ ആസിഡ് പ്ലസ് ഫിനോളൈസ് എൻസൈം പ്ലസ് ബൗണ്ട് വാട്ടർ അല്ല, അതായത് ഓക്സിജൻ ഇല്ലാതെ ഫ്രീ അമിനോ ആസിഡും ഫിനോളൈസ് എൻസൈമും ബൗണ്ട് വാട്ടറും അല്ല. ബൗണ്ട് വാട്ടർ ഇസ് നോട്ട് എ റീസൺ. along with bound water ഈ പറയുന്ന റിയാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, സോ ഫോർ ദ റിയാക്ഷൻ, അതായത് മെലനോസിസ് അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ ഷ്രിംപിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹാവിംഗ് ദ കോമ്പണൻസ് ലൈക്ക് എ ഫ്രീ അമിനോ ആസിഡ്, ഒരു അമിനോ ആസിഡ് വേണം. along with that it should have a phenolase enzyme. ആ ഫിനോളൈസ് എൻസൈമിനകത്ത് can be prophenols oxidase അല്ലെങ്കിൽ ടൈറോസിനേസ് ആണ് along with the presence of oxygen. സോ ആൻസർ എ ആണ് കേട്ടോ. അതർ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. സോ ആൻസർ വിൽ ബി ഫ്രീ അമിനോ ആസിഡ് along with phenolase enzyme and plus oxygen. Okay, so ഈ മൂന്നിന്റെ പ്രസൻസിലായിരിക്കും ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ അല്ലെങ്കിൽ മെലാനോസിസ് ഇൻ ഷ്രിംപ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 which is related to disease ആണ്. അതായത് ബാക്ടീരിയൽ ഹെമറേജിക് സെപ്റ്റിസീമിയ ഇൻ ഫിഷ് which is caused by. ഓക്കെ, അപ്പം ഡിസീസിന്റെ പേര് വന്നിട്ട് ബാക്ടീരിയൽ ഹെമറേജിക് സെപ്റ്റിസീമിയ ആണ് ആൻഡ് ഇൻ ഫിഷ് which is caused by ഏത് ബാക്ടീരിയ. സോ ഇറ്റ്സ് എ ബാക്ടീരിയൽ ഡിസീസ് ആണ് which is bacterial hemorrhagic septicemia. അപ്പം ഏത് ബാക്ടീരിയയുടെ പ്രസൻസ് ആണ് ഹെമറേജിക് സെപ്റ്റിസീമിയ വരുന്നത്, അതായത് ബോഡിയിൽ ഹെമറേജിക് സെപ്റ്റിസീമിയ പോലത്തുള്ള ഫ്ലൂയിഡ് അക്യുമുലേഷൻ, അതുപോലെ തന്നെ ബ്ലഡ് ലോസ്, അതെല്ലാം വരും ഇൻ കേസ് ഓഫ് ബാക്ടീരിയൽ ഹെമറേജിക് സെപ്റ്റിസീമിയ. ആൻഡ് ദാറ്റ് ഇസ് കോസ്ഡ് ബൈ ഏത് ബാക്ടീരിയ ആണ്. ഓപ്ഷൻസ് വന്നിട്ട് എയറോമോണസ് ലിക്വിഫേഷ്യൻസ്, then option B പറയുന്നത് എയറോമോണസ് ഹൈഡ്രോഫില, ഫ്ലേവോബാക്ടീരിയം ആൻഡ് ഫ്ലെക്സിബാക്ടീരിയം. സോ ബാക്ടീരിയൽ ഹെമറേജിക് സെപ്റ്റിസീമിയ ഇസ് കോസ്ഡ് ബൈ എയറോമോണസ് ഹൈഡ്രോഫില ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതും ലാസ്റ്റ് POയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ബാക്ടീരിയൽ ഹെമറേജിക് സെപ്റ്റിസീമിയ ഇസ് കോസ്ഡ് ബൈ എയറോമോണസ് ഹൈഡ്രോഫില ആണ്. ഓക്കെ, ഇനി ഫ്ലാവോബാക്ടീരിയം ഫ്ലെക്സിബാക്ടറും ഇത് രണ്ടും കോളംനാരസ് ഡിസീസ് കോസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് സ്കിൻ ആൻഡ് ഗിൽ ഡിസീസ്. ഓക്കെ, അപ്പം ഫ്ലാവോബാക്ടീരിയം കോളംനാരെ, അതുപോലെ തന്നെ ഫ്ലെക്സിബാക്ടർ കോളംനാരസ്. സോ ദേ വിൽ ബി കോസിംഗ് കോളംനാരസ് ഡിസീസ് വിച്ച് ഇസ് റിലേറ്റഡ് ടു സ്കിൻ ആൻഡ് ആസ് വെൽ ആസ് ഗിൽ ഡിസീസ്. സോ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. പിന്നെ എയറോമോണസ് ലിക്വിഫേഷ്യൻസ്, സോ ആ പറയുന്ന ജീനസിൽ വരുന്നത് ദേ ആർ നോട്ട് കോസിംഗ് എനി ടൈപ്പ് ഓഫ് സെപ്റ്റിസീമിയ റിലേറ്റഡ്. സോ ബാക്ടീരിയൽ ഹെമറേജിക് സെപ്റ്റിസീമിയ ഇൻ ഫിഷ് വിച്ച് ഇസ് കോസ്ഡ് ബൈ ആൻ ഇമ്പോർട്ടൻറ്റ് ബാക്ടീരിയ വിച്ച് ഇസ് എയറോമോണസ് ഹൈഡ്രോഫില. ഫ്ലാവോബാക്ടീരിയം ഫ്ലെക്സിബാക്ടറും അല്ല, അതുപോലെ തന്നെ എയറോമോണസ് ലിക്വിഫേഷ്യൻസും അല്ല. എയറോമോണസ് ലിക്വിഫേഷ്യൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് എയറോമോണസ് ഹൈഡ്രോഫില ആണ്. സോ ദി ആൻസർ വിൽ ബി ബി. ഓക്കെ, സോ ബാക്ടീരിയൽ ഹെമറേജിക് സെപ്റ്റിസീമിയ ഇൻ ഫിഷ് വിച്ച് ഇസ് കോസ്ഡ് ബൈ എയറോമോണസ് ഹൈഡ്രോഫില. സോ ദി ആൻസർ വിൽ ബി ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 which is related to freezers ആണ്. അതായത് which of the following freezers uses liquid nitrogen അല്ലെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എ ഫ്രീസന്റ്. ഓക്കെ, അതായത് ഫ്രീസന്റ് കോമ്പണന്റ് ആയിട്ട് ലിക്വിഡ് നൈട്രജനും അല്ലാന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്ന ഫ്രീസർ ഏതെന്നാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വന്നിട്ട് ക്രയോജനിക് ഫ്രീസേഴ്സ്, ഫ്ലൂയിഡൈസ് ബെഡ് ഫ്രീസർ, സ്പൈറൽ ഫ്രീസർ, അതുപോലെ തന്നെ ടണൽ ഫ്രീസർ. ഓക്കെ, അതായത് ലിക്വിഡ് നൈട്രജനോ ഒന്നെങ്കിൽ നൈട്രജൻ അല്ലാന്നുണ്ടെങ്കിൽ അവർ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്ന ഫ്രീസർ ഏതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ആൻസർ വിൽ ബി ക്രയോജനിക് ഫ്രീസർ. അപ്പോൾ ക്രയോജനിക് ഫ്രീസർ എന്ന് പറഞ്ഞാൽ വളരെ റാപ്പിഡ് ആയിട്ടുള്ള ക്വിക്ക് ഫ്രീസിംഗ് തരുന്നതാണ്. ബിക്കോസ് ദേ വിൽ ബി യൂസിങ് ഐദർ ലിക്വിഡ് നൈട്രജൻ അല്ലെന്നുണ്ടെങ്കിൽ അവർ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ലിക്വിഡ് നൈട്രജൻ ആകുമ്പോഴത്തേക്കും ഇറ്റ്സ് ഹാവിംഗ് എ ബോയിലിംഗ് പോയിന്റ് ഓഫ് -196 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ -78.3 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സോ ഈ രണ്ടിന്റെ പ്രസൻസിൽ, അതായത് ലിക്വിഡ് നൈട്രജൻ അല്ലെന്നുണ്ടെങ്കിൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രസൻസിൽ ഫ്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്രീസർ ഇസ് കോൾഡ് എ ക്രയോജനിക് ഫ്രീസർ. ഓക്കെ, സോ ക്രയോജനിക് ഫ്രീസർ വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫ്രീസറാണ്, പെട്ടെന്ന് ഫ്രീസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കാരണം അതിനകത്ത് ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്രയോജനിക് ഫ്രീസറിനകത്ത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ എയർ ഫ്രൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ദേ ക്യാൻ ഗോ ഫോർ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഓൾസോ ആസ് എ ഫ്രീസർ. ഓക്കെ, സോ
the freezer which uses liquid nitrogen at a boiling point of minus 196 degrees Celsius and as well as carbon dioxide which is having minus 78.3 degrees Celsius as a freezer എന്ന് പറയുമ്പോൾ cryogenic freezer ആയിരിക്കും. ഓക്കെ, ഇനി ഫ്ലൂയിഡൈസ് ബെഡ് ഫ്രീസർ അല്ല. ഫ്ലൂയിഡൈസ് ബെഡ് ഫ്രീസർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി ക്വിക്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിനകത്ത് ലിക്വിഡ് നൈട്രജനോ അല്ലെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡോ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇൻ കേസ് ഓഫ് ഫ്ലൂയിഡൈസ് ബെഡ് ഫ്രീസർ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രീസറാണ്. ബട്ട് ദേ ആർ നോട്ട് യൂസിങ് ലിക്വിഡ് നൈട്രജൻ അല്ലെന്നുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി സ്പൈറൽ ഫ്രീസറും സെയിം ടൈപ്പ് ഓഫ് ഫ്രീസർ ആണ്, commonly used for freezing and it's having an aqueous medium. എന്നിട്ട് ഫിഷസിനെ പ്ലേസ് ചെയ്യണം ത്രൂ എ സ്പൈറൽ ലൈക്ക് കോമ്പണന്റ്. അത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്തെടുക്കുകയാണ്. അല്ലാതെ അതിനകത്ത് ലിക്വിഡ് നൈട്രജൻ അല്ലെങ്കിൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പണന്റ് അവർ യൂസ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ക്യാൻ ബി എക്സ്ക്ലൂഡഡ്. പിന്നെ വരുന്ന ടണൽ ഫ്രീസർ. സോ ദാറ്റ് ഇസ് ഓൾസോ ഇൻ ദ ഷേപ്പ് ഓഫ് എ ടണൽ. അതായത് വാട്ട് ടു ബി, അതായത് ഫ്രീസ് ചെയ്യാനുള്ള മീഡിയം ഇങ്ങനെ പാസ് ചെയ്ത് വെക്കൊണ്ടിരിക്കും ആൻഡ് ദാറ്റ് പ്രോഡക്റ്റ് വിൽ ബി ഗെറ്റ് ഫ്രോസൺ. സോ ആൻസർ വന്നിട്ട് എ ആണ്. അതായത് ക്രയോജനിക് ഫ്രീസറിലാണ് ദേ ആർ യൂസിങ് ലിക്വിഡ് നൈട്രജൻ ആൻഡ് ആസ് വെൽ ആസ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് എ ഫ്രീസർ. സോ ദാറ്റ് പർട്ടിക്കുലർ ഫ്രീസർ വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ഫ്രീസിംഗ് ദ ഫിഷ് വിച്ച് ഇസ് ഹാവിംഗ് കോമ്പണൻസ് ലൈക്ക് ലിക്വിഡ് നൈട്രജൻ അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ക്രയോജനിക് ഫ്രീസർ ആയിരിക്കും. ഓക്കെ, സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ദി ആൻസർ വിൽ ബി എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, സോ ഇതും പ്രീവിയസ് ഇയർ POന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് who among the following developed the pearl brand of Artemia? ഓക്കെ, അതായത് ആർട്ടീമിയയുടെ ഒരു ബ്രാൻഡിന്റെ പേരാണ് പേൾ ആർ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത ഏജൻസി ഏതെന്നാണ് അവർ ചോദിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് RGCA ഉണ്ട്, then there is സിബ അതുപോലെ തന്നെ NACSA. സോ പേൾ ആർ ബ്രാൻഡ് ഓഫ് ആർട്ടീമിയ ഡെവലപ്പ് ചെയ്ത ഏജൻസി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് RGCA. ഓക്കെ, ഇനി RGCA എന്ന് പറയുന്നത് വിച്ച് ഇസ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ ആണ് RGCA എന്ന് പറയുന്നത് കേട്ടോ. സോ ആൻസർ RGCA ആണ്. അതായത് പേൾ ആർ ബ്രാൻഡ് ഓഫ് ആർട്ടീമിയ പ്രൊഡ്യൂസ് ചെയ്ത ഏജൻസിയുടെ പേരാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ. ഓക്കെ, സോ RGCA is nothing but രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ ആണ്. ഇനി RGCA എന്ന് പറയുന്നത് ഈ നമ്മുടെ മറൈൻ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി എംപഡയുടെ അണ്ടറിൽ വരുന്ന ഒരു ഏജൻസിയാണ് RGCA എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് RGCA is a research and development arm of Marine Product Export Development Authority. That is of എംപഡ. അപ്പം എംപഡയുടെ അണ്ടറിൽ വരുന്ന ഒരു റിസർച്ച് ആം ആണ് RGCA എന്ന് പറയുന്നത്. ഇനി RGCA ഡെവലപ്പ് ചെയ്തത് ഒരു പേൾ ആർ ബ്രാൻഡ് ആണ് വിച്ച് ഇസ് ഓഫ് ആർട്ടീമിയയുടെ ഒരു ബ്രാൻഡാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തത് വിച്ച് ഇസ് കോൾഡ് ആസ് പേൾ ആർ ബ്രാൻഡ്. ഓക്കെ, പേൾ ആർ ബ്രാൻഡ് എന്നാണ് പേര്. ഇനി അത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആർട്ടീമിയയാണ്. സോ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വാസ് ടു പ്രൊവൈഡ് എ റിലയബിൾ ഡൊമസ്റ്റിക് സോഴ്സ് ഓഫ് ആർട്ടീമിയ. ഓക്കെ, അതായത് ആർട്ടീമിയയുടെ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ ലൈഫ് ഫീഡിന് ആവശ്യം വരുമ്പോഴത്തേക്കും ആർട്ടീമിയയുടെ പ്രസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പറയുന്ന പേൾ ആർ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ യു വിൽ ബി ഗെറ്റിംഗ് ആർട്ടീമിയ ഫാസ്റ്റ്ലി ആൻഡ് അതുപോലെ തന്നെ റെഡ്യൂസ് ഡിപെൻഡൻസ് ഓൺ ഇമ്പോർട്ടഡ് സിസ്റ്റം. ഓക്കെ, കാരണം ഇവിടുത്തെ ഏജൻസി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ചെയ്ത സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഏത് ആവശ്യം, അതായത് പെട്ടെന്ന് ഒരു ലൈഫ് ഫീഡിന്റെ ആവശ്യം വരുവാണെങ്കിൽ യു ആർ നോട്ട് ഗെറ്റിംഗ് ആർട്ടീമിയ എന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് ബ്രാൻഡ് ഡയറക്ട്ലി. ഓക്കെ, സോ അതിനു വേണ്ടി ഡെവലപ്പ് ചെയ്ത ഏജൻസിയാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ആർട്ടീമിയുടെ ബ്രാൻഡിന്റെ പേരാണ് പേൾ ആർ ബ്രാൻഡ് ഓഫ് ആർട്ടീമിയ എന്ന് പറയുന്നത്. ആൻഡ് സോ ദാറ്റ് ഡൊമസ്റ്റിക് സോഴ്സ് ഓഫ് ആർട്ടീമിയ, കാരണം ആർട്ടീമിയ കൾച്ചർ ചെയ്ത് 100% അതായത് ക്രാഷിംഗ് ഒന്നും ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കണമെങ്കിൽ വിൽ ബി ടേക്കിംഗ് സം ടൈം. സോ അതിനെ ഡിപ്പെൻഡ് അപ്പോൺ ചെയ്യാതെ ഇരിക്കാതെ യു ക്യാൻ ഡിപ്പെൻഡ് അപ്പോൺ ദിസ് പേൾ ബ്രാൻഡ് ആർട്ടീമിയ. അതുപോലെ തന്നെ യു ക്യാൻ റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ടഡ് സിസ്റ്റം. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇഫ് യു ആർ ഹാവിംഗ് യുവർ ഓൺ ബ്രാൻഡ്. അപ്പോൾ അതിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ബ്രാൻഡാണ് വിച്ച് ഇസ് ഡെവലപ്പ് ബൈ RGCA, ദാറ്റ് ഇസ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ ആണ്. ആൻഡ് ദാറ്റ് ഇസ് എൻ ആം അണ്ടർ എംപഡ. ഓക്കെ, ഇനി and there is other options like SIFA is Central Institute of Freshwater Aquaculture. അത് ഫ്രഷ് വാട്ടർ റിലേറ്റഡ് കാര്യങ്ങളാണ്. സോ സിഫ ഇത് പേൾ ആർ ബ്രാൻഡ് ഓഫ് ആർട്ടീമിയ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇനി സിബ ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ ആണ്. സോ സിബ എന്ന് പറഞ്ഞാൽ ഈ സിബയുടെ ബ്രൂഡ് പ്ലസ് ഒക്കെ ഉണ്ട്. സിബ ബ്രൂഡ് പ്ലസ് എന്നൊക്കെ പറയുന്ന ഫീഡൊക്കെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നോട്ട് പേൾ ആർ ബ്രാൻഡ് ആർട്ടീമിയ അവരുടെ അല്ല. സിഫയിലാണെന്നുണ്ടെങ്കിലും ദേ ഹാവ് ഡെവലപ്പ് സം കോമ്പണന്റ് ലൈക്ക് സിഫാക്സ് പോലത്തുള്ള എപ്പിസോഡിക് അൾസറേറ്റീവ് സിൻഡ്രം റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ളൊരു കോമ്പണന്റ് ആണ് സിഫാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലത്തുള്ളത് ഫൈൻഡ് ചെയ്തതാണ് സിഫ, അതുപോലെ സിബ, അതുപോലെ ബ്രീഡിംഗ് ഓഫ് സർട്ടൻ ഫിൻ ഫിഷസ്, അതുപോലെ ഷെൽ ഫിഷസ്. പിന്നെ NACSA എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ അക്വാകൾച്ചർ ആണ്. ദാറ്റ് ഇസ് NACSA എന്ന് പറയുന്നത് വിച്ച് ഇസ് എ നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ അക്വാകൾച്ചർ. സോ ഇവരാരും അല്ല, ദാറ്റ് ഇസ് പേൾ ആർ ബ്രാൻഡ് ഓഫ് ആർട്ടീമിയ പ്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ രാജീവ് ഗാന്ധി സെന്റർ ഫോർ സസ്റ്റൈനബിൾ അക്വാകൾച്ചർ ആണ് വിച്ച് ഇസ് RGCA. ഓക്കെ, റൈറ്റ്. സോ ആർട്ടീമിയയുടെ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ലൈവായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൊമേഴ്ഷ്യലി ഒരെണ്ണം അവൈലബിൾ ആണ് വിച്ച് ഇസ് മെയ്ഡ് ബൈ അവർ
ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ സസ്റ്റൈനബിൾ അക്വാകൾച്ചർ. ആൻഡ് അവരാണ് പ്രൊഡ്യൂസ് ചെയ്ത് വിച്ച് ഇസ് പെർ ആർ ബ്രാൻഡ് ഓഫ് ആർട്ടീമിയ. ഇനി സിഫൈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ, സോ ദേ ആർ റിലേറ്റഡ് ടു ഫ്രഷ് വാട്ടർ. ഇനി സിബ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ ആണ്, അപ്പോൾ റിലേറ്റഡ് ടു ബ്രാക്കിഷ് വാട്ടർ ഏരിയ ആണ്. ആൻഡ് ദിസ് ഇസ് നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ അക്വാകൾച്ചർ. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്ന RGC ആണ്, വിച്ച് ഇസ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. റെഡ് ടൈഡ് ഫിനോമിനൻ ഇസ് ഫൗണ്ട് ഡ്യൂ ടു ദ അബൻഡൻസ് ഓഫ് ഏതാണ്? അതായത് റെഡ് ടൈഡ് ഫിനോമിനൻ വരുന്നത് എന്തിന്റെ അബൻഡൻസ് കൂടുതലാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് ഡയാറ്റംസ്, ഡൈനോഫ്ലാജിലേറ്റ്സ്, പ്രോട്ടോസോവൻസ്, അതുപോലെ തന്നെ കോക്കോലിത്തോഫോഴ്സ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് റെഡ് ടൈഡ് ഫിനോമിനൻ ഇസ് കോസ്ഡ് ഡ്യൂ ടു ഹാർംഫുൾ ആൽഗൽ ബ്ലൂം ആണ്, വിച്ച് ഇസ് ബിലോങ്ങിങ് ടു ഡൈനോഫ്ലാജിലേറ്റ്. ഓക്കെ, സോ ഡൈനോഫ്ലാജിലേറ്റ്സ് ആണ് കൂടുതലായിട്ട് റെഡ് ടൈഡ് എന്ന ഫിനോമിനൻ കോസ് ചെയ്യുന്നത്. സോ ഹാർംഫുൾ ആൽഗൽ ബ്ലൂം ആണ്, കാരണം അതിൽ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഫിഷസ് കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഷസിന്റെ ഡെത്ത് ആണ്. അതുപോലെ തന്നെ ഫിഷസ് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്കും അത് ടോക്സിൻ ആയിരിക്കും, ഹൈലി ഡേഞ്ചറസ് ആണ്. സോ ഈ പറയുന്ന റെഡ് ടൈഡ് ഫിനോമിനൻ, അതായത് ഹാർംഫുൾ ആൽഗൽ ബ്ലൂംസിന് abundance വരുന്നത് because of the presence of dinoflagellate ആണ്. ആൻഡ് some of the examples like Carina brevis, അതുപോലെ തന്നെ Goniolix, etc. Okay, so the red tide phenomenon is found due to the abundance of എന്താണ്? Red tide phenomenon is due to the presence of അല്ലെങ്കിൽ abundance of dinoflagellates ആണ്. ഡയറ്റംസ് അല്ല, ഡയറ്റംസിന്റെ പ്രസൻസ് കാരണം, ഡയറ്റംസ് പറയുമ്പോൾ ഡെസ്മിറ്റ്സ് ആണ്, അവരുടെ പ്രസൻസ് കാരണമല്ല റെഡ് ടൈഡ് ഫിനോമിനൻ കോസ് ചെയ്യുന്നത്. ഇനി പ്രോട്ടോസോവൻസ് അല്ല, കോക്കോലിത്തോഫോഴ്സ്, they are also not responsible for red tide phenomenon. So red tide phenomenon is found due to the abundance of dinoflagellates ആണ്, that is their harmful algal blooms ആണ്, which will be having toxins, and this dinoflagellates will be releasing toxins which is dangerous for the fishes and us also. So red tide phenomenon എന്ന് പറയുന്നത് which is due to the abundance of എന്താണ്? Dinoflagellates ആണ് കേട്ടോ. So the answer will be D. Next question, question number 7. The propulsion of mechanized boat would be done with the help of. Okay, അതായത് മെക്കനൈസ്ഡ് ബോട്ടിന്റെ പ്രൊപ്പൽഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. മോട്ടറൈസ്, ഐ മീൻ ട്രഡീഷണൽ ബോട്ടിന്റെ അല്ല, മെക്കനൈസ്ഡ് ബോട്ടിന്റെ പ്രൊപ്പൽഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് സെയിൽസ് ഉണ്ട്, ഓഴ്സ് ഉണ്ട്, എൻജിൻ ആൻഡ് വിൻഡ്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് സിൻസ് ഇറ്റ് ഇസ് എ മെക്കനൈസ്ഡ് ബോട്ട് ആയതുകൊണ്ട് പ്രൊപ്പൽഷന് ഹെൽപ്പ് ചെയ്യുന്ന എന്ന് പറയുന്നത് എഞ്ചിൻ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. സോ പ്രൊപ്പൽഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വി ആർ പ്രൊവൈഡിങ് എ ഫോഴ്സ്, ഒരു പർട്ടിക്കുലർ ഫോഴ്സ് കൊടുക്കുകയാണ് ഫോർ ദ പർട്ടിക്കുലർ ക്രാഫ്റ്റ് സോ ആസ് ടു മൂവ് ഇൻ ദ വാട്ടർ. ഓക്കെ, ആ ഫോഴ്സ് അപ്ലൈഡ് ടു ദ പർട്ടിക്കുലർ ക്രാഫ്റ്റ് ഫോർ ഇറ്റ്സ് മൂവ്മെന്റ് ഇൻ ദ വാട്ടർ, അതിന് നമ്മൾ പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. ഇനി സിൻസ് ഇറ്റ് ഇസ് എ മെക്കനൈസ്ഡ് ബോട്ട്, അത് മെക്കനൈസ്ഡ് ബോട്ട് ആയതുകൊണ്ട് അതിന്റെ പ്രൊപ്പൽഷന് വേണ്ടിയിട്ട്, സിൻസ് ഇറ്റ്സ് എ മെക്കനൈസ്ഡ് ബോട്ട്, അതിന്റെ പ്രൊപ്പൽഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻജിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന സെയിൽസ് അല്ലെന്നുണ്ടെങ്കിൽ ഓഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ വിൻഡ്, ഇതെല്ലാം ട്രഡീഷണൽ ആയിട്ടുള്ള ക്രാഫ്റ്റിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ സെയില്, ഓറ്, വിൻഡ്, എക്സെട്ര. ഓക്കെ, സോ അതായത് മെക്കനൈസ്ഡ് ബോട്ട് ആയതുകൊണ്ട് അതിന്റെ പ്രൊപ്പൽഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എൻജിൻസ് എന്ന് പറയുന്നത്. ഇനി എൻജിൻ ക്യാൻ ബി ഇൻബോർഡ് എൻജിൻ, അതുപോലെ തന്നെ ഔട്ട്ബോർഡ് എൻജിൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്രാഫ്റ്റ് വിച്ച് ഇസ് യൂസ്ഡ്. ഇനി ഏത് വാട്ടർ ഡെപ്ത് ആണ്, അതുപോലെ എത്ര HP പവർ വേണം, അതനുസരിച്ച് നിങ്ങൾക്ക് ഇൻബോർഡ് എൻജിൻ ആവാം, എന്നുണ്ടെങ്കിൽ ഔട്ട്ബോർഡ് എൻജിൻ ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ദ പ്രൊപ്പൽഷൻ ഓഫ് മെക്കനൈസ്ഡ് ബോട്ടിനെ പ്രൊപ്പൽഷൻ, അതായത് അവരുടെ ത്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ദാറ്റ് വിൽ ബി എഞ്ചിൻ ആണ്. ഇനി അക്കോർഡിംഗ് ടു ഡിപ്പെൻഡൻസ് ഓഫ് ദ ഡെപ്ത്, നിങ്ങൾ ഏത് വാട്ടർ ബോഡിയാണ്, എത്ര HP ഉള്ളതാണ്, വാട്ട് ഇസ് ദ സൈസ് ഓഫ് യർ ഫിഷിംഗ് വെസൽ, അതനുസരിച്ച് യു ക്യാൻ ഗോ ഫോർ ഇൻബോർഡ് എഞ്ചിൻ അല്ലെന്നുണ്ടെങ്കിൽ ഔട്ട്ബോർഡ് എഞ്ചിൻ. ഓക്കെ, റൈറ്റ്. അതുപോലെ പെട്രോൾ എഞ്ചിൻ ഉണ്ട്, ഡീസൽ എഞ്ചിൻ ഉണ്ട്, ആൻഡ് ദാറ്റ് യു ക്യാൻ സ്വിച്ച് ഓൺ അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ്സ്. സോ ഫോർ മെക്കനൈസ്ഡ് ബോട്ട് അവരുടെ പ്രൊപ്പൽഷൻ ഇമ്പോർട്ടന്റ് ആണ് എഞ്ചിൻ എന്ന് പറയുന്നത്. വിൻഡ് അല്ലെന്നുണ്ടെങ്കിൽ ഓഴ്സ് അല്ലെങ്കിൽ സെയിൽസ് എന്നൊക്കെ പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ക്രാഫ്റ്റിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, റൈറ്റ്. സോ ദി ആൻസർ വിൽ ബി സി ആണ്, വിച്ച് ഇസ് എഞ്ചിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതും റിലേറ്റഡ് ടു ഗിയർ ആണ്. ട്രോൾ നെറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ്. ഓക്കെ, അതായത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഗിയർ ആണ് ട്രോൾ നെറ്റ് എന്ന് പറയുന്നത്. അത് ഏത് ടൈപ്പ് ഗിയർ എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് പാസീവ് ഗിയർ, ഫോളിംഗ് ഗിയർ, സറൗണ്ടിങ് ഗിയർ ആൻഡ് ആസ് വെൽ ആസ് ആക്റ്റീവ് ഗിയർ. ഓക്കെ, സോ ട്രോൾ നെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ആക്റ്റീവ് ഗിയർ ആണ്. ഓക്കെ, ഇപ്പം ഓൾറെഡി നമുക്ക് 2 ഗിയർ ഉണ്ട്, അതായത് ആക്റ്റീവ് ഗിയറും അതുപോലെ തന്നെ പാസീവ് ഗിയറും ഉണ്ട്. സോ ആക്റ്റീവ് ഗിയർ ആകുമ്പോഴത്തേക്കും ദാറ്റ് വിൽ ബി ആക്റ്റീവ്ലി ചേസിങ് ദ ഫിഷ്, അതായത് ഫിഷിന്റെ പിറകെ പോയി അതിനെ ആക്റ്റീവ്ലി ചേസ് ചെയ്തിട്ട് അതിനെ ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ട്രോൾ നെറ്റ് എന്തിന്റെ എക്സാമ്പിൾ ആണ്. സോ ട്രോൾ നെറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ആക്റ്റീവ് ഗിയർ ആണ്. കാരണം ഇറ്റ് ഇസ് നമ്മൾ ആ വെസലിൽ നിന്ന് ടോ ചെയ്യുന്ന സമയത്ത് അത് ആക്റ്റീവ്ലി ഫിഷിനെ ചേസ് ചെയ്തിട്ടാണ് അതിനെ ക്യാപ്ചർ ചെയ്യുന്നത്. ഓക്കെ, ട്രോൾ നെറ്റ്. സോ ട്രോൾ നെറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ആക്റ്റീവ് ഗിയർ ആണ്. ഓക്കെ, റൈറ്റ്. ഇനി പാസീവ് ഗിയർ പറയുമ്പോഴത്തേക്കും
അത് ആ പറയുന്ന ഗിയർ സ്റ്റേഷനറി ആയിരിക്കും വാട്ടർ ബോഡിയിൽ, അല്ലാതെ ഫിഷസിനെ പുറകെ പോയി ചേസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് പാസീവ് ഗിയർ എന്ന് പറയുന്നത്. സോ പാസീവ് ഗിയർ വിൽ ബി സ്റ്റേഷനറി ഇൻ ദ വാട്ടർ ബോഡി ആൻഡ് ഇറ്റ് വിൽ നോട്ട് ആക്റ്റീവ്ലി ചേസ് ദ ഫിഷ് ബിഹൈൻഡ്. ഓക്കെ, അതാണ് പാസീവ് ഗിയർ എന്ന് പറയുന്നത്. ഇനി പാസീവ് ഗിയറിന്റെ ഒരു ബെറ്റർ എക്സാമ്പിൾ ആണ് ഗിൽനെറ്റ് എന്ന് പറയുന്നത്. സോ ഗിൽനെറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ പാസീവ് ഗിയർ. ഓക്കെ, റൈറ്റ്. ഇനി ഫോളിംഗ് ഗിയർ എന്ന് പറയുന്നത് ദാറ്റ് മെയിൻ എക്സാമ്പിൾ വരുന്നത് ദാറ്റ് ഇസ് കാസ്റ്റ് നെറ്റ്. ഓക്കെ, കാസ്റ്റ് നെറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഫോളിംഗ് ഗിയർ. അതായത് കാസ്റ്റ് നെറ്റ് ഇറ്റ്സ് എ സർക്കുലർ നെറ്റ് ആണ് ആൻഡ് അലോങ് ദി എഡ്ജസ് അതിന് വെയിറ്റ് അല്ലെങ്കിൽ സിംഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിൽ നിന്ന് അതിനെ ഫോളോ ചെയ്യിപ്പിക്കുക ചെയ്യുന്നത് കാസ്റ്റ് നെറ്റ്. സോ ദാറ്റ് ഫിഷിന് മുകളിലോട്ട് ഈ വല വന്ന് വീഴും, എന്നിട്ട് ആ വെയിറ്റ് താഴെ വന്ന് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഫിഷിനെ ഡയറക്ട്ലി ക്യാപ്ചർ ചെയ്യുകയാണ്. ഓക്കെ, സോ ഫോളിംഗ് ഗിയറിന്റെ എക്സാമ്പിൾ വരുന്ന കാസ്റ്റ് നെറ്റ് ആണ്. സോ ട്രോൾ നെറ്റ് ഇസ് നോട്ട് എൻ എക്സാമ്പിൾ ഫോർ ഫോളിംഗ് ഗിയർ. പിന്നെ വരുന്നത് സറൗണ്ടിങ് ഗിയർ ആണ്. അതായത് സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫിഷസിനെ ഇങ്ങനെ സറൗണ്ട് ചെയ്തിട്ടായിരിക്കും. അതായത് ഒരു പെലാജിക് സ്കൂൾ ഓഫ് ഫിഷസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ ഈ ഗിയർ നോട്ടീസ് ചെയ്തിട്ട് അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഫിഷിനെ ക്യാപ്ചർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് സറൗണ്ടിങ് ഗിയർ. അപ്പോൾ സറൗണ്ടിങ് ഗിയറിന്റെ എക്സാമ്പിൾ ആണ് പേഴ്സ് സീൻ, അതുപോലെ തന്നെ റിംഗ് സീൻ. ഇതെല്ലാം എക്സാമ്പിൾ ഫോർ സറൗണ്ടിങ് ഗിയർ ആണ് കേട്ടോ. സോ നമ്മുടെ ആൻസർ വരുന്നത് ട്രോൾ നെറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ആക്റ്റീവ് ഗിയർ ആണ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദ അതായത് ആ ഗിയറിന്റെ നേച്ചർ അനുസരിച്ച് അതൊരു പാസീവ് ആണോ ആക്റ്റീവ് ആണോ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ട്രോൾ നെറ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ്ലി ഫിഷസിനെ ചേസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇറ്റ്സ് എൻ ആക്റ്റീവ് ഗിയർ ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഡി ആണ്. ഇനി പാസീവ് ഗിയർ എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് ആക്റ്റീവ്ലി ചേസ് ദ ഫിഷ്, അത് സ്റ്റേഷനറി ആയിട്ട് തന്നെ വാട്ടർ ബോഡിയിൽ പ്ലേസ് ചെയ്യുകയായിരിക്കും പാസീവ് ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ പാസീവ് ഗിയറിൽ വരുന്ന എക്സാമ്പിൾ ആണ് ഗിൽനെറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ പാസീവ് ഗിയർ. ഓക്കെ, ഇനി ഫോളിംഗ് ഗിയർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കാസ്റ്റ് നെറ്റ് ഫോളിംഗ് ഗിയറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് നിങ്ങൾ ഫിഷസിനെ ലൊക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫിഷസിന് മുകളിലോട്ട് ഈ കാസ്റ്റ് നെറ്റ് ഫോളോ ചെയ്ത് വീഴും, എന്നിട്ട് ഫൈനലി അതിനെ ക്യാപ്ചർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സറൗണ്ടിങ് ഗിയർ. സറൗണ്ടിങ് ഗിയർ എന്ന് പറഞ്ഞാൽ എൻസർക്കിൾ ചെയ്തിട്ടായിരിക്കും ഫിഷസിനെ ക്യാപ്ചർ ചെയ്യുന്നത്, സറൗണ്ട് ചെയ്തിട്ടായിരിക്കും ആ സ്കൂൾ ഓഫ് പെലജി ഫിഷസിനെ അവർ ക്യാപ്ചർ ചെയ്യുന്നത്. സോ അതിനകത്ത് വരുന്ന എക്സാമ്പിൾ ആണ് പേഴ്സ് സീൻ അല്ലെങ്കിൽ റിംഗ് സീൻ എക്സെട്ര. ഓക്കെ, റൈറ്റ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഡി ആണ്. ദാറ്റ് ഇസ് ട്രോൾ നെറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ആക്റ്റീവ് ഗിയർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ, അതായത് മഹുവ ഓയിൽ കേക്ക് കണ്ടെയ്ൻസ്. മഹുവ ഓയിൽ കേക്ക് ഇസ് എൻ എക്സാമ്പിൾ ഫോർ പെസ്റ്റിസൈഡ് ആണ് കേട്ടോ. റൈറ്റ്. സോ ഒരു പെസ്റ്റിസൈഡ് ആണ് മഹുവ ഓയിൽ കേക്ക് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു കോമ്പണന്റ് ആണ് സാപ്പോണിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ഹാവിംഗ് എ ടോക്സിക് കോമ്പണന്റ് വിച്ച് ഇസ് കോൾഡ് സാപ്പോണിൻ. അതായത് സാപ്പോണിൻ എത്ര പെർസെന്റേജ് ഉണ്ട് വിച്ച് ഇസ് പ്രസന്റ് ഇൻസൈഡ് മഹുവ ഓയിൽ കേക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് എ ഫിക്സ്ഡ് വാല്യൂ ആണ്. ഓക്കെ, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാം മാക്സിമം. സോ ഓപ്ഷൻസ് വന്നിട്ട് 10 to 15% സാപ്പോണിൻ ആണോ, 4 to 6% സാപ്പോണിൻ, 5% റൂട്ടിനോൺ, അതുപോലെ 2 to 4% റൂട്ടിനോൺ. ഓക്കെ, ഇനി റോട്ടിനോൺ ഒരിക്കലും വരില്ല, കാരണം റോട്ടിനോൺ മഹു ഓയിൽ കേക്കിന്റെ കണ്ടന്റ് അല്ല. സോ റോട്ടിനോൺ ഇസ് എ കണ്ടന്റ് ഓഫ് ഡെറിസ് റൂട്ട് പൗഡർ. ഓക്കെ, ഇതും ഒരു പെസ്റ്റിസൈഡ് ആണ്. ഡെറിസ് റൂട്ട് പൗഡറിന്റെ കോമ്പണന്റ് ആണ് റൂട്ടിനോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെറിസ് റൂട്ട് പൗഡറിൽ എത്ര റൂട്ടിനോൺ ഉണ്ട്? ഡെറിസ് റൂട്ട് പൗഡർ ഹാസ് 5% റൂട്ടിനോൺ. ഓക്കെ, റൈറ്റ്. സോ ഈ റോട്ടിനോൺ അല്ലെങ്കിൽ ഈ സാപ്പോണിൻ എന്ന് പറയുന്ന കോമ്പണന്റ് ടോക്സിക് ആണ്. റൈറ്റ്. സോ ഇതാണ് പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് യുവർ ഡെറിസ് റൂട്ട് പൗഡർ ആൻഡ് ആസ് വെൽ ആസ് മഹു ഓയിൽ കേക്ക്. ഓക്കെ, അപ്പൊ മഹു ഓയിൽ കേക്കിൽ വരുന്ന കോമ്പണന്റ് ആണ് സാപ്പോണിൻ എന്ന് പറയുന്നത്. ഇനി സാപ്പോണിൻ എത്ര പെർസെന്റേജ് ഉണ്ട് വിച്ച് ഇസ് പ്രസന്റ് ഇൻസൈഡ് മഹു ഓയിൽ കേക്ക് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് 4 to 6%. ഫിക്സ്ഡ് വാല്യൂ കേട്ടോ. അപ്പം മഹു ഓയിൽ കേക്കിനകത്ത് 4 to 6% സാപ്പണിൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ സാപ്പണിൻ ഒരു ടോക്സിൻ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് വിച്ച് ഇസ് എ പെസ്റ്റിസൈഡ്. ഓക്കെ, ഇനി അതർ ഓപ്ഷൻസ് വന്നിട്ട് നമുക്ക് 10 to 15% അത്രയും സാപ്പണിൻ ഇല്ല ഇൻ കേസ് ഓഫ് മഹു ഓയിൽ കേക്ക്. ഇനി റോട്ടിനോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോമ്പണന്റ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ഡെറിസ് റൂട്ട് പൗഡർ ആണ്. ആൻഡ് ഡെറിസ് റൂട്ട് പൗഡറിന്റെ കോമ്പണന്റ് ആണ് റൂട്ടിനോൺ എന്ന് പറയുന്നത്. ആൻഡ് ഡെറിസ് റൂട്ട് പൗഡറിൽ എത്ര പെർസെന്റ് റൂട്ടിനോൺ? ഇറ്റ് ഇസ് ഹാവിംഗ് 5% റൂട്ടിനോൺ. സോ 5% റൂട്ടിനോൺ ഇസ് പ്രസന്റ് ഇൻ ഡെറിസ് റൂട്ട് പൗഡർ. ഓക്കെ, അപ്പം ഇത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം സിൻസ് ആ ക്വസ്റ്റൻ ഇസ് മഹു ഓയിൽ കേക്ക്. ഇനി 2 to 4% റൂട്ടിനോൺ അല്ല, ഡെറിസ് റൂട്ട് പൗഡറിന്റെ അകത്തും വാല്യൂ ഫിക്സ്ഡ് ആണ്. ഡെറിസ് റൂട്ട് പൗഡർ കണ്ടെയ്ൻസ് 5% റൂട്ടിനോൺ ആണ്. ഓക്കെ, വാല്യൂ ഫിക്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് മഹു ഓയിൽ കേക്കിൽ എത്ര പെർസെന്റേജ് സാപ്പണിൻ ഉണ്ടെന്നാണ്. സോ മഹു ഓയിൽ കേക്ക് വിച്ച് ഇസ് എ പെസ്റ്റിസൈഡ് കണ്ടെയ്ൻസ് 4 to 6% സാപ്പോണിൻ. സോ ദി ആൻസർ വിൽ ബി 4 to 6% സാപ്പോണിൻ ആണ്. ഇനി ഇഫ് ഇറ്റ് വാസ് ക്വസ്റ്റ്യൻ ലൈക്ക് ഇപ്പോൾ വന്നിരുന്നത് ഡെറിസ് റൂട്ട് പൗഡറിനാണെന്നുണ്ടെങ്കിൽ ഡെറിസ് റൂട്ട് പൗഡറിന് ഇറ്റ് കണ്ടെയ്ൻസ് എത്രയാണ്? 5% റൂട്ടിൻ ആണ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ മഹു ഓയിൽ കേക്ക് ആണ്. ദി ആൻസർ വിൽ ബി 4 to 6% സാപ്പോണിൻ ആണ്. സോ ദി ആൻസർ വിൽ ബി ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഇതും റിലേറ്റഡ് ടു ഡിസീസ് ആണ്. അതായത് ചാനൽ കാറ്റ്ഫിഷ്, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
Channel catfish virus disease, okay, which belongs to the family. That is, it's a virus disease, that is channel catfish virus disease, okay, CCVD, and that belongs to the family. Options are orthomyxoviridae, herpes viridae, iridovirus, and as well as retrovirus. Okay, so channel catfish virus disease, that disease that caused by virus, channel catfish virus, and this channel catfish virus belongs to the family. So the answer will be herpes viridae. Okay, so herpes viridae ഫാമിലിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെർപ്പസ് വിറിഡേ ഫാമിലിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറസ് ആണ് ചാനൽ കാറ്റ്ഫിഷ് വൈറസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ചാനൽ കാറ്റ്ഫിഷ് വൈറസ് കോസ് ചെയ്യുന്ന ഡിസീസ് ആണ് ചാനൽ കാറ്റ്ഫിഷ് വൈറസ് ഡിസീസ് എന്ന് പറയുന്നത്. സോ ചാനൽ കാറ്റ്ഫിഷ് വൈറസ് ഡിസീസ് ബിലോങ് ടു ദ ഫാമിലി ഹെർപ്പസ് വിറിഡേ ആണ്. ഇനി ടോക്കിംഗ് അബൌട്ട് അതർ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഓർത്തോമിക്സോവിറിഡേ, അതർ ഓപ്ഷൻ വന്നിട്ട് ഓർത്തോമിക്സോവിറിഡേ ആണ്. ഓർത്തോമിക്സോവിറിഡേ ഫാമിലിയിൽ വരുന്ന വൈറസ് ഗ്രൂപ്പിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഇസ് ഇൻഫെക്ഷ്യസ് സാൽമൺ അനീമിയ, ISA എന്ന് പറയും, ഇൻഫെക്ഷ്യസ് സാൽമൺ അനീമിയ, വിച്ച് ഇസ് കോസ്ഡ് ബൈ ഇൻഫെക്ഷ്യസ് സാൽമൺ അനീമിയ വൈറസ് ഓഫ് ദ ഫാമിലി വിച്ച് ഇസ് ഏതാണ് ഓർത്തോമിക്സോവിറിഡേ. ഓക്കെ, റൈറ്റ്. സോ അത് ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ഇൻഫെക്ഷ്യസ് സാൽമൺ അനീമിയ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ചാനൽ കാറ്റ്ഫിഷ് വൈറസ് ഡിസീസ് ആയിരുന്നു. സോ ദി ആൻസർ വിൽ ബി ഹെർപ്പസ് വിറിഡേ. ഓർത്തോമിക്സോവിറിഡേ ഫാമിലിയിൽ വരുന്ന വൈറസിന്റെ പേരാണ് ദാറ്റ് ഇസ് ഇൻഫെക്ഷ്യസ് സാൽമൺ അനീമിയ വൈറസ്. ഓക്കെ, സോ ISA വൈറസ് ആണ് ഓർത്തോമിക്സോവിറിഡയിൽ വരുന്നത്. സോ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. പിന്നെ വരുന്നത് ഹെർപ്പസ് വിറിഡേ ആണ്. സോ ഹെർപ്പസ് വിറിഡേ കോസ് ചെയ്യുന്ന ഇറ്റ് ബിലോങ് ടു ദ ഫാമിലി ചാനൽ കാറ്റ്ഫിഷ് വൈറസ് ഡിസീസ് ബിലോങ് ടു ദ ഫാമിലി ഹെർപ്പസ് വിറിഡേ ആണ്. സോ ഹെർപ്പസ് വിറിഡേ വരുന്ന അല്ലാത്തത് വേറെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഇസ് ചാനൽ കാറ്റ്ഫിഷ് വൈറസ് ഡിസീസ് CCVD ആൻഡ് വിച്ച് ഇസ് കോസ്ഡ് ബൈ, ആ വൈറസിന് ഒരു പേരുണ്ട്, വിച്ച് ഇസ് കോസ്ഡ് ബൈ ഇക്ടലൂറിഡ് ഹെർപ്പസ് വൈറസ് 1. ഓക്കെ, റൈറ്റ്. ഇനി അതുപോലെ തന്നെ ഹെർപ്പസ് വിറിഡേ ഫാമിലി വരുന്ന വേറൊരു ഡിസീസ് ആണ് കൊയ് ഹെർപ്പസ് വൈറസ് ഡിസീസ്. ഓക്കെ, അതും ഹെർപ്പസ് വിറിഡേ ഫാമിലി തന്നെയാണ്. ആൻഡ് ഈ പറയുന്ന കൊയ് ഹെർപ്പസ് വൈറസ് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ, വൈറസിന്റെ പേരാണ് സിപ്രിനിഡ് ഹെർപ്പസ് വൈറസ് ടൈപ്പ് 3. ഓക്കെ, അതാണ് ഹെർപ്പസ് വിറിഡേ ഫാമിലിയിൽ വരുന്ന വേറെ കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, റൈറ്റ്. സോ ഓർത്തോമിക്സോവിറിഡേ, അതായത് വി ആർ ഹാവിംഗ് ഡിഫറെന്റ് ഓപ്ഷൻസ്. ഓർത്തോമിക്സോവിറിഡയിൽ വരുന്നതാണ് ഇൻഫെക്ഷ്യസ് സാൽമൺ അനീമിയ which is caused by infectious salmon anemia virus. Okay, അതാണ് ഓർത്തോമിക്സോവിറിഡയിൽ വരുന്നത്. ഇനി ഹെർപ്പസ് വിറിഡയിൽ കുറച്ച് എക്സാമ്പിളുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ചാനൽ കാറ്റ്ഫിഷ് വൈറസ് ഡിസീസ് ആണ്, വിച്ച് ഇസ് കോസ്ഡ് ബൈ ആ വൈറസിന്റെ പേരാണ് ഇക്ടലൂറിഡ് ഹെർപ്പസ് വൈറസ് 1 എന്ന് പറയും. ഓക്കെ, റൈറ്റ്. ഇതല്ലാതെ ഹെർപ്പസ് വിറിഡയിൽ വരുന്ന വേറൊരു എക്സാമ്പിൾ ആണ് വിച്ച് ഇസ് കൊയ് ഹെർപ്പസ് വൈറസ് ഡിസീസ്. കൊയ് കാർപ്പിൽ വരുന്ന ഒരു ഡിസീസ് ആണ് കൊയ് ഹെർപ്പ് വൈറസ് ഡിസീസ്. അത് കോസ് ചെയ്യുന്ന വൈറസിന്റെ പേരാണ് സിപ്രിനിഡ് ഹെർപ്പസ് ടൈപ്പ് 3. ഓക്കെ, ദാറ്റ് ബിലോങ് ടു ദ ഫാമിലി ഏതാണ് ഹെർപ്പസ് വിറിഡേ. ഇനി വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു വിച്ച് ഇസ് ഇറിഡോവിറിഡേ, റൈറ്റ്. യെസ്. ഇനി ഇറിഡോവിറിഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറിഡോവിറിഡയിൽ വരുന്ന ഡിസീസിന്റെ പേരാണ് വിച്ച് ഇസ് റെഡ് സീബ്രീം ഇറിഡോവൈറൽ ഡിസീസ്. ഓക്കെ, which is caused by red seabream iridoviral virus. Okay, അതുപോലെ തന്നെ വേറെ ഉണ്ട് which is lymphocystitis disease ആണ്, which is caused by lymphocystitis virus belonging to the family Iridoviridae. Okay, right. So retrovirus എന്ന് പറയുന്നത് that's not a എന്താണ് ടൈപ്പ് ഓഫ് ഡിസീസ് കോസിങ്, അത്രയും ഡിസീസ് കോസിങ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മുടെ ആൻസർ വരുന്നത് ചാനൽ കാറ്റ്ഫിഷ് വൈറസ് ഡിസീസ് ബിലോങ് ടു ദ ഫാമിലി ഹെർപ്പസ് വിറിഡേ ആണ് കേട്ടോ. സോ ചാനൽ കാറ്റ്ഫിഷ് വൈറസ് ഡിസീസ് ബിലോങ് ടു ദ ഫാമിലി ഹെർപ്പസ് വിറിഡേ. ഇനി ഈ ഹെർപ്പസ് വിറിഡയിൽ ചാനൽ കാറ്റ്ഫിഷ് ഡിസീസ് വൈറസ് മാത്രമല്ല, ഇറ്റ് ഇസ് ഓൾസോ ഹാവിംഗ് കൊയ് ഹെർപ്പസ് വൈറസ് ഡിസീസ്, അല്ലെ? കൊയ് ഹെർപ്പസ് വൈറസ് ഡിസീസ് ആണ്, വിച്ച് ഇസ് കോസ്ഡ് ബൈ സിപ്രിനിഡ് ഹെർപ്പസ് ടൈപ്പ് 3. ഇനി ഇറിഡോവിറിഡേ വരുമ്പോൾ അതിനകത്തുള്ള എക്സാമ്പിൾ ആണ് റെഡ് സീബ്രീം ഇറിഡോവൈറൽ ഡിസീസ്, വിച്ച് ഇസ് കോസ്ഡ് ബൈ റെഡ് സീബ്രീം ഇറിഡോ വൈറസ്. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ ആണ് ലിംഫോസിസ്റ്റിസ് ഡിസീസ് ആണ്, കോസ്ഡ് ബൈ ലിംഫോസിസ്റ്റിസ് വൈറസ്, വിച്ച് ഇസ് ബിലോങ് ടു ദ ഫാമിലി ഇറിഡോവിറിഡേ. ഓക്കെ, റൈറ്റ്. സോ ചാനൽ കാറ്റ്ഫിഷ് ഡിസീസ് വൈറസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്, ദാറ്റ് ബിലോങ് ടു ദ ഫാമിലി ഹെർപ്പസ് വിറിഡേ. സോ ദി ആൻസർ വിൽ ബി ബി. ഓക്കെ, നെക്സ്റ്റ് ഇതും പ്രീവിയസ് PO ആണ്. ദാറ്റ് ഇസ് ഇൻ ഫ്രഷ് വാട്ടറിലെ ലിമിറ്റിംഗ് ന്യൂട്രിയൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഫ്രഷ് വാട്ടറിലെയും അതുപോലെ തന്നെ സീ വാട്ടറിലെയും ലിമിറ്റിംഗ് ന്യൂട്രിയൻ ബൈ ഹാർട്ട് ആയിട്ട് വെച്ചേക്കുക, കാരണം ഇറ്റ്സ് എ ഫിക്സ്ഡ് വൺ. ഓക്കെ, റൈറ്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഫ്രഷ് വാട്ടറിലെ ലിമിറ്റിംഗ് ന്യൂട്രിയൻ, ദാറ്റ് ഇസ് എ ലിമിറ്റഡ് ഇൻ ലെവൽ. ഈ പറയുന്ന ന്യൂട്രിയൻ്റ് അത് വളരെ കുറവായിരിക്കും ഫ്രഷ് വാട്ടറിൽ. അപ്പം ഫ്രഷ് വാട്ടറിൽ വരുന്ന ലിമിറ്റിംഗ് ന്യൂട്രിയൻ ഏതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് കാൽസ്യം. സോ ദി ആൻസർ വിൽ ബി ഫോസ്ഫറസ്. ഓക്കെ, ഇപ്പോൾ ഫോസ്ഫറസ് ആണ് ഫ്രഷ് വാട്ടർ ബോഡിയിലെ ലിമിറ്റിംഗ് ആയിട്ടുള്ള ന്യൂട്രിയൻ. ഓക്കെ, സോ ലിമിറ്റിംഗ് ന്യൂട്രിയൻ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്ന ഫോസ്ഫറസ് ആണ്. ഇനി അതുപോലെ ഇപ്പം മറൈൻ വാട്ടർ ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദി ആൻസർ വിൽ ബി നൈട്രജൻ. ഓക്കെ, സോ നൈട്രജൻ ഇൻ ദ കേസ് ഓഫ് സീ വാട്ടർ ആൻഡ് ഫ്രഷ് വാട്ടറിൽ വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ഫോസ്ഫറസ്. അപ്പം ഇത് സീ വാട്ടർ ആണ്. അപ്പം ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നിട്ട്
ഇൻ സീ വാട്ടർ ദ ലിമിറ്റിംഗ് ന്യൂട്രിയൻ ഏതാണെന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ആൻസർ വിൽ ബി നൈട്രജൻ. നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇൻ ഫ്രഷ് വാട്ടർ ദ ലിമിറ്റിംഗ് ന്യൂട്രിയൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത്രയും കണ്ടന്റ് കുറവാണ്. ദാറ്റ്സ് എ വെരി ലിമിറ്റിംഗ് ലെവൽ. സോ ഇൻ ഫ്രഷ് വാട്ടർ ദ ലിമിറ്റിംഗ് ന്യൂട്രിയൻ വിൽ ബി ഫോസ്ഫറസ്. സോ ദി ആൻസർ വിൽ ബി ഡി. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13, that is related to amino acids ആണ്. Sulfur rich amino acids which lacks in vegetables but is present in fishes ഏതാണ്? ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതായത് സൾഫർ കണ്ടെയ്നിങ് ആയിരിക്കണം, അതായത് സൾഫർ ഗ്രൂപ്പ് വേണം അതിനകത്ത്, ഈ പറയുന്ന അമിനോ ആസിഡിനകത്ത്. ഓക്കെ, റൈറ്റ്. സോ എസെൻഷ്യൽ അമിനോ ആസിഡ് ഏതാണെന്നാണ് അവർ ചോദിക്കുന്നത്. സോ which lacks in vegetable but it's present in fish ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് മെത്തിയോണിൻ, ലൈസിൻ, ട്രിപ്റ്റോഫാൻ ആൻഡ് ആസ് വെൽ ആസ് ല്യൂസിൻ. ഓക്കെ, റൈറ്റ്. സോ ഇതിൽ സൾഫർ റിച്ച്, സൾഫർ കോംപ്ലന്റ് ഉള്ള അമിനോ ആസിഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ദി ആൻസർ വിൽ ബി മെത്തിയോണിൻ. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മെത്തിയോണിനും അതുപോലെ തന്നെ മെത്തിയോണിൻ മാത്രമല്ല, മെത്തിയോണിനും സിസ്റ്റീനും. ഓക്കെ, സോ ഈ പറയുന്ന രണ്ടിനും ഇറ്റ് ഇസ് ഹാവിങ് സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. സൾഫർ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. ഇനി സൾഫർ ഉള്ള രണ്ട് എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ പേരാണ് മെത്തിയോണിനും അതുപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ സിസ്റ്റീൻ. ഓക്കെ, സിസ്റ്റീൻ നമ്മുടെ ഇതിനകത്തില്ല, ഓപ്ഷനിലില്ല. ഓക്കെ, അപ്പം മെത്തിയോണിനും അതുപോലെ തന്നെ സിസ്റ്റീനകത്തും സൾഫറിന്റെ പ്രസൻസ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് സൾഫർ റിച്ച് അമിനോ ആസിഡ് വിച്ച് ലാക്സ് ഇൻ വെജിറ്റബിൾസ് ബട്ട് ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ഫിഷസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദി ആൻസർ വിൽ ബി മെത്തിയോണിൻ. ലൈസിൻ അല്ല, അതിനകത്ത് സൾഫർ കോമ്പൗണ്ട് വരുന്നില്ല, ട്രിപ്റ്റോഫാനിൽ വരുന്നില്ല, അതുപോലെ ലൂസീനും ഇറ്റ്സ് നോട്ട് ഹാവിംഗ് എനി സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്. ഓക്കെ, സോ സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട് which is an essential amino acid which is rich in fish ഏതാണെന്ന് വെച്ചാൽ it will be methionine. Okay, another one example for a sulfur containing amino acid will be cysteine, right? So the answer will be A ആണ്, which is methionine. Okay, next question number 14, which gear is mostly used in upper stretches of Ganga? Okay, ഏത് ഗിയർ ആണ്, അതായത് ഗംഗാ റിവേഴ്സത്തിന്റെ അപ്പർ സ്ട്രെച്ചസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഗിയർ ഏതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പിയോന്റെ. ഓപ്ഷൻസ് വന്നിട്ട് ഗിൽനെറ്റ്, ഹുക്ക് ആൻഡ് ലൈൻ, ഡ്രാഗ്നെറ്റ്, അതുപോലെ തന്നെ പേഴ്സീൻ. ഓക്കെ, സോ ഇതിനകത്ത് ഒബ്വിയസ്ലി പേഴ്സീൻ ഇവിടെ വരില്ല, കാരണം പേഴ്സീൻ ഇസ് മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ കാച്ചിങ് സ്കൂളിംഗ് പെലാജിക് ഫിഷസ് വിച്ച് ഇസ് ഇൻ മറൈൻ വാട്ടേഴ്സ്. ഓക്കെ, റൈറ്റ്. ഇപ്പൊ ഫ്രഷ് വാട്ടർ പോലത്തുള്ള സ്ട്രെച്ചസ് ഓഫ് ഗംഗയിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഗിയർ അല്ല പേഴ്സീൻ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. പിന്നെ വരുന്ന ഡ്രാഗ്നെറ്റ്. ഡ്രാഗ്നെറ്റ് ഇസ് ഓൾസോ നോട്ട് യൂസ് ഇൻ ദ സ്ട്രെച്ചസ് ഓഫ് ഗംഗ, റൈറ്റ്. സോ ഡ്രാഗ്നെറ്റ് ഇസ്, യു ക്യാൻ സേ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ട്രോൾ നെറ്റ്. ട്രോൾ നെറ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രാഗ്നെറ്റ് എന്ന് പറയാം, കാരണം യൂഷ്വലി ഇത് ഡ്രാഗ് ചെയ്തിട്ടാണ് ഫിഷസിനെ ക്യാപ്ചർ ചെയ്യുന്നത്. സോ ഡ്രാഗ്നെറ്റ് വിൽ നോട്ട് ബി കമ്മിങ് അണ്ടർ യുവർ അപ്പർ സ്ട്രെച്ചസ് ഓഫ് ഗംഗ, അത് നമുക്ക് കളയാം. പിന്നെ വരുന്നത് ഗിൽനെറ്റ്. ഓക്കെ, ഗിൽനെറ്റ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന അപ്പർ സ്ട്രെച്ചസിലല്ല, മിഡ്, അതായത് താഴെ വരുമ്പോൾ ലോവർ അല്ലെങ്കിൽ താഴെയുള്ള വാട്ടറിലാണ് ഈ പറയുന്ന എന്താ പറയുക ഗിൽനെറ്റ് യൂസ് ചെയ്യുന്നത്. ഗിൽനെറ്റ് എക്സ്ക്ലൂസീവ്ലി യൂസ് ഇൻ ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗിയർ ആണ് ഗിൽനെറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഓൺ ദി അപ്പർ സ്ട്രെച്ചസ്. ഓക്കെ, മിഡ് സ്ട്രെച്ചസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗിയർ ആണ് ഗിൽനെറ്റ് എന്നുള്ളത്. അപ്പർ സ്ട്രെച്ചസിൽ പോയിട്ട് നിങ്ങൾക്ക് ഗിൽനെറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഗിൽനെറ്റ് ഇസ് ഓൾറെഡി റെക്ടാംഗിൾ ആൻഡ് സ്റ്റേഷനറി ഗിയർ. ഓക്കെ, ഇനി മോസ്റ്റ്ലി യൂസ് ഇൻ അപ്പർ സ്ട്രെച്ചസ് ഓഫ് ഗംഗ എന്ന് പറയുമ്പോൾ ദി ആൻസർ വിൽ ബി ഹുക്ക് ആൻഡ് ലൈൻ. ഓക്കെ, സോ ഹുക്ക് ആൻഡ് ലൈൻ ആണ് തോനെയും എന്താ പറയുക അപ്പർ സ്ട്രെച്ചസ് ഓഫ് ഗംഗ ഏരിയാസിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഗിയർ ഇസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ അപ്പർ സ്ട്രെച്ച് ഓഫ് ഗംഗയാണ്. സോ ഗംഗ റിവർ സിസ്റ്റത്തിന്റെ മുകളിൽ, അതായത് അപ്പർ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എന്താ പറയുക ഗിയർ ഏതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ദി ആൻസർ വിൽ ബി ഹുക്ക് ആൻഡ് ലൈൻ ആണ്. യു ക്യാൻ എക്സ്ക്ലൂഡ് ഗിൽനെറ്റ്. ഗിൽനെറ്റ് വരില്ല, കാരണം ഗിൽനെറ്റ് നോർമലി ലോവർ സ്ട്രെച്ചസിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്രാഗ്നെറ്റ്, നിങ്ങൾ ഓൾറെഡി അത് ഇറ്റ്സ് ടൈപ്പ് ഓഫ് ട്രോൾ നെറ്റ് ആണ്, കാരണം ഫിഷസിനെ ട്രോൾ ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ടാണ് എടുക്കുക. സോ അതുകൊണ്ട് ഡ്രാഗ്നെറ്റ് ഇതിൽ വരില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ വാസ് പേഴ്സീൻ. പേഴ്സീൻ നോർമലി എൻസർക്ലിംഗ് ഗിയർ ആണ്, അത് മറൈൻ വാട്ടറിലാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ഫ്രഷ് വാട്ടർ. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്ന ഹുക്ക് ആൻഡ് ലൈൻ ആണ് കേട്ടോ. സോ ദി ആൻസർ വിൽ ബി ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഓക്കെ, അതായത് ഇതും ചോദിച്ചിട്ടാണ് വിച്ച് ഇസ് റിലേറ്റഡ് ടു എന്താ പറയുക ലെജിസ്ലേഷൻ റിലേറ്റഡ് ആണ്. വിച്ച് among the following is a democratically managed society of fish workers? ഓക്കെ, അതായത് നമ്മുടെ ഇവിടുത്തെ അതായത് കേരളയിൽ വരുന്ന ഡെമോക്രാറ്റിക്കലി മാനേജ്ഡ്, ഓക്കെ, അതായത് ഡെമോക്രാറ്റിക്കലി മാനേജ് സൊസൈറ്റി ആണ് ഓഫ് ഫിഷ് വർക്കേഴ്സ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് വന്നിട്ട് ടാഫ്കോ ഫെഡ് ഉണ്ട്, അതുപോലെ തന്നെ മത്സ്യഭവൻ ഉണ്ട്, ദെൻ KSCFF ഉണ്ട്, അതുപോലെ CIFFS ഉണ്ട്. സോ ഡെമോക്രാറ്റിക്കലി മാനേജ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ഓഫ്, അതായത് എന്താണ് ഫിഷ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ the answer will be CIFFS. So SIFFS അത് വരുന്നത് സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻ സൊസൈറ്റി. അതാണ് SIFFS എന്ന് പറയുന്നത്. ദാറ്റ് ഇസ്
സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമെൻ സൊസൈറ്റി ആണ്. ഇതാണ് ഡെമോക്രാറ്റിക്കലി മാനേജ് ചെയ്യുന്ന ഒരു ഫെഡറേഷൻ ആണ്. അതായത് ഫിഷർമെൻ സൊസൈറ്റിക്കാർ മാത്രം ഡെമോക്രാറ്റിക്കലി മാനേജ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെഡറേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ദാറ്റ് ഇസ് സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻ സൊസൈറ്റി എന്ന് പറയും. ഓക്കെ, ആൻഡ് ദാറ്റ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഇയർ 1980. ഓക്കെ, 1980 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് SIFFS എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഇസ് എ ഡെമോക്രാറ്റിക്കലി മാനേജ് സൊസൈറ്റി ഓഫ് ഫിഷ് വർക്കേഴ്സ് ആണ്. ദാറ്റ് ഇസ് ദ എക്സ്പാൻഷൻ ഓഫ് SIFFS കേട്ടോ. ദാറ്റ് ഇസ് എ സൊസൈറ്റി, അതായത് സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമെൻ സൊസൈറ്റി ആണ്. അപ്പോൾ SIFFS ആണ് ഡെമോക്രാറ്റിക്കലി മാനേജ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി വിച്ച് ഇസ് ഫോർ ദ ഫിഷ് വർക്കേഴ്സ്. ആൻഡ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത 1980 ഇത് SIFFS വരുമ്പോൾ കേട്ടോ. ഇനി അതർ ഓപ്ഷൻസ് പറയുമ്പോൾ ടാഫ്കോ ഫെഡ് എന്ന് പറയുന്നത് തമിഴ്നാട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു കേരള. അതായത് ടാഫ്കോ ഫെഡ് ഇസ് നത്തിങ് ബട്ട് തമിഴ്നാടു ഫിഷർമാൻ കോപ്പറേറ്റീവ് ഫെഡറേഷൻ, അതാണ് ടാഫ്കോ ഫെഡ് എന്ന് പറയുന്നത്. പിന്നെ മത്സ്യഭവൻ എന്ന് പറഞ്ഞാൽ അതായത് ഫിഷർമാൻ്റെ എക്സ്റ്റൻഷൻ സർവീസസും എക്സ്റ്റൻഷൻ വർക്ക്സും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭവൻ മാത്രമാണ് മത്സ്യഭവൻ, അല്ലാതെ വിച്ച് ഇസ് നോട്ട് എ ഡെമോക്രാറ്റിക്കലി മാനേജ് സൊസൈറ്റി ഒന്നും അല്ല. ഓക്കെ, ദാറ്റ് ഇസ് ഫിഷറീസ് എക്സ്റ്റൻഷൻ സർവീസ് സെന്റർ ഓഫ് ദ കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ മത്സ്യഭവൻ വരുമ്പോൾ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് KSCFF, അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ്. ഓക്കെ, റൈറ്റ്. സോ അതാണ് KSCFF എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ്. അതെന്ന് പറഞ്ഞാൽ മത്സ്യഫെഡിനകത്ത് വരുന്ന റിലേറ്റഡ് ഓർഗനൈസേഷൻ ആണ് ഈ പറയുന്ന KSCFF എന്ന് പറയുന്നത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് ഡെമോക്രാറ്റിക്കലി മാനേജ് സൊസൈറ്റി. ഡെമോക്രാറ്റിക്കലി മാനേജ് ചെയ്യുന്ന ഫിഷ് വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ല SIFFS എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് which among the following is a democratically managed society of the fish workers ആണ്. So the answer will be SIFFS. So it was launched in the year 1980. ഇനി ടാഫ്കോ ഫെഡ് which is നോട്ട് ആർ കേരള ഗവൺമെന്റിന്റെ അല്ല, തമിഴ്നാട് ഗവൺമെന്റിന്റെ ആണ്. അതുപോലെ മത്സ്യഭവൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ സർവീസസും ആക്ടിവിറ്റീസ് എടുക്കുന്ന ഒരു ഏജൻസി മാത്രമാണ്, അല്ലാതെ ഡെമോക്രാറ്റിക്കലി ഫിഷ് വർക്കേഴ്സിന്റെ ഗ്രൂപ്പ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് മത്സ്യഭവൻ എന്ന് പറയുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് ഈ KSCFF എന്ന് പറയുന്നത് ഒരു ഫെഡറേഷൻ ആണ് വിച്ച് ഇസ് കമ്മിങ് അണ്ടർ മത്സ്യഫെഡ് പോലത്തുള്ള ഏജൻസിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫെഡറേഷൻ ആണ്. ദാറ്റ് ഇസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ്, ദാറ്റ് ഇസ് KSCFF എന്ന് പറയുന്നത് വിച്ച് ഇസ് എ മൾട്ടിഫെഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്നത് SIFFS ആണ്. ദാറ്റ് ഇസ് സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻ സൊസൈറ്റി വിച്ച് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഇയർ 1980. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. Which of the following fishes has superior mouth? Okay, മൗത്ത് പൊസിഷൻ just related to taxonomy ആണ്. സോ ഇതിനകത്ത് ഏത് വരുന്ന ഫിഷസിനകത്താണ് സുപ്പീരിയർ മൗത്ത് ഉള്ളത്? സുപ്പീരിയർ മൗത്ത് എന്ന് പറയുമ്പോൾ വിൽ ബി അപ്വേർഡ് ഫേസിംഗ് മൗത്ത്. ഓക്കെ, സുപ്പീരിയർ മൗത്ത് ഉണ്ട്, ടെർമിനൽ മൗത്ത് ഉണ്ട്, റൈറ്റ്. സോ സുപ്പീരിയർ മൗത്ത് വിൽ ബി അപ്വേർഡ് ഫേസിംഗ് മൗത്ത് ആണ്. മൗത്ത് മുകളിലോട്ടായിരിക്കും ഫേസ് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ ഏത് എക്സാമ്പിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് മൃഗാളുണ്ട്, കാട്ട്ല, റോഹു, അതുപോലെ തന്നെ കോമൺ കാർപ്പ്. സോ സുപ്പീരിയർ മൗത്ത്, അതായത് അപ്വേർഡ് ഫേസിംഗ് മൗത്ത് വരുന്നത് ദി ആൻസർ വിൽ ബി കാട്ട്ല ആയിരിക്കും കേട്ടോ. സോ കാട്ട്ലൊക്കെയാണ് ദേ ആർ ഹാവിംഗ് ദ പ്രസൻസ് ഓഫ് എന്താണ് സുപ്പീരിയർ മൗത്ത്. ഇനി ടെർമിനൽ മൗത്ത് ഉണ്ട്. ടെർമിനൽ മൗത്ത് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി എക്സാക്ട്ലി സ്നൗട്ട് എക്സാക്ട്ലി അറ്റ് ദ ടിപ്പ്, അവിടെ തന്നെ ആയിരിക്കും മൗത്ത് വരുന്നത്, എക്സാക്ട്ലി ദ ടിപ്പ് ഓഫ് ദ സ്നൗട്ട്. അപ്പൊ ടെർമിനൽ മൗത്ത് വരുന്നതിന്റെ എക്സാമ്പിൾ ആണ് റോഹു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടെർമിനൽ മൗത്ത് ആണ് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റോഹു. പിന്നെ അതുപോലെ കോമൺ കാർപ്പും മൃഗാൾ ഇവരെല്ലാം ബോട്ടം ഫീഡേഴ്സ് ആണ്. അപ്പൊ ഇവർക്ക് ഇൻഫീരിയർ മൗത്ത് ആണ്. ഓക്കെ, ദേ ആർ ഹാവിംഗ് ദ പ്രസൻസ് ഓഫ് ഇൻഫീരിയർ മൗത്ത് ഫോർ കോമൺ കാർപ്പ് ആൻഡ് ആസ് വെൽ ആസ് ഫോർ മൃഗാൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് സുപ്പീരിയർ ആണ് വിച്ച് ഇസ് എൻ അപ്വേർഡ് ഫേസിംഗ് മൗത്ത്. അപ്പം സുപ്പീരിയർ മൗത്ത് വരുന്നതിന്റെ എക്സാമ്പിൾ ആണ് വിച്ച് ഇസ് കാട്ട്ല. ഓക്കെ, ദേ ആർ ഹാവിംഗ് ദ പ്രസൻസ് ഓഫ് സുപ്പീരിയർ മൗത്ത്, ദാറ്റ് ഇസ് അപ്വേർഡ് ഫേസിംഗ് ആയിരിക്കും മൗത്ത്. ഇനി ടെർമിനൽ മൗത്ത് എന്ന് പറയുമ്പോൾ അത് കോളം ഫീഡേഴ്സിനായിരിക്കും ടെർമിനൽ മൗത്ത് വരുന്നത്. കോളം ഫീഡറിന്റെ ഒരു എക്സാമ്പിൾ ആണ് റോഹു എന്ന് പറയുന്നത്. ഇനി ടെർമിനൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മൗത്ത് വിൽ ബി അറ്റ് ദ എക്സാക്ട് ടിപ്പ് ഓഫ് ദ സ്നൗട്ട്, അവിടെയാണ് ടെർമിനൽ മൗത്ത് എന്ന് പറയുന്നത്. അപ്പം ടെർമിനൽ മൗത്തിന്റെ എക്സാമ്പിൾ വരുന്ന റോഹു ആയിരിക്കും. ഇനി കോമൺ കാർപ്പ് അല്ലെന്നുണ്ടെങ്കിൽ മൃഗാൾ, ദേ ആർ ഹാവിംഗ് ഇൻഫീരിയർ മൗത്ത് ആണ് വിച്ച് ഇസ് നോട്ട് സുപ്പീരിയർ, താഴോട്ടായിരിക്കും ഫേസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് ഫേസിംഗ് ഡൗൺ ആയിരിക്കും ദ മൗത്ത്. ഓക്കെ, ഡൗൺവേർഡ് ഫേസിംഗ് മൗത്ത് ആയിരിക്കും, ദാറ്റ് ഇസ് ഇൻഫീരിയർ. സോ ദാറ്റ് ഇസ് ഫോർ മൃഗാൾ ആൻഡ് ആസ് വെൽ ആസ് കോമൺ കാർപ്പ് സിൻസ് ദേ ആർ എക്സാമ്പിൾ ഫോർ ബോട്ടം ഫീഡേഴ്സ്. ഓക്കെ, കാട്ടിലെ ഒരു സർഫസ് ഫീഡർ ആണ്, അപ്പൊ അവർക്കുള്ള മൗത്താണ് അപ്വേർഡ് ഫേസിംഗ് മൗത്ത് കൊടുത്തിരിക്കുന്നത്. കോളം ഫീഡേഴ്സിന് കൊടുത്തിരിക്കുന്ന ടെർമിനൽ മൗത്ത് ആണ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഇസ് ഹാവിംഗ് എ സുപ്പീരിയർ മൗത്ത്, അതായത് അപ്വേർഡ് ഫേസിംഗ് മൗത്ത് ഏതെന്നാണ്. സോ ദി ആൻസർ വിൽ ബി കാട്ട്ല. ഓക്കെ, ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. ഓക്കെ,
അതായത് ദ ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ വിച്ച് ഇസ് പ്ലേസ്ഡ് ഓൺ സീ ഫുഡ് പാക്കേജിംഗ് ഡ്യൂറിംഗ് കോൾഡ് ചെയിൻ ട്രാൻസ്പോർട്ട്. ഓക്കെ, അതായത് കോൾഡ് ചെയിൻ ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് നിങ്ങൾ അതായത് ഈ സീ ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് മുതൽ അതുപോലെ തന്നെ അത് റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് എത്തുന്നവരെ അതിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് എത്തിക്കുക. ഓക്കെ, റൈറ്റ്. സോ ആ കംപ്ലീറ്റ് ചെയിൻ വിച്ച് സ്റ്റാർട്ടിങ് ഫ്രം യുവർ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത്, അതായത് റോ മെറ്റീരിയൽ കളക്ഷൻ മുതൽ പ്രോസസ്സ് ചെയ്ത് ഫൈനലി അത് റീറ്റെയിലേഴ്സ്, അതായത് നമ്മുടെ എന്താ പറയുക യൂസറിന്റെ കയ്യിൽ എത്തുന്നവരെ അതിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓക്കെ, സോ ആ കംപ്ലീറ്റ് മെത്തേഡ് ബൈ മെത്തേഡ്, ആ ചെയിൻ ഓഫ് ഡെവലപ്മെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾഡ് ചെയിൻ എന്ന് പറയുക. സോ കോൾഡ് ചെയിനകത്ത്, അതായത് കോൾഡ് ചെയിൻ ട്രാൻസ്പോർട്ടിൽ ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ വേണം. ഓക്കെ, സോ അത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് യൂസ് ടു എന്തിനാണ്? സോ ഓപ്ഷൻസ് വന്ന് വിച്ച് ഇസ് യൂസ് ടു കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ്. അല്ല, വെയിറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ആണ് അത് വെച്ചിരിക്കുന്നത്. സോ അതായത് ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് യൂസറിൽ കിട്ടുന്നവരെ ടെമ്പറേച്ചർ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം, ടൈമും അതുപോലെ ആയിരിക്കണം. ഓക്കെ, സോ ആ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ ചെക്കിംഗ് ദ വെയിറ്റ് ചെക്ക് ചെയ്യാനായിട്ടല്ല. പിന്നെ ഓപ്ഷൻ ബി വരുന്നത് ഷോ ദ എക്സ്പയറി ഡേറ്റ് ഓൺലി. അല്ല, ഇറ്റ്സ് നോട്ട് ഫോർ ഷോയിങ് ദ എക്സ്പയറി ഡേറ്റ് ഓൺലി അല്ല. ഇനി വിഷ്വലി ഇൻഡിക്കേറ്റ് ഇഫ് ദ പ്രൊഡക്റ്റ് ഹാസ് ബീൻ എക്സ്പോസ് ടു അൺഎക്സ്പെക്ടബിൾ ടെമ്പറേച്ചർ. യെസ്, അതായത് കോൾഡ് ചെയിൻ ബ്രേക്ക് ആയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ പറയുന്ന ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. സോ ദാറ്റ് അതിനകത്ത്, അതായത് ഇത്രയും ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് ഫൈനലി പ്രൊഡക്റ്റ് യൂസേഴ്സിന്റെ കയ്യിൽ കിട്ടുമ്പോഴും സെയിം ടെമ്പറേച്ചറിലായിരിക്കണം. അതിപ്പം കോൾഡ് ചെയിനിൽ എന്തെങ്കിലും റപ്ചറോ അല്ലെങ്കിൽ ബ്രേക്കേജ് വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് ആണ് ഈ പറയുന്ന ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഇനി മെഷർ ദ സോൾട്ട് കണ്ടന്റ്, അല്ല, ഇറ്റ്സ് നോട്ട് ഓൾസോ നോട്ട് ഫോർ മെഷറിംഗ് ദ സോൾട്ട് കണ്ടന്റ്, അതിന് വേണ്ടിയിട്ടല്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് സി ആണ്. ഓക്കെ, അപ്പം അതായത് കോൾഡ് ചെയിൻ ട്രാൻസ്പോർട്ടിൽ, അതായത് സ്റ്റാർട്ടിങ് ഫ്രം പ്രോസസ്സിംഗ് ടിൽ എൻഡിങ്, ആ പർട്ടിക്കുലർ ട്രാൻസ്പോർട്ടിൽ സീ ഫുഡ് പാക്കേജിങ്ങിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് യൂസ് ടു എന്തിനാണ്? ദാറ്റ് ഇസ് യൂസ് ടു വിഷ്വലി ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെദർ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഇഫ് ദ പ്രൊഡക്റ്റ് ഹാസ് ബീൻ എക്സ്പോസ് ടു അൺഎക്സ്പെക്ടബിൾ ടെമ്പറേച്ചർ, എന്തെങ്കിലും അൺഎക്സെപ്റ്റബിൾ ടെമ്പറേച്ചേഴ്സ് വന്നിട്ടുണ്ടോ. ഓക്കെ, -18 ആണെന്നുണ്ടെങ്കിൽ ആ -18 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. സോ അതിൽ നിന്ന് എന്തെങ്കിലും അൺഎക്സെപ്റ്റബിൾ ടെമ്പറേച്ചർ ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ടൈം ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ കോൾഡ് ചെയിൻ. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്ന സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് ദ ഐഡിയൽ സോയിൽ ടൈപ്പ് ഫോർ പോണ്ട് കൺസ്ട്രക്ഷൻ ഇൻ അക്വാകൾച്ചർ ഫാംസ് ഇസ്. ഓക്കെ, അപ്പം ഇതിനകത്ത് അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ മെറ്റീരിയൽ ഉണ്ട്. അതിലായിട്ട് ഐഡിയൽ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന സോയിൽ കണ്ടന്റ് ഏതാണ് ഫോർ അക്വാകൾച്ചർ ഫാംസ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് വന്നിട്ട് പ്യുവർ സാൻഡ്, ഒരിക്കലും അല്ല. കാരണം പ്യുവർ സാൻഡ് വെച്ചിട്ട്, കാരണം അത് വെള്ളം പോലെ അബ്സോർബ് ചെയ്തില്ല, ഇറ്റ്സ് നോട്ട് ഹൈലി കമ്പാക്റ്റബിൾ ഓൾസോ. സോ അതല്ല. ഇനി പ്യുവർ സിൽറ്റ് വിത്ത് നോ ക്ലേ, ഇല്ല, കാരണം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വരുന്നില്ല. സോ പ്യുവർ സിൽറ്റിനകത്ത് അതല്ല ആൻസർ വരുന്നത്. റോക്കി അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ, അതും സോയിലാണ്, അല്ലാതെ ഇറ്റ്സ് നോട്ട് ഹാവിംഗ് എനി ക്ലേ കണ്ടന്റ്. സോ ആൻസർ വരുന്നത് ക്ലേ ലോം വിത്ത് 25 to 35% ക്ലേ കണ്ടന്റ്. സോ ക്ലേ കണ്ടന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ക്ലേ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വാട്ടർ അത്രയും റീറ്റെയിൻ ചെയ്യാനായിട്ട് പിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ക്ലേ കണ്ടന്റ് മസ്റ്റ് ആണ്. സോ എത്ര പെർസെന്റേജ് ക്ലേ, അത് ഓവർ ആയിട്ടുള്ള ക്ലേന്റെ ആവശ്യമില്ല. ദാറ്റ് ഇസ് അറൌണ്ട് 25 to 35% ക്ലേ കണ്ടന്റ് വേണം. ദാറ്റ് ഇസ് ഇഫ് യർ സോയിൽ ഇസ് ക്ലേ ലോം സോയിൽ. ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന സോയിൽ ക്ലേ ലോം ആണ്, അതിനകത്ത് ഇറ്റ് ഷുഡ് ഹാവിംഗ് എ ക്ലേ കണ്ടന്റ് ഓഫ് 25 to 35% ക്ലേ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഇസ് എൻ ഐഡിയൽ സോയിൽ ടൈപ്പ് ഫോർ പോണ്ട് കൺസ്ട്രക്ഷൻ ഇൻ അക്വാകൾച്ചർ ഫാം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അക്വാകൾച്ചർ ഫാംസിന് വേണ്ടിയിട്ട് പോണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോയിലാണ് ക്ലേ ലോം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഹാവിംഗ് എ ക്ലേ കണ്ടന്റ് വിച്ച് ഇസ് അറൌണ്ട് 25 to 35%. ക്ലേ ഇമ്പോർട്ടന്റ് ആണ്, വാട്ടർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലേ ഇമ്പോർട്ടന്റ് ആണ്, ഹൈലി കോമ്പാക്റ്റബിൾ ആണ്. അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ഹാവിംഗ് 25 to 35% ക്ലേ കണ്ടന്റ്. ഇനി പ്യുവർ സാൻഡ്, നോ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, സിൽറ്റ് ആണെങ്കിലും ഇല്ല, അതുപോലെ റോക്കി അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിലും അതിനകത്തും ആ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് സിൻസ് അക്വാകൾച്ചർ ഫാംസിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി ഹാവിംഗ് ക്ലേ ലോം വിത്ത് 25 to 35% ക്ലേ കണ്ടന്റ്. സോ ആൻസർ വരുന്നത് ഡി ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19. ഇതും ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്, വിച്ച് ഇസ് റിലേറ്റഡ് ടു ജെനറ്റിക്സ് ആണ്. അതായത് ദ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ ഓഫ് ഇന്ത്യൻ മേജർ കാർപ്സ്, അതായത് കാട്ട്ല, റോഹു, മൃഗാളുണ്ട്. IMCക്കകത്ത് വരുന്ന, അതായത് ഇപ്പം കാട്ട്ല അല്ലെന്നുണ്ടെങ്കിൽ റോഹു അല്ലെങ്കിൽ മൃഗാൾ, അവരുടെ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 2n ക്രോമസോം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് വന്നിട്ട് 50, 44, 48 and 100. സോ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, കാരണം IMCയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. IMCയുടെ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ വരുന്നത് ഇറ്റ് വിൽ ബി 50. ഓക്കെ, 2n അവരുടെ 50 ആയിരിക്കും. ഡിപ്ലോയിഡ് ആണ് ചോദിച്ചിരിക്കുന്നത്, ദാറ്റ് ഇസ്
2n chromosome number which is present in either IMC, that is Katla Ruhum Regal, the answer will be 50. And it's not 44 alla, 48 alla, 100 alla. Appo answer 50 aanu. And chromosome inde എന്താ പറയുക നമ്പർ പല സ്പീഷീസിന് പലതാണ്, എല്ലാവർക്കും സെയിം അല്ല. ഓക്കെ, ഡിഫറെന്റ് സ്പീഷീസ് ആർ ഹാവിംഗ് ഡിഫറെന്റ് ക്രോമസോം നമ്പർ. സോ ആ ഒരു വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇതിനകത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്ന ഇന്ത്യൻ മേജർ കാർബ്സിന്റെ ആണ്, ദാറ്റ് ഇസ് കാട്ട്ല റുഹും മൃഗാൾ. സോ അവരുടെ ക്രോമസോം നമ്പർ, അതായത് ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഹാപ്ലോയിഡ്, എന്നല്ല ചോദിച്ചിരിക്കുന്നത്, 2n ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2n ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ ഓഫ് IMC എന്ന് പറയുമ്പോൾ ദി ആൻസർ വിൽ ബി 50. ഓക്കെ, സോ ആൻസർ എ ആണ്, ദാറ്റ് ഇസ് ആൻസർ വിൽ ബി 50. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. സോ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇതും ജെനറ്റിക്സ് ആണ്. കൺസിഡർ ദീസ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫിഷ് ജെനറ്റിക്സ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ജെനറ്റിക്സ്. അപ്പോൾ ജെനറ്റിക്സ് നമ്മുടെ പാർട്ടിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, റിലേറ്റഡ് ടു ജെനറ്റിക്സ്. സോ അവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജീനോടൈപ്പ് റെഫേഴ്സ് ടു ദ ഒബ്സർവബിൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗാനിസം. ഓക്കെ, അതാണ് അവർ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ജീനോടൈപ്പ് എന്ന് പറയുന്നത് വിച്ച് ഇസ് എൻ ഒബ്സർവബിൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിസം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴത്തേക്കും ഫീനോടൈപ്പ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ആക്ച്വൽ ജെനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസം. ഓക്കെ, അതാണ് ഫീനോടൈപ്പ് എന്ന് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് തേർഡ് വൺ ഇസ് quantitative trait like growth rate are controlled by multiple genes which is also called as polygenic. Okay, അതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അതിനകത്ത് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജീനോടൈപ്പ് റെഫേഴ്സ് ടു ദ ഒബ്സർവബിൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗാനിസം. ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അതായത് ജീനോടൈപ്പ് അല്ല ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗാനിസം പറയുന്നത്, ദാറ്റ് ഇസ് കോൾഡ് ആസ് ഫീനോടൈപ്പ്, അല്ലാതെ ഇറ്റ്സ് നോട്ട് ജീനോടൈപ്പ്. ഓക്കെ, സോ ആദ്യത്തേത് തെറ്റാണ്. ബിക്കോസ് ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിന്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പൈസൺ സെറ്റൈവത്തിന്റെ എക്സ്പെരിമെന്റിനകത്ത് പറഞ്ഞ കണക്കാണെന്നുണ്ടെങ്കിൽ ഹി വാസ് എക്സ്പ്ലെയിനിങ് ലൈക്ക് ടോൾ, അതുപോലെ ഡോർഫ്. ഇപ്പൊ ടോളും ഡോർഫ് എന്ന് പറയുന്നത് അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്, റൈറ്റ്? സോ ആ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പർട്ടിക്കുലർ ഓർഗാനിസം, ഇപ്പൊ ആ പീ പ്ലാന്റ് ടോൾ ആണ്, അപ്പൊ ഈ പീ പ്ലാന്റ് ഡോർഫ് ആണ് എന്ന് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഫീനോടൈപ്പ്. ഓക്കെ, സോ നമ്മുടെ ഇവർ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ജീനോടൈപ്പ് ആണ് റെഫേഴ്സ് ടു ദ ഒബ്സർവബിൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. നോ, ഫീനോടൈപ്പ് ആണ് വിച്ച് ഇസ് ഒബ്സർവബിൾ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓർഗാനിസം. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. അതുപോലെ 1, 2, 3 ഇത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. 1 and 2 ഇത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഓരോ ഓപ്ഷൻ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നത് phenotype refers to the actual genetic makeup of an organism. No, that is genotype. നേരെ തിരിച്ച് അവർ കൊടുത്തിരിക്കുന്നത് ഫീനോടൈപ്പ് അല്ല ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. ഓക്കെ, ഇനി ആ പറയുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പം ടോള് അതുപോലെ തന്നെ ഡോർഫ്. അപ്പോൾ ഒരു പീ പ്ലാന്റ് ടോൾ ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഡോർഫ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഫീനോടൈപ്പിക് ക്യാരക്ടർ. കാരണം അതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് അത് ടോൾ ആണ്, ഡോർഫ് ആണ്. ഇനി ഇതിന് ജനറ്റിക് മേക്കപ്പ് ആണ്, ഇറ്റ്സ് ഹാവിംഗ് 2 alleles. അതായത് ഇഫ് ഇറ്റ് ഇസ് ടോൾ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ T. ഡോർഫ് ആണെന്നുണ്ടെങ്കിൽ സ്മോൾ t. അപ്പൊ ഈ പറയുന്ന 2 അലീൽസിന്റെ മേക്കപ്പ് ആണ്, അതാണ് നമ്മൾ ജനറ്റിക് മേക്കപ്പ് അല്ലെങ്കിൽ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം ഇതിന് 2 അലീൽസ് ഉണ്ട്. ഓക്കെ, right? So our genetic makeup ആണ് which is called as genotype of a particular organism. Okay, phenotype എന്ന് പറയുന്നത് that's a physical appearance of a particular organism ആണ് phenotype എന്ന് പറയുന്നത്. So ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റ്, അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രേറ്റ് ആയ ഗ്രോത്ത് റേറ്റ് വിച്ച് ഇസ് കൺട്രോൾഡ് ബൈ മൾട്ടിപ്പിൾ ജീൻസ്. യെസ്, അതായത് മൾട്ടിപ്പിൾ ജീൻസ് ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് പോളിജെനിക് അല്ലെങ്കിൽ കാരണം പോളിജീൻ, അതായത് ഒന്നിൽ കൂടുതൽ ജീൻസ് ആർ കൺട്രോൾ ചെയ്യുന്ന പർട്ടിക്കുലർ ക്യാരക്ടർ. സോ ദാറ്റ് ഇസ് എ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. നമ്മുടെ ആൻസർ വരുന്നത് ഡി ആയിരിക്കും. ഓക്കെ, റൈറ്റ്. സോ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിസിക്കൽ അപ്പിയറൻസ് ഓഫ് എൻ ഓർഗാനിസം ആണ്. ജീനോടൈപ്പ് ആണ് ജനറ്റിക് മേക്കപ്പ് ഓഫ് എൻ ഓർഗാനിസം എന്ന് പറയുന്നത്. ആൻഡ് സോ ദീസ് 2 സ്റ്റേറ്റ്മെന്റ്സ് ഇതിനകത്ത് അവർ നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്, അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. സോ ആൻസർ വന്നിട്ട് 3 ഉള്ളി, അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതിൽ ശരിയായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. ഓക്കെ, റിലേറ്റഡ് ടു ലൈഫ് ഫീഡ്. അതായത് ക്ലാഡോസിറൻസ് ആർ യൂസ്ഡ് ആസ് ലൈഫ് ഫീഡ് പ്രൈമർലി ഫോർ, അതായത് ക്ലാഡോസിറൻസ് എന്ന് പറയുന്ന ഓർഡറിൽ വരുന്നത് അത് ലൈഫ് ഫീഡ് ആണ്. ഇറ്റ്സ് ഒരു എക്സാമ്പിൾ ഫോർ ലൈഫ് ഫീഡ്. അത് പ്രൈമർലി ഏത് ലാർവയ്ക്കാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഫ്രഷ് വാട്ടർ ഫിഷ് ലാർവ ഇൻ ഓർമെന്റൽ ഫിഷസ്, രണ്ടാമത്തെ അഡൽട്ട് മറൈൻ റൂട്ട് സ്റ്റോക്ക് ഫീഡിംഗ്, ഷ്രിംപ് പോസ്റ്റ് ലാർവ ഇൻ ഹൈ സലൈനിറ്റി ഗ്രോ ഔട്ട് പോണ്ട്സ്, ഡി വരുന്നത് മറൈൻ ഫിഷ് ലാർവ ഇൻ സോൾട്ട് വാട്ടർ ഹാച്ചറീസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. അതായത് ക്ലാഡോസിറൻസ് മോസ്റ്റ്ലി അല്ലെങ്കിൽ പ്രൈമർലി ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഫ്രഷ് വാട്ടർ ഫിഷ് ലാർവ ആൻഡ് ആസ് വെൽ ആസ് ഓർണമെന്റൽ ഫിഷസ്. അതായത് ഫ്രഷ് വാട്ടർ ഫിഷസിന്
കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ഫീഡ് ആണ് ക്ലാഡോസറൻസ് എന്ന് പറയുന്നത്. ക്ലാഡോസറൻസിനകത്ത് വരുന്നതാണ് നത്തിങ് ബട്ട് ഡാഫ്നിയ അതുപോലെ തന്നെ മൊയ്ന. ഓക്കെ, സോ ഡാഫ്നിയയും മൊയ്നയുമാണ് ക്ലാഡോസറൻസിനകത്ത് വരുന്നത്. സോ ഡാഫ്നിയ ആൻഡ് മൊയ്ന ഇവർ മെയിൻ ആയിട്ട് ഫ്രഷ് വാട്ടർ ലാർവേ അതുപോലെ ഓർണമെന്റൽ ഫിഷസിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ഫീഡ് ആണ്. ദാറ്റ് ഇസ് ക്ലാഡോസറൻസ്. ക്ലാഡോസറൻസിനകത്ത് വരുന്നതാണ് ഡാഫ്നിയ അതുപോലെ തന്നെ മൊയ്ന. സോ ദിറ്റ്സ് ആർ എക്സാമ്പിൾ ഫോർ ദാറ്റ്സ് എ ലൈഫ് ഫീഡ് വിച്ച് ഇസ് primarily for freshwater fish larvae and as well as ornamental fishes ആണ് കേട്ടോ. ഇനി അഡൽട്ട് മറൈൻ റൂട്ട് സ്റ്റോക്ക് ഫീഡിങ് അല്ല, മറൈൻ റൂട്ട് സ്റ്റോക്കിന് ലൈഫ് ഫീഡിനെ ഫുഡ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അവർക്ക് പെല്ലറ്റ് ഫീഡ് കൊടുത്താലും മതിയാവും. ഇനി ഷ്രിംപ് പോസ്റ്റ് ലാർവേ ഇൻ ഹൈ സലൈനിറ്റി ഗ്രോഡ് പോണ്ട് അല്ല, ഗ്രോഡ് പോണ്ട് ആകുമ്പോഴത്തേക്കും RTMയിലോട്ട് സ്വിച്ച് ചെയ്യാം, നോട്ട് ഡിപെൻഡ് അപ്പോൺ ക്ലാഡോസറൻ. ഇനി മറൈൻ ഫിഷ് ലാർവേ ആണെന്നുണ്ടെങ്കിൽ ക്ലാഡോസറൻസ് അല്ല, അവർക്ക് റോട്ടിഫർ അല്ലാന്നുണ്ടെങ്കിൽ കോപ്പി പോഡ്, അത് കഴിഞ്ഞ് ആർട്ടീമിയ, നോപ്ലിയായി ഇതൊക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ റൈറ്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഇസ് മോസ്റ്റ്ലി പ്രൊവൈഡഡ് ഫോർ ഫ്രഷ് വാട്ടർ ആണ്, അതായത് ക്ലാഡോസറൻസ് ആണ് ക്വസ്റ്റ്യൻ. ക്ലാഡോസറൻസിനകത്ത് വരുന്നതാണ് ഡാഫ്നിയ അതുപോലെ തന്നെ മൊയ്ന. ഡാഫ്നിയയും മൊയ്നയും രണ്ടുപേരും ലൈഫ് ഫീഡായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രഷ് വാട്ടർ ഫിഷ് ആൻഡ് ആസ് വെൽ ആസ് ഓർണമെന്റൽ ഫിഷസിനാണ് കൊടുക്കുക. സോ ദി ആൻസർ വിൽ ബി എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. റൈറ്റ്. സോ ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഫ്രം PO. Which committee is responsible for the first implementation of trawl ban during monsoon time in Kerala? Okay, so പല കമ്മിറ്റീസ് പല വർക്കാണ് ചെയ്യുന്നത്, അതായത് വേരിയസ് കമ്മിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഫിഷറീസ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. സോ ഇത് കേരളത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റിയാണ്. അത് ഏത് കമ്മിറ്റിയാണ് അവർ ചോദിക്കുന്നത്? എന്തിനാന്ന് വെച്ചാൽ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ട്രോൾ ബാൻ ഡ്യൂറിങ് മൺസൂൺ സീസൺ. ഓക്കെ, അതായത് മൺസൂൺ സീസണിൽ ഓൾറെഡി നമ്മൾ ട്രോളിങ്ങിന് പോകരുത്. അപ്പോൾ ആ ട്രോൾ ബാൻ കൊണ്ടുവന്ന ഏത് കമ്മിറ്റി എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി, DK സിംഗ് കമ്മിറ്റി, ഷൈലാസ് കമ്മിറ്റി, അതുപോലെ PSBR ജെയിംസ് കമ്മിറ്റി. ഓക്കെ, സോ ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് വരുന്നത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ട്രോൾ ബാൻ ഡ്യൂറിങ് മൺസൂൺ സീസൺ. അപ്പോൾ മൺസൂൺ സീസണിൽ ട്രോളിങ്ങിന് പോകരുത്, അപ്പോൾ അത് ബാൻ കൊണ്ടുവന്നത് ദാറ്റ് വാസ് ബൈ ബാലകൃഷ്ണൻ നായർ കമ്മിറ്റിയാണ് കേട്ടോ. This was done by ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി. ആൻഡ് പല കമ്മിറ്റിക്ക് പല റോളാണ്. ആൻഡ് DK സിംഗ്, ഷൈലേഷ് കമ്മിറ്റി, PSBR ജെയിംസ് കമ്മിറ്റി ഇതൊന്നും വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു എന്താ പറയുക ട്രോൾ ബാൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ഡ്യൂറിങ് മൺസൂൺ സീസണുമായിട്ട് റിലേറ്റഡ് ഒന്നും അല്ല. വേറെ ഒന്നുണ്ട് വിച്ച് ഇസ് കോൾഡ് ആസ് മുരാരി കമ്മിറ്റി. ഓക്കെ, സോ മുരാരി കമ്മിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റിയാണ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ഡീപ് സീ ഫിഷിംഗ് പോളിസി. അതായത് ഡീപ് സീ ചെയ്യുന്ന സമയത്ത്, ഫിഷ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പോളിസീസ് കൊണ്ടുവരണം, അതായത് ഏതൊക്കെ കൺട്രീസുമായിട്ട് എന്താ പറയുക ഡീപ് സീക്ക് അലൗ ചെയ്യാം. സോ ആ പറയുന്ന ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവന്ന ആ പോളിസി കൊണ്ടുവന്ന കമ്മിറ്റിയാണ് മുരാരി കമ്മിറ്റി എന്ന് പറയും. ദാറ്റ്സ് ഓൾസോ എ കമ്മിറ്റി. നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് which is the committee which is responsible for the first implementation of troll ban on during monsoon season in Kerala. അപ്പോൾ അതിന്റെ ആൻസർ വരുന്നത് which is ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി ആണ്. ആൻഡ് ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി 1, 2, 3 ഉണ്ട് കേട്ടോ. 3 കമ്മിറ്റീസ് ഇവർ ഫോം ചെയ്തിട്ടുണ്ട് ബാലകൃഷ്ണൻ നായർ തന്നെ. അപ്പം ബാലകൃഷ്ണൻ നായർ കമ്മിറ്റി ഇറ്റ് വാസ് ഫോംഡ് ബൈ ബാലകൃഷ്ണൻ നായർ, പുള്ളിയാണ്. സോ ഈ കമ്മിറ്റിയിലാണ് അവർ പറഞ്ഞത് ട്രോൾ ബാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്യൂറിങ് മൺസൂൺ സീസൺ ഇൻ Kerala. Okay, so other options can be excluded. So the answer will be A, that is Balakrishnan Nair Committee. The next question number 23. Okay, question number 23 idum ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ടെക്നോളജിസ്റ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് ത്രൂ റിമോട്ട് സെൻസിങ്. അതായത് നിങ്ങൾ റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യുകയാണ് ഫോർ സെൻസിങ് എന്താണ് പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ. ഓക്കെ റൈറ്റ്, യു ആർ ഐഡന്റിഫൈങ് പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ. നിങ്ങൾ PFZ അതായത് പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ ഐഡന്റിഫൈ ചെയ്യാം ത്രൂ റിമോട്ട് സെൻസിങ്. ആൻഡ് ദാറ്റ് ഇസ് ബേസ്ഡ് ഓൺ എന്തിന്റെ ബേസിസിലാണ് നിങ്ങൾ ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഏരിയ ഫോർ ഫിഷിംഗ് സോൺസ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ എന്താണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് സീ സർഫസ് ടെമ്പറേച്ചർ ആൻഡ് ഡിസോൾവ്ഡ് ഓക്സിജൻ, രണ്ടാമത്തത് ക്ലോറോഫിൽ A ആൻഡ് തെർമോക്ലൈൻ, മൂന്നാമത്തെ ഓപ്ഷൻ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആൻഡ് സൂ പ്ലാങ്ക്ടൺ, നാലാമത്തത് ക്ലോറോഫിൽ A കണ്ടന്റ് ആൻഡ് ആസ് വെൽ സീ സർഫസ് ടെമ്പറേച്ചർ. സോ അതായത് റിമോട്ട് സെൻസിങ് ടെക്നിക്കിലൂടെ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ ഏരിയാസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ത്രൂ 2 ഫീച്ചേഴ്സ് ആണ്, വിച്ച് ഇസ് ത്രൂ സീ സർഫസ് ടെമ്പറേച്ചർ ആൻഡ് ആസ് വെൽ ആസ് ക്ലോറോഫിൽ A. ഈ 2 കോമ്പണന്റ്. അപ്പൊ ആൻസർ D ആ വരുന്നത്. ഇനി സീ സർഫസ് ടെമ്പറേച്ചർ ഡിസോൾവ്ഡ് ഓക്സിജൻ ഒരു ഫാക്ടറേ അല്ല, അതായത് പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ കണ്ടുപിടിക്കാൻ ഇറ്റ്സ് നോട്ട് എ ഫാക്ടർ. ഇനി ക്ലോറോഫിൽ A ഇറ്റ്സ് ഓക്കെ, ബട്ട് തെർമോക്ലൈനകത്ത് ഫിഷിന്റെ പ്രൊഡക്ഷൻ തന്നെ കുറവായിരിക്കും, തെർമൽ സ്ട്രാറ്റിഫിക്കേഷൻ വരുന്നതുകൊണ്ട് അവിടെ ആ ഒരു എന്താ പറയുക ദാറ്റ്സ് നോട്ട് എ ഫീച്ചർ ഫോർ ലൊക്കേറ്റിംഗ് പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ. സോ തെർമോക്ലൈൻ നമുക്ക് കളയാം. ഇനി ഫൈറ്റോ പ്ലാങ്ക്ടൺ ആൻഡ് സൂ പ്ലാങ്ക്ടൺ അല്ല, ഫൈറ്റോ പ്ലാങ്ക്ടനും സൂ പ്ലാങ്ക്ടനും വെച്ചിട്ട് പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ
റിമോട്ട് സെൻസിങ് എന്ന ടെക്നിക്ക് വഴി നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺസ് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ വേറെ ഏരിയ ഏത് ഏരിയയിലാണ് പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺസ് ഉള്ളത് അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ 2 factors which is known as chlorophyll A and as well as sea surface temperature. ഓക്കെ, അപ്പോൾ chlorophyll Aന്റെ പ്രസൻസിലും അതുപോലെ തന്നെ sea surface temperature എവിടെയാണ് തോനെയും ദാറ്റ് മീൻസ് ദാറ്റ് അവിടെ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ ആണ് ആ പർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോണിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം യൂസിങ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് ബൈ കമ്പൈനിങ് 2 important പാരാമീറ്റേഴ്സ് അല്ലെ. അതായത് ഏത് ഏരിയസിലാണ് പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ ഉണ്ട് അത് നമുക്ക് റിമോട്ട് സെൻസിങ് വഴി പറയാനായിട്ട് പറ്റും ബൈ യൂസിങ് 2 പാരാമീറ്റേഴ്സ്. ആ പാരാമീറ്റേഴ്സ് ആണ് സീ സർഫസ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ക്ലോറോഫിൽ എ എന്ന് പറയുന്ന പാരാമീറ്റർ. റൈറ്റ്. സോ ക്ലോറോഫിൽ എ കോൺസെൻട്രേഷൻ ആ പർട്ടിക്കുലർ ഏരിയയിൽ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അർത്ഥം? ദാറ്റ് ഇസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് abundance of phytoplankton. അതായത് അവിടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, ഫൈറ്റോപ്ലാങ്ക്ടൺസിന്റെ പ്രസൻസ് കൂടുതലായിരിക്കും ഇഫ് ദ പർട്ടിക്കുലർ ഏരിയ ഇസ് ഹാവിംഗ് മോർ amount of chlorophyll A concentration. ഓക്കെ, ഇനി ഫൈറ്റോപ്ലാങ്ക്ടൺ കൂടുതലാണ്, പ്രൈമറി പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ സിൻസ് chlorophyll A കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് മോർ ഫുഡ് ഇസ് അവൈലബിൾ ഫോർ ദ ഫിഷസ്. ഫിഷസിന് അത്രയും ഫുഡ് അബണ്ടന്റ് ആണ് ആ പർട്ടിക്കുലർ ഏരിയയിൽ. അപ്പോൾ ദാറ്റ് ഇസ് എ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ. ഓക്കെ, രണ്ടാമത്തെ പാരാമീറ്റർ സീ സർഫസ് ടെമ്പറേച്ചർ ആയിരുന്നു. ഈ സീ സർഫസ് ടെമ്പറേച്ചർ SST വെച്ചിട്ട് തെർമൽ ഫ്രണ്ട്സ്, അതായത് ഏത് ഏരിയയിലാണ് കൂടുതലായിട്ട് സൺലൈറ്റ് കിട്ടുന്നത്, സോ ആ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ദാറ്റ് മച്ച് പ്രൊഡക്ടിവിറ്റി വിൽ ബി ദയർ. അതുപോലെ അപ്പ് വെല്ലിംഗ് ആൻഡ് ഡൗൺ വെല്ലിംഗ്. സോ അപ്പ് വെല്ലിംഗ് എന്ന ഫിനോമിനൻ കാരണമാണ് ന്യൂട്രിയൻസ് കണ്ടിന്യൂസ്ലി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രിയൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ദർ വിൽ ബി മോർ ഫിഷസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ഓക്കെ, സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീ സർഫസ് ടെമ്പറേച്ചർ, തെർമൽ ഫ്രണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ അപ്വെല്ലിംഗ് സോൺസ്, അതുപോലെ തന്നെ വാട്ടർ മാസ് ബൗണ്ടറീസ് വെർ ഫിഷ് ടെൻസ് ടു അഗ്രിഗേറ്റ്, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് റിമോട്ട് സെൻസിങ് വഴി നമ്മൾ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോണിനെ ലൊക്കേറ്റ് ചെയ്യുവാണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് വിത്ത് ഹെൽപ്പ് ഓഫ് 2 important പാരാമീറ്റേഴ്സ് വിച്ച് ഇസ് ക്ലോറോഫിൽ എ കോൺസെൻട്രേഷൻ ആൻഡ് ആസ് വെൽ ആസ് സെക്കൻഡ് വൺ ഇസ് സീ സർഫസ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ക്ലോറോഫിൽ എ കോൺസെൻട്രേഷൻ വെച്ചിട്ട് അത്രയും ഫൈറ്റോപ്ലാങ്ക്ടൺ പ്രൊഡക്ടിവിറ്റി ആണ്, അത്രയും പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് അത്രയും ഫുഡ് ഉണ്ട് ഫോർ ദ ഫിഷസ്, സോ ദാറ്റ് മച്ച് ഫിഷ് വിൽ ബി അബണ്ടന്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. ഇനി സീ സർഫസ് ടെമ്പറേച്ചർ എന്ന ടെമ്പറേച്ചറിന്റെ വ്യത്യാസമാണ് അവിടെ അറിയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അപ്വെല്ലിംഗ് സോൺ ഏതാണ്, എത്ര വാട്ടർ മാസസ് അവിടെയുണ്ട്, സീ ഫ്രണ്ട് എങ്ങനെയാണ്, അതൊക്കെ അറിയാം. തെർമൽ ഫ്രണ്ട്സിന്റെ ഫോർമേഷൻ, അപ്പോൾ അതനുസരിച്ച് അത്രയും ഫിഷിന്റെ അക്യുമുലേഷൻ ആ പർട്ടിക്കുലർ ഏരിയയിൽ കാണും. സോ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന 2 പാരാമീറ്റേഴ്സ് ആണ് വിച്ച് ഇസ് ക്ലോറോഫിൽ എ ആൻഡ് ആസ് വെൽ ആസ് സീ സർഫസ് ടെമ്പറേച്ചർ. അപ്പോൾ ആൻസർ ഡി ആയിരിക്കും കേട്ടോ. ഇനി ഈ പറയുന്നതല്ല നമുക്ക് ഡിസോൾഡ് ഓക്സിജൻ അല്ല, തെർമോക്ലൈൻ ഒരു ഫാക്ടറേ അല്ല, ഫൈറ്റോപ്ലാങ്ക്ടൺ ആൻഡ് സൂപ്ലാങ്ക്ടൺ ദാറ്റ്സ് നോട്ട് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. സോ നമ്മുടെ ആൻസർ വരുന്ന ക്ലോറോഫിൽ എ ആൻഡ് ആസ് വെൽ ആസ് സീ സർഫസ് ടെമ്പറേച്ചർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24. Kerala Marine Fisheries Regulation Act. Okay, that is KMFRA, Kerala Marine Fishing Regulation Act. And is for the regulation of fisheries in ഏത് zone ആണ് നമ്മുടെ according to Kerala Marine Fishing Regulation Act. So it's the regulation അല്ലെങ്കിൽ it's for the regulation for the fisheries in which areas ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഇ is that is exclusive economic zone ആണോ, ട്രഡീഷണൽ സെക്ടർ ആണോ, then territorial waters ആണോ, ഡീപ് സീ ആണോ. It's not related to deep sea. ഡീപ് സീ ആയിട്ട് വന്നിരിക്കുന്ന അല്ല കേരള മറൈൻ ഫിഷറി റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. അതായത് ഫിഷറീസ് റെഗുലേഷൻ ഏത് ഏരിയയിലാണ് ഫിഷറീസ് റെഗുലേഷൻ നമ്മുടെ ഇവിടെ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ദാറ്റ് വിൽ ബി ഇൻ ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ ദാറ്റ് ഇസ് നിയർ യുവർ ഷോർ ലൈൻ, ആ വാട്ടേഴ്സിൽ ഫിഷറീസിന് റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് കേരള മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ട്. ഇറ്റ്സ് നോട്ട് ഫോർ ഡീപ് സീ. ഡീപ് സീ അല്ല. പിന്നെ ട്രഡീഷണൽ സെക്ടർ ഫിഷർമാൻസിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയോ? അല്ല, ദാറ്റ്സ് നോട്ട് ആൻസർ. ഈസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ആണ് വിച്ച് ഇസ് നോട്ട് നിയർ യുവർ ഷോർ ലൈൻ. ഓക്കെ, 200 nautical miles ഫ്രം ദ ഷോർ ലൈൻ ആണ് വരുന്നത്. അപ്പോൾ നിയർ ദ ഷോർ ലൈൻ ഏരിയാസിൽ വിച്ച് ഇസ് ഫോർ ദ റെഗുലേഷൻ ഓഫ് ഫിഷറീസ് ബാക്കി എല്ലാ ആക്ടിവിറ്റീസും റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ് കേരള മറൈൻ ഫിഷറി റെഗുലേഷൻ ആക്ട്. സോ കേരള മറൈൻ ഫിഷറി റെഗുലേഷൻ ആക്ട് ഇസ് എ റെഗുലേഷൻ ഫോർ ദ ഫിഷറീസ് ഇൻ വിച്ച് സോൺ എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി ഓൺ ദ ടെറിട്ടോറിയൽ വാട്ടർ ഏരിയ. ടെറിട്ടോറിയൽ വാട്ടേഴ്സിലായിരിക്കും കേരള മറൈൻ ഫിഷറി റെഗുലേഷൻ ആക്ട് ഫിഷറീസ് റെഗുലേറ്റ് ചെയ്യുന്നത്. സോ ദി ആൻസർ വിൽ ബി സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആൻ എക്സാമ്പിൾ ഓഫ് MSc സർട്ടിഫൈഡ് ഫിഷറി ഇൻ കേരള, അതായത് മറൈൻ സ്റ്റുവർഡ്ഷിപ്പ് കൗൺസിലിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയ ഒരു ഫിഷറി ഏതാണ് കേട്ടോ. സോ MSc is nothing but മറൈൻ സ്റ്റുവർഡ്ഷിപ്പ് കൗൺസിൽ. സോ മറൈൻ സ്റ്റുവർഡ്ഷിപ്പ് കൗൺസിലിന്റെ MScയുടെ ആ MSc സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഏജൻസിയാണ്. സോ മറൈൻ സ്റ്റുവർഡ്ഷിപ്പ് കൗൺസിൽ സർട്ടിഫൈ ചെയ്ത ഫിഷറി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് വന്നിട്ട് കരിക്കടി ഫിഷറി ഓഫ് കൊല്ലം, വേമ്പനാട് ലേക്ക് ക്രാബ് ഫിഷറി,
oceanic squid fishery and Ashtamudi lake clam fishery. This is a common question. അപ്പോൾ ഇതിനകത്ത് അഷ്ടമുടി ലേക്ക് ക്ലാം ഫിഷറി. സോ ക്ലാംസിന്റെ ഫിഷറിക്കാണ് അവർക്ക് എന്താ കിട്ടിയത്? മറൈൻ സ്റ്റുവർഷിപ്പ് കൗൺസിലിന്റെ സർട്ടിഫൈഡ് ഫിഷറി ആയിട്ട് കിട്ടിയിരിക്കുന്നത് കേട്ടോ. സോ MSc സർട്ടിഫൈഡ് ഫിഷറി ഏതാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇൻ കേരള, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ കേരള. സോ ഇറ്റ്സ് നോട്ട് കരിക്കടി ഫിഷറി ഓഫ് കൊല്ലം, അതല്ല ആൻസർ അല്ല. ഇനി ക്രാബ് ഫിഷറി അല്ല, അതിന് MSc സർട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ഓഷ്യാനിക് സ്ക്വിഡിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അതായത് ബാക്ക് വാട്ടേഴ്സ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അഷ്ടമുടി ലേക്ക്, നോർമലി അഷ്ടമുടി ലേക്കിന്റെ ക്ലാം ഫിഷറീസിന്റെ അത്രയും ക്ലാം ഫിഷറീസിന്റെ പ്രൊഡക്ഷൻ കണ്ടിട്ട് അവിടെ അവർ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ മറൈൻ സ്റ്റുവർഷിപ്പ് കൗൺസിൽ സർട്ടിഫൈഡ് ഫിഷറി ഇൻ കേരള. ഓക്കെ, സോ എൻ എക്സാമ്പിൾ ഫോർ മറൈൻ സ്റ്റുവർഷിപ്പ് കൗൺസിൽ സർട്ടിഫൈഡ് ഫിഷറി ഇൻ കേരള വിൽ ബി അഷ്ടമുടി ലേക്കിലുള്ള ക്ലാം ഫിഷറീസ് ആയിരിക്കും. സോ ദി ആൻസർ വിൽ ബി ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. Okay, the order of postmortem spoilage process in fish is as follows. Okay, അതായത് പോസ്റ്റ്മോർട്ടം സ്പോയിലേജ്, ഫിഷസിലെ സ്പോയിലേജ് വന്നു, അതിനുശേഷം പോസ്റ്റ്മോർട്ടം സ്പോയിലേജിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും പോകുന്നതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഡ്രോപ്പ് ഇൻ ATP, ഓട്ടോലൈസിസ്, റിഗർ ആൻഡ് ബാക്ടീരിയൽ സ്പോയിലേജ്. ആദ്യം ATPയിൽ ഡ്രോപ്പ് വരും, അതായത് അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ് കുറയും. ഇനി അത് കഴിഞ്ഞിട്ട് there will be ഓട്ടോലിസിസ് അത് കഴിഞ്ഞിട്ടാണോ വരുന്നത്? അല്ല, അത് കഴിഞ്ഞിട്ട് റിഗർ ആണ് സംഭവിക്കുക. ദാറ്റ് ഇസ് ATP കുറഞ്ഞതിന് ശേഷം മസിൽസ് എല്ലാം സ്റ്റിഫൻ ആവും, റിഗർ ആയിരിക്കും ഹാപ്പൻ ചെയ്യുക. സോ ഇത് നമുക്ക് കളയാം, റൈറ്റ്. ലാസ്റ്റ് ബാക്ടീരിയൽ സ്പോയിലേഷൻ അത് കറക്റ്റ് ആണ്, ബട്ട് ATP കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓട്ടോലൈസിസ് അല്ല നടക്കുന്നത്. ദർ വിൽ ബി റിഗർ, ദാറ്റ് ഇസ് മസിൽസ് വിൽ ബി സ്റ്റിഫൻ. ഓക്കെ, റൈറ്റ്. ഇനി അപ്പോൾ അത് നമുക്ക് കളയാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ഫസ്റ്റ് ഓട്ടോലൈസിസ് ആണ്, രണ്ടാമത്തെയാണ് ഡ്രോപ്പ് ഇൻ ATP. അല്ല, ATP കുറയുമ്പോഴാണ് ഫസ്റ്റ് ATP ആണ് കുറയുന്നത്. സോ ഇത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ സി അവർ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഓട്ടോലൈസിസ് കഴിഞ്ഞിട്ട് ബാക്ടീരിയൽ സ്പോയിലേഷൻ. ബാക്ടീരിയൽ സ്പോയിലേഷൻ ലാസ്റ്റ് വരുന്ന ഫിനോമിനാണ്. ഈ റിഗർ കഴിഞ്ഞ്, അതായത് ഫസ്റ്റ് ഡ്രോപ്പ് ATP വരും, അതുപോലെ തന്നെ ആ മസിൽസ് എല്ലാം റിഗറിൽ പോകും. റിഗർ കഴിഞ്ഞിട്ട് ഓട്ടോലൈസിസ്, അതായത് എന്താ പറയുക, ഓട്ടോലൈസിസ് എന്ന പ്രോസസ്സ് നടക്കും. ആൻഡ് ഫൈനലി ആണ് ബാക്ടീരിയൽ സ്പോയിലേജ് അവിടെ വരുന്നത്. അപ്പോൾ ദിസ് ഇസ് ദ കംപ്ലീറ്റ് സീക്വൻസ് ഓഫ് എന്ത്? പോസ്റ്റ് മോർട്ടം സ്പോയിലേജ് വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ ദ ഫിഷ്, അതായത് ആഫ്റ്റർ സ്പോയിലേജ്. ഓക്കെ, സോ തേർഡ് ഓപ്ഷൻ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം, കാരണം അവർ ബാക്ടീരിയൽ സ്പോയിലേജ് ആദ്യമേ നടക്കുമെന്നാണ് പറയുന്നത്. സോ ദി ആൻസർ ഡി ആയിരിക്കും, ദാറ്റ് ഇസ് ഫസ്റ്റ് ഫിനോമിനൻ വിച്ച് ഇസ് ഹാപ്പനിങ്. അതായത് കറക്റ്റ് ഓർഡറിൽ പോകാനാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഓഫ് പോസ്റ്റ്മോർട്ടം സ്പോയിലേജ് വിച്ച് ഇസ് ഒക്കറിങ് ഫിഷസ്. അപ്പോൾ ആദ്യം വരുന്നത് ഡ്രോപ്പ് ഇൻ ATP കുറയും. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഫിഷസ് റിഗറിൽ പോകും. There will be rigor formation, there is complete stiffening of the muscles. ഇനി അത് കഴിഞ്ഞ് ഓട്ടോലൈസിസ് will happen and finally bacterial spoilage. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം സ്പോയിലേജ് ഓഫ് ഫിഷസ് നടക്കുക. ഓക്കെ, റൈറ്റ്. സോ കറക്റ്റ് സീക്വൻസ് ഓഫ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ വിൽ ബി ഡ്രോപ്പ് ഇൻ ATP, രണ്ടാമത്തത് റിഗർ മോർട്ടിസം വിൽ ബി സ്റ്റാർട്ടിങ്, മൂന്നാമത്തത് ഓട്ടോലൈസിസ് വിൽ ഹാപ്പൻ ആൻഡ് ഫൈനലി there will be bacterial spoilage. ഓക്കെ, സോ ഓൾ ദീസ് ആൻസേഴ്സ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഡി ആയിരിക്കും. ദർ ഇസ് ഡ്രോപ്പ് ഇൻ ATP, rigor, autolysis and as well as bacterial spoilage. So the answer will be D. Okay, next question number 27. Simple question ആണ്. When was the National Fisheries Development Board established? അതായത് NFDB, National Fisheries Development Board എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 2011, 2006, 2009 ആൻഡ് 2004. ഓക്കെ, ആൻസർ വന്നത് 2006 ആണ്. ഓക്കെ, അപ്പോൾ NFDB, ദാറ്റ് ഇസ് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ്, ഇവർ ഫിനാൻസ് കൊടുക്കുന്നുണ്ട് റിലേറ്റഡ് ടു ഫിഷിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ബാക്കി ഫിഷറീസ് ഡെവലപ്മെന്റിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കുന്നതാണ് NFDB എന്ന് പറയുന്ന ഏജൻസി. ആൻഡ് NFDB ഹാസ് ബീൻ established in the year 2006 ആണ്. ആൻഡ് ഇറ്റ്സ് ഹാവിംഗ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ഹൈദരാബാദിലാണ് അതിൻ്റെ ഏജൻസി, ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് വെൻ വാസ് ദ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് എസ്റ്റാബ്ലിഷ്? സോ NFDB വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഇയർ 2006 ആണ്. ആൻഡ് ഇറ്റ്സ് ഹാവിംഗ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ഹൈദരാബാദ്. സോ ആൻസർ ബി ആണ്, ദാറ്റ് ഇസ് 2006. ഇതും പ്രീവിയസ് ഇയർ POന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28. Okay, the Indian Fisheries Act of 1897, it primarily deals with, okay, അതായത് ഫസ്റ്റ് വന്ന ഫിഷറീസ് റെഗുലേഷൻ ആക്ട് ആണ് ഇന്ത്യൻ ഫിഷറീസ് ആക്ട് ഓഫ് 1897. ഓക്കെ, സോ അതായത് ഇന്ത്യൻ ഫിഷറീസ് ആക്ട് ഓഫ് 1897 വന്നത് പ്രൈമറി ഡീൽസ് വിത്ത് എന്ത് ബേസിസിന് വേണ്ടിയിട്ടാണ് അവർ ഈ എന്താ പറയുക ഇന്ത്യൻ ഫിഷറീസ് ആക്ട് കൊണ്ടുവന്നതാണ്? ഓപ്ഷൻ മറൈൻ ഫിഷറീസ് റെഗുലേഷൻസ്. ഓക്കെ, അതായത് മറൈൻ ഫിഷറീസ് റെഗുലേഷന് വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റിനും അവരുടേതായ മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് ഉണ്ട്. ബട്ട് ദാറ്റ്സ് നോട്ട് എ റീസൺ. ഓക്കെ, പിന്നെ അക്വാകൾച്ചർ സബ്സിഡീസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് സെയിൽസ് അല്ല, ഇന്ത്യൻ ഫിഷറീസ് ആക്ട് അക്വാകൾച്ചർ പ്രൊമോഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതല്ല. പിന്നെ മൂന്നാമത്തത് പ്രിവെന്റ് ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പ്രാക്ടീസസ്. യെസ്, സോ അതിന് വേണ്ടിയിട്ട് വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് ആണ് ഇന്ത്യൻ ഫിഷറീസ് ആക്ട് ഓഫ് 1897 വരുന്നത്. ആൻഡ്
എക്സ്പോർട്ട് സീ ഫുഡ് മാനേജ്മെന്റ് അല്ല, എക്സ്പോർട്ട് സീ ഫുഡ് മാനേജ്മെന്റിന് വേറെ ഓർഗനൈസേഷൻസ് ഉണ്ട്, അപ്പോൾ അതുമല്ല വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് The Indian Fisheries Act of 1897 it primarily deals with, അപ്പം 1897 വന്ന ഇന്ത്യൻ ഫിഷറീസ് ആക്ട് ഡീൽ ചെയ്യുന്നത് ഇറ്റ് പ്രിവെന്റ്സ് എ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പ്രാക്ടീസസ്, അതായത് ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പ്രാക്ടീസസ് പോലത്തുള്ള, അതായത് സൈനൈഡ് ഫിഷിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഡൈനാമൈറ്റ് ഫിഷിംഗ്, ഓക്കെ, ഈ പറയുന്ന ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫിഷിംഗ് പ്രാക്ടീസസ് അല്ലെങ്കിൽ IUU ഫിഷിംഗ്, ഓക്കെ. സോ ആ പറയുന്ന ഫിഷിംഗ് ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു ദ മെയിൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇന്ത്യൻ ഫിഷറീസ് ആക്ട് ഓഫ് 1897, ഓക്കെ, റൈറ്റ്. അപ്പം മറൈൻ ഫിഷിംഗ് റെഗുലേഷൻസ് അല്ല, അക്വാകൾച്ചർ സബ്സിഡീസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് സെയിൽസ് അതല്ല, എക്സ്പോർട്ട് സീ ഫുഡ് മാനേജ്മെന്റ് അതുമല്ല. സോ ദി ആൻസർ വിൽ ബി സി ആണ്, ദാറ്റ് ഇസ് ഇന്ത്യൻ ഫിഷറീസ് ആക്ട് ഓഫ് 1897 ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെന്റിംഗ് ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പ്രാക്ടീസസ്, ഓക്കെ, റൈറ്റ്. സോ ഈ എന്താ പറയുക, ഫിഷറീസ് ഡെവലപ്മെന്റിന്റെ സമയത്ത് ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പാറ്റേൺസ് ഭയങ്കര കൂടുതലാണ്. അന്ന് ലെജിസ്ലേഷൻ റെഗുലേഷൻസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ ഡൈനാമിക് ഫിഷിംഗ് അല്ലെന്നുണ്ടെങ്കിൽ സൈനൈഡ് ഫിഷിംഗ്, ദെൻ മുറാമ ഫിഷിംഗ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഫിഷിംഗ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫിഷിംഗ് പാറ്റേൺസ് ഉണ്ടായിരുന്നു. സോ അതിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇഷ്ടംപോലെ ഡിസ്ട്രക്ഷൻ ഉണ്ടാവുകയും സോ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്ടാണ് ഇന്ത്യൻ ഫിഷറീസ് ആക്ട് ഓഫ് 1897 എന്ന് പറയുന്നത്, ഓക്കെ. സോ ആൻസർ സി ആണ്, ദാറ്റ് ഇസ് ഇറ്റ് പ്രിവെന്റ് അല്ലെങ്കിൽ ഇറ്റ് മെയിൻലി ഡീൽസ് വിത്ത് പ്രിവെന്റിംഗ് ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പ്രാക്ടീസസ് ആണ്. സോ ദി ആൻസർ വിൽ ബി സി. Next question, question number 29, simple question. അതായത് which scheme aims to bring a blue revolution in India through sustainable and as well as reasonable development? Okay, responsible development. So sustainable അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ബ്ലൂ റെവല്യൂഷൻ വിച്ച് ഇസ് റിലേറ്റഡ് ടു ഫിഷസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീം ഏതെന്നാണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് PMMSY. ഓക്കെ, സോ ആൻസർ ബി ആണ്, ദാറ്റ് ഇസ് PMMSY. That is Pradhan Mantri Matsya Sampada Yojana. So Pradhan Mantri Matsya Sampada Yojana, it's a blue revolution scheme ആണ് ഫോർ എന്താണ്, സസ്റ്റൈനബിൾ ആൻഡ് ആസ് വെൽ ആസ് റെസ്പോൺസിബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പം 2020 സ്റ്റാർട്ട് ചെയ്തത് ഫോർ 5 years, 2000 till 2025, പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അവർ, ഓക്കെ. സോ ഇതിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റും കൊടുത്തിട്ടുണ്ട്. സോ PMMSY ഫസ്റ്റ്, അതായത് 2025 ഏകദേശം 20,050 crores ആണ് ബഡ്ജറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഫോർ PMMSY. അപ്പം റിലേറ്റഡ് ടു ഫിഷറീസിന് റെസ്പോൺസിബിൾ ഡെവലപ്മെന്റ് അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ കൊണ്ടുവന്നതാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വാസ് ഫോർ 5 years ആണ്. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വന്നത് 2020 ഇറ്റ് വാസ് ഫോർ 5 years. ആൻഡ് അറ്റ് ദാറ്റ് ടൈം എന്നെ കൊടുത്തിരുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 2050 കോടിയാണ്, 20,050 crore ആണ് PMSSYക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്നത്. ആൻഡ് PMSSY വിൽ ബി ഡീലിംഗ് വിത്ത് ഓൾ ദി ആക്ടിവിറ്റീസ്, എല്ലാ ആക്ടിവിറ്റീസ്, ഓൾ ദി ഫിഷറീസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്. പിന്നെ ഇപ്പം വന്നതിനകത്ത് അക്വാ പാർക്ക് അതുപോലെ തന്നെ ബയോസെക്യൂരിറ്റി ഏരിയാസ് അങ്ങനെ പറയുന്ന കുറേ പുതിയ പുതിയ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട് വന്നിട്ടുണ്ട് ഇൻ കേസ് ഓഫ് PMSSY. സോ അവരാണ് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ബ്ലൂ റെവല്യൂഷൻ സ്കീം ഇൻ ഇന്ത്യ വിച്ച് ഇസ് മെയിൻറ്റെയിനിങ് അല്ലെങ്കിൽ വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ സസ്റ്റൈനബിൾ ആൻഡ് ആസ് വെൽ ആസ് റെസ്പോൺസിബിൾ ഡെവലപ്മെന്റ്. സോ ആൻസർ വരുന്നത് PMMSY ആണ്. ഇനി PMSMY അങ്ങനെ ഒരെണ്ണം ഇല്ല. ഇനി PM കിസാൻ, ഇറ്റ്സ് നോട്ട് PM കിസാൻ, ദാറ്റ് ഇസ് അപ്പൊ PM കിസാൻ എന്ന് പറയുന്നില്ല. കിസാൻ ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, പക്ഷെ PM കിസാൻ എന്ന് പറയുന്ന ഒരെണ്ണമില്ല. പിന്നെ RKV, ദാറ്റ് ഇസ് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ്, ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ഫിഷറീസ്. സോ RKVY എന്ന് പറയുന്നത് രാഷ്ട്രീയ കൃഷി വികാസ് യോജനയാണ് കേട്ടോ. സോ RKVY. സോ നമ്മുടെ ആൻസർ വരുന്ന PMMSY ആണ്, ദാറ്റ് ഇസ് പ്രധാൻ മന്ത്രി മത്സ്യ സമ്പദ യോജന. സോ അവരാണ്, ദാറ്റ്സ് ബ്ലൂ റെവല്യൂഷൻ അല്ലെങ്കിൽ PMMSY ആണ്. ഇറ്റ്സ് എ സ്കീം വിച്ച് വിൽ ബി ബ്രിങ്ങിങ് ബ്ലൂ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ത്രൂ എന്താണ്, സസ്റ്റൈനബിൾ ആൻഡ് ആസ് വെൽ ആസ് റെസ്പോൺസിബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ ആൻസർ വരുന്ന ബി ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30 ജെനറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ റൈറ്റ്ലി ക്യാരക്ടറൈസ് ന്യൂക്ലിയോടൈഡ് ബേസ് ഓഫ് DNA? ഓക്കെ, റൈറ്റ്. സോ DNAയുടെ ന്യൂക്ലിയോടൈഡ് ബേസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ DNAക്ക് ഒരു ന്യൂക്ലിയോടൈഡ് ബേസ് ഉണ്ട്, അതുപോലെ തന്നെ RNAക്ക് ഒരു ന്യൂക്ലിയോടൈഡ് ബേസ് ഉണ്ട്. അതായത് ഷുഗർ, ദാറ്റ് ഇസ് മെയിൻ സ്ട്രക്ചർ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഹാവിംഗ് എ ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ട്, ഫോസ്ഫേറ്റ് ആൻഡ് ആസ് വെൽ ആസ് ഇറ്റ് ഷുഡ് ബി ഹാവിംഗ് എ ന്യൂക്ലിയോടൈഡ് ബേസ്. ഓക്കെ, അപ്പം DNA വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഷുഗർ വരുന്നത് ദാറ്റ് വിൽ ബി ഡിയോക്സി റൈബോസ് ആയിരിക്കും. ഷുഗർ അത് തമ്മിൽ വ്യത്യാസമുണ്ട്. RNAയിൽ വരുമ്പോൾ ദാറ്റ് വിൽ ബി റൈബോസ് ഷുഗർ. ഓക്കെ, പിന്നെ വരുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്, അത് രണ്ടിലും ഉണ്ട് ഫോസ്ഫേറ്റ് ഫോർ DNA ആൻഡ് ആസ് വെൽ ആസ് RNA. സോ ബോത്ത് ആർ ഹാവിങ് എന്താ പറയുക ഫോസ്ഫേറ്റ്. പിന്നെ വരുന്നത് ന്യൂക്ലിയോടൈഡ് ബേസിലാണ്. ന്യൂക്ലിയോടൈഡ് ബേസിനകത്ത് DNAയിലും RNAയിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ന്യൂക്ലിയോടൈഡ് ബേസ് കോമ്പിനേഷൻ ഏതാണ് ഫോർ DNA എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, DNAയുടെ ന്യൂക്ലിയോടൈഡ് ബേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ DNAക്കും RNAക്കും 4 ന്യൂക്ലിയോടൈഡ് ബേസ് ആണുള്ളത്. സോ ഫോർ DNA ഇറ്റ്സ് ഹാവിംഗ് ന്യൂക്ലിയോടൈഡ് ബേസ് വിച്ച് ഇസ് അഡിനിൻ, ഗ്വാനിൻ,
തൈമിൻ ആൻഡ് സൈറ്റോസിൻ. ഓക്കെ, റൈറ്റ്. സോ നമ്മുടെ ആൻസർ വരുന്നത് സി ആണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് അഡിനിൻ, ഗ്വാനിൻ, ടൈറോസിൻ അല്ല. ഓക്കെ, ആൻഡ് സൈറ്റോസിൻ. ഇനി ഓപ്ഷൻ ബി വരുന്നത് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോകൈൻ. സൈറ്റോകൈൻ ഇസ് നോട്ട് എ ന്യൂക്ലിയോടൈഡ് ബേസ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ദാറ്റ് ഇസ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസൈൻ ആണ്. ലാസ്റ്റ് ഓപ്ഷൻ അഡിനിൻ, ഗ്ലൂട്ടമൈൻ. ഇറ്റ്സ് നോട്ട് ദാൻ ടൈറോസിൻ. തെറ്റ്, സൈറ്റോസിൻ അല്ല. അപ്പം നമുക്ക് ഇത്രയും ഓപ്ഷൻസ് എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പം ന്യൂക്ലിയോടൈഡ് ബേസ് ഓഫ് DNA എന്ന് പറയുന്നത് വിച്ച് ഇസ് AGTC, ദാറ്റ് ഇസ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസൈൻ. ഓക്കെ, ഇനി RNA വ്യത്യാസം വരുന്നുണ്ട്. RNA എന്താ ചെയ്യുന്നത് വെച്ചാൽ യു ഹാവ് ടു റീപ്ലേസ് തൈമിനെ യുറാസിൽ വെച്ച് റീപ്ലേസ് ചെയ്യുക. സോ ഇൻ കേസ് ഓഫ് RNA, ഇപ്പോൾ RNA ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയോടൈഡ് ബേസ് വരുന്നത് അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. ഓക്കെ, ഇറ്റ്സ് നോട്ട് തൈമിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക ഇൻ കേസ് ഓഫ് RNA, എന്നിട്ട് യുറാസിൽ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ദി ന്യൂക്ലിയോടൈഡ് ബേസ് ഇൻ കേസ് ഓഫ് RNA. ഓക്കെ, റൈറ്റ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഇസ് എ ന്യൂക്ലിയോടൈഡ് ബേസ് വിച്ച് ഇസ് സ്പെസിഫിക് ഫോർ DNA ആണ്. സോ DNA-ക്കും RNA-ക്കും ഉള്ള 3 ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ആണ് വിച്ച് ഇസ് ദ ഷുഗർ കോമ്പണന്റ്, ഷുഗർ ബേസ്, then it's having nucleotide base, അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ. ഓക്കെ, ഷുഗർ തമ്മിൽ രണ്ടും ഇങ്ങോട്ട് വ്യത്യാസമാണ്. DNA-യിൽ ഷുഗർ കോമ്പണന്റ് ഡിയോക്സി റൈബോസ് ആണ്, RNA-യിൽ റൈബോസ് ഷുഗർ ആണ് ഉള്ളത്. ഓക്കെ, ഫോസ്ഫേറ്റ് ബോണ്ട് രണ്ടുപേർക്കും ഉണ്ട്. ഇനി ന്യൂക്ലിയോടൈഡ് ബേസിൽ വ്യത്യാസം വരുന്നുണ്ട്. DNA ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ ആണ്. ഓക്കെ, റൈറ്റ്. അതായത് ഇറ്റ് ബിലോങ്സ് ടു പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. ഇനി ഇൻ കേസ് ഓഫ് RNA ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. സോ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഇസ് ദ ന്യൂക്ലിയോടൈഡ് ക്യാരക്ടറിസ്റ്റിക് ന്യൂക്ലിയോടൈഡ് ബേസ് ഓഫ് DNA ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ സി ആയിരിക്കും. ദാറ്റ് ഇസ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ആൻഡ് സൈറ്റോസിൻ. അപ്പോൾ AGTC ആണ്. അപ്പോൾ ആൻസർ സി ആണ്, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31. ഓക്കെ, വിച്ച് എറ്റിയോളജി ഡസ് EUS ഹാവ്? ഓക്കെ, EUS എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസീസ് ആണ് വിച്ച് ഇസ് എപ്പിസോട്ടിക് അൾസറേറ്റീവ് സിൻഡ്രോം. ഓക്കെ, ദാറ്റ് ഇസ് എപ്പിസോട്ടിക് അൾസറേറ്റീവ് സിൻഡ്രോം ആണ് EUS എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ EUS കോസ് ചെയ്യുന്ന എറ്റിയോളജി ഏജൻസി ഏതാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് ഫംഗസ്, വൈറസ്, പാരസൈറ്റിക് ആൻഡ് ആസ് വെൽ ആസ് ബാക്ടീരിയൽ. ഓക്കെ, അപ്പം എപ്പിസോട്ടിക് അൾസറേറ്റീവ് സിൻഡ്രോം കോസ് ചെയ്യുന്നത് ഇറ്റ്സ് എ ഫംഗസ്. ഓക്കെ, റൈറ്റ്. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ഡിസീസ്. അപ്പം EUS എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് എപ്പിസോട്ടിക് അൾസറേറ്റീവ് സിൻഡ്രോം. ആൻഡ് എപ്പിസോട്ടിക് അൾസറേറ്റീവ് സിൻഡ്രോം ഡിസീസ് വിച്ച് ഇസ് കോസ്ഡ് ബൈ ഫംഗസ് ആണ്. ആൻഡ് എപ്പിസോട്ടിക് അൾസറേറ്റീവ് സിൻഡ്രോം കോസ് ചെയ്യുന്ന ഫംഗസിന്റെ പേരാണ് വിച്ച് ഇസ് അഫനോമൈസിസ് ഇൻവേഡൻസ് ആണ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഫംഗസിന്റെ പേര്. ഓക്കെ, റൈറ്റ്. സോ etiology does EUS have ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ EUS is nothing but episodic ulcerative syndrome. So episodic ulcerative syndrome is caused by a fungus and that fungus name is Aphanomyces invadens ആണ്. So it is not viral. ഇത് viral അല്ല EUS, parasitic അല്ല, അതുപോലെ തന്നെ ബാക്ടീരിയലും അല്ല. ഓക്കെ, സോ EUS is caused by fungus. അതായത് ഏറ്റിയോളജി അവർ ചോദിച്ചിട്ടുള്ളൂ, ഏജന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇനി ഫംഗസിന്റെ പേരാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോസ്ഡ് ബൈ അഫനോമൈസിസ് ഇൻവേഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ്. ദാറ്റ് ഇസ് etiology EUS will be having, that will be fungus. Okay, next question number 32. Okay, IHSNV causes catastrophic losses too. Okay, that is infectious hypodermal hematopoietic necrosis virus. ഓക്കെ, അതാണ് IHSNV എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് കോസസ് കാറ്റാസ്ട്രോഫിക് ലോസസ് ടു ഏത് സ്പീഷീസ് ആണ്, ഇതിനകത്ത് ഏതിനാണ് അത്രയും ലോസ് IHSNV കോസ് ചെയ്യുന്നത്? ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് വന്നിട്ട് ലിറ്റോപിനേസ് വനാമി, then Pineus styloristris, Pineus monodon and Pineus indicus. So നമ്മുടെ ആൻസർ വരുന്നത് Pineus styloristris ആയിരിക്കും. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ബാക്കിയുള്ള സ്പീഷീസിന് വേറെ ഡിസീസസ് ഉണ്ട്. ഇപ്പോൾ Pineus monodon ഒക്കെ ആണെങ്കിൽ റൺ ഡിഫോമാറ്റി സിൻഡ്രോം പോലത്തുള്ള സിൻഡ്രോംസ് ഉണ്ട്, അല്ലെങ്കിൽ ഏർലി മോർട്ടാലിറ്റി സിൻഡ്രോം ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് IHSNV ആണ്. ദാറ്റ് ഇസ് ഇൻഫെക്ഷ്യസ് ഹൈപ്പോഡെർമൽ ആൻഡ് ഹെമറ്റോപോയിറ്റിക് നെക്രോസിസ് വൈറസ്. ആൻഡ് ദാറ്റ് ഇസ് കോസ്ഡ് ബൈ അതേ വൈറസ് ആണ്. ഇതൊരു ഡിസീസ് ആണ്, ദാറ്റ് ഇസ് കോസ്ഡ് ബൈ IHSNV വൈറസ്. ഓക്കെ, റൈറ്റ്. സോ ഇൻഫെക്ഷ്യസ് ഹൈപ്പോഡെർമൽ ആൻഡ് ഹെമറ്റോപോയറ്റിക് നെക്രോസിസ് വൈറസ് ആണ് IHSNV എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് കോസ്ഡ് ബൈ that is caused by that virus, IHSNV virus, and cause catastrophic losses to Pineus styloristris. Pineus styloristris ആണ് കൂടുതലായിട്ട് ഈ IHSNV കോസ് അല്ലെങ്കിൽ കാറ്റസ്ട്രോഫിക് ലോസ് കോസ് ചെയ്യുന്നത്. ലിറ്റോപിനേസ് വനാമി അല്ലാന്നുണ്ടെങ്കിൽ Pineus monodon, Pineus indicus അല്ല. കൂടുതലായിട്ട് IHSNV വൈറസ് കാരണം, അതായത് ഈ ഇൻഫെക്ഷ്യസ് ഹെമറ്റോപോയിറ്റിക് ആൻഡ് ഹൈപ്പോഡെർമൽ ആൻഡ് ഹെമറ്റോപോയിറ്റിക് നെക്രോസിസ് വൈറസ് കാരണം എഫക്ട് ചെയ്യപ്പെടുന്ന ഗ്രൂപ്പാണ് Pineus styloristris എന്ന് പറയുന്നത്. ഓക്കെ, സോ IHSNV കോസസ് കാറ്റസ്ട്രോഫിക് ലോസസ് ടു Pineus styloristris ആണ്. സോ ദി ആൻസർ വിൽ ബി ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33.
Simple question. Which of the following is not a component of recirculatory aquaculture system? So RAS in the intensive technique RAS in the component allathathu, that is recirculatory aquaculture system. Okay. So recirculatory aquaculture system is a recent technology aanu. But recirculatory aquaculture system വെള്ളം എന്താണ് കംപ്ലീറ്റ്ലി റീയൂസ് ചെയ്യുവാണ്. അഡീഷണൽ വാട്ടറിന്റെ ആവശ്യം ഇവിടെ നിന്ന് വരുന്നില്ല. 90% ഓഫ് ദ വാട്ടർ ഇസ് ബീങ് കംപ്ലീറ്റ്ലി റീയൂസ് അല്ലെങ്കിൽ റീസർക്കുലേറ്റഡ് ആണ് ഫോർ ദ ആക്ടിവിറ്റീസ്. ഫിൽട്ടർ ചെയ്തിട്ട് പിന്നെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താ പറയുക ഒരു ന്യൂ ടെക്നോളജിയാണ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ അക്വാകൾച്ചർ. ഇനി RASനകത്ത് ഡിഫറെന്റ് സ്പീഷീസിന് ഇപ്പോൾ കൾച്ചർ ചെയ്യുന്നുണ്ട്. ഇനി RASനകത്തല്ലാത്ത കോമ്പണന്റ് അല്ലാത്ത ഏതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഇൻ കേസ് ഓഫ് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് വന്നിട്ട് ബയോഫിൽറ്റർ. ഒബ്വിയസ്ലി ബയോഫിൽറ്റർ ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ഇൻ RAS ആണ്. കാരണം ഈ പറയുന്ന വാട്ടറിനെ റീസർക്കുലേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഷുഡ് ബി പ്യൂരിഫൈഡ്, റൈറ്റ്? സോ ഇറ്റ്സ് ഹാവിങ് എ ബയോഫിൽറ്റർ. അപ്പോൾ അത് അല്ല. ആൻഡ് ഇറ്റ്സ് ഹാവിങ് എ പ്രോട്ടീൻ സ്കിമ്മർ. യെസ്, RAS മോസ്റ്റ്ലി ഇപ്പം നമ്മൾ RAS മറൈൻ വാട്ടറിലാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോട്ടീൻ സ്കിമ്മേഴ്സ് ഉണ്ട്. അതായത് പ്രോട്ടീൻ സ്കിമ്മേഴ്സ് വഴി ബബിൾസ് ഫോം ചെയ്യുകയും ഈ ബബിൾസിനകത്തോട്ട് വേണ്ടാത്ത കോമ്പണൻസ് സ്റ്റിക്ക് ഓൺ ചെയ്യും. എന്നിട്ട് ആ പ്രോട്ടീൻ സ്കിമ്മർ അല്ലെങ്കിൽ ആ ബബിൾസ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ദാസ് വി ക്യാൻ റിമൂവ് ദ കണ്ടാമിനൻസ് ഫ്രോം ദ വാട്ടർ. ഓക്കെ, സോ പ്രോട്ടീൻ സ്കിമ്മർ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണന്റ് ഓഫ് RAS ആണ്. പിന്നെ വരുന്ന എയറേഷൻ യൂണിറ്റ്. യെസ്, ഇറ്റ്സ് ഹാവിങ് എൻ എയറേഷൻ യൂണിറ്റ്. RASൽ എയറേഷൻ യൂണിറ്റ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഓപ്പൺ എർത്തൺ പോണ്ട്. ഓപ്പൺ എർത്തൺ പോണ്ട് എന്ന് പറയുന്നൊരു കോമ്പണന്റേ അല്ല ഓഫ് RAS. ഓക്കെ, സോ റീസർക്കുലേറ്ററി അക്വാകൾച്ചർ കോമ്പണന്റ് സിസ്റ്റത്തിന്റെ കോമ്പണന്റ് അല്ലാത്ത ഏതാണെന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്പൺ എർത്തൺ പോണ്ടാണ്. ഓപ്പൺ എർത്തൺ പോണ്ട് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം. അപ്പം റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം ഒരു ഇന്റൻസീവ് ടെക്നോളജിയാണ്. സോ അതിനകത്ത് ഡിഫറെന്റ് സ്പീഷീസിനെ ഇപ്പോൾ കൾച്ചർ ചെയ്യുന്നുണ്ട്. സോ ഹിയർ 90% ഓഫ് ദ വാട്ടർ ഇസ് ബീങ് റീസർക്കുലേറ്റഡ്. ഓക്കെ, നിങ്ങൾ 90% വാട്ടർ അതിനകത്ത് റീസർക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിനകത്ത് വെള്ളത്തിന്റെ അഡീഷൻ ആവശ്യം വരുന്നില്ല. ലേബർ ഇന്റൻസീവ് ആണ്. സ്പേസ് റിക്വയർമെന്റ്സ് കുറച്ച് മതി. അപ്പോൾ അതുകൊണ്ട് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ടെക്നിക്കാണ് RAS ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ഈ RAS ടെക്നോളജി വരുന്ന ഡിഫറെന്റ് കോമ്പണൻസ്, പല കോമ്പണൻസ് ഉണ്ട്. അതിൽ ഉള്ള കോമ്പണൻസ് ആണ് ബയോഫിൽറ്റർ. ഇറ്റ്സ് ഹാവിങ് എ ബയോഫിൽറ്റർ, ഇറ്റ്സ് ഹാവിങ് എ പ്രോട്ടീൻ സ്കിമ്മർ സോ ആസ് ടു റിമൂവ് ദ കണ്ടാമിനൻസ് ഫ്രം ദ വാട്ടർ ആൻഡ് എയറേഷൻ യൂണിറ്റ് ഉണ്ട്. അതിലില്ലാത്ത കോമ്പണന്റ് ഏതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ വിൽ ബി ഓപ്പൺ എർത്തൺ പോണ്ട്. ആൻസർ ഡി ആയിരിക്കും, വിച്ച് ഇസ് നോട്ട് എ കോമ്പണന്റ് ഓഫ് ഏതാണ് റീസർക്കുലേറ്ററി അക്വാകൾച്ചർ system. Okay, so the answer will be D. Next question number 34. Okay, idum it's an intensive technology like your RAS, അതായത് IMTA, that is integrated multi-trophic aquaculture system. Okay, അതാണ് IMTA എന്ന് പറയുന്നത്, which is integrated multi-trophic aquaculture system. ഓക്കെ, അപ്പം ഇംടയിൽ ദ ഐഡിയൽ ട്രോഫിക് അറേഞ്ച്മെന്റ്. അപ്പം നിങ്ങൾ മൾട്ടി ട്രോഫിക് സിസ്റ്റം ആയതുകൊണ്ട്, അതായത് ഒരു ട്രോഫിക് ലെവലിൽ വരുന്ന ഓർഗാനിസം അല്ല, പല ട്രോഫിക് ലെവലിൽ വരുന്ന ഓർഗാനിസത്തിന്റെ കോമ്പിനേഷനാണ് ഇന്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇന്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ സിസ്റ്റത്തിന്റെ ട്രോഫിക് അറേഞ്ച്മെന്റ്, അതായത് ഇപ്പോൾ ഒരു ഫിഷ് വേണം, ആദ്യം ഇറ്റ് വിൽ ബി ഹാവിങ് എ ഫിഷ്, അതിൻ്റെ കൂടെ ഇറ്റ് വിൽ ബി ഹാവിങ് എ ഷെൽ ഫിഷ്, പിന്നെ അലോങ് വിത്ത് സീവീഡ് കോമ്പിനേഷൻ. അങ്ങനെയാണ് ഇന്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ സിസ്റ്റം പോകുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് ഹാവിങ് എ ഫിൻ ഫിഷ്, ഇറ്റ്സ് ഹാവിങ് എ ഷെൽ ഫിഷ് ആൻഡ് അലോങ് വിത്ത് ആ ട്രോഫിക് ലെവലിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഫിൻ ഫിഷ്, ഷെൽ ഫിഷ്, പിന്നെ ഒരു സീവീഡും വേണം എക്സ്ട്രാക്ട് സ്പീഷീസ് ആയിട്ട്. ഓക്കെ, അപ്പം അതിന്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ട് ഹെർബിവോറസ് ഫിഷ്, ഫിൽറ്റർ ഫീഡിങ് ഷെൽഫിഷ്, സീവീഡ്. അല്ല, ഇറ്റ്സ് നോട്ട് ഹെർബിവോറസ്. ഹെർബിവോറസ് ഫിഷസിനെ അല്ലല്ലോ, അല്ല, റൈറ്റ്. ഇനി രണ്ടാമത്തത് കാർണിവോറസ് ഫിഷ്, ഷെൽഫിഷ്, ദെൻസ് ഹാവിങ് എ സീവീഡ്. യെസ്, കറക്റ്റ്. പിന്നെ ആദ്യം ഫിൽറ്റർ ഫീഡിങ് ഷെൽഫിഷ് അല്ല, ഫിൽറ്റർ ഫീഡിങ് ഷെൽഫിഷിനാണോ ആദ്യം പ്ലേസ് ചെയ്യുന്നത്? ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഫിൽറ്റർ ഫീഡിങ് ഷെൽഫിഷിനാണ് ആദ്യം പ്ലേസ് ചെയ്യുന്നത്, പിന്നെ കാർണിവോറസ് ഫിഷ്, പിന്നെ ലാസ്റ്റ് സീവീഡ്. നോ, തെറ്റ്. ആദ്യം നിങ്ങൾ ഫിൻഫിഷിനെയാണ് വെക്കേണ്ടത്. ഇനി എനി കോമ്പിനേഷൻ വർക്ക് ആസ് ലോങ് ആസ് ന്യൂട്രിയൻസ് ലെവൽ. നോ, എനി കോമ്പിനേഷൻ ഫോളോ ചെയ്യാനേ നിങ്ങൾക്ക് പറ്റില്ല. അപ്പം ഇന്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ സിസ്റ്റം, ദാറ്റ് ഇസ് ഓൾസോ എൻ ഇന്റൻസീവ് ടെക്നോളജി ഇൻ വിച്ച് ഡിഫറെന്റ് ട്രോഫിക് ലെവലിലെ ഓർഗാനിസംസ് നമ്മൾ വെക്കുക ഇതിൽ ചെയ്യുന്നത്. ഇവിടെയും ഓരോ ഓർഗാനിസത്തിന്, ഇപ്പൊ ഫിൻഫിഷ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീക്കസ് വിൽ ബി ഫെഡ് ബൈ ദ എന്താ പറയുക, ഇറ്റ് ഇസ് ഹാവിങ് ആ ഫിൽറ്റർ ഫീഡിങ് ഓർഗാനിസം ഫിൽറ്റർ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ ഹാവിങ് എക്സ്ട്രാക്റ്റഡ് സ്പീഷീസ്, സീവീഡ് പോലത്തുള്ള സ്പീഷീസ് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ കോമ്പിനേഷന് വരുന്നതിനാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ എന്ന് പറഞ്ഞത്. കാരണം ഈ പറഞ്ഞ സ്പീഷീസ് എല്ലാം ഡിഫറെന്റ് ട്രോഫിക് ലെവലിൽ വരുന്ന സ്പീഷീസ് ആയിരിക്കും. സോ അതിനെ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ യൂഷ്വലി ഇംടയുടെ അറേഞ്ച്മെന്റ് വരുന്നത് ഇറ്റ് വിൽ ബി ഹാവിങ് എ ഫസ്റ്റ് ഫിൻഫിഷ്. ആദ്യം ഒരു ഫിൻഫിഷ് ആയിരിക്കും വെക്കുക, അതിനുശേഷം ഇറ്റ് വിൽ ബി കീപ്പിംഗ് ഷെൽഫിഷ്, ഫിൽറ്റർ ഫീഡ് ചെയ്യുന്ന ഷെൽഫിഷിന് വെക്കും, അത് നിങ്ങൾക്ക് ഓയിസ്റ്റേഴ്സ് എന്ത് വേണമെങ്കിലും വെക്കാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന സീവീഡ് ആണ്, വിച്ച് ഇസ് ആൻ എക്സ്ട്രാക്റ്റഡ് സ്പീഷീസ്. ഓക്കെ, സോ കറക്റ്റ് കോമ്പിനേഷൻ പോകുന്നത് ഇറ്റ് വുഡ് ബി എ കാർണിവോറസ് ഫിഷ്,
സെക്കൻഡ് വിൽ ബി a shellfish with filter feeding, and last one will be seaweed. Okay, ഇങ്ങനെയാണ് മൾട്ടി ട്രോഫിക് അറേഞ്ച്മെന്റ് സിസ്റ്റം ഇൻ കേസ് ഓഫ് ഇംട വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് കാർണിവോറസ് ഫിഷ്, ദെൻ ഫിൽട്ടർ ഫീഡിംഗ് ഷെൽഫിഷ്, ആൻഡ് ലാസ്റ്റ് വിൽ ബി സീവീഡ്. അപ്പൊ ആൻസർ ബി ആണ് കേട്ടോ. റൈറ്റ്. അപ്പൊ റാസ് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഇംടയും പറയുന്നത്. അതുപോലെ ബയോപോണിക്സ് ഉണ്ട്, അക്വാപോണിക്സ് ഉണ്ട്, എക്സെട്ര. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 35. റാഫ്റ്റ് ആൻഡ് റാക്ക് കൾച്ചർ മെത്തേഡ്സ്. ഓക്കെ, ഈ പറയുന്ന കൾച്ചർ മെത്തേഡാണ് റാഫ്റ്റ് കൾച്ചർ അല്ലെന്നുണ്ടെങ്കിൽ റാക്ക് കൾച്ചർ. ഓക്കെ, ഇത് ഏതിന്റെ കൾച്ചറിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: മസൽ കൾച്ചർ, സിമ്പിൾ ക്വസ്റ്റ്യൻ. മസൽ കൾച്ചർ ആണോ, ഫ്രഷ് വാട്ടർ പ്രോൺ ഫാമിംഗ് ആണോ, കാർപ്പ് സീഡ് റെയറിംഗ് ആണോ, ഷ്രിംപ് ഹാച്ചറി ആണോ? സിമ്പിൾ ആണ്. ഓക്കെ, ഈ പറയുന്ന റാഫ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്ക് അല്ലെന്നുണ്ടെങ്കിൽ റാക്ക് എന്ന് പറയുന്ന കോമ്പണന്റ് ഒക്കെ കൂടുതലായിട്ട് ഓയിസ്റ്റർ കൾച്ചർ അല്ലെങ്കിൽ മസൽ കൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റാഫ്റ്റ് ആൻഡ് റാക്ക് കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ബാംബു പോൾസോ അല്ലെങ്കിൽ കാഷുറീന പോൾസോ ഒക്കെ എടുത്ത് ടൈ ചെയ്തിട്ട് ഒരു റാഫ്റ്റ് പോലെ ഇടും. എന്നിട്ട് ഈ റാഫ്റ്റിനകത്തോടെ സ്ട്രിങ്സ് വെച്ചിട്ട് ഈ ഓയിസ്റ്ററിനെ ടൈ ചെയ്തതിൽ ഇടാം. ഓക്കെ, അതുപോലെ തന്നെ റാക്കിലാക്കി നിങ്ങൾക്ക് അതിനെ സ്പ്രെഡ് ചെയ്തിടാം. സോ ഈ പറയുന്ന റാഫ്റ്റും റാക്കും കൾച്ചർ, അതുപോലെ ഡിഫറെന്റ് പേരുകളുണ്ട്. സ്റ്റേക്ക് ബൂഷോർ കൾച്ചർ എന്നൊക്കെ പറയുന്ന കൾച്ചർ ഉണ്ട്, പോൾ കൾച്ചർ ഉണ്ട്. അപ്പം ഈ പറയുന്ന കൾച്ചർ ടെക്നിക്സ് എല്ലാം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോർ മസിൽസ് ആണ്. ഓക്കെ, ഓയിസ്റ്റേഴ്സോ ബൈവാൽസ് അതിന് വേണ്ടിയിട്ടുള്ള മസിൽസിന് വേണ്ടിയിട്ടുള്ള കൾച്ചറാണ് ഈ പറയുന്ന റാഫ്റ്റ് ആൻഡ് ആസ് വെൽ ആസ് റാക്ക് കൾച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ഫ്രഷ് വാട്ടർ പ്രോൺ ഫാമിങ്ങിന് റാഫ്റ്റിന്റെയും റാക്കിന്റെയും കൾച്ചറിന്റെ ആവശ്യമില്ല. ഇൻ കേസ് ഫ്രഷ് വാട്ടർ പ്രോൺ ഫാമിംഗ് ഗ്രീൻ വാട്ടർ കൾച്ചർ മതി. ഓക്കെ, പിന്നെ വരുന്ന കാർപ്പ് സീഡ് റെയറിങ്ങിന് നമ്മൾ റാഫ്റ്റ് റാക്ക് പോലത്തുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ മോഡേൺ ഹാച്ചറീസ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ഹാച്ചറീസ്, എർത്ത് ആൻഡ് പോട്ട് ഹാച്ചറി, അതുപോലെ തന്നെ വി ഹാവ് ടോക്ട് അബൌട്ട് പിറ്റ് ഹാച്ചറി, ഹാപ്പ, ഡബിൾ വോൾഡ് ഹാപ്പ, അതൊക്കെയാണ് അതിന് യൂസ് ചെയ്യുന്നത്. ഇനി ഷ്രിംപ് ഹാച്ചറി ഇസ് നോട്ട് യൂസിങ് എനി റാഫ്റ്റ് ആൻഡ് റാക്ക് കൾച്ചർ, അവിടെ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം റാഫ്റ്റും റാക്ക് കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൾച്ചർ മെത്തേഡ് വിച്ച് ഇസ് യൂസ് ഫോർ മസിൽ കൾച്ചർ ആണ് കേട്ടോ. അപ്പം നമ്മുടെ ആൻസർ വരുന്ന എ ആണ്. ദാറ്റ് ഇസ് റാഫ്റ്റ് ആൻഡ് റാക്ക് കൾച്ചർ മെത്തേഡ്സ് ആർ മോസ്റ്റ്ലി യൂസ് ഫോർ മസിൽ കൾച്ചർ. സോ ആൻസർ വിൽ ബി എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 36. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഹിൽസ, ദാറ്റ് ഇസ് ടെനിലോസ ഹിൽഷ, ഫിഷസ് ആർ നോൺ ഫോർ ദർ അനഡ്രോമസ് മൈഗ്രേഷൻ. റൈറ്റ്. ഇനി അനഡ്രോമസ് മൈഗ്രേഷന് അറിയപ്പെടുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഷ് സ്പീഷീസ് ആണ് ഹിൽസ, ദാറ്റ് ഇസ് ടെനിലോസ ഹിൽഷ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫിഷസ് വിൽ ബി മൈഗ്രേറ്റിംഗ്. അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ചില സ്പീഷീസ് ഫ്രഷ് വാട്ടറിൽ നിന്ന് സീ വാട്ടറിലോട്ടും അതുപോലെ തന്നെ സീ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ്. സോ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡയഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ അതിനകത്ത് വരുന്നതാണ് കാറ്റഡ്രോമസ് മൈഗ്രേഷൻ, അതുപോലെ തന്നെ അനഡ്രോമസ് മൈഗ്രേഷൻ. ഓക്കെ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇൽസ അല്ലെങ്കിൽ നമ്മുടെ ഹിൽസ എന്ന് പറയുന്ന സ്പീഷീസ് ഇസ് നോട്ട് ഫോർ അനഡ്രോമസ് മൈഗ്രേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് റിലേറ്റഡ് ടു അനഡ്രോമസ് മൈഗ്രേഷൻ. അപ്പം ചില സ്പീഷീസ് ഫ്രഷ് വാട്ടറിലായിരിക്കും, അതിൽ നിന്ന് അവർ മറൈനിലോട്ട് പോകും ഫോർ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡിന്റെ ആക്ടിവിറ്റീസിന്. സെയിം നേരെ തിരിച്ചു നടക്കും, സീ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലോട്ട് പോകും. അപ്പോൾ ആ മൈഗ്രേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഡയഡ്രോമസ് മൈഗ്രേഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ മൈഗ്രേഷൻ ആണ് ഈ അനഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ സ്പീഷീസ് ഹിൽസ ആർ നോട്ട് ഫോർ അനഡ്രോമസ് മൈഗ്രേഷൻ ആണ്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ഓപ്ഷൻ 1, ഫിഷസ് ദാറ്റ് മൈഗ്രേറ്റ് ഫ്രം ഫ്രഷ് വാട്ടർ ടു സീ ടു സ്പോൺ. ഓക്കെ, അതാണോ അനഡ്രോമസ് മൈഗ്രേഷൻ എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ല, ഇറ്റ്സ് നോട്ട് കറക്റ്റ്, തെറ്റാണ്. അതായത് ഫ്രഷ് വാട്ടറിൽ നിന്ന് ഇവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ആദ്യത്തെ ഫിഷസ് ദാറ്റ് മൈഗ്രേറ്റ് ഫ്രം ഫ്രഷ് വാട്ടർ ടു സീ ടു സ്പോൺ, അതെന്ന് പറയുന്നത് കാറ്റഡ്രോമസ് മൈഗ്രേഷൻ ആണ്. ഇറ്റ്സ് നോട്ട് അനഡ്രോമസ് മൈഗ്രേഷൻ. അനഡ്രോമസ് മൈഗ്രേഷൻ നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തത് ഫിഷസ് ദാറ്റ് ലിവ് ഇൻ ദ ഓഷ്യൻ ബട്ട് സ്വിം അപ്സ്ട്രീം ഇൻ ഫ്രഷ് വാട്ടർ റിവേഴ്സ് ഫോർ സ്പോണിങ്. യെസ്, അതാണ് അനഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഡയഡ്രോമസ് മൈഗ്രേഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മൈഗ്രേഷൻ ആണ് കാറ്റഡ്രോമസ് അതുപോലെ തന്നെ അനഡ്രോമസ് മൈഗ്രേഷൻ. ഓക്കെ, സോ അനഡ്രോമസ് മൈഗ്രേഷൻ കാണിക്കുന്ന സ്പീഷീസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ബി ലിവിങ് ഇൻ ദ ഓഷ്യൻ. അവർ സീ വാട്ടറിലായിരിക്കും അവർ ലീവ് ചെയ്യുന്നത്, പക്ഷെ അവർ ഫ്രഷ് വാട്ടറിലോട്ട് സ്വിം ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ ഫോർ ദർ സ്പോണിങ്, ബ്രീഡിങ്ങിനും സ്പോണിങ്ങിനും വേണ്ടിയിട്ട് അവരവരുടെ വാട്ടർ ബോഡി, അതായത് ഇൻ കേസ് അനഡ്രോമസ് മൈഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്രം സീ വാട്ടർ ദേ വിൽ ബി മൂവിങ് ടുവേർഡ്സ് എ ഫ്രഷ് വാട്ടർ ആണ് ഫോർ സ്പോണിങ് ആക്ടിവിറ്റി. സോ അതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അനഡ്രോമസ് മൈഗ്രേഷനിൽ വരിക. ഇനി ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഫ്രഷ് വാട്ടറിൽ നിന്നും നേരെ തിരിച്ചാണ് പറയുന്നത്. അതായത് ഫ്രഷ് വാട്ടറിൽ നിന്നും അവർ സീ വാട്ടറിലോട്ട് പോവാണ് ഫോർ സ്പോണിങ്. ആ കേസാണ് ഇറ്റ് ഇസ് കോൾഡ് ആസ് കാറ്റഡ്രോമസ് മൈഗ്രേഷൻ. ഇപ്പൊ ക്വസ്റ്റ്യൻ കാറ്റഡ്രോമസ് മൈഗ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആണ് ശരി. ഇനി കാറ്റഡ്രോമസ് മൈഗ്രേഷൻ കാണിക്കുന്ന മെയിൻ എക്സാമ്പിൾ ആണ് ഈൽ. ഓക്കെ, ഈൽ സ്പീഷീസ്, ഫ്രഷ് വാട്ടർ ഈൽ എല്ലാം എക്സാമ്പിൾ ഫോർ കാറ്റഡ്രോമസ് മൈഗ്രേഷൻ ആണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്നത് ബി ആണ്. ഇനി സി ഓപ്ഷൻ എന്താണ്? ഫിഷസ് ദാറ്റ് മൈഗ്രേറ്റ് ഫ്രം ഫ്രഷ് വാട്ടർ ടു സീ
or vice versa, but not for the purpose of breeding. Not for the purpose of breeding ആണെങ്കിൽ that is called as amphidromous migration. Okay, ഇതും an important classification ആണ് of didromous migration. Okay, അപ്പോൾ there are different types of migration ഉണ്ട്. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് മൈഗ്രേഷൻ, അതായത് സീയിൽ നിന്ന് ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിൽ നിന്ന് സീ, അങ്ങനെ മൂന്ന് ചെയ്യുന്നുണ്ട്. ആ മൈഗ്രേഷൻ വിളിക്കുന്ന പേരാണ് ഡൈഡ്രോമസ് മൈഗ്രേഷൻ. ഡയഡ്രോമസ് മൈഗ്രേഷൻ വരുന്ന 3 ഇമ്പോർട്ടൻറ്റ് മൈഗ്രേഷൻ ആണ്: കെരഡ്രോമസ് മൈഗ്രേഷൻ, അനഡ്രോമസ് മൈഗ്രേഷൻ, അതുപോലെ തന്നെ ആംഫിഡ്രോമസ് മൈഗ്രേഷൻ. ഓക്കെ, സോ അനഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഫ്രം സീ വാട്ടർ ടു ഫ്രഷ് വാട്ടർ ആയിരിക്കും. അതായത് അവർ സീ വാട്ടറിലായിരിക്കും താമസിക്കുന്നത്. ദേ വിൽ ബി മൂവിങ് ടു ഫ്രഷ് വാട്ടർ ഫോർ ബ്രീഡിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സ്പോണിംഗ് ആക്ടിവിറ്റി. സോ അതാണ് അനഡ്രോമസ് മൈഗ്രേഷൻ വരുന്നത്. ഇനി നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കെരഡ്രോമസ് മൈഗ്രേഷൻ. അതായത് ദേ വിൽ ബി ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് ദേ വിൽ ബി മൂവിങ് ടുവേർഡ്സ് മറൈൻ ഫോർ സ്പോണിംഗ്. ദാറ്റ് വിൽ ബി കെരഡ്രോമസ് മൈഗ്രേഷൻ. ഇനി സീ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടറിലോട്ട്, ഫ്രഷ് വാട്ടറിൽ നിന്ന് സീ വാട്ടറിലോട്ട് മൂവ് ചെയ്യും. പക്ഷേ സ്പോണിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ബ്രീഡിംഗ് ആക്ടിവിറ്റിക്ക് അല്ല. അതിനെ വിളിക്കുന്ന പേരാണ്, അത് ഈ ഓപ്ഷൻ ആൻസർ ആണ്, ആംഫിഡ്രോമസ് മൈഗ്രേഷൻ വരുന്നത് കേട്ടോ. സോ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ വരുന്ന ഓൾ ദി അബോ അല്ല. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഹിൽസ, ദാറ്റ് ഇസ് ടെനിലോസ ഇൽഷ, is a fish which is known for their anadromous migration. That is, the fishes will be living in the ocean water അല്ലെങ്കിൽ marine water and they will be moving towards the fresh water for breeding and spawning. Okay, നമ്മുടെ ആൻസർ വരുന്നത് ബി ആയിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ക്വസ്റ്റ്യൻ വന്നിട്ട് ഇയിലായിരുന്നു എന്നുണ്ടെങ്കിൽ that will be known for their keradomous migration. Keradomous migration എന്ന് പറയുമ്പോൾ they will be migrating from fresh water to sea water for എന്താണ് spawning. Okay, next question number 37. ഓക്കെ, ഇതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വിച്ച് ഇസ് റിലേറ്റഡ് ടു എൽ നിനോ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് എൽ നിനോ? എൽ നിനോനെ കുറിച്ച് കറക്റ്റ് ഓപ്ഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് ഒന്നാമത്തത്, ഇറ്റ് ഇൻഫ്ലുവൻസസ് ദ എയർ സർഫസ് ടെമ്പറേച്ചർ ചേഞ്ച് ആൻഡ് ആസ് വെൽ ആസ് പ്രസിപ്പിറ്റേഷൻ അക്രോസ് ദ ഗ്ലോബ്. ഓക്കെ, അതായത് എൽ നിനോ എന്ന് പറയുന്ന എഫക്റ്റ് കാരണം എയർ സർഫസ് ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതായത് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, ആൻഡ് ഓൾസോ പ്രസിപ്പിറ്റേഷനും കോസ് ചെയ്യുന്നുണ്ട്, റെയിൻഫോൾ ഓൾസോ കോസിങ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് എഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്സ് ആൻഡ് ആസ് വെൽ ആസ് സൂട്ടബിൾ ഹാബിറ്റാറ്റ് ഫോർ ഫിഷ് ആൻഡ് ആസ് വെൽ ആസ് അതർ മറൈൻ സ്പീഷീസ്. യെസ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം എൽ നിനോ എഫക്ട് വെച്ചിട്ട് ഇറ്റ് വിൽ ബി ഇൻഫ്ലുവൻസിങ് ദ എയർ സർഫസ് ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രസിപ്പിറ്റേഷൻ ചേഞ്ചും വരുന്നുണ്ട്. ആദ്യത്തെ ശരിയാണ്. രണ്ടാമത്തത്, ഡ്യൂ ടു പ്രസൻസ് ഓഫ് എൽ നിനോ affect the availability of food and as well as suitable habitat for fish and other marine species. Yes, so എൽ നിനോ എന്ന് പറയുന്ന എഫക്റ്റ് കാരണം അപ്വെല്ലിംഗ്, അതുപോലെ ന്യൂട്രിയൻ അവൈലബിലിറ്റി അല്ലെങ്കിൽ ഫീഡ് അവൈലബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് കറക്റ്റ്. മൂന്നാമത്തത്, ഇറ്റ് ഹാസ് ഓൺലി പോസിറ്റീവ് ഇമ്പാക്ട്സ് ഓൺ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ. അല്ല, പോസിറ്റീവ് ഇമ്പാക്ട് മാത്രമാണ് ഫിഷറീസിൽ അക്വാകൾച്ചർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി റോങ്. ഓൺലി പോസിറ്റീവ് ഇമ്പാക്ട് അല്ല, നെഗറ്റീവ് ഇമ്പാക്ട്സും കോസ് ചെയ്യുന്നുണ്ട് എൽ നിനോ കാരണം. ദാറ്റ് ഇസ് ടെമ്പറേച്ചർ റൈസ് വരുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് always safe for fisheries and as well as aquaculture activity. അപ്പം only 1 and 2 is the correct. 2 and 3, third option is correct. only first അല്ല, only third അല്ല, second option correct ആണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് 1 and 2 ആണ്. ഓക്കെ, അപ്പൊ എൽ നിനോന്റെ ഓപ്പോസിറ്റ് വരുന്ന ഫിനോമിനൻ ആണ് ലാ നിന എന്ന് പറയുന്നത്. ഓക്കെ, ലാ നിനയാണ് കുറച്ചുകൂടെ സേഫ് കമ്പാരിംഗ് വിത്ത് എൽ നിനോ. ഓക്കെ, സോ എൽ നിനോന്റെ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഇസ് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് ഇൻഫ്ലുവൻസസ് എയർ സർഫസ് ടെമ്പറേച്ചർ ചേഞ്ച് ആൻഡ് ആസ് വെൽ ആസ് പ്രസിപ്പിറ്റേഷൻ, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, ഇറ്റ് എഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ദാറ്റ് ഇസ് ന്യൂട്രിയൻ മിക്സിംഗ് അപ്വെല്ലിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഫിനോമിനാണ് എൽ നിനോ. അതുകൊണ്ട് ഫിഷസിന്റെ ന്യൂട്രിയൻ ഫുഡ് അതുപോലെ തന്നെ അവരുടെ ഹാബിറ്റാറ്റിനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ഓൺലി പോസിറ്റീവ് ഇമ്പാക്ട്സ് ഓൺ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ. എൽ നിനോ ഇസ് നോട്ട് ഓൺലി ഹാവിംഗ് പോസിറ്റീവ്, നെഗറ്റീവ് ഇമ്പാക്റ്റും കോസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് ഓൺലി പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ ഫിഷറീസ് ആൻഡ് ഷെൽഫിഷ്. തെറ്റാണ്. സോ ദി ആൻസർ വിൽ ബി 1 and 2. അപ്പം ഇതിൽ വരുന്ന ആൻസർ 1 and 2 ആണ് കറക്റ്റ് ആൻസേഴ്സ് വരുന്നത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 38. ഓക്കെ, ദാറ്റ് ഇസ്, which regulatory authority's approval is required for an Indian seafood processing plant to export to EU? അതായത് യൂറോപ്യൻ യൂണിയനിലോട്ട് നമ്മൾ സീ ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എവിടെ നിന്നാണ് നമുക്ക് അപ്രൂവൽ വേണ്ടത്? വിച്ച് റെഗുലേറ്ററി അതോറിറ്റീസ് അപ്രൂവൽ ഇസ് റിക്വയർഡ് ഫോർ എൻ ഇന്ത്യൻ സീ ഫുഡ് പ്രോസസിംഗ് പ്ലാൻ ടു എക്സ്പോർട്ട് ടു EU? യൂറോപ്യൻ യൂണിയൻസ് പോലുള്ള കൺട്രീസിലോട്ട് സീ ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏത് ഓർഗനൈസേഷൻ്റെ അപ്രൂവലാണ് ആവശ്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് വന്നത് FSSI, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവര് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ റെഗുലേഷൻസ് ഉള്ള, അല്ലാതെ EU പോലത്തുള്ള ഇതിലേക്കുള്ള സീ ഫുഡിന്റെ അപ്രൂവൽ തരുന്ന ഒരു ഏജൻസി അല്ല FSSI എന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തത് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ. യെസ്, എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ ആണ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് റെഗുലേറ്ററി അതോറിറ്റി വിച്ച് ഇസ് റിക്വയർഡ്. ഇവരുടെ അപ്രൂവൽ ആണ് നമുക്ക് വേണ്ടത്. ഇറ്റ്സ് ബൈ എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ. ഓക്കെ, ഇനി BAS
BAS അല്ല, that is Bureau of Indian Standards. BAS, it's not for an agency for seafood related കാര്യങ്ങൾക്കൊന്നും അവർ റെഗുലേഷൻ ഒന്നും തരുന്നില്ല. ആൻഡ് എംപെഡ is for registration and as well as എന്താ പറയാ രജിസ്ട്രേഷൻ ആയിട്ടുള്ള സീ ഫുഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളതാണ് മറൈൻ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇറ്റ്സ് നോട്ട് ഫോർ എന്താ പറയാ അവരുടെ അപ്രൂവൽ ഉണ്ടായാൽ മാത്രമേ യൂറോപ്യൻ യൂണിയനിലോട്ടൊക്കെ നമുക്ക് എന്താ പറയാ സീ ഫുഡിനെ പ്രോസസ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ്സ് നോട്ട് കറക്റ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ വരുന്ന EAC ആണ്. ദാറ്റ് ഇസ് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിലിന്റെ അപ്രൂവൽ ആണ് വേണ്ടത്, വിച്ച് ഇസ് റിക്വയർഡ് ഫോർ ദ ഇന്ത്യൻ സീ ഫുഡ് പ്രോസസിംഗ് പ്ലാൻ ടു എക്സ്പോർട്ട് ചെയ്യണം ടു എങ്ങോട്ടാണ്, ടു യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്നത് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ ആണ്. ദാറ്റ് ഇസ് B. ഓക്കെ, ഇറ്റ്സ് നോട്ട് FSSAI, ദാറ്റ് ഇസ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ല, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അല്ല, അതുപോലെ തന്നെ മറൈൻ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയും അല്ല. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്ന എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ കൗൺസിൽ ആണ്. സോ ദി ആൻസർ വിൽ ബി B. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39. ഇതും റിലേറ്റഡ് ടു ടാക്സോണമി ആണ്. അതായത് pectoral fins of teleost fish comes under the classification of. ഓക്കെ, അതായത് pectoral fin എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഫിൻ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് അൺപെയർഡ് ഫിൻ. നോ, ഇറ്റ്സ് നോട്ട് എൻ അൺപെയർഡ് ഫിൻ. പെയർഡ് ഫിന്നാണ് പെക്ടറൽ ഫിൻ എന്ന് പറയുന്നത്. അൺപെയർഡിനകത്ത് വരുന്നതാണ് ഡോർസൽ ഫിന്നും അതുപോലെ തന്നെ ഏനൽ ഫിന്നും. ഓക്കെ, റൈറ്റ്. സോ ക്വസ്റ്റ്യൻ വന്നിട്ട് ഡോർസലോ ഏനലോ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എന്താ പറയാ അൺപെയർഡ് ഫിൻ. പക്ഷെ ഇവിടെ പെയർഡ് ഫിൻ ആണ്, പെക്ടറൽ ഫിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി പെയർഡ് ഫിൻ, യെസ്, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ പെയർഡ് ഫിൻ. ഇപ്പൊ പെക്ടറൽ മാത്രമല്ല, പെൽവിക്, ദാറ്റ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ പെയർഡ് ഫിൻ. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ഐദർ പെയർഡ് അല്ലെങ്കിൽ അൺപെയർഡ്. നോ, ഇറ്റ്സ് നോട്ട് ഐദർ പെയർഡ് ഓർ അൺപെയർഡ് അല്ല, നൺ ഓഫ് ദി എബോവ് അല്ല. സോ ദി ആൻസർ വിൽ ബി B ആണ്, ദാറ്റ് ഇസ് പെയർഡ് ഫിൻ. ഓക്കെ, അപ്പം പെക്ടറൽ ഫിന്നും അതുപോലെ തന്നെ പെൽവിക് ഫിന്നും ഈ രണ്ട് ഫിൻസും വരുന്നത് പെയർഡ് ഫിൻസ് ആണ്. അതുപോലെ ഡോർസലും ഏനൽ ഫിനും വരുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ അൺപെയർഡ് ഫിൻസ് ആണ് കേട്ടോ. സോ ഇപ്പം ഇഫ് ഇറ്റ് വാസ് ലൈക്ക് ഡോർസൽ അല്ലെന്നുണ്ടെങ്കിൽ ഏനൽ ഫിൻ ആണെന്നുണ്ടെങ്കിൽ ഓഫ് ദ ടീലിയോസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കമ്മിങ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അൺപെയർഡ് ഫിൻസ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് പെക്ടറൽ ആണ്, or it can be pelvic also, and that will be coming under paired fins ആണ്. Answer will be B. Okay, next question number 40. Okay, the agency that regulates the activities connected with coastal aquaculture. Okay, അതായത് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ അല്ല, കോസ്റ്റൽ അക്വാകൾച്ചറുമായിട്ട് റിലേറ്റഡ് ഉള്ള ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസി ഏതെന്നാണ്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻസ് വന്നിട്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ, ദെൻ കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി, കാവിൽ, ദാറ്റ് ഇസ് കേരള അക്വാ വെഞ്ചേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ്, ആൻഡ് മത്സ്യഫെഡ്. സിമ്പിൾ ക്വസ്റ്റൻ. സോ കോസ്റ്റൽ അക്വാകൾച്ചർ ആക്ടിവിറ്റീസ് എല്ലാം എന്താ പറയുക റെഗുലേറ്റ് ചെയ്യുന്ന ഏജൻസിയാണ് CAA എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി, വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 2005. ഓക്കെ, ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലാണ്, വിച്ച് ഇസ് യുവർ CAA എന്ന് പറയുന്നത്. അപ്പം CAA ആണ് കോസ്റ്റൽ ആക്ടിവിറ്റീസ്, അതായത് കോസ്റ്റൽ അക്വാകൾച്ചറിന്റെ എല്ലാ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് ഫാമിന്റെ രജിസ്ട്രേഷൻ, അവരുടെ ലൈസൻസിങ്, അതുപോലെ തന്നെ ബയോസെക്യൂരിറ്റി പ്രോട്ടോകോൾസ്, അതെല്ലാം പറയുന്ന ഏജൻസിയാണ് കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 2005 ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ചെന്നൈ. അപ്പം all activities related to coastal aquaculture CAA ആണ്. ഇനി രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ, അത് ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് വിത്ത് കോസ്റ്റൽ അക്വാകൾച്ചറിന്റെ ആക്ടിവിറ്റി ഒന്നും അവർ റെഗുലേറ്റ് ചെയ്യുന്നില്ല. ഇനി കാവിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻഡ് കേരള അക്വാ വെഞ്ചേഴ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ആണ്. അത് വിച്ച് ഇസ് ഫോർ കേരള, അതായത് കേരളത്തിലുള്ള അക്വാ വെഞ്ചേഴ്സിന്റെ എന്താ പറയുക പ്രൊമോഷന് വേണ്ടിയുള്ള ഏജൻസിയാണ് കാവിൽ വരുന്നത്. ഇനി മത്സ്യഫെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോർ ഫിഷർമാൻ അല്ലെങ്കിൽ ഫിഷർമാൻ്റെ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് മത്സ്യഫെഡ്. അപ്പോൾ ദാറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു കോസ്റ്റൽ ഏജൻസി, കോസ്റ്റൽ ആക്ടിവിറ്റീസിന്റെ ഏജൻസി അല്ല മത്സ്യഫെഡ്. ഫിഷർമാൻ്റെ അല്ലെങ്കിൽ ഫിഷേഴ്സ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരുടെ എന്താ പറയുക ഇമ്പോർട്ടൻസിന്, അവരുടെ ലൈഫിന് അപ്ലിഫ്റ്റ്മെന്റ്, അവരുടെ ആക്ടിവിറ്റീസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് മത്സ്യഫെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ദ ഏജൻസി ദാറ്റ് റെഗുലേറ്റ്സ് ദ ആക്ടിവിറ്റീസ് വിച്ച് ഇസ് കണക്റ്റഡ് വിത്ത് കോസ്റ്റൽ അക്വാകൾച്ചർ വിൽ ബി CAA, ദാറ്റ് ഇസ് കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി. So the answer will be B. Okay. Next question number 41, which is related to feed ആണ്. അതായത് shrimp feed type which contains more protein. Okay, അതായത് ഷ്രിമ്പിന്റെ ഫീഡിന്റെ ടൈപ്പ് വിച്ച് ഇസ് ഹാവിംഗ് മോർ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ഫീഡ് ടൈപ്പ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് ഗ്രോവർ ഫീഡിന് അത്രയും പ്രോട്ടീൻ്റെ ആവശ്യമില്ല. ഓൾറെഡി ബ്രൂട്ട് സ്റ്റോക്കിന് വന്നിട്ട് അത്രയും പ്രോട്ടീൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇനി സ്റ്റാർട്ടർ ഫീഡ്, യെസ്, സ്റ്റാർട്ടർ ഫീഡിനാണ് കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ആവശ്യമുള്ളത്. ദാറ്റ് ഇസ് അറൌണ്ട് 40-50% പ്രോട്ടീൻ അത്യാവശ്യമാണ് ഇൻ കേസ് ഓഫ് സ്റ്റാർട്ടർ ഫീഡ്. സിൻസ് അതായത് അവർ ഗ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ആ സ്റ്റാർട്ടർ ഫീഡിലാണ് ദ ഷുഡ് ബി ഹാവിംഗ് മോർ എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കണ്ടന്റ്. ഓക്കെ, ഇനി ഫിനിഷ് ചെയ്ത പ്രൊഡക്റ്റിന് അത്രയും പ്രോട്ടീൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി പെല്ലറ്റ് ഫീഡ് ഇറ്റ്സ് നോട്ട് ഹാവിംഗ് മോർ പ്രോട്ടീൻ ജസ്റ്റ് ലൈക്ക് എ സ്റ്റാർട്ടർ ഫീഡ്. പെല്ലറ്റ് ഫീഡിന് അത്രയും പ്രോട്ടീൻ കണ്ടന്റ് വരുന്നില്ല. അപ്പം
ഫോർ ഷ്രിമ്പിന് വേണ്ടിയിട്ട് which is അതായത് it's a feed type which contains more protein ആണ് ചോദിച്ചിരിക്കുന്നത്, which is having more protein content. So the answer will be starter feeds ആണ്. അപ്പോൾ starter feeds നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ that will be having more protein content which is around 40-50% and which is very essential for their development. ആ ലാർവയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ള ഫീഡാണ് സ്റ്റാർട്ടർ ഫീഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടർ ഫീഡിൽ അത്രയും പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത്രയും അഡ്വാൻറ്റേജസ് ആയിരിക്കും. സോ the shrimp feed type which contains more protein content will be starter feed ആയിരിക്കും. Answer will be B. Okay, right. എന്ന് വെച്ചാൽ ഗ്രോവറിലും ഫിനിഷറിലും പെല്ലറ്ററിലും ഒക്കെ ഫീഡ് പ്രോട്ടീൻ കണ്ടന്റ് വേണം, പക്ഷെ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഹൈ അക്കോർഡിംഗ് ടു, അല്ലെങ്കിൽ അതായത് സ്റ്റാർട്ടർ ഫീഡിന് അത്രയും പ്രോട്ടീൻ കണ്ടന്റ് ആവശ്യം വരുന്നില്ല ഇൻ കേസ് ഓഫ് ഗ്രോവർ ഫീഡ് അല്ലെങ്കിൽ ഫിനിഷർ ഫീഡ് അല്ലെങ്കിൽ പെല്ലറ്ററിനകത്ത് കേട്ടോ. സോ ദ ഫീഡ് ടൈപ്പ് വിച്ച് കണ്ടെയ്ൻസ് മോർ പ്രോട്ടീൻ വിൽ ബി സ്റ്റാർട്ടർ ഫീഡ് ആണ്, വിച്ച് ഇസ് ഹാവിംഗ് പ്രോട്ടീൻ കണ്ടന്റ് വിച്ച് ഇസ് അറൌണ്ട് 40-50%. സോ ദി ആൻസർ വിൽ ബി ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 42. ഓക്കെ, ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫ്രം മത്സ്യഫെഡ് ടെക്നോളജിസ്റ്റിന്റെ. അതായത് presently gift tilapia is being successfully produced and farmed in our country. Which of the following statements are true regarding gift tilapia? അതായത് ഗിഫ്റ്റ് തിലാപ്പിയനെ കുറിച്ചുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് which is true എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, the main objective of the gift tilapia program was to improve the growth rate and productivity. Yes, obviously. കാരണം ഗിഫ്റ്റ് തിലാപ്പിയ പ്രോഗ്രാം വെച്ചിട്ട് തിലാപ്പിയ സ്പീഷീസിന്റെ ഗ്രോത്ത് റേറ്റ് കൂട്ടുക, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതുപോലെ തന്നെ മെച്യൂരിറ്റി ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുവരിക. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയുന്നത്. സോ ദ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഗിഫ്റ്റ് തിലാപ്പിയ പ്രോഗ്രാം എന്ന് പറയുന്നത് വാസ് ടു ഇംപ്രൂവ് ദ ഗ്രോത്ത് റേറ്റ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ തിലാപ്പിയ സ്പീഷീസിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ദാറ്റ് ഇസ് കറക്റ്റ്. രണ്ടാമത്തത്, ഗിഫ്റ്റ് ഇൻ തിലാപ്പിയ സ്റ്റാൻഡ്സ് ഫോർ, ഈ ഗിഫ്റ്റ് തിലാപ്പിയയുടെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫ്രഷ് വാട്ടർ തിലാപ്പിയ. റോങ്. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ഗിഫ്റ്റ് സ്റ്റാൻഡ് ചെയ്യുന്നത് ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലാപ്പിയ ആണ്. ഇറ്റ്സ് നോട്ട് ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫ്രഷ് വാട്ടർ തിലാപ്പിയ. സോ ദാറ്റ് വിൽ ബി റോങ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, ഗിഫ്റ്റ് തിലാപ്പിയ വാസ് ഡെവലപ്ഡ് ബൈ ദ വേൾഡ് ഫിഷ് സെന്റർ വിത്ത് ഇനിഷ്യൽ കൊളാബറേഷൻ ഫ്രം ദ ഫിലിപ്പൈൻസ് ആൻഡ് ആസ് വെൽ ആസ് നോർവേ. യെസ്, അതായത് വേൾഡ് ഫിഷ് സെന്റർ ആണ് ഈ പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് വിത്ത് കൊളാബറേഷൻ. ആദ്യം കൊളാബറേഷൻ ഉണ്ടായിരുന്നു ഫ്രം ഫിലിപ്പൈൻസ് ആസ് വെൽ ആസ് നോർവേ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, സോ 1 and 3rd ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് എ ആണ്. ദാറ്റ് ഇസ് ഓൺലി 1 and 3. ഓക്കെ, 2 and 3. 2 is completely wrong. ഗിഫ്റ്റിന്റെ എന്താ പറയാ എക്സ്പാൻഷൻ തന്നെ അങ്ങനെയല്ല, ദാറ്റ് ഇസ് ഇംപ്രൂവ് ഫാം തിലാപ്പിയാണ്. അപ്പൊ അത് റോങ് ആണ്. സോ 2 സെക്കൻഡ് വരുന്ന ഓപ്ഷൻസ് നമുക്ക് കളയാം. ഇനി only 3 അല്ല, ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. അതായത് മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഗിഫ്റ്റ് തിലാപ്പിയ പ്രോഗ്രാം എന്ന് പറയുന്നത് അവരുടെ ഗ്രോത്ത് റേറ്റ് കൂട്ടുക, അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യിപ്പിക്കുക, സോ ദാറ്റ് അത്രയും മാസ് പ്രൊഡക്ഷന് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ the main objective അല്ലെങ്കിൽ of gift tilapia was to improve the growth rate and as well as productivity. That's a correct statement. പിന്നെ gift tilapia program was developed by World Fish Center. World Fish Center start ചെയ്തതാണ് with collaboration from Philippines and as well as Norway. Okay, ഇവിടെയും ചെയ്യുന്നുണ്ട് gift tilapia programs. And second is wrong. So the answer will be first and third. So answer will be A. Next question number 43. ഇതും സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി which of the following statements are correct about induced breeding technique by using pituitary gland extract? അതായത് നാച്ചുറൽ ബ്രീഡിംഗ് ചെയ്യാൻ പറ്റാത്തപ്പോൾ നമ്മൾ ഇൻഡ്യൂസ് ബ്രീഡിംഗ് ടെക്നിക്കിലോട്ട് പോകും. ആൻഡ് ഇൻഡ്യൂസ് ബ്രീഡിംഗ് ടെക്നിക് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ സിന്തറ്റിക് ഹോർമോൺസ് യൂസ് ചെയ്യാം, ഒവാപ്രിം, ഒവാറ്റൈഡ്, ഒവാപ്പെൽ എക്സെട്ര. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇൻഡ്യൂസ് ബ്രീഡിംഗ് ടെക്നിക് ബൈ യൂസിങ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എക്സ്ട്രാക്ട്. സോ അത് ഇതിന്റെ ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ statement 1 ഇതാണ്. In India, first attempt at induced breeding technique was done on Labia rohida. Yes, that is successful ആയതാണ്. Labia rohida by Hamid Khan in the year 1937. That's a correct statement. ഇനി Brazil was the first country to develop hypophyzation technique. That is hypophyzation technique എന്ന് പറയുന്നത് induced breeding with pituitary gland extract എന്ന് വിളിക്കുന്ന പേരാണ് hypophyzation technique എന്ന് പറയുന്നത്. ഇനി ഈ hypophyzation technique ഫസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത കൺട്രി ബ്രസീൽ. അത് കറക്റ്റ് ആണ്. ആൻഡ് pituitary gland extract from mature fish is commonly used for induced breeding in calves. Yes, carbon induced breeding ന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് pituitary gland എന്ന് പറയുന്നത്. സോ എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ദി ആൻസർ വിൽ ബി സി. അതായത് ഓൾ ദി അബവ് 1, 2 and 3. ഓക്കെ, അപ്പം വിച്ച് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് അബൌട്ട് ഇൻഡ്യൂസ് ബ്രീഡിംഗ് ടെക്നിക് ആണ്. അപ്പം ഇൻഡ്യൂസ് ബ്രീഡിംഗ് ടെക്നിക് എന്ന് പറയുന്നത് കാരണം ദി നോട്ട് ബ്രീഡിംഗ് ക്യാപ്റ്റിവിറ്റി, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ച് അവരെ ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണ് ബൈ യൂസിങ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സിന്തറ്റിക് ഹോർമോൺസ് കൻ ഓൾസോ ബി യൂസ്ഡ്. ഓക്കെ, സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എക്സ്ട്രാക്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
And that particular technique was first done by Brazil. Brazil are the first country for developing hypophysis. Hypophysis means pituitary gland extract വെച്ച് ചെയ്യുന്ന induced breeding technique. Okay. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത ബ്രസീൽ ആയിരുന്നു ഫസ്റ്റ് കൺട്രി. ദാറ്റ് ഇസ് കറക്റ്റ്. പിന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് ചെയ്തത് ലേബിയോ റോഹിത്, അതായത് റോഹുലാണ്, ബൈ ഹമീദ് ഖാൻ, സയന്റിസ്റ്റ്, ഇന്ത്യ 1937. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. പിന്നെ ദിസ് ടെക്നിക്, അതായത് ഈ ഹൈപ്പോഫൈസേഷൻ ടെക്നിക് എന്ന് പറയുന്നത് മെട്രോ ഫിഷിൽ നിന്ന് എടുത്തിട്ട് വിച്ച് ഇസ് യൂസ് ഫോർ കോമൺലി ഫോർ ദ ബ്രീഡിംഗ് ഓഫ് കാർപ്സ്. ദാറ്റ് ഇസ് ഓൾസോ എ കറക്റ്റ് ആൻസർ. സോ ഓൾ ദി അബോവ് വിൽ ബി കറക്റ്റ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 44 ആണ്, വിച്ച് ഇസ് ആൻ ഓർണമെന്റൽ ഫിഷറീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് വിച്ച് among the following is an egg scatterer which is laying adhesive eggs? ഓക്കെ, നോൺ അഡസീവ് എക്സ് അല്ല, അഡസീവ് എക്സ് ഏതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. And that's an egg scatterer ആണ് which is laying adhesive eggs. Okay, right. So there are different categories for breeding in your ornamental fish. അതായത് എഗ് സ്കാറ്ററേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ദർ ലൈഫ് ബെയറേഴ്സ് ഉണ്ട്, നെസ്റ്റ് ബിൽഡേഴ്സ് ഉണ്ട്, എക്സെട്ര. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എഗ് സ്കാറ്ററേഴ്സ് ഏതാണ് വിച്ച് ഇസ് ലൈക്ക് അഡസീവ് എക്സ്. അഡസീവ് സ്റ്റിക്കി ആയിരിക്കും, സ്റ്റിക്കി നേച്ചർ എക്സ് ആയിരിക്കും എന്ന് പറയുമ്പോൾ വിച്ച് വിൽ ബി അഡസീവ് എക്സ് എന്ന് പറയുന്നത്. അപ്പം ഏതാണ് എഗ് സ്കാറ്ററേഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ലേയിങ് എന്താണ് അഡസീവ് എക്സ്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് വന്നിട്ട് ഏഞ്ചൽ ഫിഷ്. ഏഞ്ചൽ ഫിഷ് ഇസ് നോട്ട് എൻ എക്സാമ്പിൾ ഫോർ എഗ് സ്കാറ്റർ, ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ എഗ് ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് എക്സ്ക്ലൂഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഗപ്പി. നോ, ഗപ്പി ഇസ് എൻ എക്സാമ്പിൾ ഫോർ ലൈഫ് ബെയറർ, ഒരിക്കലും ഒരു എഗ് സ്കാറ്റർ അല്ല, ലൈഫ് ബെയറർ ആണ്. ഇനി ഗോൾഡ് ഫിഷ്. യെസ്, സോ ഗോൾഡ് ഫിഷ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എഗ് സ്കാറ്റർ വിച്ച് ഇസ് ലൈക്ക് അഡസീവ് എക്സ്. അവർ എക്സ് സ്റ്റിക്കി ഇൻ നേച്ചർ ആണ്. അപ്പം അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോമ്പണൻസ് നിങ്ങളുടെ അക്വേറിയത്തിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈൽസോ അല്ലെങ്കിൽ മോപ്സോ പ്രൊവൈഡ് ചെയ്യുക. സോ ദാറ്റ് എഗ്സ് വിൽ ബി സ്റ്റിക്കിംഗ് ഓൺ ടു ദാറ്റ് സർഫസ്. ഓക്കെ, പ്ലാനഡ് അക്വേറിയം നിങ്ങൾക്ക് കൊടുക്കാം. ഇനി സ്പോട്ട് ടെയിൽ. സ്പോട്ട് ടെയിൽ ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ ലൈഫ് ബെയറർ. ഇറ്റ്സ് നോട്ട് എന്താ പറയുക, എഗ് സ്കാറ്റർ അല്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഇസ് എൻ എഗ് സ്കാറ്റർ ലേയിങ് അഡസീവ് എക്സ് ആണ്. ദാറ്റ് ഇസ് അഡസീവ് എക്സ് ആണ്, നോൺ അഡസീവ് അല്ല. ഓക്കെ, അപ്പൊ അഡസീവ് എക്സ് വന്നിട്ട് ഗോൾഡ് ഫിഷ് ആണ്. ഏഞ്ചൽ ഫിഷ് ഇസ് നോട്ട് എഗ് സ്കാറ്റർ, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ എഗ് ഡെപ്പോസിറ്റ്. പിന്നെ ഗപ്പി, പ്ലാറ്റി, മോളി, സ്പോട്ട് ടെയിൽ, ഓൾ ദോസ് വിൽ ബി കമ്മിങ് അണ്ടർ ലൈഫ് ബെയറേഴ്സ് ആണ്. സോ അതിനാണ് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഗോൾഡ് ഫിഷ് ആണ്. സോ ദി ആൻസർ വിൽ ബി സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 45. Okay, in certain dried fish product, the surface of the product looks dried but interior remains wet, and what is this defect called? Okay, അതായത് ഡ്രൈയിങ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഡ്രൈ ചെയ്യുന്ന സമയത്ത് ചില കോമ്പണൻസ് അല്ലെങ്കിൽ ചില ഫുഡ് ഐറ്റംസിന്റെ ഫിഷ് പ്രൊഡക്റ്റിന്റെ സർഫസ് ഡ്രൈഡ് ആയിട്ടിരിക്കും, പക്ഷേ അവർ ഇന്റീരിയർ കുറച്ചുകൂടെ വെറ്റ് ആയിരിക്കും, ഇറ്റ് വിൽ റിമൈനിങ് വെറ്റ്. ആൻഡ് ഈ ഡിഫക്റ്റ്, ദാറ്റ്സ് എ ഡിഫക്റ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഡിഫക്റ്റ് ഇസ് കോൾഡ് എന്നാണ് ചോദിക്കും. ഈസി ക്വസ്റ്റ്യൻ. ബെല്ലി ബേസ്റ്റ് അല്ല, ഇറ്റ്സ് നോട്ട് ബെല്ലി ബേസ്റ്റ്. ഓക്കെ, റാൻസിഡിറ്റി. ഇറ്റ്സ് നോട്ട് റാൻസിഡിറ്റി. ഫാറ്റി ആസിഡ്സിന്റെ ഓക്സിഡേഷൻ കാരണമാണ് റാൻസിഡിറ്റി വരുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ്. ഇനി കേസ് ഹാർഡനിങ്. യെസ്, ഇറ്റ് വിൽ ബി കേസ് ഹാർഡനിങ്. അതായത് ഔട്ടർ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിരിക്കും, അതായത് ഇംപേർവിയസ് ലെയർ പോലെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും ഔട്ടർ സ്ട്രക്ചർ. പക്ഷേ ഉള്ളിൽ ഇറ്റ് വിൽ ബി എന്താണ്, ഇന്റീരിയർ വിൽ ബി റിമൈനിങ് വെറ്റ്. അത് ഇംപ്രോപ്പർ ഡ്രൈയിങ് കാരണം വരുന്നതാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ഡിഫക്ട് ഇസ് കോൾഡ് കേസ് ഹാർഡനിങ്. കേസ് വെറ്റനിങ് അങ്ങനെ ഒരു ടേമേ ഇല്ല, ഇറ്റ്സ് നോട്ട് കേസ് വെറ്റനിങ് ഓൾസോ. സോ നമ്മുടെ ആൻസർ വന്നിട്ട് കേസ് ഹാർഡനിങ് ആയിരിക്കും. ഓക്കെ, റൈറ്റ്. സോ കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഡ്രൈയിങ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ ഒരു കണ്ടീഷനാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. സോ ഇൻ കേസ് ഓഫ് കേസ് ഹാർഡനിങ്, the surface will be completely dry impervious layer ആയിരിക്കും. ആൻഡ് പക്ഷേ ഇന്റീരിയർ കുറച്ചുകൂടെ വെറ്റ്, അതായത് ഇംപ്രോപ്പർ ഡ്രൈയിങ് റിനോട്ട് ചെയ്യുന്നതാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ബെല്ലി ബേസ്റ്റ് അല്ല, റാൻസിഡിറ്റി അല്ല, ആൻഡ് കേസ് വെറ്റനിങ് അല്ല. സോ ദി ആൻസർ വിൽ ബി കേസ് ഹാർഡനിങ്, ദാറ്റ് ഇസ് സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 46. ഓക്കെ, ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ബീച്ച് ഡിമർ ഇസ് എ പ്രൊഡക്റ്റ് പ്രിപ്പയർ ഫ്രം. ബീച്ച് ഡിമർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ഏതിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു ഡ്രൈഡ് പ്രൊഡക്റ്റ് ആണ് ബീച്ച് ഡിമർ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ്സ് എ ഡ്രൈഡ് പ്രൊഡക്റ്റ്. ഓക്കെ, റൈറ്റ്. അപ്പൊ ഡ്രൈഡ് പ്രൊഡക്റ്റ് ആണ് ബീച്ച് ഡിമർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ്സ് എ പ്രൊഡക്റ്റ് വിച്ച് ഇസ് പ്രിപ്പയർഡ് ഫ്രം സീ അനിമോൺ ആണോ, സീ കുക്കുംബർ ആണോ, സ്റ്റാർ ഫിഷ് ആണോ, നൺ ഓഫ് ദീസ് ആണ്. ഓക്കെ, സോ സീ അനിമോണിൽ നിന്നും ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നില്ല. ആൻഡ് സ്റ്റാർ ഫിഷിൽ നിന്നും ഇല്ല, നൺ ഓഫ് ദീസ് അല്ല. സോ ദി ആൻസർ വിൽ ബി സീ കുക്കുംബർ. അതായത് സീ കുക്കുംബറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഡ്രൈ ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ വിളിക്കുന്നതിനാണ് ബീച്ച് ഡിമർ എന്ന് പറയുന്നത്. ആൻഡ് ബീച്ച് ഡിമറിന് കുറെ എന്താ പറയുക മെഡിസിനൽ പർപ്പസ് വാല്യൂസും അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് ഇത് കൺസ്യൂമബിൾ ആണ്. Okay, so a dried product which is called beach steamer, and that is a product which is prepared from sea cucumber. So the answer will be B. Okay, next question, 47. Okay,
സ്റ്റേക്ക് നെറ്റ് ഫിഷിംഗ് ഗിയർ റിലേറ്റഡ് ക്വസ്റ്റൻ ആണ്. അതായത് സ്റ്റേക്ക് നെറ്റ് ഫിഷിംഗ് ഇസ് എ കോമൺ പ്രാക്ടീസ് ഇൻ കേരള. അപ്പൊ ഏത് ഫീച്ചർ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്? സ്റ്റേക്ക് നെറ്റ്. അപ്പം സ്റ്റേക്ക് നെറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി വിത്ത് ഹെൽപ്പ് ഓഫ് എ പോൾ ലൈക്ക് സ്ട്രക്ചർ ആൻഡ് ദാറ്റ് വിൽ ബി യൂസ് ഇൻ ഷാലോ വാട്ടേഴ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റേക്ക് നെറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഫീച്ചർ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഓപ്പറേറ്റഡ് ഡ്യൂറിംഗ് ലോ ടൈഡ് ഓൺലി. കറക്റ്റ്, യെസ്. ലോ ടൈഡ് വരുന്ന കണ്ടീഷൻ, ഹൈ ടൈഡ്, ലോ ടൈഡ്. അപ്പൊ ടൈഡൽ കറൻസിന്റെ ഇൻഫ്ലുവൻസിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഗിയർ ആണ് ഈ പറയുന്ന സ്റ്റേക്ക് നെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റേക്ക് നെറ്റ് ഫിഷിംഗ് യൂഷ്വലി ചെയ്യുന്നത് ലോ ടൈഡ്സിലാണ്, ഹൈ ടൈഡ്സിലല്ല. ഓക്കെ, ദാറ്റ് ഇസ് കറക്റ്റ്. ആൻഡ് ടാർഗറ്റ് സ്പീഷീസ് ഇൻക്ലൂഡ് യെല്ലോ ഫിൻ ട്യൂണ. അല്ല, ട്യൂണ പോലത്തുള്ള ഹൈലി മൈഗ്രേറ്ററി സ്പീഷീസിനെ ഒന്നും ക്യാപ്ചർ ചെയ്യാനായിട്ട് സ്റ്റേക്ക് നെറ്റ് കൊണ്ട് പറ്റില്ല. അപ്പൊ ദാറ്റ് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ ക്യാപ്ചറിങ് യെല്ലോ ഫിൻ ട്യൂണ. യെല്ലോ ഫിൻ ട്യൂണ പോലത്തുള്ള സ്പീഷീസ് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള അല്ല സ്റ്റേക്ക് നെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓപ്പറേറ്റഡ് ഫ്രം എ ട്രോളർ. അല്ല, ട്രോളറിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കേ അല്ല സ്റ്റേക്ക് നെറ്റ് എന്ന് പറയുന്നത്. ഷാലോ വാട്ടേഴ്സിൽ ടൈഡൽ കറൻസിന്റെ ഇൻഫ്ലുവൻസിൽ ആക്ട് ചെയ്യുന്ന ഒരു ഗിയർ ആണ് സ്റ്റേക്ക് നെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റേക്ക് നെറ്റ് വിൽ ബി applicable during low tide. High tide illa, low tide lana applicable ആവുന്നത്. Okay, so that is correct and all of these is wrong. So the answer will be A. Okay, right. അപ്പം സ്റ്റേക്ക് നെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമൺ ഫിഷിംഗ് ഗിയർ ആണ് വിച്ച് ഇസ് പ്രാക്ടീസ് ഇൻ കേരള ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിംഗ് എ പോൾ ലൈക്ക് സ്ട്രക്ചർ ആൻഡ് വിൽ ബി ഹാവിംഗ് എ നെറ്റ് അലോങ് വിത്ത് ദാറ്റ്. ഇനി ഇത് സാധാ നോർമൽ ഷാലോ വാട്ടേഴ്സിലാണ് വെക്കുന്നത്. ഈ ഷാലോ വാട്ടേഴ്സിൽ വെക്കുന്ന സമയത്ത് ഷാലോ വാട്ടറിൽ ടൈഡൽ കറൻസിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ആൻഡ് ഇറ്റ് ഇസ് ഓപ്പറേറ്റഡ് ഓൺലി ഡ്യൂറിംഗ് ലോ ടൈഡ്. ലോ ടൈഡിലാണ് സ്റ്റേക്ക് നെറ്റ്സ് ആപ്ലിക്കബിൾ ആണത്, അല്ലാതെ ഹൈ ടൈഡിലല്ല. ആൻഡ് ഇറ്റ് ഇസ് എന്റെ ടാർഗറ്റ് സ്പീഷീസ് യെല്ലോ ഫിൻ ട്യൂണ. അല്ല, ഇറ്റ്സ് റോങ്. പിന്നെ ഇറ്റ് ഇസ് ഓപ്പറേറ്റഡ് ഫ്രം എ ട്രോളർ, അത് റോങ് ആണ്. ആൻഡ് ഓൾ ഓഫ് ദീസ്. സോ ദി ആൻസർ വിൽ ബി എ ആണ്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഓപ്പറേറ്റഡ് ഡ്യൂറിംഗ് ലോ ടൈഡ് ഓൺലി. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇനി ക്വസ്റ്റൻ നമ്പർ 48, ഇതും ഗിയർ റിലേറ്റഡ് ക്വസ്റ്റൻ ആണ്. അതായത് which of the following net making material is not a natural fiber? Natural fiber അല്ലാത്തത്. സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ നെറ്റ് മേക്കിംഗ് മെറ്റീരിയലിന് വേണ്ടിയിട്ട് വി ആർ യൂസിങ് നാച്ചുറൽ മെറ്റീരിയൽസ് ആൻഡ് ആസ് വെൽ സിന്തറ്റിക് മെറ്റീരിയൽസ്. സോ നാച്ചുറൽ മെറ്റീരിയൽസിനാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഹാവിംഗ് ഡിഫറെന്റ് നാച്ചുറൽ മെറ്റീരിയൽസ് ലൈക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം? സിൽക്ക്, അതായത് പ്ലാന്റ് ഫൈബേഴ്സ് യൂസ് ചെയ്യാം, അനിമൽ ഫൈബേഴ്സ് യൂസ് ചെയ്യാം. അനിമൽ ഫൈബേഴ്സ് എന്താ പറയുക, സിൽക്ക് ഒക്കെ വരും അനിമൽ ഫൈബേഴ്സ്. പ്ലാന്റ് ഫൈബേഴ്സിനകത്താണ് ഇറ്റ്സ് ഹാവിംഗ് ഫ്രം എക്സ്ട്രാക്റ്റഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ്, ദറ്റ് ഇസ് ലൈക്ക് സ്റ്റെമ്മിന്നാവാം, ലീഫിന്നാവാം, സീഡ്സിന്നാവാം, റൈറ്റ്. സോ ദർ ആർ ഡിഫറെന്റ് എക്സാമ്പിൾ ഫോർ പ്ലാന്റ് ഫൈബേഴ്സ്, ബാസ്റ്റ് ഫൈബേഴ്സ്, അതുപോലെ തന്നെ സീഡ് ഫൈബേഴ്സ്, കോട്ടൺ ഫൈബേഴ്സ്. ഓക്കെ, പിന്നെ ദർ ആർ സം എക്സാമ്പിൾസ് ഫോർ ദാറ്റ്. അപ്പോൾ ഇതിനകത്ത് നാച്ചുറൽ ഫൈബർ അല്ലാത്ത ഏതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സോ hemp is an example for a natural fiber. Flax, that is also an example from natural fiber ആണ്. Coir, that is an example for natural fiber. And nylon is a synthetic fiber, that is polyamide. Okay, so answer nylon ആയിരിക്കും. അതായത് നാച്ചുറൽ ഫൈബർ അല്ലാത്ത ഏത് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫോർ നെറ്റ് മേക്കിംഗ് പർപ്പസ് യു ക്യാൻ ഗോ ഫോർ നാച്ചുറൽ മെറ്റീരിയൽ ആൻഡ് ആസ് വെൽ ആസ് സിന്തറ്റിക് മെറ്റീരിയൽ. അപ്പം നാച്ചുറൽ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്ലാന്റ് ഫൈബർ അല്ലെങ്കിൽ അനിമൽ ഫൈബർ ആണ്. ഓക്കെ, സോ അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഹെമ്പ്, അതുപോലെ ഫ്ലാക്സ് ആൻഡ് കോയർ. ഓക്കെ, ഇനി നൈലോൺ ഇസ് എൻ എക്സാമ്പിൾ ഫോർ സിന്തറ്റിക് മെറ്റീരിയൽ വിച്ച് ഇസ് എൻ എക്സാമ്പിൾ വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് പോളിഅമൈഡ്. ഓക്കെ, അപ്പം വിച്ച് ഇസ് നോട്ട് എ നാച്ചുറൽ ഫൈബർ ആണ്. സോ ദി ആൻസർ വിൽ ബി ഡി, വിച്ച് ഇസ് നൈലോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 49. Okay, which of the following are deep sea shrimps? Okay, deep sea areas-ൽ കാണുന്ന ഷ്രിമ്പുകൾ ഏതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വന്നിട്ട് ഹെട്രോകാർപ്പസ് ഗിബോസസ്. യെസ്, സോ ഹെട്രോകാർപ്പസ് ഗിബോസസ് ഇസ് an example for deep sea shrimp ആണ്. That's an example for deep sea shrimp. ഇനി പോർച്യൂനസ് പെലാജിക്കസ്. പോർച്യൂനസ് പെലാജിക്കസ് ഷ്രിമ്പേ അല്ല, ഇറ്റ്സ് എ ക്രാബ് വെറൈറ്റി. സോ അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. പിന്നെ അരിസ്റ്റീസ് അലോക്കി. അരിസ്റ്റീസ് അലോക്കി ഇസ് an example for deep sea shrimp. യെസ്, അരിസ്റ്റീസ് അലോക്കി ഒരു ഡീപ് സീ ഷ്രിമ്പ് ആണ്. ഇനി ഹൊമാരസ് അമേരിക്കൻസ്. ഹൊമാരസ് കമ്മിങ് അണ്ടർ ലോബ്സ്റ്റർ. ഇത് ലോബ്സ്റ്റർ ആണ്. അപ്പൊ അതൊരു ഷ്രിമ്പ് വെറൈറ്റി അല്ല, ഇറ്റ്സ് എ ലോബ്സ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ദാറ്റ് ഇസ് ഹെട്രോകാർപ്പസ് ഗിബോസസ് ആൻഡ് ആസ് വെൽ ആസ് ഹൊമാരസ്, അരിസ്റ്റോസ് അലോക്കി. യെസ്, സോ 1 and 3 ഓപ്ഷൻ സി ആണ്. അതായത് ഡീപ് സീ ഷ്രിംസിന്റെ വെറൈറ്റി ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഡീപ് സീ ഷ്രിംസിനകത്ത് വരുന്ന ഈ പെൻഡാലിഡേ, കാൻഡിഡേ, ആ ഫാമിലീസ് എല്ലാം മോസ്റ്റ്ലി അവർ ഡീപ് സീ ഷ്രിംസ് ആണ്. അപ്പൊ ഡീപ് സീ ഷ്രിംസിനകത്ത് വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ഹെട്രോകാർപ്പസ് ഗിബോസസ് എൻ എക്സാമ്പിൾ, പിന്നെ അരിസ്റ്റലസ് അലോക്കി. ഓക്കെ, പോർച്യൂനസ് പെലാജിക്കസ് ക്രാബ് വെറൈറ്റി ആണ്, അത് വരില്ല. അതുപോലെ തന്നെ ഹൊമാരസ് അമേരിക്കാനസ് ആസ് ആൻ എക്സാമ്പിൾ ഫോർ ലോബ്സ്റ്റർ വെറൈറ്റി. ലോബ്സ്റ്റർ അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഡീപ് സീ ഷ്രിംപ് ആണ്. സോ ആൻസർ വിൽ ബി 1 and 3, that is heterocarpus gibbosus and as well as Aristeus aloki. Okay, now the last question, which of the following are destructive fishing patterns? Yes, so നമ്മൾ destructive fishing patterns, practices പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള ലോ ആണ് ഇന്ത്യൻ ഫിഷറീസ് ആക്ട് 1897 നമ്മൾ പറഞ്ഞു. അതുപോലെ ഇതിൽ ഏതൊക്കെയാണ് ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പ്രാക്ടീസിന്റെ കൂട്ടത്തിൽ വരുന്നത്? ഓക്കെ, ദാറ്റ് ഇസ് ഇല്ലീഗൽ ആയിട്ടുള്ള ഫിഷിംഗ് പ്രാക്ടീസസ് ഏതൊക്കെയാണ്? ഓപ്ഷൻസ്
ഡൈനമൈറ്റ് ഫിഷിംഗ്, യെസ്. സോ ഡൈനമൈറ്റ് ഫിഷിംഗ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പാറ്റേൺ. അതായത് ബോംബ് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫിഷിംഗ് എന്നൊക്കെയാണ് ഡൈനമൈറ്റ് ഫിഷിങ്ങിനെ വിളിക്കുന്നത്. സോ അത് വെച്ചിട്ട് കംപ്ലീറ്റ് ഫിഷിനെ മാത്രമല്ല നോൺ ടാർഗറ്റ് സ്പീഷീസിനെയും ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഫിഷിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫിഷിംഗ് പാറ്റേൺ ആണ് ഡൈനമൈറ്റ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് സയനൈഡ് ഫിഷിംഗ് ആണ്. സോ സയനൈഡ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിസ്ട്രക്റ്റീവ് ആണ് ബൈ യൂസിങ് സം പോയിസണസ് കോമ്പൗണ്ട്സ് ലൈക്ക് പൊട്ടാസ്യം സൈനൈഡ് അല്ലെന്നുണ്ടെങ്കിൽ സോഡിയത്തിന്റെ സൈനൈഡ് അത് യൂസ് ചെയ്ത് ഫിഷസിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി കോൾഡ് എ സയനൈഡ് ഫിഷിംഗ്. ബട്ട് ദാറ്റ് ഇസ് ഓൾസോ എ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പാറ്റേൺ. ആൻഡ് ബോട്ടം ട്രോളിംഗ്, യെസ്. ബോട്ടം ട്രോളിങ്, സത്യം പറഞ്ഞാൽ ബോട്ടം ട്രോളിങ് ഇസ് ഹൈലി ഡേഞ്ചറസ്. കാരണം കംപ്ലീറ്റ് സീബെഡിനെ ഡിസ്ട്രോയ് ചെയ്ത് ആ എക്കോസിസ്റ്റത്തിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് ഫിഷസിനെ അവർ എന്താ പറയുക ഡീപ് സീ വാട്ടേഴ്സിന്റെ ഫിഷസിനെ അവർ കളക്ട് ചെയ്തിരിക്കുന്നത്, ബോട്ടം ഡ്രില്ലിംഗ് ഫിഷസിനെ. അപ്പം ബോട്ടം ട്രോളിംഗ് ഇസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ എ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പാറ്റേൺ ഇൻ എ സെൻസ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് മുറോആമി ഫിഷിംഗ്. ഈ മുറോആമി ഫിഷിംഗ് എന്ന് പറയുന്നത് കോറൽ റീഫ്, ഓക്കെ, ഈ കോറൽ റീഫിന് ഡിസ്ട്രക്ഷന് കോസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫിഷിംഗ് പാറ്റേൺ ആണ് മുറോആമി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ മുറോആമിയിൽ ഇപ്പൊ ഡൈവേഴ്സ് വന്നിട്ട് കോറൽ റീഫിനെ ലൊക്കേറ്റ് ചെയ്ത് വെക്കും. അപ്പൊ ആ കോറൽ റീഫ് അസോസിയേറ്റഡ് ഇഷ്ടം പോലെ ഫിഷ് സ്പീഷീസ് കാണും. ഓക്കെ. എന്നിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് ഡൈവേഴ്സ് വന്നിട്ട് എന്തെങ്കിലും എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള ഹാർപൂൺസോ എന്തെങ്കിലും അങ്ങനത്തെ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് ഈ കോറൽ റീഫ്സിനെ അവർ ത്രാഷ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ സ്മാഷ് ചെയ്യും, അല്ലെങ്കിൽ ഇടിക്കും. ഓക്കെ. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ കംപ്ലീറ്റ് കോറൽ റീഫ്സ് ഡിസ്ട്രോയ് ആയി പോവുകയാണ്. അപ്പോൾ ഈ കോറൽ റീഫ്സ് ഒക്കെ ഉണ്ടായി റീജനറേറ്റ് ചെയ്ത് വരാനൊക്കെ സെഞ്ചുറീസ് ഓഫ് ടൈം ആവശ്യമാണ്. അപ്പോൾ ആ കംപ്ലീറ്റ് കോറൽ റീഫിനെയാണ് അവർ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ്സ് എൻ എക്കോസിസ്റ്റം ഫോർ സോ മെനി ഫിഷസ്. ഓക്കെ. സോ അതും an ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പാറ്റേൺ ആണ് വിച്ച് ഇസ് കോൾഡ് ആസ് മുറോആമി ഫിഷിംഗ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പാറ്റേൺ ആണ് വിച്ച് ഇസ് ആൻ ഇല്ലീഗൽ. ഡിസ്ട്രക്റ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലീഗൽ ഫിഷിംഗ് പാറ്റേൺ ആണ് ഈ പറയുന്ന എല്ലാം. ഓക്കെ. സോ ദ കോമൺലി അല്ലെങ്കിൽ വിച്ച് ദ ഫോളോയിങ് ആർ ദ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പ്രാക്ടീസസിനകത്ത് ഇറ്റ് ഇൻക്ലൂഡ് ഡൈനമൈറ്റ് ഫിഷിംഗ്, യെസ്. പിന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഇലക്ട്രിക് ഫിഷിംഗ്, അതും ഒരു എന്താ പറയുക ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പാറ്റേൺ ആണ്. കാരണം അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്യും, എന്നിട്ട് ഫിഷസിനെ ഇങ്ങനെ സ്റ്റൺ ചെയ്ത് വെക്കും. അപ്പോൾ അതും ഒരു ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പാറ്റേൺ ആണ് വിച്ച് ഇസ് ഇല്ലീഗൽ. ഓക്കെ. സോ ഡൈനമൈറ്റ് ഫിഷിംഗ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പാറ്റേൺ. അതുപോലെ തന്നെ സയനൈഡ് ഫിഷിംഗ് വിച്ച് ഇസ് യൂസിങ് പോയിസണസ് കോമ്പൗണ്ട്സ് ലൈക്ക് എന്താണ് പൊട്ടാസ്യം അല്ലെങ്കിൽ സോഡിയം സയനൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഓൾസോ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പാറ്റേൺ. പിന്നെ ബോട്ടം ട്രോളിംഗ്, കംപ്ലീറ്റ് സീബെഡിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് ബോട്ടം ട്രോളിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പാറ്റേൺ ആണ്. ആൻഡ് ദ ഫൈനൽ വൺ ഇസ് മുറോആമി ഫിഷിംഗ്. അപ്പോൾ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിങ് ദ കോറൽ റീഫ്സ്. അപ്പം all these are examples for destructive fishing patterns ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഡി ആണ്, that is all the above. Okay, right. So these are some of the previously asked questions from എന്താണ് നമ്മുടെ PO exams. അപ്പോൾ these are some of the important എന്താ പറയുക MCQs which is related to PO. Hope you all understood the video. Thank you. Hi all, welcome to Master Key Academy. So ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് ഒരു എക്സാം സ്പെഷ്യൽ മാരത്തോൺ സെഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ എക്സാം, അതായത് പ്രൊജക്ട് ഓഫീസർ എക്സാമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാരത്തൺ സെഷനാണ്. അതായത് നമ്മുടെ എക്സാമിങ് അടുത്ത് കഴിഞ്ഞു, നമുക്കിനി വളരെ കുറച്ച് ടൈം കൂടെ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ പോർഷൻസ് ഒക്കെ ഓൾറെഡി കവേർഡ് അപ്പ് ആണ്. അപ്പോൾ നമുക്ക് ടൈം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന, അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കി വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നോക്കുക. സോ സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ദാറ്റ് ഈസ് the calcareous dermal denticles that reduce drag and protect the body surface in sharks are collectively referred to as. Okay, the calcareous dermal denticles which reduce the drag. Drag means water resistance aane, water resistance. So that reduces the drag and protect the body surface of sharks. That is collectively referred to as എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So the options given are option A cosmoid scales, option B shagreen, option C scutes and option D kiting. Okay, നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ദ കറക്റ്റ് ആൻസർ, ഈ ഷാർക്സ് എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഷാഗ്രീൻ ആണ്. അതായത് നമ്മൾ ഈ ഷാർക്സ് എന്ന് പറയുന്നത് കാർട്ടിലീജിനസ് ഫിഷസ് ആണ്, ഇലാസ്മോ ബ്രാങ്ക്സ് ആണ്. അപ്പം അവരെന്ന് പറയുന്നത് അവർക്ക് പ്ലെക്കോയിഡ് സ്കെയിൽസ് ആണ് ഷാർക്സിൽ പ്രസന്റ് ആയിട്ടുള്ളത്, പ്ലെക്കോയിഡ് സ്കെയിൽസ്. പ്ലെക്കോയിഡ് സ്കെയിൽസിന്റെ വേറൊരു നെയിമാണ് ഈ ഡെർമൽ ഡെന്റിക്കിൾസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഡെർമൽ ഡെൻറ്റിക്കിൾസ്. അപ്പോൾ ഡെർമൽ ഡെൻറ്റിക്കിൾസ് ഫോം ചെയ്യുന്ന ഹാർഡ് ആയിട്ടുള്ള ഒരു സാൻഡ് പേപ്പർ ലൈക്ക് റഫ് ടെക്സ്ചർ ഓഫ് ദ സ്കിന്നിനെയാണ് ഷാഗ്രീൻ എന്ന് പറയുന്നത്. ആക്ച്വലി ദിസ് ഷാഗ്രീൻ പ്രൊട്ടക്ട് ദ ബോഡി സർഫസ് ഓഫ് ദ ഷാർക്സ് ആസ് വെൽ ആസ് ഇറ്റ് ആക്ച്വലി റെഡ്യൂസസ് ദ വാട്ടർ റെസിസ്റ്റൻസ് ഓഫ് ഡ്രാഗ്. ഓക്കെ, ആൻഡ് ഓൾസോ പ്രൊട്ടക്റ്റഡ് ഫ്രം ഇഞ്ചുറീസ് ആൻഡ് ഓൾ. ഷാർക്കിൻ്റെ സ്കിന്ന് ഇഞ്ചുറീസ് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പം ആ ഒരു എന്താ പറയുക, സാൻഡ് പേപ്പർ ലൈക്ക് റഫ് ടെക്സ്ചർ ഫോംഡ് ബൈ ദ പ്ലക്കോയിഡ് സ്കെയിൽസ് ഓഫ് ഡെർമൽ ഡെൻറ്റിക്കിൾസ് ഓഫ് ദ ഷാർക്സ് കളക്റ്റീവ്ലി നോൺ ആസ് ഷാഗ്രീൻ. സോ ആ ഷാഗ്രീൻ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഷാർക്സ് കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. ഡെർമൽ ഡെൻറ്റിക്കിൾസ്, അവരുടെ ഡെർമൽ ഡെൻറ്റിക്കിൾസ് ഫോം ചെയ്യുന്ന ആ റഫ് ആൻഡ് സാൻഡ് പേപ്പർ ലൈക്ക് ടെക്സ്ചർ ഓഫ് ദ സ്കിൻ ദാറ്റ് ഇസ് നോൺ ആസ് ഷാഗ്രീൻ. ദാറ്റ് ആക്ച്വലി പ്രൊട്ടക്ട്സ് ദെയർ ബോഡി സർഫസ് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ റെഡ്യൂസസ് ദ വാട്ടർ ഡ്രാഗ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് എന്നാണ്. ഓക്കെ, സോ our answer for the question is option B, shaggy. Okay, next question. Question number 2. Question number 2, that is statocyst is an organ of. Okay, statocyst is an organ of. Options given are option A, sense of smell, option B, sense of taste, option C, sense of hearing, option D, sense of balance. അപ്പോൾ നമുക്ക് സ്റ്റാറ്റോസിസ്റ്റ് എന്താണെന്ന് ആദ്യമേ അറിഞ്ഞിരിക്കണം. ഈ സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ആക്ച്വലി an equilibrium organ that is especially important for the sense of balance that is seen in molluscans and crustaceans. Okay, നമ്മൾ അക്വാറ്റിക് ഓർഗാൻസിൽ തന്നെ molluscans and crustaceansൽ കാണുന്ന ഇക്വിലിബ്രിയം ഓർഗനെയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സോ സ്റ്റാറ്റോസിസ്റ്റ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം ദിസ് ഇസ് ആക്ച്വലി ആൻ ഓർഗൻ ഫോർ എന്നാണ്. ഓക്കെ, ഓർഗൻ ഫോർ ആക്ച്വലി എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇക്വിലിബ്രിയം ഓർഗൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അവിടെ ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന്. ദാറ്റ് ഈസ് ഫോർ ദ സെൻസ് ഓഫ് ബാലൻസ് ആണ് സ്റ്റാറ്റോസിസ്റ്റ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് എവിടെയാണ്, ഏത് ഓർഗാനിസിലാണ്, അക്വാറ്റിക് ഓർഗാനിസിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്? മൊലസ്കിൻസിലും ക്രസ്റ്റേഷ്യൻസിലുമാണ് മെയിൻ ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ളത്. ബാക്കി നമ്മൾ ഫിൻഫിഷസിന്റെ കേസ് ഒന്നും അല്ല ഇത് വരുന്നത് സ്റ്റാറ്റോസിസ്റ്റ് എന്നുള്ള ഓർഗൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മുടെ എന്താ പറയുക സിലബസ് അനുസരിച്ച് നമുക്ക് എന്താണ് നമ്മുടെ ഈ പറയുന്ന അക്വാറ്റിക് ഓർഗാനിസിലൊക്കെ മോർഫോളജി ബയോളജി ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് സ്റ്റാറ്റോസിസ്റ്റ് എന്നുള്ള ഓർഗന്റെ ഫംഗ്ഷൻ. ദാറ്റ് ഇസ് ഫോർ ദ സെൻസ് ഓഫ് ബാലൻസ് ആണ്. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ സെൻസ് ഓഫ് സ്മെല്ലിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേറെ എന്താ ഓൾഫാക്ടറി ഓർഗൻസ് ഉണ്ട്. അതുപോലെ സെൻസ് ഓഫ് ടേസ്റ്റ് ആണെങ്കിൽ കീമോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. സെൻസ് ഓഫ് ഹിയറിംഗിന് വേണ്ടിയിട്ട് ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആണ് പ്രസന്റ്. അപ്പം നമുക്ക് സെൻസ് ഓഫ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം ഓർഗൻ ആണ് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം സെൻസ് ഓഫ് ബാലൻസ് എന്നുള്ളതാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ദ ക്വസ്റ്റൻ നമ്പർ 3, ദാറ്റ് ഈസ് motile Aeromonas septicemia, that is also known as MAS in short, is caused by എന്നാണ് ചോദ്യം. Okay, this is actually fish diseases ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്. And the options given are option A, Aeromonas hydrophila, option B, Streptococcus eneae, option C, Flavobacterium columnare, and option D, Edwardsella icteluri. Okay, all these are എന്താണ് ഡിസീസ് കോസിങ് മൈക്രോബ്സ് ആണ്. ഓക്കെ, നമ്മൾ ഫിഷ് ഡിസീസ് കോസ് ചെയ്യുന്ന പലതരത്തിലുള്ള മൈക്രോബിയൽ ഓർഗാനിസംസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് ഉള്ളവയല്ല. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൊട്ടൈൽ എയറോമോണസ് സെപ്റ്റിസീമിയ കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ മൊട്ടൈൽ എയറോമോണസ് സെപ്റ്റിസീമിയ ആക്ച്വലി കോസ് ചെയ്യുന്നത് എയറോമോണസ്. ഓക്കെ, എയറോമോണസ് സെപ്റ്റിസീമിയ കോസ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ, എയറോമോണസ് ഹൈഡ്രോഫിലയാണ്. ഓക്കെ, എയറോമോണസ് ഹൈഡ്രോഫിലയാണ് കോസറ്റീവ് ഏജന്റ് ഫോർ മൊട്ടൈൽ എയറോമോണസ് സെപ്റ്റിസീമിയ എന്നുള്ള ഡിസീസ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കുവാണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ഇനി സ്ട്രെപ്റ്റോകോക്കൂസസ് ആണ് കോസ് ചെയ്യുന്നത്. ഇനി ഫ്ലേവോബാക്ടീരിയം കൊളുമിനേറി കോസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറയുന്നത് കൊളുമിനാരിസ് ഡിസീസ് ആണ്. ഓക്കെ, ആൻഡ് എഡ്വേർഡ്സില്ല ഇക്റ്റലൂരി കോസ് ചെയ്യുന്നത് എഡ്വാർഡ്സിയലോസസ് അല്ലെങ്കിൽ എൻഡ്രിക് സെപ്റ്റിസിമി ഓഫ് കാറ്റ് ഫിഷസ് ESC ഒക്കെയാണ് ഈ ഒരു മൈക്രോബ് കോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം ബാക്ടീരിയാസ് ആണ്. അതിൽ തന്നെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് മൊട്ടൈൽ എയറോമോണസ് സെപ്റ്റിസിമിയ കോസ് ചെയ്യുന്നത് ഏത് ഓർഗാനിസം ആണെന്നുള്ളതാണ്. ദാറ്റ് ഇസ് ആക്ച്വലി എയറോമോണസ് ഹൈഡ്രോഫീല. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഫിഷ് ഡിസീസസിൽ ഡിഫറെൻറ്റ് മൈക്രോബ്സുകൾ കോസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിസീസസ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ MAS മൊട്ടൈൽ എയറോമോണസ് സെപ്റ്റിസിമിയ കോസ് ചെയ്യുന്നത് എയറോമോണസ് ഹൈഡ്രോഫീലയാണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. Now, moving on to the next question, question number 4. Find out the odd fish based on their feeding habits. Okay, നമ്മൾ ഫീഡിങ് ഹാബിറ്റ്സ്, ഫിഷ് ഫീഡിങ് ബയോളജി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം ഫീഡിങ് ഹാബിറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ഓഡ് ഫിഷ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ഓപ്ഷൻസ് ഗിവൺ ആർ ഓപ്ഷൻ എ പുൻഡിയസ് സരണ, ഓപ്ഷൻ ബി സിപ്രിനസ് കാർപ്പിയോ, ഓപ്ഷൻ സി മിസ്റ്റസ് വിറ്റേറ്റസ് ആൻഡ് ഓപ്ഷൻ ഡി ടോർട്ടോർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സയൻറ്റിഫിക് നെയിംസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം
ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് ഓഡ് ഫീഡിങ് ഹാബിറ്റ് കാണിക്കുന്നതെന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മുടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ സി മിസ്റ്റസ് വിറ്റേറ്റസ് എന്ന് പറയുന്ന ഫിഷ് എന്ന് പറയുന്നത് ഹൈലി പ്രിഡേറ്ററി ആയിട്ടുള്ള കാർണിവോറസ് ഫീഡിങ് ഹാബിറ്റ് കാണിക്കുന്ന ഫിഷാണ് മിസ്റ്റസ് വിറ്റേറ്റസ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇതിൽ ഓഡ് 1 ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി ഈ പുണ്ടിയസ് സരേണ, സിപ്രിനസ് കാർപ്പിയോ, ദാറ്റ് ഇസ് കോമൺ കാർപ്പാണ് സിപ്രിനസ് കാർപ്പി. പുണ്ടിയസ് സരേണ എന്ന് പറഞ്ഞാൽ ബാർബാണ്. ടോർട്ടോർ എന്ന് പറയുന്നതാണെങ്കിലും ദാറ്റ് ഇസ് ആക്ച്വലി മഹസീറാണ് ടോർട്ടോർ എന്നത്. ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള ഫിഷസ് ഒക്കെ എന്ന് പറയുന്നത് എന്താണ്, കൂടുതലും ഓംനിവോറി ഹാബിറ്റ് കാണിക്കുന്നവയാണ്. ഒരിക്കലും അവരൊരു എന്താ പറയുക പ്രിഡേറ്റർ അല്ലെ കാർണിവോറി ടൈപ്പ് ഓഫ് ഫീഡിങ് ഹാബിറ്റ് കാണിക്കുന്നവയല്ല. എന്നാൽ മിസ്റ്റസ് വിറ്റേറ്റസ് എന്ന ഫിഷ് ആക്ച്വലി എന്താണ്, കാർണിവോറി കാണിക്കുന്ന ഫിഷ് സ്പീഷീസ് ആണ് മിസ്റ്റസ് വിറ്റേറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ഓഡ് ഫീഡിങ് ഹാബിറ്റ് കാണിക്കുന്ന ഫിഷ് ഇവയിൽ ഏതാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ദാറ്റ് ഇസ് മിസ്റ്റസ് വിറ്റേറ്റസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഫീഡിങ് ഹാബിറ്റിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കുക. ഹെർബിവോറസ് ഫിഷസ് ഏതൊക്കെയാണ്, ഓംനിവോറസ് ഫിഷസ് ഏതൊക്കെയാണ്, കാർണിവോറസ് അല്ലെങ്കിൽ പ്രിഡേറ്ററി ആയിട്ടുള്ളവ ഏതാണ് എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നതാണ് മിസ്റ്റസ് വിറ്റേറ്റസ് എന്ന് പറയുന്നത് എന്താണ്, ആക്ച്വലി ഇറ്റ് ഈസ് ബിലോങ്ങിങ് ടു എ പ്രിഡേറ്ററി ടൈപ്പ് ഓഫ് ഫിഷ്. ബാക്കി നമ്മൾ പഠിക്കുന്ന ഫിഷസ് ഈ പറയുന്ന ബാർബ്സുകളായാലും കോമൺ കാർപ്പ് അതുപോലെ തന്നെ മഹസീറുകൾ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും എന്താണ് അത്തരത്തിലുള്ള കാർണിവോറി ടൈപ്പ് കാണിക്കുന്നവയല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. Now moving on to the question number 5. Question number 5 പറഞ്ഞിരിക്കുന്നത് the desirable C/N ratio in biofloc systems is. C/N എന്ന് പറയുന്നത് carbon/nitrogen ratio ആണ്. So the desirable ആയിട്ടുള്ള carbon/nitrogen ratio in biofloc system എന്നുള്ളതാണ് ചോദ്യം. ബയോഫ്ലോക് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് BFT, ബയോഫ്ലോക് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ BFTയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ് ആണ് അല്ലേ, അവിടെ അവർ ഒരു ഫീഡായിട്ട് ആക്ട് അപ്പോൺ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസിന് അവരുടെ വളർച്ചയ്ക്ക് ഗ്രോത്തിന് ആനുപാതികമായിട്ട് കാർബൺ/നൈട്രജൻ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം whenever this heterotrophic bacteria flourishes inside that system, ബയോഫ്ലോക് സിസ്റ്റം എന്താണ്, നമുക്ക് അതൊരു ഫീഡായിട്ട് ഫിഷസിന് യൂട്ടിലൈസ് ചെയ്യാം. ഫീഡ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ വാട്ടർ എക്സ്ചേഞ്ച്, ഈ ഫീഡിൽ വേസ്റ്റ് അല്ലെങ്കിൽ എന്തൊരു വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് ബെനിഫിഷ്യലായിട്ട് ഈ പറഞ്ഞ ഫ്ലോക്കുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. മൈക്രോബിയൽ ബയോമാസ് ആയിട്ടാണ് ഇത് ഇപ്പോൾ കൺവേർട്ട് ചെയ്യുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസിനെ എടുത്ത് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ ആ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് മാറ്റുന്നത് കൊണ്ട് തന്നെ എന്താണ്, വാട്ടർ എക്സ്ചേഞ്ചിൻ്റെ നീഡ് കുറവാണ്. അതുപോലെ തന്നെ അവിടെ ഫീഡ് കോസ്റ്റും കുറവായിരിക്കും. അപ്പോൾ അതിന് ഈ പറയുന്ന ഹെറ്ററോഫിക് ബാക്ടീരിയാസ് ആണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ വരുന്ന ആ ബയോഫ്ലോ ഗ്രൂപ്പിൽ വരുന്നത്. അവരുടെ വളർച്ചയ്ക്ക് അവരുടെ ഇമ്പോർട്ടൻസ് അത് വളർച്ച ഗ്രോത്തിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് കാർബൺ/നൈട്രജൻ റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാർബൺ സോഴ്സസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുമുണ്ട്, മൊളസസ് പോലെയുള്ള. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഡിസൈറബിൾ ആയിട്ടുള്ള C/N റേഷ്യോ നമ്മൾ കീപ്പ് ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു C/N റേഷ്യോ ബയോഫ്ലോക് സിസ്റ്റത്തിൽ നമ്മൾ കീപ്പ് ഓൺ ചെയ്യുകയും വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കീപ്പ് ഓൺ ചെയ്യേണ്ടത് എത്രയാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് ഗിവൺ ആർ ഓപ്ഷൻ എ 15:1, ഓപ്ഷൻ ബി 8:1, ഓപ്ഷൻ സി 25:1, ഓപ്ഷൻ ഡി 1:1. ആൻഡ് റൈറ്റ് ആൻസർ ഫോർ ദ ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ എ 15:1 ആണ്. 15:1 ആണ്. ദിസ് ഇസ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് C/N റേഷ്യോ ഇൻ ബയോഫ്ലോക് ടെക്നോളജി അല്ലെങ്കിൽ ബയോഫ്ലോക് സിസ്റ്റംസ്. ഇപ്പം 15:1 ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. നമ്മൾ സാധാരണഗതിയിൽ 10:1 to 20:1 എന്നൊരു ഓപ്ഷൻ കണ്ടാലും അതും കറക്റ്റ് ആണ്. ബട്ട് മോസ്റ്റ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കീപ്പ് ഓൺ ചെയ്യുന്നത് ഈ വാല്യൂ. ഓക്കെ, നമ്മളെ ഓപ്ഷൻസിൽ ഈ ഒരു വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻസ് ചില എന്താ പറയുക ഇതുപോലെ തന്നെ C/N റേഷ്യോ ചോദിച്ചിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ടുണ്ട്. അതപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ആണ്, അക്സെപ്റ്റബിൾ ആണ്. ബട്ട് ഒപ്റ്റിമം ആയിട്ട് നമ്മൾ ഡിസൈറബിൾ ആയിട്ട് ഒരു വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ, ഗോൾഡ് സ്റ്റാൻഡേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നൺ അതർ ദാൻ 15:1 ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ്ലി വരുന്ന C/N റേഷ്യോ ഇൻ ബയോഫ്ലോക് സിസ്റ്റം. ഓക്കെ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 5. Now moving on to question number 6, that is the reduction in length of a material is known as. ഓക്കെ, നമ്മൾ മെറ്റീരിയൽ അതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ റിഡക്ഷൻ ഇൻ ലെങ്ത് അതിനെ എന്ത് പറയുന്നു എന്നുള്ളതാണ്. കൂടുതൽ ഗിയർ മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. And the options given are option A tensile strength, option B shrinkage, option C tenacity, and option D breaking strength. Okay,
അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇത്രയുമാണ്. അപ്പോൾ ഇതിൽ റിഡക്ഷൻ ഇൻ ലെങ്ത് ഓഫ് എ മെറ്റീരിയൽ ഡ്യൂ ടു എനി പ്രോസസ്സിംഗ്, ഡ്രൈയിങ് ഓർ കൂളിംഗ് എക്സെട്ര ഇസ് ആക്ച്വലി നോൺ ആസ് ഷ്രിങ്കേജ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഷ്രിങ്കേജ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ദ റിഡക്ഷൻ ഇൻ ലെങ്ത് ഓഫ് എ മെറ്റീരിയൽ. ഇതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽ റിഡക്ഷൻ ഹാപ്പൻ ചെയ്യുവാണ് അതിൻ്റെ ഡിമെൻഷൻസിൽ, ഓക്കെ, ലെങ്ത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിമെൻഷൻസിൽ അതിൻ്റെ റിഡക്ഷൻ ഹാപ്പൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആക്ച്വലി നോൺ ആസ് ഷ്രിങ്കേജ് ഓൺലി. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി, അപ്പോൾ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്കിംഗ് സ്ട്രെങ്ത് ഇറ്റ് ഈസ് ആക്ച്വലി ദ മാക്സിമം ഫോഴ്സ് റിക്വയർഡ് ഫോർ എ മെറ്റീരിയൽ എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം മാക്സിമം ഫോഴ്സ് എക്സേർട്ടഡ് ബൈ മെറ്റീരിയൽ ബിഫോർ ഇറ്റ്സ് ബ്രേക്കിംഗ് ആൻഡ് ഓൾ, അതിനെ ബ്രേക്കിംഗ് സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയും. ഇനി ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഇസ് ബ്രേക്കിംഗ് സ്ട്രെങ്ത് പെർ യൂണിറ്റ് ഏരിയനെയാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടെനസിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ബ്രേക്കിംഗ് സ്ട്രെങ്ത് പെർ യൂണിറ്റ് ഡെനിയറിനെയാണ് പറയുന്നത്, or യൂണിറ്റ് ഡെൻസിറ്റി. ഓക്കെ, അതാണ് ടെനസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ബാക്കിയുള്ള ഓപ്ഷൻസിൽ വരുന്നത്. അപ്പം എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് സ്ട്രെങ്ത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ടെൻസൈൽ സ്ട്രെങ്ത്, ടെനസിറ്റി എന്നൊക്കെയുള്ള ടേംസ് വരുന്നത്. നമുക്ക് റിഡക്ഷൻ ഇൻ ലെങ്ത് ഓഫ് എ മെറ്റീരിയൽ, റിഡക്ഷൻ ഇൻ ഡിമെൻഷൻസ് ഓഫ് എ മെറ്റീരിയൽ ബൈ ഇറ്റ്സ് പ്രോസസ്സിംഗ്, കൂളിംഗ് ഓർ ഡ്രൈയിങ് എന്ന് പറയുന്നത് ഷ്രിങ്കേജ് എന്നുള്ളതാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഷ്രിങ്കേജ്. ഓക്കെ, കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. Which of the following salts is the main cause of permanent hardness of water? Okay, മെയിൻ കോസ് ഓഫ് പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഒപ്റ്റിമം വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്ലി വരുന്നതാണ്. അപ്പോൾ ഒരു വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മെയിൻ കോസ് ഓഫ് പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഏതാണ്, ഏത് സോൾട്ട് ആണെന്നാണ്. ആൻഡ് ദ ഓപ്ഷൻസ് ഗിവൺ ആർ option A magnesium sulfate, option B magnesium bicarbonate, option C magnesium carbonate and option D calcium carbonate. Okay, അപ്പോൾ ഇവയിൽ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ ഈ പെർമനന്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ കോസ് ചെയ്യുന്നത് ആക്ച്വലി ക്ലോറൈഡ്സ്, നൈട്രേറ്റ്സ്, സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം സോൾട്ടാണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ മാഗ്നീഷ്യം അല്ലെങ്കിൽ കാൽഷ്യം, ക്ലോറൈഡ്, നൈട്രേറ്റ്, സൾഫേറ്റുകളൊക്കെയാണ് പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് വാട്ടറിൻ്റെ. എന്നാൽ ടെമ്പററി ഹാർഡ്നെസ് ആണെങ്കിലോ, പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആണ് അല്ലേ, ടെമ്പററി എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഉള്ളൂ, അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ളതാണ് ഹാർഡ്നെസ് വാട്ടറിന്റെ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പററി ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് ആക്ച്വലി കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മാഗ്നീഷ്യം ആണ്. അപ്പോൾ ഈ ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കൃത്യം പറയുകയാണെങ്കിൽ ഏതായിരിക്കും പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത്? ഇറ്റ്സ് നൺ അതർ ദാൻ അവർ ഓപ്ഷൻ എ മാഗ്നീഷ്യം സൾഫേറ്റ് ആണ്. മാഗ്നീഷ്യം സൾഫേറ്റ് കാരണം എന്താണ് പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കാൽഷ്യം അല്ലെങ്കിൽ മാഗ്നീഷ്യത്തിന്റെ സൾഫേറ്റ്സോ നൈട്രേറ്റ്സോ ക്ലോറൈഡ്സോ ഒക്കെയാണ് അല്ലേ. എന്നാൽ ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം കാർബണേറ്റ് ബൈകാർബണേറ്റ്സുകളാണ്. അതൊരിക്കലും പെർമനന്റ് ഹാർഡ്നെസ് കോസ് ചെയ്യില്ല, അതേ ഓൺലി കോസ് ടെമ്പററി ഹാർഡ്നെസ്. ആൻഡ് സോ അവർ ക്വസ്റ്റ്യൻസ് ആൻസർ എന്ന് പറയുന്നത്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ്, മാഗ്നീഷ്യം സൾഫേറ്റ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. The common predatory fish in pond. Common predatory fish in pond. Okay, and the options given are option A Aplocheilus lineatus, option B Ctenopharyngodon idella, option C Glossogobius gaiurus, option D Sardinella longiceps. അപ്പം പ്രിഡേറ്ററി ഫിഷസ് ഒരു പോണ്ടിൽ പ്രിഡേറ്ററി ഫിഷസ് ആയിട്ട് വരുന്നത് ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. അപ്പം ഈ അപ്ലോക്കീലസ് ലീനിയേറ്റസ് എന്ന് പറയുന്നത് കില്ലി ഫിഷസ് ആണ് കേട്ടോ. ടീനോഫാരിഞ്ചോഡോൺ ഇഡല്ല എന്ന് പറയുന്നത് ഗ്രാസ് കാർപ്പാണ്. ഗ്ലോസോഗോബീസ് ഗൈറസ് ഗോബീസ് ആണ്. സാർഡിനെല്ല ലോഞ്ചിസെപ്സ് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഇസ് സാർഡൈൻസ് ആണ് അല്ലേ. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന പ്രിഡേറ്ററി ഫിഷ്, പ്രിഡേറ്ററി എന്ന് പറയുമ്പോൾ വിച്ച് പ്രിഡേറ്റ്സ് അപ്പോൺ അല്ലേ, വിച്ച് പ്രേ അപ്പോൺ അതർ ഫിഷസിനെയാണ് പ്രിഡേറ്ററി ഫിഷസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ പോണ്ട് പ്രീ സ്റ്റോക്കിംഗ് മാനേജ്മെന്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പ്രിഡേറ്ററി ഫിഷസിനെ കുറിച്ചൊക്കെ ആണെങ്കിലും നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം പ്രിഡേറ്ററി ഫിഷസ് കോമൺ ആയിട്ട് ഈ തന്നിരിക്കുന്നവയിലുള്ള ഒരു കോമൺ പ്രിഡേറ്ററി ഫിഷ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് നൺ അതർ ദാൻ ഓപ്ഷൻ സി ഗ്ലോസോഗോബിയസ് ഗൈയൂറിയസ് ആണ്. ഓക്കെ, ഗ്ലോസോഗോബിയസ് ഗൈയൂറിയസ് ആണ് പ്രിഡേറ്ററി, കോമൺ പ്രിഡേറ്ററി ആയിട്ട് വരുന്ന ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കില്ലി ഫിഷസ് ഒക്കെ ആണെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ കില്ലി ഫിഷ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക
ഫ്രഷ് വാട്ടർ ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള ഒരു ഫിഷ് എന്നേ ഉള്ളൂ. ടീനോഫാരൻജുലയുടെ ഗ്രാസ് കാർപ്പ് എല്ലാവർക്കും അറിയാം, ദാറ്റ് ആക്ച്വലി ഹെർബിവോറസ് സ്പീഷീസ് ആണ്. സാർഡിനെല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാർഡൈൻസുകൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മറൈൻ പെലാജിക് സ്പീഷീസ് ആണ്. അപ്പം മറൈൻ പ്ലാങ്ക്ടോൺ ഫീഡേഴ്സ് ആണ് അവർ വരത്തുള്ളൂ. അപ്പം ഈ തന്നിരിക്കുന്നവയിൽ കൃത്യം പറയുകയാണെങ്കിൽ ദ ഫിഷ് വിച്ച് പ്രിഡേറ്റ്സ് അപ്പോൺ അതർ ഫിഷസ് അല്ലെങ്കിൽ പ്രിഡേറ്ററി ആയിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത് ഗ്ലോസോഗോബിയസ് ഗയൂറിയസ് ആണ്, ഗോബിയ. Okay, our answer for the question is option C. Okay, that is a common predatory fish in pond. So, moving on to the next question, question number 9. Vinegar is the larval form of. Vinegar is the larval form of. And the options given are option A mollusk, option B crabs, option C eels, and option D lobsters. ഇതെല്ലാം അക്വാറ്റിക് ഓർഗാനിസംസ് ആണ്. അവരുടെ ലൈഫ് സൈക്കിൾ, സീഡ് പ്രൊഡക്ഷൻ നമ്മൾ കൃത്യം പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ വെലീഗർ എന്ന് പറയുന്നത് ഒരു ലാർവയാണ്. ഇത് ഏത് ഓർഗാനിസം, ഏത് അക്വാറ്റിക് ഓർഗാനിസത്തിൻ്റെ ലാർവയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യം പറയുകയാണെങ്കിൽ നമ്മുടെ മൊളുസ്ക് ഗ്രൂപ്പ് അതിൻ്റെ ലാർവൽ ഫോമാണ് വെലീഗർ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലാർവൽ ഫോമാണ് മൊളിസ്കൻസിൻ്റെ വെലീഗർ ലാർവൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സീലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക വീളം എന്നുള്ള സ്ട്രക്ചറൊക്കെ പ്രസൻറ്റ് ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ, ലാർവൽ സ്റ്റേജിൽ, വെലീഗർ സ്റ്റേജിൽ. അപ്പം അത്രയും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ളൊരു മൊളിസ്കൻ ലാർവൽ ഫോമാണ് വെലീഗർ എന്ന് പറയുന്നത്. ഇനിയും അപ്പം നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, മൊളിസ്ക് എന്നുള്ളതാണ്. നമ്മൾ ബൈവാൽസുകളുടെ ആണെങ്കിലും ഓക്കെ ലാർവ, ഓക്കെ ഓയിസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും ഒക്കെ വെലീഗർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ലാർവയാണ്. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കിയാൽ ക്രാബ്സിൻ്റെ ലാർവൽ ഫോംസ് എന്ന് പറയുന്നത് ഒരിക്കലും വെലീഗർ അല്ല. ക്രാബ്സിൻ്റെ ലാർവൽ ഫോം നമ്മൾ സൂയിയ, മെഗാലോപ്പ ആണ് ക്രാബ്സിൻ്റെ ലാർവൽ ഫോം എന്ന് പറയുന്നത്. പിന്നെ ഈൽസ് ആണെങ്കിലോ, ഈൽസിൻ്റെ കേസിൽ ഈൽ എന്ന് പറയുന്ന ഫിൻഫിഷസിൻ്റെ കേസിൽ പറയാം, ഈൽ എന്ന് പറയുമ്പം ഈലിനും ലാർവൽ ഫോംസുകളുണ്ട്. മെറ്റാമോർഫോസേഷൻ നടക്കുന്ന സ്പീഷീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതല്ല. അപ്പോൾ ഈൽസിൻ്റെ ലാർവൽ ഫോം എന്ന് പറയുന്നത്, മെയിൻ ലാർവൽ ഫോം എന്ന് പറയുന്നത് ലെപ്റ്റോസെഫാലസ് ലാർവയാണ്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലാർവൽ ഫോമാണ് ലെപ്റ്റോസെഫാലസ് എന്ന് പറയും. എന്താ പറയുക, ലെപ്റ്റോസെഫാലസ്. ഓക്കെ, അപ്പോൾ ഈൽസിന് വേറെയും ലാർവൽ ഫോംസ് ഉണ്ട്, എൽവർ, ഗ്ലാസീൽ എന്നൊക്കെ നമ്മൾ പറയും. ബട്ട് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലീഫി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ലാർവേ എന്ന് പറയുന്നത് ഈൽസിൻ്റെ ലെപ്റ്റോസെഫാലസ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ലാർവേ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ലെപ്റ്റോസെഫാലസ് ആണ് ആൻസർ വരാറ്. പിന്നെ ലോബ്സ്റ്റേഴ്സിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ലാർവൽ ഫോം എന്ന് പറയുന്നത് ഫിലോസോമയാണ്. ഫിലോസോമ. ഓക്കെ, പ്യൂറിലസ് എന്നൊരു ലാർവൽ ഫോം വരുന്നുണ്ട്. ഫിലോസോമ ദാറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ലാർവൽ ഫോം. ഏറ്റവും എന്താ പറയുക അങ്ങ് ഓഫ് ഷോറിൽ പോയിട്ട് കുറേ ടൈം പീരീഡ് എടുത്ത് കൺവേർട്ട് ആവുന്നതാണ് ഈ ഫിലോസോമ ലാർവ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ലോബ്സ്റ്റേഴ്സിൻ്റെയൊക്കെ ലൈഫ് സൈക്കിൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ പ്രാക്ടീസ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടൈം കൺസിഡറേഷൻ വരുന്നത് ഈ ലാർവൽ ഫോംസ് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഫിലോസോമ എന്ന് പറയുന്ന ലാർവൽ ഫോമിന് ധാരാളം സമയമെടുക്കും അത് മെറ്റമോർഫോസ് ചെയ്ത് വരാനായിട്ട്. ഓക്കെ, അതൊരു കൺസ്ട്രെയിനുമാണ് ലോബ്സ്റ്റർ കൾച്ചറിലൊക്കെ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് വെലീഗർ എന്ന് പറയുന്ന ലാർവ എന്ന് പറയുന്നത് ട്രോക്കോഫോർ ആണെങ്കിലും, ട്രോക്കോഫോർ എന്ന് പറയുന്ന ഒരു ലാർവയുണ്ട്, ട്രോക്കോഫോർ, വെലീഗർ, അതുപോലെ തന്നെ അംബോ, എന്താ പറയുക സ്പാറ്റ്, പോസ്റ്റ് ലാർവ, അങ്ങനെയാണ് ഈ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്, നമ്മുടെ മൊളിസ്കൻസിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പം അതിൽ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ വെലീഗറിൻ്റെ ആണ്. വെലീഗർ ഏത് ഓർഗാനിസത്തിൻ്റെ ലാർവൽ ഫോം ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് കൃത്യം പറയാൻ പറ്റും ദാറ്റ് ഇസ് നൺ അതർ ദാൻ ഓഫ് മൊളിസ്ക് ഗ്രൂപ്പിൻ്റെയാണ്. ബൈവാൽസ്, ഓയിസ്റ്റേഴ്സ് ഒക്കെ വരുന്ന മൊളിസ്ക് ഗ്രൂപ്പിൻ്റെ ലാർവൽ ഫോം ആണ് വെലീഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ നമ്പർ 10. In fresh water, the limiting nutrient is. ഫ്രഷ് വാട്ടറിൽ ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ് ആയിട്ട് വരുന്ന ന്യൂട്രിയൻ്റ് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ നൈട്രജൻ ആണോ, ഓപ്ഷൻ ബി ഫോസ്ഫറസ് ആണോ, ഓപ്ഷൻ സി അയൺ ആണോ, ഓപ്ഷൻ ഡി കാൽഷ്യം ആണോ. ഓക്കെ, ഫ്രഷ് വാട്ടറിലെ ലിമിറ്റിംഗ് ന്യൂട്രിയൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഫോസ്ഫറസ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ഫോസ്ഫറസ്. അപ്പോൾ ഫോസ്ഫറസ് ആണ് ഫ്രഷ് വാട്ടറിൽ ലിമിറ്റിംഗ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോസ്ഫറസ് അധികമാവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഓൾ ആൽഗൽ ബ്ലൂംസ് ആൻഡ് ഓൾ. അപ്പോൾ ഫോസ്ഫറസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് എന്നുള്ളതും ഉണ്ട്. അപ്പോൾ ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ് ആയിട്ട് വരാൻ ഫ്രഷ് വാട്ടറിൽ ചാൻസ് ഉള്ളത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ് ഇസ് ആർ റൈറ്റ് ആൻസർ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നൈട്രജനും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. ബട്ട്
ഫ്രഷ് വാട്ടറിലല്ല എന്നുള്ളൂ. മറൈൻ എക്കോസിസ്റ്റത്തിലെ അല്ലെങ്കിൽ മറൈൻ വാട്ടറിലെ ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജൻ ആണ് വരുന്നത്. നൈട്രജൻ. ഓക്കെ, അപ്പം ആ ഒരു സിസ്റ്റത്തിൽ വരുന്നത് നൈട്രജൻ ആയിരിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ മറൈൻ വാട്ടറിലെ അല്ലെങ്കിൽ ഓഷ്യൻസിലൊക്കെ വരുന്ന ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ് ഏതാണെന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നൈട്രജൻ ആയിരിക്കും കേട്ടോ. ഫ്രഷ് വാട്ടറിൽ നമുക്ക് ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ് ആയിട്ട് വരുന്നത് ഫോസ്ഫറസ് തന്നെയാണ്. ഫോസ്ഫറസ് ഇസ് ദ ലിമിറ്റിംഗ് ന്യൂട്രിയൻസ് ഇൻ ഫ്രഷ് വാട്ടർ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് ബാക്കിയുള്ള അയൺ അല്ലെങ്കിൽ കാൽഷ്യം എന്നൊക്കെ പറയുന്ന ഒരിക്കലും ഒരു പ്രൈമറി ലിമിറ്റിംഗ് ന്യൂട്രിയൻ്റ് അല്ല. ഫോസ്ഫറസ് ആണ് പ്രൈമറി ആയിട്ടുള്ള ലിമിറ്റിംഗ് ന്യൂട്രിയൻറ്റ് ഇൻ എ ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സോ ആ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഫോസ്ഫറസ് ആണേ. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 11. Brown blood disease of fish is linked to ബ്രൗൺ ബ്ലഡ് ഡിസീസ്. ഈ ബ്രൗൺ ബ്ലഡ് ഡിസീസ് ഫിഷസിലെ ഡിസീസ് നമ്മൾ പഠിക്കുന്നതാണ്. ഡിസീസ് ക്യാൻ ഒക്കർ ഡ്യൂ ടു ഇൻഫെക്ഷ്യസ് കോസ് ആസ് വെൽ എസ് നോൺ ഇൻഫെക്ഷ്യസ് കോസ്. അപ്പം നോൺ ഇൻഫെക്ഷ്യസ് കോസ് കാരണം വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് ബ്രൗൺ ബ്ലഡ് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രൗൺ ബ്ലഡ് ഡിസീസ്, അത് ഓർത്തിരിക്കണം. ആൻഡ് അവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ദാറ്റ് ഇസ് ലിങ്ക്ഡ് ടു വിച്ച് ഓഫ് ദിസ് എലമെന്റ്സ്? ഓപ്ഷൻ എ അമോണിയ ആണോ, ഓപ്ഷൻ ബി നൈട്രേറ്റ് ആണോ, ഓപ്ഷൻ സി നൈട്രൈറ്റ് ആണോ, ഓപ്ഷൻ ഡി അയൺ സോൾട്സുകളാണോ? അപ്പം ബ്രൗൺ ബ്ലഡ് ഡിസീസ് ഇസ് ആക്ച്വലി കോസ്ഡ് ബൈ നൈട്രൈറ്റ് ടോക്സിസിറ്റി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നൈട്രൈറ്റ് നമ്മുടെ വാട്ടറിൽ കൂടി കഴിയുമ്പോഴത്തേക്കും, ഫിഷിൻ്റെ മീഡിയത്തിൽ കൂടി കഴിയുമ്പോഴത്തേനും, മീൻസ് കൾച്ചർ സിസ്റ്റത്തിൽ കൂടിയാലും എന്താണ്, ഇത് ഫിഷസിൻ്റെ ഗിൽസിലേക്ക് കയറും. ഗിൽസിൽ വന്നിട്ട് അത് എന്താണ്, ഹീമോഗ്ലോബിനെ മെഥമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യും. മെഥമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിലാണ് സാധാരണ എന്താണ് ഓക്സിജൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എഫിഷ്യൻസി ഒക്കെ കിട്ടുകയുള്ളൂ അല്ലേ ബ്ലഡിന്. ഈ മെഥമോഗ്ലോബിൻ ആകുമ്പോഴത്തേനും ഈ പറയുന്ന ഫിഷസിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറിലേക്ക് കൺവേർട്ട് ആകും. ഓക്സിജൻ ക്യാരിങ് എഫിഷ്യൻസി കുറയും. അത് എന്താണ്, നൈട്രേറ്റ് ടോക്സിസിറ്റി ആണ്. അത് ബ്രൗൺ ബ്ലഡ് ഡിസീസ് എന്ന് നമ്മളതിനെ എന്താണ് റെഫർ ചെയ്യുകയും ചെയ്യും, അതിനെ പറയുന്നതാണ്. അപ്പം അത് ഫിഷസിൻ്റെ അവസാനത്തിന് മോർട്ടാലിറ്റിയിലേക്ക്, അത് ലെഥർജിയിലേക്കൊക്കെ ലീഡ് ഓൺ ചെയ്യുമെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. അപ്പം ടോക്സിസിറ്റി ആണ്. ഈ പറഞ്ഞ അമോണിയ ആണെങ്കിലും ടോക്സിക് ആണ്, ബട്ട് അത് ടോക്സിക് ആയി കഴിഞ്ഞ ഒരു ലെവൽസ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ലീഥലാണ് എന്നുള്ളതാണ്. നമ്മൾ കൃത്യം പറയുവാണെങ്കിൽ ബ്രൗൺ ബ്ലഡ് ഡിസീസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡിസീസ് ദാറ്റ് ഇസ് ആക്ച്വലി ഡ്യൂ ടു ദ നൈട്രൈറ്റ് ടോക്സിസിറ്റി ആണ്. നൈട്രൈറ്റ് കണ്ടന്റ്, നൈട്രൈറ്റ് എന്നൊക്കെ പറയുന്നത് ലെസ് ടോക്സിക് ആണ് നൈട്രേറ്റ് എന്ന് പറയുന്നത്. നൈട്രൈറ്റ് വളരെ അധികമായിട്ട് വാട്ടറിൽ നമ്മുടെ മീഡിയം ഓഫ് ഫിഷ് കൾച്ചർ മീഡിയത്തിൽ വന്നു കഴിയുമ്പോഴുള്ള ഉണ്ടാകുന്ന ഡിസീസ്, നോൺ ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്, ദാറ്റ് ഇസ് ബ്രൗൺ ബ്ലഡ് ഡിസീസ്. എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്താണ്, ഇത് ഗിൽസിൽ വന്നിട്ട് ഹീമോഗ്ലോബിന് പകരം അത് ഹീമോഗ്ലോബിനെ മെഥമോഗ്ലോബിനായിട്ട് കൺവേർട്ട് ആക്കി ചോക്ലേറ്റ് ബ്രൗൺ കളറായിട്ട് ബ്ലഡ് മാറുന്നു. ഓക്സിജൻ എഫിഷ്യൻസി, ഓക്സിജൻ ക്യാരിങ് എഫിഷ്യൻസി അതിന് അല്ലെങ്കിൽ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ബ്ലഡിന് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അതാണ്, ഇതൊരു ഡിസീസാണ് ബ്രൗൺ ബ്ലഡ് ഡിസീസ് കോസ്ഡ് ബൈ നൈട്രൈറ്റ് ടോക്സിസിറ്റി. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അല്ലെങ്കിൽ അയൺ സോൾട്സ് അല്ലെങ്കിൽ ഈ പറയുന്ന അയൺ സോൾട്സ് ഒന്നും കാരണം ഈ പറയുന്ന ബ്രൗൺ ബ്ലഡ് ഡിസീസ് ഒന്നും ഉണ്ടാവുന്നതല്ല. ബ്രൗൺ ബ്ലഡ് ഡിസീസ് എവിടെ കണ്ടാലും നമ്മളത് ഓർത്ത് വയ്ക്കുക. ബ്രൗൺ ബ്ലഡ് ഡിസീസ് ഇസ് ആക്ച്വലി ലിങ്ക്ഡ് ടു നൈട്രൈറ്റ് ടോക്സിസിറ്റി. NO2- ആണ്, നൈട്രൈറ്റ് ടോക്സിസിറ്റി ആണ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 12. സോ ചോക്ലേറ്റ് മഹസീർ ഇസ് എ സ്റ്റേറ്റ് ഫിഷ് ഓഫ്. ചോക്ലേറ്റ് മഹസീർ, ഈ മഹസീറുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോക്ലേറ്റ് മഹസീർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കോൾഡ് വാട്ടർ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും ആണ് നമുക്ക്. ഓക്കെ, ചോക്ലേറ്റ് മഹസീർ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഒന്ന് ഓർത്ത് വയ്ക്കണം. ദാറ്റ് ഇസ് നിയോലിസോക്കിലസ് ഹെക്സഗോണോലെപ്പിസ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് എ സയൻറ്റിഫിക് നെയിം ഓഫ് ചോക്ലേറ്റ് മഹസീർ. ഇതിനെ ഈ പറയുന്ന നാഗാലാൻഡ് സിക്കിം റീജിയനിലൊക്കെ ആണെങ്കിൽ ഇതിനെ കോപ്പർ മഹസീർ എന്നും പറയാറുണ്ട്. ഡ്യൂ ടു ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് കളർ, ഒരു ചോക്ലേറ്റ് കളറായിരിക്കും. അപ്പോൾ കോപ്പർ മഹസീർ എന്നും പറയാറുണ്ട്. മഹസീർ വെറൈറ്റീസ് പലതരത്തിലുണ്ടല്ലോ. ഓക്കെ, അപ്പം നിയോലിസോക്കിലസ് ഹെക്സോഗോണോലെപ്പിസ് ആണ് ചോക്ലേറ്റ് മഹസീർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഏത് സ്റ്റേറ്റിൻ്റെ ഫിഷ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വേറെയും മഹസീർ സ്പീഷീസുകളുണ്ട്, നമ്മൾ കോൾഡ് വാട്ടർ ഫിഷസുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നവയുണ്ട്. ടോർ പുട്ടിറ്റോറ, ടോർ ഖുദ്രി, അതിൽ ഒരെണ്ണമാണ് ഈ പറഞ്ഞ ചോക്ലേറ്റ് മഹസീർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഏത് സ്റ്റേറ്റിൻ്റെ ഫിഷാണ് ഈ പറഞ്ഞ ചോക്ലേറ്റ് മഹസീർ? നിയോലിസോക്കിലസ് ഹെക്സഗോണോലെപ്പിസ്. ഓപ്ഷൻ എ നാഗാലാൻഡ്, ഓപ്ഷൻ ബി സിക്കിം, ഓപ്ഷൻ സി മേഘാലയ, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്.
അപ്പോൾ ഇതിൽ കൃത്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ് ഫിഷാണ് ചോക്ലേറ്റ് മഹസീർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓൾ ഓഫ് ദ എബോവ് ആണ് റൈറ്റ് ആൻസർ. അതായത് നാഗാലാൻഡിൻ്റെയും സിക്കിമിൻ്റെയും മേഘാലയയുടെയും സ്റ്റേറ്റ് ഫിഷാണ് എന്ത് ചോക്ലേറ്റ് മഹസീർ എന്ന് പറയുന്നത്. നാഗാലാൻഡ് ഒരു 2006 പീരീഡിൽ നാഗാലാൻഡിൽ അക്സെപ്റ്റ് ചെയ്തതാണ് സ്റ്റേറ്റ് ഫിഷായിട്ട് ചോക്ലേറ്റ് മഹസീറിനെ. സിക്കിമിൽ 2021 സ്റ്റേറ്റ് ഫിഷായിട്ട് അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് മേഘാലയയിൽ 2026 മെയ് വളരെ റീസെൻറ്റ് ആയിട്ട് മേഘാലയയുടെ സ്റ്റേറ്റ് ഫിഷ് ആയതാണ് ചോക്ലേറ്റ് മഹസീർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമ്മൾ കൃത്യം എന്ന് പറയുന്നത് ഈ 3 സ്റ്റേറ്റ് ഫിഷായിട്ട് വരുന്ന സ്പീഷ്യസ് ആണ് ചോക്ലേറ്റ് മഹസീർ, അല്ലെങ്കിൽ നിയോലിസോഹിലസ് ഹെക്സഗോണോലെപ്പിസ് എന്ന് പറയുന്ന മഹസീർ ഫിഷ് സ്പീഷ്യസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കുമല്ലോ, സാധാരണഗതിയിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. അതിൻ്റെ ഈ പറയുന്ന ഈ ഏരിയയിലെല്ലാം ചോക്ലേറ്റ് മഹസീറിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ളതാണ്. ദേ ഹാവ് അക്സെപ്റ്റഡ് ദിസ് ഫിഷ് ആസ് ദിയർ സ്റ്റേറ്റ് ഫിഷ് ഓൾസോ. സോ ഓൾ ഓഫ് ദി എബവ് ആണ് നമ്മുടെ കൃത്യം ആൻസർ. നാഗാലാൻഡിൻ്റെയും സിക്കിമിൻ്റെയും മേഘാലയയുടെയും സ്റ്റേറ്റ് ഫിഷാണ് ചോക്ലേറ്റ് മഹസീർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണേ. നൗ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 30. വാട്ട് ഈസ് ദ ഒപ്റ്റിമം ലെവൽ ഓഫ് പ്ലാങ്ക്ടോൺ ഇൻ പോണ്ട്സ് ഫോർ കാർപ്പ് കൾച്ചർ? ഓക്കെ, നമുക്കറിയാം കാർപ്പ് കൾച്ചറിൽ നാച്ചുറൽ പ്രൊഡക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മൾ എക്സ്റ്റെൻസീവ് സെമി ഇൻറ്റൻസീവ് കൾച്ചർ പ്രാക്ടീസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാർപ്പ് കൾച്ചറിൽ വളരെ ഒപ്റ്റിമം ലെവലിൽ വേണ്ടുന്ന ഒരു പ്ലാങ്ക്ടൺ ഡെൻസിറ്റിയാണ് ചോദ്യമെന്ന് പറയുന്നത്. ഓപ്ഷൻ എ 0.03 to 0.04 milliliter per liter. ഓപ്ഷൻ ബി 0.80 to 1.50 milliliter per liter. ഓപ്ഷൻ സി 1 to 2 milliliter per liter. ഓപ്ഷൻ ഡി 2 to 2.75 milliliter per liter. അപ്പം നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒപ്റ്റിമൽ ലെവൽ ഓഫ് this plankton density needed in a carp culture pond എന്ന് പറയുന്നത് that is about 30 to 40 milliliter per meter cube എന്ന് പറയാറുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ ഈ മില്ലിലിറ്റർ പെർ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ വരുന്നതാണ് ഈ 0.03 to 0.04 milliliter per liter എന്നുള്ളത്. സോ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പ്ലാങ്ക്ടൺ ഡെൻസിറ്റി നീഡഡ് ഫോർ കാർപ്പ് കൾച്ചർ എന്ന് പറയുന്നത് 0.03 to 0.04 milliliter per liter ആണേ. ഓക്കെ, അതാണ്. ഒന്നെങ്കിൽ ഈ വാല്യൂ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് തന്നെ കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മൾ. അവിടെ ഒരു പെർ ലിറ്റർ, ഇവിടെ പെർ മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് വരുമ്പോഴത്തേനും വരുന്നതാണ് 0.03 to 0.04 milliliter per liter. ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു ഡെൻസിറ്റി, അപ്പം ഒപ്റ്റിമം പ്ലാങ്ക്ടൺ ഡെൻസിറ്റി ആണ് ഫോർ നമ്മൾ പറയുകയാണെങ്കിൽ കാർപ്പ് കൾച്ചർ പോണ്ടിൽ ഇപ്പം ഫ്രൈസ് അറ്റ് എ റേറ്റ് ഓഫ് 1.5 to 2.5 million ഫ്രൈ പെർ ഹെക്ടർ എന്നുള്ള കൺസിഡറേഷൻ നമ്മൾ സ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ. ഇനി കുറച്ചും കൂടെ നമ്മൾ സ്റ്റോക്കിംഗ് ഡെൻസിറ്റി കൂട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക 0.04 to 0.08 വരെയൊക്കെ പോകാം. 0.08 milliliter per liter വരെയൊക്കെ പ്ലാങ്ക്ടൺ ഡെൻസിറ്റി പോകാം. അത് സ്റ്റോക്കിംഗ് ഡെൻസിറ്റി കൂടുവാണ്. പക്ഷെ നമ്മളിവിടെ ഒരു ഒപ്റ്റിമം ഡെൻസിറ്റി എന്നുള്ള കൺസിഡറേഷൻ, ഒപ്റ്റിമം സ്റ്റോക്കിംഗ് ഡെൻസിറ്റി 1.5 to 2.5 million ഫ്രൈസ് പെർ ഹെക്ടേഴ്സ് എന്നുള്ള കൺസിഡറേഷൻ നമ്മൾ ഒപ്റ്റിമം പ്ലാങ്ക്ടൺ ഡെൻസിറ്റി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഓപ്ഷൻ എ 0.03 to 0.04 milliliter per liter എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ എന്ന് പറയുന്നത് ഹയർ റേഞ്ച് ആണ് പോയിരിക്കുന്നത്. ഈ പറഞ്ഞ 0.80 to 1.50 എന്നുള്ള കുറച്ചുകൂടെ ഹൈ റേഞ്ച് ആയി. 0.80 വരെയാണെങ്കിൽ പിന്നെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പിന്നെ 1 to 2 അതും വരില്ല. 2 to 2.75 milliliter per liter കൺസിഡറബിൾ അല്ല. സോ ആ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഒപ്റ്റിമം പ്ലാങ്ക്ടൺ ഡെൻസിറ്റി നീഡഡ് ഫോർ എ കാർപ്പ് കൾച്ചർ പോണ്ട്. ദാറ്റ് ഇസ് നമ്മൾ ഈ പ്ലാങ്ക്ടൺ ഡെൻസിറ്റി നമുക്ക് എന്താ പറയുക സെഡ്ജ്വിക് റാഫ്റ്റർ മെത്തേഡ് വഴി അല്ലെങ്കിൽ പ്ലാങ്ക്ടൺ സെറ്റിൽമെൻറ്റ് മെത്തേഡ് വഴിയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. മില്ലി പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ മില്ലി പെർ ലിറ്റേഴ്സ് എന്നുള്ള മെഷർമെൻറ്റ് യൂണിറ്റ്സിലായിരിക്കും നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ കോമൺലി പറയുന്ന ഒപ്റ്റിമം ആയിട്ടുള്ള പ്ലാങ്ക്ടൺ ഡെൻസിറ്റി ഫോർ കാർപ്പ് കൾച്ചർ ഇറ്റ്സ് അബൌട്ട് 0.03 to 0.04 milliliter per liter or about 30 to 40 milliliter per എന്താണ് meter cube. So the right answer is option A. So next question is question number 40. That is the intertidal zone comes under. Intertidal zone comes under. Option A CRZ1A, B CRZ1B, option C CRZ2A and option D CRZ2B. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ CRZ-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് കാരണം ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ CRZ എന്ന് പറയുമ്പോൾ കോസ്റ്റൽ റെഗുലേഷൻ സോണേഷൻ എന്ന് പറയും. കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആക്ട് ഉണ്ട്. അതിന് പ്രകാരം നമ്മൾ
ഈ കോസ്റ്റൽ എക്കോസിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റീജിയൻസിനെ നമ്മൾ എന്താ പറയുക സർട്ടൻ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. CRZ1, CRZ2, CRZ3, CRZ4 എന്നൊക്കെ പറയും. അപ്പം അത് കൃത്യമായിട്ട് നമുക്കത് പറയാനും ഉണ്ടായിരുന്നു. CRZ1, CRZ2, CRZ3, CRZ4. CRZ1 വരുന്ന ഏരിയാസ് എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ലൈക്ക് മാംഗ്രൂവ്സ്, കോറൽ റീഫ്സുകൾ, അതുപോലെ തന്നെ ഇന്റർടൈഡൽ സോൺസും വരുന്നതാണ്. CRZ1A, 1B എന്നുള്ള കൺസിഡറേഷൻ നമ്മൾ പറയുന്നതാണ്. 1A എന്ന് പറയുന്നത് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസ്, 1B എന്ന് പറയുന്നത് ഇന്റർടൈഡൽ സോൺസുകൾ വരുന്നതാണ്. ഓക്കെ, ഇനി CRZ2 എന്ന് പറയുന്നത് അർബൻ ഏരിയാസ് ആണ്, ഓൾറെഡി ഡെവലപ്ഡ് അർബൻ ഏരിയാസ് ആണ്. CRZ3 വരുന്നത് റൂറൽ ഏരിയാസ് ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ CRZ4 എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ എന്താ പറയുക ഈ ഐലൻഡ്സുകൾ, അതുപോലെ തന്നെ വാട്ടർ ഏരിയ അപ് ടു 12 നോട്ടിക്കൽ മൈൽസ് ആണ് മെയിൻലി വരുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്റർടൈഡൽ സോണ് വരുന്ന ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പറഞ്ഞിരിക്കുന്ന ഏരിയ ഏതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദാറ്റ് ഈസ് CRZ1B ആണ്. ഇന്റർടൈഡൽ സോൺസ് വരുന്നത് CRZ1Bയിലാണ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പം 1A എന്ന് പറയുന്നത് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് ആണ്. CRZ2 വരുന്നത് കൂടുതലും അർബൻ ഏരിയാസ് ആണ്. CRZ2A, 2B എന്നുള്ള ക്ലാസിഫിക്കേഷനില്ല, CRZ2 വരുന്നത് അർബൻ ഏരിയാസ് ആണ്. അപ്പോൾ CRZ1B എന്നുള്ളതാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇന്റർടൈഡൽ സോൺസ് എവിടെ വരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ CRZ1B, ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയാസ് എവിടെയായിരുന്നു വരുന്നതെന്ന് ചോദിച്ചായിരുന്നെങ്കിലോ അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് CRZ1A എന്നായി മാറിയത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് CRZന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്റർടൈഡൽ സോൺ വരുന്നത് CRZ1B ആണ്. നമ്മുടെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 50. Which of the following is a binder used in pellet feed formulation? Binder. ഓക്കെ, ഈ ബൈൻഡർ എന്ന് പറയുന്നത് നമ്മൾ ഫീഡിൽ ഫിഷ് ഫീഡ് മാനുഫാക്ചർ നമ്മൾ പറയുമ്പോൾ ഫീഡിൽ ആഡ് ചെയ്യുന്ന സ്റ്റെബിലൈസേഷനും മറ്റും ആഡ് ചെയ്യുന്നതാണ് ബൈൻഡേഴ്സ് എന്ന് പറയുന്നത്. അഡിറ്റീവ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബൈൻഡർ യൂസ്ഡ് ഇൻ പെല്ലറ്റ് ഫീഡ് ഫോർമുലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഗിവൺ ആർ ഓപ്ഷൻ എ DMSO, ദെൻ ഓപ്ഷൻ ബി EDTA, ഓപ്ഷൻ സി MS222, ദെൻ ഓപ്ഷൻ ഡി CMC. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഷോർട്ട് ഫോം ആണ് തന്നിരിക്കുന്നത്. DMSO എന്ന് പറയുന്നത് ഡൈമീഥൈൽ സൾഫോക്സൈഡ് ആണ്. EDTA എന്ന് പറയുന്നത് എഥിലീൻ ഡയമീൻ ടെട്രാഅസറ്റിക് ആസിഡ് ആണ്. MS222 എന്ന് പറയുന്നത് ട്രൈക്കെയിൻ മീഥെയിൻ സൾഫോണേറ്റ്. And CMC is carboxymethyl cellulose. Okay. ഡൈമീഥൈൽ സൾഫോക്സൈഡ് DMSO എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓർഗാനിക് സോൾവെന്റ് ആണ്. നമ്മൾ ഈ ക്രയോ പ്രിസർവേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന പെനട്രേറ്റിംഗ് ആയിട്ടുള്ള ക്രയോ പ്രൊട്ടക്റ്റിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് DMSO എന്ന് പറയുന്നത്. EDTA എന്ന് പറയുന്നത് ഒരു കീലേറ്റിംഗ് ഏജന്റ് ആണ്. വാട്ടർ ട്രീറ്റ്മെന്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. MS222 നിങ്ങൾക്ക് അറിയാം, ദാറ്റ് ഇസ് ഒരു ഫിഷ് അനസ്തറ്റിക് ആണ് അല്ലേ. ഫിഷ് ട്രാൻസ്പോർട്ട് ഹാൻഡ്ലിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അനസ്തറ്റിക് ഏജന്റ് ആണ് ട്രൈക്കീൻ മീഥൈൻ സൾഫോണേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് CMC എന്ന് പറയുന്നത് ദാറ്റ് ഇസ് കാർബോക്സിമെഥൈൽ സെല്ലോസ് എന്ന് പറയുന്നത് ആക്ച്വലി ആൻ അഡിറ്റീവ്, ഫീഡ് അഡിറ്റീവ് ഓർ എ ബൈൻഡർ ദാറ്റ് ഇസ് യൂസ്ഡ് ഇൻ പെല്ലറ്റ് ഫീഡ് ഫോർമുലേഷൻ. ഓക്കെ, CMC കാർബോക്സിമെഥൈൽ സെല്ലോസ്. ഇത് മാത്രമല്ല സ്റ്റാർച്ചും ഒക്കെ നമ്മൾ ബൈൻഡേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. നമ്മളോട് ഇവിടെ ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ബൈൻഡർ ഇൻ പെല്ലറ്റ് ഫീഡ് ഫോർമുലേഷൻ എന്നാണ്. ആൻഡ് റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി CMC കാർബോക്സിമെഥൈൽ സെല്ലുലോസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബൈൻഡർ ആണ് ഫിഷ് ഫീഡ് മാനുഫാക്ചറിൽ വരുന്ന പെല്ലറ്റ് ഫീഡ് ഫോർമുലേഷനിൽ വരുന്ന. ഓക്കെ, CMC എന്നുള്ളതാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ഷോർട്ട് ഫോമിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. അപ്പം നമ്മൾ കൃത്യമായിട്ട് എന്താ പറയുക ഇതിൻ്റെ നെയിംസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഫിഷസിൻ്റെ കേസ് പറയുമ്പം അല്ലെങ്കിൽ നമ്മൾ വാട്ടർ എൻവയോൺമെൻറ്റ് കേസ് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജൻസികളാണ് അല്ലേ. നമ്മൾ പറഞ്ഞു DMSO എന്ന് പറയുന്നത് ഓർഗാനിക് സോൾവെന്റ് ആണ്, നമ്മൾ ക്രയോ പ്രിസർവേഷൻ യൂസ് ചെയ്യുന്നതാണ്. EDTA എന്ന് പറയുന്നത് വാട്ടർ ട്രീറ്റ്മെന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീലേറ്റിംഗ് ഏജന്റ് ആണ്. MS222 എന്ന് പറയുന്നത് ഒരു ഫിഷ് അനസ്തറ്റിക് ആണ്, ഫിഷിന്റെ ട്രാൻസ്പോർട്ടിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അതുപോലെ തന്നെ ഫിഷസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം കിടക്കുന്നത്. പക്ഷേ ഫീഡ് ഫോർമുലേഷനിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഫീഡ് ഫോർമുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്, CMC എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, CMC എന്നുള്ളത്. Now, moving on to question number 60. Sewage fed aquaculture is more common in the state of
സീവേജ് ഫെഡ് അക്വാകൾച്ചർ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകളൊക്കെ നമ്മൾ കവറപ്പ് ചെയ്ത് പോകുന്നതാണ്. സീവേജ് ഫെഡ് അക്വാകൾച്ചർ ഏത് സ്റ്റേറ്റിലാണ്, ഈ തന്നിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റിലാണ് മോസ്റ്റ് കോമൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഗിവൺ ആർ ഓപ്ഷൻ എ ഒറീസ, ഓപ്ഷൻ ബി വെസ്റ്റ് ബംഗാൾ, ഓപ്ഷൻ സി തമിഴ്നാടു ആൻഡ് ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ സീവേജ് ഫെഡ് അക്വാകൾച്ചർ ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ കൺട്രിയിലുള്ള, ഇന്ത്യയിലുള്ള ഈസ്റ്റ് കൊൽക്കത്ത വെറ്റ്ലൻഡ്സ്. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് കൊൽക്കത്ത വെറ്റ്ലൻഡ്സ് വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് വളരെ വളരെ പേര് കേട്ട അല്ലെങ്കിൽ വളരെ വളരെ റിനോൺഡ് ആയിട്ടുള്ള ഒരു സീവേജ് ഫെഡ് അക്വാകൾച്ചർ എക്സാമ്പിൾ ആണ്. അപ്പോൾ അതെവിടെ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്? വെസ്റ്റ് ബംഗാൾ. ഓക്കെ, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വെസ്റ്റ് ബംഗാൾ. അത് ഓർത്തിരുന്നാൽ മതി, കൃത്യം നമുക്ക് ആൻസർ കിട്ടും. അത് അത്രയും ഏരിയ കവറപ്പ് ചെയ്യുന്ന ഈസ്റ്റ് കൊൽക്കത്ത വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്ന അത്രയും ഏരിയ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. അപ്പോൾ അത്രയും ഏരിയ കവർ ചെയ്ത വരുന്ന സീവേജ് ഫുഡ് അക്വാകൾച്ചർ പ്രാക്ടീസ് ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നൺ അതർ ദാൻ വെസ്റ്റ് ബംഗാളുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ബാക്കിയുള്ള എന്താ പറയുക, ഒഡീഷ, തമിഴ്നാട്, ഗുജറാത്തിലും നമ്മളെ സീവേജ് ഫുഡ് അക്വാകൾച്ചർ അത്ര കോമൺ ഒന്നുമല്ല. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് സീവേജ് ഫുഡ് അക്വാകൾച്ചർ വളരെ കോമൺ, നമ്മുടെ കൺട്രിയിൽ വളരെ കോമൺ ആയിട്ടുള്ളത്. അതിനുള്ള എക്സാമ്പിളാണ് ഈ കൊൽക്കത്ത വെറ്റ്ലാൻഡ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇത്രയും ഏരിയ കവറപ്പ് ചെയ്ത് വരുന്ന ഒരു സീവേജ് ഫുഡ് അക്വാകൾച്ചർ സിസ്റ്റമാണ് അതെന്ന് പറയുന്നത്. അപ്പം വേൾഡിൽ തന്നെ നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നവയുമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വെസ്റ്റ് ബംഗാൾ എന്നുള്ളതാണ്. സീവേജ് ഫെഡ് അക്വാകൾച്ചർ അപ്പോൾ എപ്പോഴും റിലേറ്റ് ചെയ്ത് പഠിക്കുക, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 70. Which of the following fish species has been developed through the selective breeding program of ICAR-CIFA? ICAR-CIFA, that is Indian കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ് ICR എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടറീസിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CIFA എന്ന് പറയുന്നത്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാ കൾച്ചർ. ഓക്കെ, അപ്പോൾ CIFA ഡെവലപ്പ് ചെയ്ത ഫിഷ് സ്പീഷീസിനെയാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഹാസ് ബീൻ ഡെവലപ്ഡ് ത്രൂ സെലക്റ്റീവ് ബ്രീഡിംഗ് പ്രോഗ്രാം എന്നും പറഞ്ഞിട്ടുണ്ട്. സെലക്റ്റീവ് ബ്രീഡിംഗ് പ്രോഗ്രാം വഴി CIFA ഡെവലപ്പ് ചെയ്ത, CIFA ഡെവലപ്പ് ചെയ്ത എന്താണ് ഈ ഫിഷ് സ്പീഷീസ് ഏതാണ്? ഓപ്ഷൻ എ ഗിഫ്റ്റ് തിലാപ്പിയ, ഓപ്ഷൻ ബി ജയന്തി റുഹു, ഓപ്ഷൻ സി ആമൂർ കാർപ്പ്, ഓപ്ഷൻ ഡി ഹൈബ്രിഡ് കാറ്റ്ഫിഷ്. ഓക്കെ, അപ്പം CIFA ഡെവലപ്പ് ചെയ്ത സെലക്റ്റീവ് ബ്രീഡിംഗ് പ്രോഗ്രാം വഴി ഡെവലപ്പ് ചെയ്ത ഫിഷ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ജയന്തി റുഹു ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് റുഹു എന്ന് പറയുന്ന ഒരു ഫ്രഷ് വാട്ടർ സ്പീഷീസ് ആണ്, അതുമായിട്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. എങ്കിലും ബാക്കിയുള്ള ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ പറ്റില്ലെന്ന് വരും. ജയന്തി റുഹു ആക്ച്വലി ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ ആസ് എ പാർട്ട് ഓഫ് സ്വർണ്ണ ജയന്തി, അതായത് നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ 50th ഇയറിൻ്റെ പാർട്ടായിട്ടാണ് അതിൻ്റെ സെലക്റ്റീവ് ബ്രീഡിംഗ് പ്രോഗ്രാം വഴി CIFA ഡെവലപ്പ് ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് 17% ഹയർ ഗ്രോത്ത് ദാൻ നോർമൽ റുഹു ഫിഷ്. നമുക്ക് IMCs വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ അക്വാകൾച്ചറിൽ. അതിൽ തന്നെ അവരെ സെലക്റ്റീവ്ലി ബ്രീഡ് ചെയ്ത് സെലക്റ്റീവ് ബ്രീഡിംഗ് പ്രോഗ്രാമിന് വിധേയമാക്കിയെടുത്ത് ജയന്തി റുഹു ആക്കിയെടുത്തപ്പോൾ അതിന് എന്താണ് ഹയർ ഗ്രോത്ത് റേറ്റ്, അതായത് ഏകദേശം കൃത്യം പറയുവാണെങ്കിൽ 17% ഹൈ ഗ്രോത്ത് റേറ്റ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും വെറൈറ്റിയാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണ്, സെലക്റ്റീവ്ലി ബ്രെഡ് ആയിട്ട് വന്ന വെറൈറ്റിയാണ് ജയന്തി റുഹു എന്ന് പറയുന്നത്. അപ്പം CIFA ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, 1997 കാലഘട്ടത്തിൽ. ഓക്കെ, 50th ഇയർ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. സ്വർണ്ണ ജയന്തി എന്നുള്ള അതിൻ്റെ ആ ഒരു നെയിമിങ്ങിൽ നിന്നാണ് ജയന്തി റുഹു എന്നുള്ള ഇത് വന്നത്. ഓക്കെ, അത് ഓർത്തിരുന്നാൽ മതി. സ്വർണ്ണ ജയന്തി ഓഫ് അവർ കൺട്രി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വെച്ച് ആ ഒരു ടൈമിൽ സെലക്റ്റീവ്ലി ബ്രീഡ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ജയന്തി റുഹു എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ എന്താണ് ഓപ്ഷൻ എ തന്നിരിക്കുന്നത് ഗിഫ്റ്റ് തിലാപ്പി. ഗിഫ്റ്റ് തിലാപ്പി എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി ബ്രെഡ് വെറൈറ്റി ആണ്. അതെന്ന് പറയുന്നത് ഗിഫ്റ്റ് തിലാപ്പി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നൺ അതർ ദാൻ ഓറിയോക്രോമസ് നൈലോട്ടിക്കസ്. നൈൽ തിലാപ്പിയാണ്, നൈൽ തിലാപ്പിയ വെറൈറ്റി ആണ്, സെലക്റ്റീവ് ബ്രെഡ് ആണ്. പക്ഷെങ്കിൽ CIFA അല്ല അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഗിഫ്റ്റ് തിലാപ്പി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പഠിക്കുന്നതാണ്, ദാറ്റ് ഇസ് വേൾഡ് ഫിഷ് സെൻറ്റർ, ഏർസ്റ്റ് വൈൽ ഐക്ലാം. ഓക്കെ, വേൾഡ് ഫിഷ് സെൻറ്റർ മലേഷ്യ, ഏർസ്റ്റ് വൈൽ ഐക്ലാം ഫിലിപ്പീൻസ് ആണ് ഈ ഗിഫ്റ്റ് തിലാപ്പിയനെ മെയിനായിട്ട് ഡെവലപ്പ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അവരുടെ അസോസിയേറ്റഡ് ഏജൻസീസും കൂടെ ഉണ്ട്. അപ്പോൾ ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയുന്നത് ഒരിക്കലും CIFA ഡെവലപ്പ് ചെയ്ത സെലക്റ്റീവ് ബ്രെഡ് വെറൈറ്റി അല്ല.
ഇനി അമൂർ കാർപ്പ് എന്ന് പറയുന്നത് ഒരു എക്സോട്ടിക് സ്പീഷ്യസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ CIFA ICR അണ്ടറിൽ വരുന്ന CIFA സെലക്റ്റീവ്ലി ബ്രീഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്തതല്ല. ഇറ്റ്സ് എക്സോട്ടിക് സ്പീഷ്യസ് കാർപ്പിൻ്റെ. അതുപോലെ തന്നെ ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷ് എന്ന് പറയുമ്പോഴും ക്രോസ് ബ്രീഡിങ്ങിൻ്റെ റിസൾട്ടായിട്ടുണ്ടായ ക്യാറ്റ് ഫിഷസ് ആണ് ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് ഹെറ്ററോസസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് വിഗർ കാണിക്കുന്ന ക്രോസ് ബ്രീഡിംഗ് ബിറ്റ്വീൻ സ്പീഷീസ് ഓഫ് ക്യാറ്റ് ഫിഷസ് അതിന് ഫലമായിട്ടുണ്ടായതാണ് ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നത്. നമുക്ക് സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ലഭ്യമായ ICR സിഫ ഡെവലപ്പ് ചെയ്ത സ്പീഷീസ് ഏതാണെന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. സെലക്റ്റീവ് ബ്രീഡിംഗ് പ്രോഗ്രാം ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന സ്പീഷീസ് നൺ അതർ ദാൻ ജയന്തി റോഹു ആണ്. ദാറ്റ് സ്പെസിഫിക്കലി ബൈ CIFA ഓൾസോ. CIFA ആയിരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ. ജസ്റ്റ് ഒരു സെലക്റ്റീവ് ബ്രെഡ് ഫിഷ് അല്ല, ഇറ്റ് ഷുഡ് ബി ഡെവലപ്ഡ് ബൈ ICR CIFA ഓൾസോ. ദാറ്റ് ഇസ് ജയന്തി റോഹു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. നമ്മുടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബാക്കിയുള്ള സെലക്റ്റീവ് ബ്രെഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ ക്രോസ് ബ്രെഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഫിഷ് സ്പീഷീസിൽ. പക്ഷേ എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന് കൃത്യമായിട്ടുള്ള ആൻസർ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ അത് ഇപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നതിൽ ജയന്തി റോഹു ആണ്. അപ്പം നമുക്ക് ബാക്കിയുള്ള സെലക്റ്റീവ്ലി ബ്രെഡ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ ക്രോസ് ബ്രീഡിംഗ് വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നൗ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 18. Nephelometer is used to measure. Nephelometer is used to measure. Option A, dissolved oxygen. Option B, carbon dioxide. Option C, pH. And option D, turbidity. ഇപ്പോൾ ഈ നിഫെലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പഠിക്കുന്നതാണ്. അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ടു മെഷർ ഡിഫറെൻറ്റ് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് പഠിക്കുന്നതാണ്. ഈ നിഫെലോമീറ്റർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റനായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതുമാണ്. നിഫെലോമീറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ടർബിഡിമീറ്റർ എന്ന് പറയും, ഓൾസോ നോൺ ആസ് ടർബിഡിമീറ്റർ ആണ്. ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും അല്ലേ എന്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നിഫെലോമീറ്റർ അല്ലെങ്കിൽ ടർബിഡിമീറ്റർ. ദിസ് ഇസ് ആക്ച്വലി യൂസ് ടു മെഷർ ടർബിഡിറ്റി ഓഫ് വാട്ടർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം നിഫെലോമീറ്റർ എന്നൊരു ഇൻസ്ട്രുമെന്റ് പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം കിട്ടത്തില്ല. അപ്പം അതിൻ്റെ വേറൊരു നെയിമാണ് ടർബിഡിമീറ്റർ എന്ന് പറയുന്നത്. ടർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നിഫെലോമീറ്റർ എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ ആണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന അതിന് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ടർബിഡിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ടർബിഡിമീറ്റർ അല്ലെങ്കിൽ നെഫെലോമീറ്റർ. ആൻഡ് ഇതിൻ്റെ മെഷറിംഗ് യൂണിറ്റ്സ് കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. NTU യൂണിറ്റ്സിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. നെഫെലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്സ് എന്ന് പറയും. NTU അല്ലെങ്കിൽ നെഫെലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്സിലാണ് നെഫെലോമീറ്റർ ടർബിഡിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിലോ ഡിസോൾഡ് ഓക്സിജൻ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും? അതിനുവേണ്ടി നമുക്ക് കെമിക്കൽ ടൈട്രേഷൻസ് അല്ലെങ്കിൽ വിംഗ്ലേഴ്സ് മെത്തേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്. കാർബൺ ഡയോക്സൈഡ് മെഷർ ചെയ്യാനും നമുക്ക് കെമിക്കൽ ടൈട്രേഷൻസ് യൂസ് ചെയ്യാം. pH-ന് pH മീറ്റർ ഉണ്ട്. അപ്പം കൃത്യം നമ്മുടെ ആൻസർ നെഫെലോമീറ്റർ എന്ത് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് യൂസ് ടു മെഷർ ടർബിഡിറ്റി. ഓക്കെ, ടർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഫെലോമീറ്റർ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ആക്ച്വലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ട്രാൻസ്പെറൻസി ഓഫ് വാട്ടർ ആണ് അല്ലേ. ടർബിഡിറ്റി എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ഓഫ് വാട്ടർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ അങ്ങനെയും റിലേഷൻസ് വരാം. ഓക്കെ, അതറിഞ്ഞ് വെക്കുക. നെഫെലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ടർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് question number 19. The largest catfish in fresh water is. Okay, largest catfish in fresh water is. Options given are option A, Wallago Attu, option B, Heteropneustis fossilis, then option C, Clarias bitracus, and option D, Mistus singala. All these are scientific names only അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രഷ് വാട്ടറിലെ ലാർജസ്റ്റ് കാറ്റ്ഫിഷിൻ്റെ നെയിമാണ്. സോ ലാർജസ്റ്റ് കാറ്റ്ഫിഷ് ഇൻ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ വല്ലാഗോ അട്ടു. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. വല്ലാഗോ അട്ടൂനെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ കാറ്റുവാള എന്ന് പറയും. ഏകദേശം ഒരു 2 മീറ്റേഴ്സിലധികം എന്താണ് 2 മീറ്റേഴ്സിൽ മോർ ഓഫ് 2 മീറ്റേഴ്സ് ഇത് ഗ്രോ ചെയ്യും. അപ്പം ബാക്കിയുള്ള സ്പീഷീസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത്രയും ഗ്രോത്ത് ഒന്നുമില്ല. ഇവരെല്ലാം കാറ്റ് ഫിഷസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നവയെല്ലാം. ബട്ട് നമ്മുടെ വല്ലാഗോ അട്ടു എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൾസോ നോൺ ആസ്
ഫ്രഷ് വാട്ടർ ഷാർക്ക് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് വല്ലാഗോ ആട്ടുവിന്. ആറ്റുവാള നമ്മുടെ നാട്ടിൽ പറയുന്ന വലാഗോ ആട്ടു ആണ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ കാറ്റ്ഫിഷ് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, എക്സ്പെക്റ്റഡും ആണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഹെറ്ററോന്യൂസ്റ്റസ് ഫോസിലിസ് എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഇസ് സിംഗിങ് അല്ലേ, സ്റ്റിങ്ങിങ് കാറ്റ്ഫിഷ് എന്ന് നമ്മൾ പറയും. അതൊന്നും അത്രയും ഗ്രോ ചെയ്യുന്ന സ്പീഷീസ് അല്ല കേട്ടോ, സ്റ്റിങ്ങിങ് കാറ്റ്ഫിഷ് എന്നൊക്കെ പറയുന്നത്. 1 meters അത് കൂടുതൽ പോകത്തില്ല. ക്ലീരിയസ് ബെട്രാക്കസ് എന്ന് പറയുന്നത് മാഗൂർ ആണ്, ഓർ വോക്കിംഗ് കാറ്റ്ഫിഷ് എന്ന് പറയും. മിസ്റ്റർ സീങ്കാള കാറ്റ്ഫിഷ് ആണ്. അപ്പം ഇതൊന്നും തന്നെയും അത്രയും എന്താ പറയുക ഗ്രോത്ത് കാണിക്കുന്ന സ്പീഷീസ് അല്ല. ഈ വല്ലാഗോ ആട്ടു ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഗ്രോത്ത് പാറ്റേൺ കാണിക്കുന്ന അതുകൊണ്ട് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ കാറ്റ്ഫിഷ് എന്ന് പറയുന്നത് വല്ലാഗോ ആട്ടു തന്നെയാണ്. ഓക്കെ, വല്ലാഗോ ആട്ടു അത് ഓർത്ത് വയ്ക്കുക, ആ ഒരു നെയിം എന്ന് പറയാം. ലാർജസ്റ്റ് കാറ്റ്ഫിഷ് ഇൻ ഫ്രഷ് വാട്ടർ. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ ഫിഷ് സ്പീഷീസുകളിൽ തന്നെ പറയുന്നത് ഈ പറഞ്ഞ മഹസീറുകളാണെങ്കിലും അതുപോലെ തന്നെ വല്ലാഗോ ആട്ടു പോലുള്ള കാറ്റ്ഫിഷസും ഒക്കെയാണ്. അപ്പം അത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം അതാണ്. ബാക്കി നമ്മൾ പഠിക്കുന്ന സ്പീഷീസ് ആണ് ഹെറ്ററോന്യൂസ്റ്റസ് ഫോസിലിസ്, ക്ലേരിയസ് ബെട്രാക്കസ് എന്നൊക്കെ പറയുന്ന എയർ ബ്രീത്തിങ് കാറ്റ്ഫിഷസ്. അതിൻ്റെ കൾച്ചർ ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് അറിയാം. അതൊന്നും അത്രയും ലാർജസ്റ്റ് അല്ല സ്പീഷീസ്. ഓക്കെ, നമ്മുടെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ആണ്, വല്ലാഗോ ആട്ടു. Now coming to question number 20. Question number 20 നോക്കിയേ. The best option for eradication of insects in aquaculture nurseries is. Okay, the best option for eradication of insects in aquaculture nurseries is. Option A, soap oil emulsion. Option B, repeated fine mesh drag netting. Option C, Gamaxan spray. ഓപ്ഷൻ ഡി, ഡിപ്റ്ററെക്സ് ക്രിസ്റ്റൽ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഫോർ ദ ഇറാഡിക്കേഷൻ ഓഫ് ഇൻസെക്ട്സ് ഇൻ അക്വാകൾച്ചർ പോണ്ട്സ്. അപ്പം അതിലേറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, സോപ്പ് ഓയിൽ ഇമോൾഷൻ ആണേ. സോപ്പ് ഓയിൽ ഇമോൾഷൻ യൂസ് ചെയ്യുന്ന നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മൾ ഈ പറയുന്ന ഇൻസെക്ട്സിനെയൊക്കെ നമ്മൾ എന്താണ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നത് അക്വാകൾച്ചർ പ്രാക്ടീസിൽ. സോപ്പ് ഓയിൽ എമിൽഷൻ, സോപ്പും ഓയിലും കൂടെയുള്ള ഒരു മിക്സ്ചറാണ്. ലൈക്ക് ഒരു 1:3 റേഷ്യോയിലാണ് നമ്മൾ ആ മിക്സ്ചർ കൺസിഡർ ചെയ്യുന്നത്. അതായത് 18 kilogram സോപ്പിന് 56 liters ഓഫ് ഓയിൽ എന്നുള്ള കൺസിഡറേഷനിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അത് മിക്സ്ചർ ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ഇത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഇതിൽ നമ്മളൊരു ഇത് എന്താ ഫോം ചെയ്യുക, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിൻ ഫിലിം ഫോം ചെയ്ത് ഈ സർഫസിലുള്ള അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ എല്ലാം തന്നെ അത് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തിൻ ഫിലിം ഫോർമേഷൻ നടത്തി ഇൻസെക്ട്സിനെ റിമൂവ് ചെയ്യുകയാണ് സോപ്പ് ഓയിൽ എമൽഷൻ ചെയ്യുന്നത്. അതിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഇൻസെക്ട് സ്പീഷീസ് നമുക്ക് റിമൂവ് ചെയ്യാം. ഈ റിപ്പീറ്റഡ് ഫൈൻ മെഷ് ഡ്രാഗ് നെറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ പോസിബിൾ അല്ല ഇൻസെക്ട്സിൻ്റെ. ഗാമാക്സൻ സ്പ്രേ എന്ന് പറയുന്നത് ഒരു ഓർഗാനോക്ലോറൈഡ് ഇൻസെക്ടിസൈഡ് ആണ്. അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എൻവയോൺമെന്റൽ കണ്ടാമിനേഷൻസ്, എൻവയോൺമെന്റൽ ഹസാർഡ്സ് കോസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമുക്കത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് യൂസ് ചെയ്യാമായിരിക്കും, ബട്ട് സ്റ്റിൽ നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ ഇസ് ഡിപ്റ്ററസ് ക്രിസ്റ്റൽ ആപ്ലിക്കേഷൻ. ഇതും നമ്മൾ ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്, ക്രിസ്റ്റൽ ആണ്. ഇത് നമ്മൾ എല്ലാ സ്പീഷീസ് ഓഫ് ഇൻസെക്ട്സിനെയും ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചില പാരസൈറ്റ്സ് അല്ലെങ്കിൽ അതിന് ലാർവൽ ഫോംസ് ഓഫ് ചില പാരസൈറ്റിക് അല്ലെങ്കിൽ ലാർവൽ ഫോംസ് ഓഫ് ഇൻസെക്ട്സിനെ മാത്രം, ലൈക്ക് എന്താ പറയുക വാട്ടർ ബഗ്സ്, ബീറ്റിൽസ് പോലെയുള്ള പോർട്ടൻ ഡ്വെല്ലേഴ്സിനെ ഒക്കെ മാക്സിമം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിപ്റ്ററെക്സ് ക്രിസ്റ്റൽ ആപ്ലിക്കേഷൻ കൊണ്ട് സാധ്യമാവുകയുള്ളൂ. സർഫസിലെ കൂടെ ഇൻസെക്ട്സിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് ഓയിൽ എമൽഷൻ തന്നെയാണ് ഇമ്പോർട്ടൻ്റ്ലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇറാഡിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ പ്രീ സ്റ്റോക്കിംഗ് മാനേജ്മെൻറ്റിലാണെങ്കിലും പഠിക്കുന്നത് അങ്ങനെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബെസ്റ്റ് മാനേജ്മെൻറ്റ് ഓപ്ഷൻസിൽ വരുന്നത് സോപ്പ് ഓയിൽ എമൽഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സുകൾ ഓർത്ത് വെക്കണേ. സോപ്പ് ഓയിൽ emulsion, how it acts on, how it helps to eradicate the insects. Okay, അതും അറിഞ്ഞു വെക്കുക. So the best option is soap oil emulsion for the eradication of insects in aquaculture pond. This is a very important practice in the pre-stocking management of aquaculture ponds too. So the right answer for the question is option A, soap oil emulsion. Now question number 21.
Lobsters are most abundant and form a significant fishery in the state of. Okay, lobsters. Lobster culture കൂടുതലുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോബ്സ്റ്റർ എന്ന് പറയുന്ന ഫിഷറി റിസോഴ്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആൻഡ് അബൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി ഗോവ ആൻഡ് ഓപ്ഷൻ ഡി ഗുജറാത്ത്. ഓക്കെ, ഈ തന്നിരിക്കുന്നവയിൽ ഏത് സ്റ്റേറ്റിലാണ് ലോബ്സ്റ്റർ ഫിഷറി അല്ലെങ്കിൽ ലോബ്സ്റ്റർ റിസോഴ്സസ് അബൻഡൻ്റ് ആൻഡ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻ ഗുജറാത്താണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അത് ഓർത്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓരോ അക്വാറ്റിക് റിസോഴ്സുമായിട്ട് അല്ലെങ്കിൽ അക്വാറ്റിക് ഓർഗാനിസത്തിൻ്റെ കൾച്ചറുമായിട്ടോ അല്ലെങ്കിൽ ക്യാപ്ചർ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ റിലേറ്റ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്സുകൾ അറിഞ്ഞു വെക്കണം നിങ്ങൾ. അപ്പോൾ ഇത് ലോബ്സ്റ്റർ ഫിഷറിയെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. ലോബ്സ്റ്റർ ഫിഷറി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ് ഏതാണ്? ദാറ്റ് ഇസ് ഇൻ ഗുജറാത്താണ്. ബാക്കി ആന്ധ്രാപ്രദേശ്, കർണാടക, ഗോവ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഇത് കൾച്ചർ ഉണ്ട്, കൾച്ചർ പ്രാക്ടീസ് ഉണ്ട്, എല്ലാം കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഒക്കെ തന്നെയാണ്. കൾച്ചർ പ്രാക്ടീസസ് വിൽ ബി ദെയർ, ബട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഫിഷറി റിസോഴ്സ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക വാല്യുബിൾ ആയിട്ടുള്ള വാല്യൂ കൊടുക്കുന്ന അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അബൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫിഷറി റിസോഴ്സ് ആയിട്ട് വരുന്നത് ഗുജറാത്തിലാണ് ലോബ്സ്റ്റർ. ഓക്കെ, ലോബ്സ്റ്റേഴ്സ് വരുന്നത്. ലോബ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്രസ്റ്റേഷ്യൻ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഷ്രിംസ്, ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ് ഡെക്കാപോഡ ഓർഡറിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ലോബ്സ്റ്റേഴ്സ്. ലോബ്സ്റ്റേഴ്സിൻ്റെ കൾച്ചർ പ്രാക്ടീസസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ലോബ്സ്റ്റേഴ്സ് ഗുജറാത്ത് സ്റ്റേറ്റിലാണ് മോസ്റ്റ് അബൻഡൻറ്റ് ആസ് വെൽ എസ് സിഗ്നിഫിക്കൻറ്റ് ഫിഷറി ആയിട്ട് വരുന്നത്. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നൗ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 22. Black spot formation or melanosis in shrimp occurs due to the reaction of the following components. Black spot formation അല്ലെങ്കിൽ മെലാനോസിസ് ഷ്രിമ്പിൽ വരാൻ സാധ്യതയുള്ളൂ. നമുക്ക് ഫ്രോസൺ ഷ്രിമ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക എക്സ്പോർട്ട് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ബയോകെമിക്കൽ പോസ്റ്റ് ഹാർവസ്റ്റ് ബയോകെമിക്കൽ ഡിഫക്റ്റ് ആണ് മെലനോസിസ് അഥവാ ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ എന്ന് പറയുന്നത്. So that occurs due to the reaction of the following compounds എന്നുള്ളതാണ് അല്ലെങ്കിൽ കോമ്പണൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഇസ് ഫ്രീ അമിനോ ആസിഡ്, ഫീനോളൈസ് എൻസൈം, ഓക്സിജൻ ആണോ? ഓപ്ഷൻ ബി ഫീനോളൈസ് എൻസൈം ആസ് വെൽ ആസ് ഓക്സിജൻ ആണോ? ഓപ്ഷൻ സി ഫീനോളൈസ് എൻസൈം, ഓക്സിജൻ അതുപോലെ തന്നെ ബൗണ്ട് വാട്ടറും കൂടെയുള്ള റിയാക്ഷൻ ആണോ? ഓപ്ഷൻ ഡി ഫ്രീ അമിനോ ആസിഡ്, ഫീനോളൈസ് എൻസൈം ആസ് വെൽ ആസ് ബൗണ്ട് വാട്ടർ ആണ്. അപ്പോൾ കൃത്യം പറയുവാണെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ അല്ലെങ്കിൽ മെലനോസിസ് that is a biochemical defect or biochemical അല്ലെങ്കിൽ enzymatic defect occurring in the shrimps is due to എന്താണ് മെയിൻലി പോളിഫിനോൾ എന്നല്ല ഫീനോളൈസ് എൻസൈം അഥവാ പോളിഫീനോൾ ഓക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. കാരണം ആഫ്റ്റർ ദ ഫിഷ് ഡെത്ത് ഈ പോളിഫീനോൾ ഓക്സിഡേസ് അഥവാ ഫീനോളൈസ് എൻസൈം ബിക്കംസ് ആക്റ്റീവ്. ഇത് ആക്റ്റീവ് ആകും. അതുപോലെ തന്നെ ഫിഷസിൻ്റെ ബോഡിയിലുള്ള ഫ്രീ അമിനോ ആസിഡുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യും. ഇൻ പ്രസൻസ് ഓഫ് സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ ദറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു മെലാനിൻ പിഗ്മെൻറ്റ് ഫോർമേഷൻ. ദാറ്റ് മെലാനിൻ പിഗ്മെൻറ്റ് ഫോർമേഷൻ എക്സ്റ്റേണലി അപ്പിയേഴ്സ് ആസ് ബ്ലാക്ക് സ്പോട്ട്സ്. ഓൾസോ നോൺ ആസ് മെലാനോസിസ് നമ്മൾ അതുകൊണ്ട് തന്നെ പറയും. മെലാനിൻ പിഗ്മെൻറ്റ് ഫോർമേഷൻ കാരണമാണ് ഈ ബ്ലാക്ക് സ്പോട്ട്സ് എക്സോസ്കെൽറ്റനിൽ ഷ്രിമ്പിൻ്റെ എക്സോസ്കെൽറ്റനിലെല്ലാം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മെലാനോസിസ് അല്ല അഥവാ ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ നമ്മൾ തന്നെ പറയും. അപ്പോൾ എന്താണ് ഏതൊക്കെ കോമ്പണൻസ് തമ്മിലുള്ള റിയാക്ഷൻസ് ആണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റിയാക്ഷൻ ഓഫ് ഫ്രീ അമിനോ ആസിഡ് ആസ് വെൽ ആസ് ഫീനോളൈസ് എൻസൈം ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സായാലും ഈ ഒരു റിയാക്ഷൻ നടക്കത്തില്ല അല്ല. ഓപ്ഷൻ ബി എന്ന് കണ്ടോ, ഇവിടെ ഫീനോളൈസ് എൻസൈം ഓക്സിജനും ഉണ്ട്, ഫ്രീ അമിനോ ആസിഡ് ഇല്ല. അപ്പോൾ പിന്നെ മെലാനോസിസ് നടക്കില്ല. ഫീനോളൈസ് എൻസൈം ഓക്സിജനും ബൗണ്ട് വാട്ടറുമാണ് ഓപ്ഷൻ സിയിൽ കൊടുത്തിരിക്കുന്നത്. ബൗണ്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം അങ്ങനെ വരത്തില്ല. ബൗണ്ട് വാട്ടറും ഓക്സിജനും ഫീനോളൈസും കൂടെ കമ്പൈൻ ചെയ്താൽ ഒരിക്കലും മെലനോസിസ് വരത്തില്ല. ഇനി ഫ്രീ അമിനോ ആസിഡ്, ഫീനോളൈസ് എൻസൈം, ബൗണ്ട് വാട്ടർ അത് വന്നാലും കറക്റ്റ് ആവില്ല അല്ലേ. ഓക്സിജൻ തന്നെ വേണം. ഓക്സിജൻ ആണ് ഇവിടെ മീഡിയേറ്റർ ആയിട്ട് വരുന്നത്. ഫ്രീ അമിനോ ആസിഡ് അല്ല ഫീനോളൈസ് എൻസൈം ആക്ട് അപ്പോൺ ചെയ്യണം. അവിടെ സഫിഷ്യൻറ്റ് പ്രസൻസ് ഓഫ് ഓക്സിജനും വേണം. ഓക്കെ, ഫ്രീ അമിനോ ആസിഡ് convert to in the presence of phenolase enzyme and sufficient amount of oxygen ആണ് എന്താണ് ഈ പറയുന്ന മെലനോസിസിലേക്ക് ലീഡ് ഓൺ ചെയ്യുന്നത്, ബ്ലാക്ക് സ്പോട്ട്സ് ഫോർമേഷൻ നടക്കുന്നത്.
മെലാനിൻ പിഗ്മെന്റ് ഫോർമേഷൻ നടക്കുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഫ്രീ അമിനോ ആസിഡ്, ഫീനോളൈസ് എൻസൈം, ഓക്സിജൻ എന്നുള്ളതാണ്. ഇതിലെ ഈ 3 കോമ്പണൻസും കൂടെ ചേർന്നാലാണ് ഈ ഒരു മെലാനോസിസ് നടക്കുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണം മിസ്സാണെങ്കിലോ ഇതിലേക്ക് വേറെ എന്തെങ്കിലും വാട്ടറിന്റെ പ്രസൻസോ വല്ലതും വരുവാണെങ്കിലോ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ 3 കോമ്പണൻസ് ആക്ട് അപ്പോൺ ചെയ്യണം, അല്ലെങ്കിൽ ഈ 3 കോമ്പണൻസിന്റെ പ്രസൻസ് വേണം. ഓക്കെ, ഫ്രീ അമിനോ ആസിഡ്, ഫീനോളൈസ് എൻസൈം ആസ് വെൽ ആസ് ഓക്സിജൻ. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദി ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയും. ഓക്കെ, അതാണ് ബ്ലാക്ക് സ്പോട്ട് ഫോർമേഷൻ അഥവാ മെലാനോസിസ് occurs due to the presence of phenolase enzyme which act upon in the free amino acid in the dead shrimp and the insufficient amount or sufficient presence of oxygen. Okay, that leads to melanosis. Now coming to question number 23. Breeding and hatchery technology of the following fish was developed by the CMFRI. Okay, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്രീഡിംഗ് ആൻഡ് ഹാച്ചറി ടെക്നോളജി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഷ് ഇസ് ഡെവലപ്ഡ് ബൈ CMFRI എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഗിവൺ ആർ ഓപ്ഷൻ എ സീ ബാസ്, ഓപ്ഷൻ ബി പേൾ സ്പോട്ട്, ഓപ്ഷൻ സി ടിലാപ്പിയ ആൻഡ് ഓപ്ഷൻ ഡി കോബിയ. അപ്പോൾ ഇവിടെ CMFRI എന്ന് പറയുന്നതാണ്, ദാറ്റ് ഇസ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ICAR അണ്ടറിലുള്ള അല്ലേ, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം നമുക്ക് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹാച്ചറി ടെക്നോളജി അല്ലെങ്കിൽ ബ്രീഡിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുക മിക്കവാറും മറൈൻ സ്പീഷ്യസ് ആണ് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവും. ഈ കൊടുത്തിരിക്കുന്നവയിൽ പേൾ സ്പോട്ട് ടിലാപ്പിയ എന്ന് പറയുന്ന ഒരിക്കലും ഒരു മറൈൻ സ്പീഷ്യസ് അല്ല, യൂറിഹാലൈൻ സ്പീഷ്യസ് ആണ്. വൈഡ് റേഞ്ച് ഓഫ് സെലാറ്റിയൊക്കെ ഓക്കെയാണ്, ബട്ട് ദേ ആർ നോട്ട് പേൾ സ്പോട്ട് ടിലാപ്പിയ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും മറൈൻ സ്പീഷ്യസ് അല്ല. പിന്നെ നമുക്ക് പരിഗണിക്കാവുന്നത് 2 ഓപ്ഷൻസ് ആണ്, ഓപ്ഷൻ എ സീ ബാസും ഓപ്ഷൻ ഡി കോബിയും. ഓക്കെ, ഈ സീ ബാസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് മീൻസ് സീ ബാസ് എന്ന് പറയുന്നത് ഏഷ്യൻ സീ ബാസ്, ലേറ്റസ്റ്റ് കാൽക്കാരിഫർ ഒക്കെ വരുന്ന ഗ്രൂപ്പാണ്. കോബിയ, ഓക്കെ, റാക്കി സെൻട്രോൺ കെനേഡം എന്ന് പറയുന്നൊരു സയൻറ്റിഫിക് നെയിമുള്ള കോബിയ ഫിഷ് സ്പീഷീസ്. ഇത് രണ്ടും മറൈൻ സ്പീഷീസ് ആണ്, മറൈൻ വാട്ടറിൽ കാണുന്നവയാണ്. ആൻഡ് എസ്പെഷ്യലി ഇവയിൽ ഏതിൻ്റെ ആയിരിക്കും CMFRI ഹാച്ചറി ടെക്നോളജി ബ്രീഡിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺ കോബിയ. കോബിയയുടെ എന്താണ് ഹാച്ചറി ആൻഡ് ബ്രീഡിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആണ് CMFRI ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ സ്പീഷ്യസിൻ്റെ റാക്കി സെൻട്രോൺ കെനേഡം എന്ന് പറയുന്ന ഈ മറൈൻ വാട്ടർ സ്പീഷ്യസിൻ്റെ ഹാച്ചറി ആൻഡ് ബ്രീഡിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് CMFRI ആണ്. അത് പഠിച്ചു വെക്കണം. പിന്നെ സീബാസ് എന്ന് പറയുന്നത് മറൈൻ വാട്ടർ വരുന്നതാണ്, സീബാസ് ഗ്രൂപ്പുകൾ. അപ്പോൾ സീബാസിൻ്റെ ഹാച്ചറി ആൻഡ് ബ്രീഡിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് CMFRI അല്ല, RGCA ആണ്. ഓക്കെ, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ അക്വാകൾച്ചർ ആണ്, വിച്ച് ഇസ് അണ്ടർ എംപെഡ. ഓക്കെ, അപ്പം സീബാസിൻ്റെത് അത് RGCA വരുള്ളൂ. അപ്പം CMFRI ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഹാച്ചറി ആൻഡ് ബ്രീഡിംഗ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്പീഷ്യസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കോബിയാണ്, റാക്കി സെൻട്രോൺ കെനേഡം ആണ്. അപ്പം ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ RGCA ഡെവലപ്പ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീബാസ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതല്ല. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഈ ക്വസ്റ്റ്യൻ്റെ എന്ന് പറയുന്നത് CMFRI ബ്രീഡിംഗ് ആൻഡ് ഹാച്ചറി ടെക്നോളജി ഡെവലപ്പ് ചെയ്ത സ്പീഷ്യസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോബിയാണ്. ഓക്കെ, question number 23 അതാണ്. ഓക്കെ, നെക്സ്റ്റ് question number 24 question പറയുന്നത് the Ganga Action Plan, also known in short as GAP, India's first major river conservation program was launched in. Ganga Action Plan എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ഫസ്റ്റ് മേജർ റിവർ കൺസർവേഷൻ പ്രോഗ്രാം കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അത് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഇയർ ആണ് നമ്മളുള്ള ചോദ്യം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ 1982, ഓപ്ഷൻ ബി 1983, ഓപ്ഷൻ സി 1985 ആൻഡ് ഓപ്ഷൻ ഡി 1990. അപ്പോൾ ഇത് കൃത്യം പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ഗംഗ ആക്ഷൻ പ്ലാൻ വിച്ച് ഇസ് എ ഫസ്റ്റ് മേജർ റിവർ കൺസർവേഷൻ പ്രോഗ്രാം ദറ്റ് ഇസ് ആക്ച്വലി ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1985 ആണ്. ഓക്കെ, 1985 ഗംഗ ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, 1985. അപ്പം നമ്മൾ റിവർ സിസ്റ്റംസ്, റിവർ റിസോഴ്സസ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. മേജർ റിവേഴ്സിൽ വരുന്നതാണ് ഗംഗ റിവർ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോഗ്രാം ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് അത് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഇയർ 1985 ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. Now, question number 25. Okay. What are the prerequisite programs of HSST, that is HACCP,
to be practiced in the fish processing industry. Fish processing industry. Practice ചെയ്യുന്ന prerequisite programs or prerequisite conditions of HSST ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ HSST എന്ന് പറഞ്ഞാൽ എന്താ? That is hazard analysis and critical control point ആണ്. That is a very important quality control system ആണ്. നമ്മൾ എക്സ്പോർട്സിലൊക്കെ നമ്മുടെ ഫുഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ HSST നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലൈ ചെയ്യണമെന്നുള്ളതാണ് നിർദ്ദേശം എന്ന് പറയുന്നത്. അപ്പം HSST എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി പ്രോസസ്സാണ്, അല്ലെങ്കിൽ ടെക്നോളജി ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റമാണ് HSST, ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പ്രോഗ്രാം. അപ്പം അതിൻ്റെ പ്രീറിക്വിസിറ്റ് പ്രോഗ്രാംസുകളെ പറ്റിയാണ് ചോദ്യം. ആൻഡ് അതിൽ തന്നിട്ടുള്ളത് ഫിഷിംഗ് ഉണ്ട്, ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് GMP ഉണ്ട്, സാനിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് SSOP ഉണ്ട്, പെസ്റ്റ് കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്. ആൻഡ് വി ഹാവ് ടു ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. ഈ തന്നിരിക്കുന്നവയിൽ, ഇവയിൽ നൽകിയിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് കൃത്യം HSST പ്രോഗ്രാമിൻ്റെ എന്തെന്ന് പറയുന്നത് പ്രീറിക്വിസിറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്? അതാണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നോക്കുമ്പം നമുക്കറിയാം ഈ HSST ഹസാർഡ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഈ പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി പ്രോസസ്സുമായിട്ട്, ഫിഷ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റമാണ്. എസ്പെഷ്യലി പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജിയുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത്, റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഫിഷിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫിഷിംഗ് ഇസ് ക്യാപ്ചർ ഓഫ് ഫിഷസ് ആൻഡ് ഓൾ. ദറ്റ് ഇസ് ആക്ച്വലി ഹാർവസ്റ്റിംഗ് ആണ്, അല്ലേ? ഹാർവസ്റ്റിംഗ് ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതൊരിക്കലും പോസ്റ്റ് ഹാർവസ്റ്റ് PhDയുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നതാണ് അല്ല. അപ്പോൾ ഫിഷിംഗ് എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല ഒരിക്കലും, ഒരു പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട്. അത് കൂടുതലും ക്രാഫ്റ്റ്, ഗിയർ, കോമ്പോ ആയിട്ട് ബന്ധപ്പെട്ട്, ഹാർവസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത് വരുന്ന ആസ്പെക്റ്റാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഷിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി. നെക്സ്റ്റ് ഈസ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ്, GMPs ഇൻ ഷോർട്ട്. ഈ GMP എന്ന് പറയുന്നത് തീർച്ചയായിട്ടും HSSTയുടെ അല്ലെങ്കിൽ പോസ്റ്റ് സർവീസ് ടെക്നോളജിയിൽ വരുന്ന, ഈ പറഞ്ഞ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രീറിക്വസിറ്റ് കണ്ടീഷനാണ്. അതായത് ഗുഡ് സാനിറ്റേഷൻ, അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എക്യുപ്മെൻറ്റ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് വരുന്നത്. അപ്പോൾ തീർച്ചയായും അത് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഫോർ HSST. നെക്സ്റ്റ് നോക്കൂ, സാനിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, all things related with the all the procedures linked with the sanitation and all. നമ്മൾ പേഴ്സണൽ എന്താ പറയുക, സാനിറ്റേഷൻ പ്ലാൻസ് കീപ്പ് ഓൺ, അതായത് പ്രോസസ്സിംഗ് പ്ലാന്റിലെ സാനിറ്റേഷൻ പ്രാക്ടീസസുകൾ, പേഴ്സണൽ ഹൈജീൻസ് എല്ലാം ഇതിനകത്ത് വരുന്നതാണ്. വാട്ടർ ഹൈജീൻ എല്ലാം വരുന്നതാണ് സാനിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് SSOPs എന്ന് പറയുന്നത്. ഇപ്പോൾ SSOPs എന്ന് പറയുന്നതും എന്താണ്, കൃത്യം പറഞ്ഞാൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി, അതുപോലെ തന്നെ ഈ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട്, HSSTയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പ്രീറിക്വസിറ്റ് കണ്ടീഷൻ തന്നെയാണ് SSOP എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് അക്സെപ്റ്റബിൾ. നെക്സ്റ്റ് നോക്കി, പെസ്റ്റ് കൺട്രോൾ പ്രോഗ്രാം. പെസ്റ്റ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് ഓൾ ദ പ്രോഗ്രാംസ് ദാറ്റ് വി യൂസ്ഡ് ഓർ all the methodologies that we use to control all the pests, rodents in order to prevent the contamination in food, അല്ലേ? അപ്പം കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു പ്രീറിക്വസിറ്റ് കണ്ടീഷൻ തന്നെയാണ്. HSSTയുടെ ഒരു പ്രീറിക്വസിറ്റ് കണ്ടീഷൻ തന്നെയാണ് പെസ്റ്റ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്നത്. All these are related with the post-harvest technology, fish processing plants, HSST prerequisite conditions only. This GMP, SSOP as well as pest control program. അപ്പോൾ നമ്മളോട് ചൂസ് എ കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവയിൽ A ഒഴികെ, ഫിഷിംഗ് ഒഴികെ ബാക്കി മൂന്നും HSSTയുടെ പ്രീറിക്വസിറ്റ് കണ്ടീഷൻ. കാരണം സാനിറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഗുഡ് ഹൈജീനിക് പ്രാക്ടീസസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ റോഡൻസിനെ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി റോഡൻസ് പെസ്റ്റിനെയൊക്കെ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നത് all things are related with HSST only. They are prerequisite conditions for an HSST program in a fish processing plant or fish post harvest technology. So നമ്മുടെ റൈറ്റ് ആൻസർ വന്നത് ബിയും സിയും ഡിയും കൂടെ വരുന്ന ഒരു ഓപ്ഷനാണ്. B, C and D only. ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 1 ഇസ് എ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആണ്, നമുക്ക് കൺഫ്യൂഷൻ, പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ തോന്നും. പക്ഷേ നമ്മളത് വായിച്ച് നോക്കുക. നമ്മൾ HSST പഠിക്കുന്നതാണ് ഫിഷ് പ്രോസസ്സിംഗ് പ്ലാന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന എന്തൊക്കെ നമ്മൾ കീപ്പ് ഓൺ ചെയ്യേണ്ടി വരും, HSST ഹസാർഡ് അനാലിസിസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റിൽ 7 ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട ചില പ്രീ പ്രോഗ്രാം കണ്ടീഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസസ് വരുന്നുണ്ട്, സാനിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്, പെസ്റ്റ് കൺട്രോൾ പ്രോഗ്രാംസുകളും വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് പല കാര്യങ്ങളും വരുന്നുണ്ട്. അതെല്ലാം കൂടെ കമ്പൈൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ നെയിമിങ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ HSSTക്ക് വേണ്ടുന്ന പ്രീറിക്വസിറ്റ് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ഉള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് സോ നമുക്ക് ബിയും സിയും ഡിയും
ഓക്കെ, അത് മൂന്നുമാണ് നമ്മുടെ പ്രീ റിക്വസ്റ്റ് കണ്ടീഷൻസ്. ഇത് അറിഞ്ഞു വെക്കുക. ചിലപ്പോൾ ഇത് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഏതെങ്കിലും ഒരു ഇപ്പം GMP ഒരു പ്രീ റിക്വസ്റ്റ് കണ്ടീഷൻ ആണോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു SSOP പ്രീ റിക്വസ്റ്റ് കണ്ടീഷൻ ആണോ എന്ന് ചോദിക്കാം HSSTയുടെ. അങ്ങനെ ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഓൾ ദിസ് തിങ്സ് SSOP, GMP, പെസ്റ്റ് കൺട്രോൾ പ്രോഗ്രാംസ്, ഓൾ ദിസ് തിങ്സ് ആർ പ്രീ റിക്വസ്റ്റ് കണ്ടീഷൻസ് ഓഫ് HSSP ഓൺലി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ പ്ലാന്റ്, ഫിഷ് പ്രോസസ്സിംഗ് പ്ലാന്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹൈജീൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റത്തെ പറ്റിയിട്ടൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുക. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 26. Which is the specific spoilage organism in fresh fish? സ്പെസിഫിക് സ്പോയിലേജ് ഓർഗാനിസം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രഷ് ഫിഷിൽ. ഫ്രഷ് ഫിഷിൽ വരാൻ സാധ്യതയുള്ള സ്പെസിഫിക് സ്പോയിലേജ് ഓർഗാനിസം. സ്പോയിലേജ് ഓഫ് ഫിഷസ് നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പം മൈക്രോബ്സുകൾ, എസ്പെഷ്യലി ബാക്ടീരിയാസ് ആണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഏജൻസ് എന്ന് പറയുന്നത്, മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ. ഇത് തന്നിരിക്കുന്നവ ഓപ്ഷൻ എ ഷിവാനല്ല, ഓപ്ഷൻ ബി ഷിഗല്ല, ഓപ്ഷൻ സി സ്റ്റിഫിലോകോക്കസ്, ഓപ്ഷൻ ഡി എറോമോണസ്. ഓൾ ദീസ് ആർ ബാക്ടീരിയാസ് ഓൺലി. ബട്ട് സ്റ്റിൽ സ്പോയിലേജ് കോസിങ് ബാക്ടീരിയ ഏതാണ് ഇതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെസിഫിക് സ്പോയിലേജ് ഓർഗാനിസം ഇൻ എ ഫ്രഷ് ഫിഷ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഷിവാനല്ലയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സ്പെസിഫിക് സ്പോയിലേജ് ഓർഗാനിസം ഇൻ ഫ്രഷ് ആസ് വെൽ ആസ് മറൈൻ ചിൽഡ് ഫിഷസ് ആൻഡ് ഓൾ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വരുന്നത് ഷിവാനല്ല സ്പീഷീസ് ആണ്. ഷിവാനല്ല, പ്യൂട്രിഫേഷ്യൻസ്, അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ബാക്ടീരിയം ഉണ്ട്, അതായത് സീഡോമോണസ് സ്പീഷീസും വരാം. ഓക്കെ, അത് നമുക്കിവിടെ ഓപ്ഷനിലില്ല, അതുകൊണ്ട് നമുക്ക് കൃത്യം ആൻസർ വരിക ഷിവാനല്ല തന്നെയാണ്. ബാക്കി ഷിഗല്ല എന്നൊക്കെ പറയുന്നത് ഒരു കണ്ടാമിനൻറ്റ് മൈക്രോബാണ്. ഓക്കെ, ടോക്സിസിറ്റി ഒക്കെ കോസ് ചെയ്യത്തുള്ളൂ. സ്റ്റിഫൈലോകോക്കസ് എന്ന് പറയുന്നതും കണ്ടാമിനൻ്റ് ആണ് മെയിൻലി. എയറോമോണാസ് എന്ന് പറയുന്നതും പാത്തോജനിക് ഓർഗാനിസം ആയിട്ട് വരുന്നത്, സ്പോയിലേജ് ഓർഗാനിസം അല്ല. ഓക്കെ, ഇത് പാത്തോജനിക് ആണ് എയറോമോണാസ്. സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്നത് പാത്തോജനിക് ആകാം. അതുപോലെ തന്നെ കൂടുതലും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് സീ ഫുഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന, സീ ഫുഡ് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഏജൻറ്റാണ് സ്റ്റഫൈലോകോക്കസ് എന്ന് പറയുന്നത്. ഒരിക്കലും സ്പോയിലേജ് അല്ല. ഷിഗല്ല എന്ന് പറയുന്നത് ഒരു കണ്ടാമിനൻറ്റ് മൈക്രോബാണ്. അപ്പോൾ അത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. നമ്മുടെ സ്പെസിഫിക് സ്പോയിലേജ് ഓർഗാനിസം ഫ്രഷ് ഫിഷ് അല്ലെങ്കിൽ ചിൽഡ് ഫിഷസിലൊക്കെ വരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഷിവാനല്ല സ്പീഷീസ് ആണ്. എസ്പെഷ്യലി ഷിവാനല്ല പ്യൂട്രിഫേഷ്യൻസ് ആണ് വരുന്നത്. സീഡോമോണാസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നാലും അതും കറക്റ്റ് ആണ്. സീഡോമോണസ് സ്പീഷീസ് നമുക്കിപ്പോൾ ഇവിടെ ഓപ്ഷനിലില്ല. ചിലപ്പോൾ ഷിവാനലിലേക്ക് വരാൻ സീഡോമോണാസ് ആയിരിക്കും വരാം. അപ്പോൾ സീഡോമോണാസ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ. കൃത്യം നമ്മൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സ്പെസിഫിക് സ്പോയിലേജ് ഓർഗാനിസം ഇൻ ഫ്രഷ് ഫിഷ് എന്ന് പറയുന്നത് ഷിവാനല്ലയാണ്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 27. The characteristic saddleback lesion observed in fish is most commonly associated with infection by. Okay, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫിഷ് ഡിസീസസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. The characteristic saddleback lesion, saddle shaped lesion. Okay, saddleback lesion, saddle shaped lesion on the back side or dorsal side ആണ് ചോദിച്ചിരിക്കുന്നത്. Which is observed in a fish that is commonly associated with infection by. ഏത് ഓർഗാനിസത്തിൻ്റെ ഇൻഫെക്ഷൻ കാരണമാണ് ഈ സാഡിൽ ബാക്ക് ലീഷൻസ് വരുന്നത്? ഓപ്ഷൻ എ എയ്റോമോണസ് ഹൈഡ്രോഫീല, ഓപ്ഷൻ ബി ഫ്ലേവോബാക്ടീരിയം കൊളുംനാരെ, ഓപ്ഷൻ സി എഡ്വോർഡ്സിയല്ല ടാർഡ, ആൻഡ് ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോകോക്കസ് ഇനി. അപ്പോൾ ഈ സാഡിൽ ബാക്ക് ലീഷൻസ് കോസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറയുന്നത് കൊളുംനാരസ് ഡിസീസാണ്. കൊളുംനാരസ് ഡിസീസാണ് കോസ് ചെയ്യും സാഡിൽ ബാക്ക് ലീഷൻസ്. സ്കിൻ എറോഷൻസ് കോസ് ചെയ്യും, അതുപോലെ തന്നെ വൈറ്റ് പാച്ചസ് ഒക്കെ കോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒപ്പം വരുന്ന ഒരു സിംറ്റമാണ് സാഡിൽ ബാക്ക് ലീഷൻ എന്ന് പറയുന്നത് കൊളുംനാരസ് ഡിസീസിൻ്റെ. അപ്പം അത് കോസ് ചെയ്യുന്ന ഓർഗാനിസം ഇതിലേതാണ്? അത് ഓപ്ഷൻ ബി ആണ്, ഫ്ലേവോബാക്ടീരിയം കൊളുംനാരെ. ആ പേര് ശ്രദ്ധിച്ചാൽ മതി. കൊളുംനാരസ് ഡിസീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യം നമ്മുടെ ഓർഗാനിസം റെസ്പോൺസിബിൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. ഫ്ലേവോബാക്ടീരിയം കൊളുംനാരെ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സാഡിൽ ബാക്ക് ലീഷൻസ്, ക്യാരക്ടറിസ്റ്റിക് സാഡിൽ ബാക്ക് ലീഷൻസ് അസോസിയേറ്റ് വിത്ത് ഇൻഫെക്ഷൻ ബൈ ഫ്ലേവോബാക്ടീരിയം കൊളുംനാരെയാണ്. കോട്ടൺ മൗത്ത് ഡിസീസ് എന്നൊക്കെ നമ്മൾ പറയുന്നൊരു ഡിസീസാണ് കൊളുംനാരസ് ഡിസീസ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് നമ്മൾ പഠിക്കുന്നതാണ്. സാഡിൽ ബാക്ക് ലീഷൻസ് ഉണ്ട്, സ്കിൻ ഇറോഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് പാച്ചസ് പ്രസൻറ്റ് ആയിരിക്കാം എന്നൊക്കെയുള്ളത്. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ വരുന്നത് ഫ്ലേവോബാക്ടീരിയം കൊളുംനാരെയാണ്, ഓപ്ഷൻ ബി ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ഇവയെല്ലാം ഡിസീസ് കോസിങ് മൈക്രോബ്സുകളൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ എയറോമോണസ് ഹൈഡ്രോഫീല എന്ന് പറയുന്നത്
മൊട്ടൈൽ എറോമോണസ് സെപ്റ്റിസീമിയ MAS-ന്റെ കോസറ്റീവ് ഓർഗാനിസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അതുപോലെ തന്നെ എഡ്വേർഡ്സില്ല ടാഡ, എഡ്വേർഡ്സില്ലോസിസ്, അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസിനെ സ്ട്രെപ്റ്റോകോക്കൂസസ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ സാഡിൽ ബാക്ക് ലീഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് ഫ്ലേവോ ബാക്ടീരിയം കൊളുംനാരയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 28. Which larval stage of pineid shrimp exhibits strong positive phototaxis and relies mainly on yolk resource for nutrition? Okay. Phototaxis എന്ന് പറയുന്നത് ലൈറ്റിനോടുള്ള അഫിനിറ്റിയാണ്. So the question is, ഏത് ലാർവൽ സ്റ്റേജ് പിനിയഡ് ഷ്രിമ്പിന്റെ ഏത് ലാർവൽ സ്റ്റേജ് ആണ് that exhibits stronger positive phototaxis or light affinity and relies mainly on yolk resource for nutrition? Yolk resource nutrition ഉണ്ടെന്ന് പറയുമ്പോൾ അത് എക്സോജീനിയസ് ഫീഡ് എടുക്കുന്നില്ല, എൻഡോജീനിയസ് ഫീഡിങ്ങിൽ ഇരിക്കുക അല്ലേ. ലാർവേ ഓൺ എൻഡോജീനിയസ് ഫീഡ് only because it depends on yolk resource for nutrition, right? അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് ദ ലാർവ ഈസ് പർട്ടിക്കുലർലി ഓഫ് പിനിയഡ് ഷ്രിംപ്. പിനിയഡ് ഷ്രിമ്പിന്റെ ലാർവ ആയിരിക്കണം. ഓപ്ഷൻ ഗിവൺ ആർ ഓപ്ഷൻ എ സൂയ, ഓപ്ഷൻ ബി മൈസസ്, ഓപ്ഷൻ സി നോപ്ലിയസ് ആൻഡ് ഓപ്ഷൻ ഡി പോസ്റ്റ് ലാർവേ. ഓക്കെ, അപ്പം ഈ തന്നിരിക്കുന്നവയെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവയെല്ലാം അത്യാവശ്യം ലാർവൽ സ്റ്റേജസ് തന്നെയാണ് വരുന്നതാണ്. നമുക്ക് ലാർവൽ സ്റ്റേജ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലാർവൽ സ്റ്റേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഷോസ് ഫോട്ടോടാക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് റിലൈസ് മെയിൻലി ഓൺ യോക്ക് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യോക്ക് റിസോഴ്സിന് റിലേ ചെയ്യുന്നു, ഫോട്ടോടാക്സിസ് കാണിക്കുന്നു. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ലാർവൽ ഫോം ഓഫ് പിനിയഡ് ഷ്രിംപ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോപ്ലിയസ് ആണ്. ഓപ്ഷൻ സി ആണ്. നോപ്ലിയസ് ലാർവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ അതിനെ ഐഡന്റിഫൈ ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ഈ പറഞ്ഞിരിക്കുന്ന പോലെ നോപ്ലിയസ് എന്ന് പറയുന്നത് ഫോട്ടോടാക്സിസ് കാണിക്കുന്ന എൻഡോജീനിയസ് ഫീൽഡ് അല്ലെങ്കിൽ യോക്ക് റിസർവ്സുകളുള്ള ന്യൂട്രീഷന് വേണ്ടി യോക്ക് റിസർവ്സുകളുള്ള ഒരു സ്റ്റേജ് ഓഫ് ലാർവയാണ് നോപ്ലിയസ്. ബാക്കി സോയി അല്ലെങ്കിൽ പ്രോട്ടോസോയ എന്ന് പറയുന്നത് ലേറ്റർ ലാർവൽ സ്റ്റേജസ് ആണ്. ഓക്കെ, ഷ്രിംപിൻ്റെ തന്നെ. മൈസസ് എന്ന് പറയുന്നത് ഷ്രിംപിൻ്റെ തന്നെ ലാർവൽ സ്റ്റേജ് ആണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് പോസ്റ്റ് ലാർവ എന്ന് പറയുന്നത്. പോസ്റ്റ് ലാർവ എന്ന ലാർവൽ സ്റ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല. ലാർവൽ സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പോസ്റ്റ് ലാർവയിലേക്ക് വരുമ്പം. ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടോസോവി ആണെങ്കിലും മൈസസ് ആണെങ്കിലും ഒക്കെ ഫീഡിങ് ആണ്, എക്സോജീനിയസ് ഫീഡ് എടുക്കുന്നവയാണ്. മാത്രമല്ല ഫോട്ടോടാക്സിസ് കാണിക്കുന്നവയും അല്ല. ഓക്കെ, ആ പ്രത്യേകതകൾ അവർക്ക് ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഫോംസ് ഫോട്ടോടാക്സിസ് കാണിക്കുന്ന അല്ലെങ്കിൽ യോക്ക് റിസർവ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ലാർവൽ ഫോം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നൺ അതർ ദാൻ നോപ്ലിയസ് ആണ്. അപ്പം ഷ്രിംപിൻ്റെ എഗ്ഗ് ഹാച്ചായി നേരെ നോപ്ലിയസ്, ഓക്കെ, നോപ്ലിയസ് ഒരു ലാർവൽ ഫോമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നോപ്ലിയസ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. Next question number 29. Hormones responsible for molting in crustaceans. ക്രസ്റ്റേഷ്യൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഫിനോമിനാണ് മോൾട്ടിങ് എന്ന് പറയുന്നത്. അവരുടെ ഗ്രോത്തിൽ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് മോൾട്ടിങ്. ദാറ്റ് ഇസ് ഷെഡിങ് ഓഫ് എക്സോസ്കെൽറ്റൻ എന്ന് പറയും. Here the question is about hormone that is responsible for molting in crustaceans. Okay, that is option given are option A testosterone, then option B estrogen, then option C ecdysone, option D androgen. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഏത് ഹോർമോണാണ് ഈ ക്രസ്റ്റേഷ്യൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഷ്രിംസ്, ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ് ഒക്കെ വരുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ മോൾട്ടിങ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സിന് കോൺട്രിബ്യൂട്ടറി ആയിട്ട് വരുന്നത് എന്നാണ് ചോദ്യം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഇസ് ecdysone. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ കേട്ടോ. ecdysone ഹോർമോൺ ആണ് മോൾട്ടിങ് കോസിങ് ആയിട്ടുള്ള ഹോർമോൺ എന്ന് പറയുന്നത്. അത് എന്നാൽ മാത്രമേ അവരുടെ ഗ്രോത്തിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്. അവരുടെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോൾട്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ecdysone ഹോർമോൺ എന്താ പറയുക സെക്രീറ്റ് ആവുന്നത് കാരണമാണ് മോൾട്ടിങ് ക്രസ്റ്റേഷ്യൻസിൽ നടക്കുന്നത്. ആൻഡ് ബാക്കിയുള്ള ഓപ്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു മെയിൽ ഹോർമോണാണ്.
മെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോണാണ്. ആൻഡ്രോജൻ എന്ന് പറയുന്നത് ഒരു മെയിൽ ഹോർമോണാണ് ആക്ച്വലി. ഈസ്ട്രോജൻ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ. അപ്പോൾ ഇതൊന്നും നമ്മുടെ മോൾട്ടിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവയല്ല. നമ്മൾ എഗ്ഡൈസൺ എന്ന ഹോർമോണാണ് എന്താണ് വൈ ഓർഗനെ ഇൻഹിബിറ്റ് ചെയ്ത് മോൾട്ടിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഹോർമോൺ, ക്രസ്റ്റേഷ്യൻസിലെ ഹോർമോൺ എന്ന് പറയുന്നത് എഗ്ഡൈസോൺ. അതുകൊണ്ട് തന്നെ ഈ മോൾട്ടിംഗ് പ്രോസസ്സിനെ നമ്മൾ എഗ്ഡൈസസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. എഗ്ഡൈസസ് ആ ഒരു നെയിം ഓർത്തിരുന്നാലും നമുക്ക് കൃത്യം കിട്ടും ഹോർമോണിൻ്റെ നെയിം എഗ്ഡൈസസ്. ദാറ്റ് ഇസ് ആക്ച്വലി എഗ്ഡൈസസ് ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഹോർമോൺ എഗ്ഡൈസോൺ. So option C is our right answer. Okay. Now question number 30. The fish species popularly referred to as the aquatic chicken because of its rapid growth and efficient food conversion is. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അക്വാറ്റിക് ചിക്കൻ എന്ന് മോസ്റ്റ് കോമൺലി റെഫർ ചെയ്യുന്ന ഫിഷ് ഏതാണ്? ചുമ്മാ ഒന്നുമല്ല, അക്വാറ്റിക് ചിക്കൻ എന്ന് റെഫർ ചെയ്യാൻ കാരണമുണ്ട്. Because of its rapid growth as well as efficient food conversion. And the options given are option A, Katla, that is Katla. Option B, Nile tilapia, that is Oreochromis niloticus. Option C, Puncaceous, that is Puncasia nodon hypothalamus. And option D, grass carp, that is Ctenopharyngiodon idella. Okay, സയൻറ്റിഫിക് നെയിം ഉൾപ്പെടെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അക്വാറ്റിക് ചിക്കൻ എന്നുള്ള നിക് നെയിം വരുന്നത് because of its rapid growth as well as food conversion efficiency, aquatic chicken നമ്മൾ കോമൺലി റെഫർ ചെയ്യുന്നത് ആരെയാണ്? നൈൽ തിലാപ്പിയനെയാണ് കേട്ടോ. ദാറ്റ് ഈസ് ഓറിയോക്രോമസ് നൈലോട്ടിക്കസിനെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു സെലക്റ്റീവ്ലി ബ്രെഡ് വെറൈറ്റി ഉണ്ട്, ഗിഫ്റ്റ് തിലാപ്പിയ. അതിനെ നമ്മൾ അക്വാറ്റിക് ചിക്കൻ, അത് നൈൽ തിലാപ്പിയ വരുന്നതിനെല്ലാം അത്യാവശ്യം ഗ്രോത്ത് ഉള്ളതാണ്. അതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന സെലക്റ്റീവ്ലി ബ്രെഡ് വെറൈറ്റിയാണ് ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സയൻറ്റിഫിക് നെയിം സെയിം തന്നെ, ഓറിയോക്രോമസ് നൈലോട്ടിക്കസ് തന്നെയാണ്. അപ്പം നൈൽ തിലാപ്പിയയാണ്, നൈൽ തിലാപ്പിയുടെ തന്നെ സെലക്റ്റീവ് ബ്രെഡ് വെറൈറ്റി ഗിഫ്റ്റും ഇതിൽ ഉൾപ്പെടും. നൈൽ തിലാപ്പിയാണ് അക്വാറ്റിക് ചിക്കൻ എന്ന് മോസ്റ്റ് കോമൺലി റെഫർ ചെയ്യപ്പെടുന്ന ഫിഷ് എന്ന് പറയുന്നത്. ബാക്കി ഇപ്പോൾ ഓപ്ഷൻ നൽകുകയാണെങ്കിൽ കട്ട്ല എന്ന് പറയുന്നത് ദാറ്റ് ഇസ് IMC, ഇന്ത്യൻ മേജർ കാർപ്പാണ്. ഗ്രോത്ത് ഉണ്ട്, ബട്ട് നോട്ട് ദാറ്റ് മച്ച് കോമ്പറ്റീറ്റീവ് വിത്ത് ദിസ് സ്പീഷീസ് തിലാപ്പിയ. ഓക്കെ, നൈൽ തിലാപ്പിയ. പിന്നെ പങ്കേഷ്യസ് എന്ന് പറയുന്നത് ഒരു ക്യാറ്റ് ഫിഷാണ്. അപ്പോൾ സ്ട്രൈപ്ഡ് ക്യാറ്റ് ഫിഷ് എന്നൊക്കെ നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പീഷീസ് ഓഫ് കൾച്ചർ പ്രാക്ടീസ് ആണ്. ബട്ട് സ്റ്റിൽ ഈ നൈൽ തിലാപ്പിയൻ്റെ അത്രയൊന്നുമില്ല ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ഗ്രാസ് കാർപ്പ് എന്ന് പറയുന്ന ഒരു ഹെർബിവോറസ് ആയിട്ടുള്ള നമ്മുടെ IMC അല്ല, എക്സോട്ടിക് കാർപ്പ് വെറൈറ്റി ആണ് ഹെർബിവോറസ് ആയിട്ടുള്ള ടീനോഫാരിഞ്ചോഡോൺ ഇഡല്ല ഗ്രാസ് കാർപ്പ് എന്ന് പറയുന്നത്. അതും ഇത്രയും ഈ നൈൽ തിലാപ്പിയുടെ അത്രയും റാപ്പിഡ് ഗ്രോത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അക്വാറ്റിക് ചിക്കൻ എന്നുള്ള റെഫറൻസും അവർക്കില്ല എന്നുള്ളതാണ്. അക്വാറ്റിക് ചിക്കൻ എന്ന് നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുന്നത് നൈൽ തിലാപ്പിയനെയാണ്, നൈൽ തിലാപ്പിയ സ്പീഷീസിനെയാണ്, ഓറിയോക്രോമസ് നൈലോട്ടിക്കസിനെയാണ്. സോ ദ ഓപ്ഷൻ ബി ഇസ് ആർ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 31. ക്വസ്റ്റ്യൻ നമ്പർ 31 പറയുന്നത് which of the following trout species is native? നേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിജീനിയസ് എന്നാണ്. അതായത് ഒരു ഏരിയയിൽ ഇൻഡിജീനിയസ് ആയിട്ട് അവിടെ മാത്രം കാണുന്നത് നേറ്റീവ് ആയിട്ടുള്ള. ഓക്കെ, അവിടെ മാത്രം കാണുന്നതല്ല, അവിടുത്തെ പർട്ടിക്കുലർ ആയിട്ട് വരുന്ന അവിടെ ഇമ്പോർട്ടൻ്റ്ലി വരുന്ന ഇൻഡിജീനിയസ് ആയിട്ട് വരുന്ന ഓക്കെ ഒരു ട്രൗട്ട് സ്പീഷീസിനാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ട്രൗട്ട് സ്പീഷീസ് ഇസ് നേറ്റീവ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൗട്ട് വെറൈറ്റി. അപ്പം ഈ ട്രൗട്ടുകൾ എന്ന് പറയുന്നത് കൂടുതലും എക്സോട്ടിക് വെറൈറ്റീസ് നമുക്കിവിടെ ഉള്ളത്. സ്റ്റിൽ നമുക്കൊരു വെറൈറ്റി, ഒരു ട്രൗട്ട് സ്പീഷീസ് നമ്മുടെ ഇൻഡിജിനസ് വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഓപ്ഷൻ എ റെയിൻബോ ട്രൗട്ട് ഓങ്കോറിങ്കസ് മൈക്കസ് ആണോ, ഓപ്ഷൻ ബി ബ്രൗൺ ട്രൗട്ട് സാൽമോ ട്രൂട്ടെ ആണോ, ഓപ്ഷൻ സി ബ്രൂക്ക് ട്രൗട്ട് സാൽവീലിനസ് ഫുണ്ടിനാലിസ് ആണോ, ഓപ്ഷൻ ഡി സ്നോ ട്രൗട്ട് ഷൈസോ തൊറാക്സ് റിച്ചാർഡ്സോണി ആണോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ റെയിൻബോ ട്രൗട്ട്, ബ്രൂക്ക് ട്രൗട്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ബ്രൗൺ ട്രൗട്ട് എന്നൊക്കെ പറയുന്നത് എക്സോട്ടിക് ട്രൗട്ട് വെറൈറ്റീസ് ആണ്. ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ട്രൗട്ട് സ്പീഷീസുകളാണ് ഇവയൊക്കെ. സ്റ്റിൽ നമുക്ക് അക്വാകൾച്ചർ, കോൾഡ് വാട്ടർ അക്വാകൾച്ചറിൽ ഈ പറയുന്നവയ്ക്ക് പ്രാധാന്യമുണ്ട്, ബ്രൗൺ ട്രൗട്ടിനാണെങ്കിലും റെയിൻബോ ട്രൗട്ടിനാണെങ്കിലും ഒക്കെ. ബട്ട് സ്റ്റിൽ നമ്മുടെ വെറൈറ്റി, നമ്മുടെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള നമ്മുടെ കൺട്രിയുടെ ഇൻഡിജിനിയസ് വെറൈറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് സ്നോ ട്രൗട്ട്. ഓപ്ഷൻ ഡി ആണ് സ്നോ ട്രൗട്ട്, ദാറ്റ് ഇസ് ഷൈസോതൊറാക്സ് റിച്ചാർഡ്സോണി ആണ്
അല്ലെങ്കിൽ ഷൈസോസോറ സ്പീഷീസിൽ വരുന്ന സ്നോ ട്രൗട്ടുകളാണ് നമുക്ക് ഇൻഡിജീനിയസ് ആയിട്ടുള്ളൊരു ട്രൗട്ട് വെറൈറ്റി എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബാക്കിയുള്ള ട്രൗട്ട് വെറൈറ്റീസ് എല്ലാം തന്നെ എക്സോട്ടിക് ആണ് നമ്മൾ കൾച്ചർ പ്രാക്ടീസിലുള്ള കേട്ടോ. ഈ റെയിൻബോ ട്രൗട്ട്, ബ്രൗൺ ട്രൗട്ട്, ബ്രൂക്ക് ട്രൗട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഫോർ ദി ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇൻഡിജീനിയസ് വെറൈറ്റി ഓഫ് ട്രൗട്ട് സ്പീഷീസ് ഇൻ കൺട്രി അല്ലെങ്കിൽ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്, സ്നോ ട്രൗട്ട് ആണേ. ഓക്കെ, അതാണ്. Now, coming to question number 32. Quinquennial Review Team, that is also known in short as QRT, assesses the policy framework of ICR every dash year. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, ക്വിൻക്വിനിയൽ റിവ്യൂവൽ ടീം, QRT. ക്വിൻക്വിനിയൽ എന്ന് പറയുന്ന അവാർഡാണ് നമ്മൾ കൃത്യം മാർക്ക് ചെയ്യുന്നത്. ക്വിൻക്വിനിയൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 5 years ടൈം പീരീഡിനെയാണ്. ഓക്കെ, 5 years ക്വിൻക്വിനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്വിൻക്വിനിയൽ റിവ്യൂ ടീം എന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ 5 year ടൈം പീരീഡിൽ വരുന്ന എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പം ദി അസസ് ദ പോളിസി ഫോർമേഷൻ ഓഫ് ICR എവറി ഡാഷ് ഇയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 10 ആൻഡ് ഓപ്ഷൻ ഡി 12. അപ്പം ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 5 years അസസ്മെന്റ് നടത്തുന്ന QRT ടീം ആണുള്ളത്. ICRന് QRT ടീം ICRൻ്റെ അസസ്മെന്റ് നടത്തുമെന്നുള്ളത്. ICRൻ്റെ പോളിസി ഫ്രെയിം വർക്ക്സ്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനിങ് കാര്യങ്ങൾ എല്ലാത്തിനെയും പറ്റിയിട്ട് എന്ത് ചെയ്യും? അസസ്മെന്റ് നടത്തും. ക്വിൻക്വിനിയൽ റിവ്യൂ ടീം അത് ഉള്ളതാണ്. ക്വിൻക്വിനിയൽ റിവ്യൂ ടീം ഈ പറഞ്ഞ 5 years ടൈം പീരീഡ് കാലയളവിൽ 5 years കൂടുമ്പോൾ എന്താണ് ICRൻ്റെ എല്ലാ കാര്യങ്ങളിലും ഫങ്ഷനിങ്സും പോളിസി ഫ്രെയിം വർക്ക്സും എല്ലാം തന്നെ അസസ്മെന്റ് ക്യാരി ഓൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടറി ആണ് ICR എന്ന് പറയുന്നത്. അതിന് അണ്ടർ തന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഫിഷറീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന. അപ്പം ഈ പറഞ്ഞ ICRൻ്റെ ഫുൾ ആകെ മുഴുവനുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീമാണ് QRT ടീം, വിച്ച് ആസ് ആക്ച്വലി വർക്കിംഗ് എവറി 5 years. വർക്കിംഗ് അല്ല, അസസസ് ഇറ്റ്സ് പെർഫോമൻസ് ഓഫ് ICR എവറി 5 years. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, now moving on to question number 33. Question number 33. Which act holds provisions to prevent construction of shrimp farms in mangrove area, other sensitive areas and in agricultural land? This is ഈ question എന്ന് പറയുന്ന ഒരു ആക്ടിനെ പറ്റിയിട്ടാണ് അല്ലേ. Which act holds provisions to prevent the construction of all this shrimp farms in the ecological sensitive areas അതുപോലെ തന്നെ agricultural lands എന്നാണ് ചോദിച്ചിരിക്കുന്നത്. That act prevents all this shrimp farms, shrimp aquaculture in those ecologically sensitive areas as well as agricultural lands. And the options given are option A, Environmental Protection Act 1986, option B, Coastal Aquaculture Authority Act 2005, option C, Biological Diversity Act 2002, and option D, none of the above. അപ്പോൾ ഇതിൽ ഷ്രിംപ് അക്വാകൾച്ചറിനെ മാക്സിമം എല്ലാ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസ് അല്ലെങ്കിൽ കോസ്റ്റൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസിലൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡിൽ നിന്നൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ആക്ട് എന്ന് പറയുന്നത് CAA ആക്ട് ഓഫ് 2005 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റി ആക്ട് CAA ആക്ട് ഓഫ് 2005 ആണ്. ബാക്കി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു അംബ്രല ആക്ട് ആണ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള. തീർച്ചയായും അത് ഇറ്റ്സ് നോട്ട് സ്പെസിഫിക് ടു ഷ്രിംപ് ഫാംസ് ആൻഡ് ഓൾ വിച്ച് പ്രിവെൻറ്റ്സ് ഇറ്റ് ഷ്രിംപ് ഫാംസ് എന്താ പറയുക ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ഓർ ഇറ്റ്സ് എന്താ പറയുക വോക്കിങ്ങിനോ. ഓക്കെ, അതുമായിട്ടൊരു റിലേഷൻ വരുന്നില്ല എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട്. ഇനി ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് 2002 എന്ന് പറയുമ്പോൾ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ കൺസർവേഷൻ ആ ഒരു ആസ്പെക്റ്റാണ് വരുന്നത് അല്ലേ. ഒരിക്കലും ഈ പറഞ്ഞ സ്പെസിഫിക്കലി കോസ്റ്റൽ എക്വാകൾച്ചറുമായിട്ടോ അല്ലെങ്കിൽ കോസ്റ്റൽ ഷ്രിംപ് ഫാംസുമായിട്ടോ റിലേറ്റ് ചെയ്ത് വരുന്നതല്ല. ആൻഡ് നൺ ഓഫ് ദി അബോവ് ആണ് ഈ ഡി വരുന്നത്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. CAA ആക്ട് ഓഫ് 2005 ആണ്. ദാറ്റ് പ്രിവെൻറ്റ്സ് ദ എന്താ പറയുക ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇല്ലീഗൽ വോക്കിംഗ് ഓഫ് shrimp farms in those ecological sensitive areas like mangrove covered areas as well as agriculture lands and all. Okay, അപ്പം CAA ആക്ട് ഓഫ് 2005 ആണ് അത് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. Now coming to question number 34. Which one is considered as the coral island in India? ഇന്ത്യയിൽ കോറൽ ഐലൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇവയിൽ ഏതാണ്? ഓപ്ഷൻ എ ലക്ഷദ്വീപ്, ഓപ്ഷൻ ബി ഗൾഫ് ഓഫ് കച്ച്, ഓപ്ഷൻ സി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഗൾഫ് ഓഫ് മന്നാർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പലർക്കും അറിയാവുന്നതുമാണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്
ഓപ്ഷൻ എ ആണ്, ലക്ഷദ്വീപാണ്. ഓക്കെ, ലക്ഷദ്വീപ് ഇസ് ദ കോറൽ ഐലൻഡ് ഇൻ ഇന്ത്യ. എസ്പെഷ്യലി അറ്റോൾസുകളാണ്, അറ്റോൾ ടൈപ്പ് ഓഫ് കോറൽസുകളാണ് ലക്ഷദ്വീപിൽ കാണപ്പെടുന്നത്. കോറൽ അറ്റോൾസുകൾ തന്നെ അറിയപ്പെടുന്ന റീജിയനാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഓക്കെ, കോറൽ അറ്റോൾസ് ഇൻ ലക്ഷദ്വീപ്. അപ്പം കോറൽ ഐലൻഡ് എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ് ഇന്ത്യയിൽ. ബാക്കിയുള്ള ഓപ്ഷൻ ഗൾഫ് ഓഫ് കച്ച് എന്ന് പറയുന്നത് ഗുജറാത്ത് ഏരിയയിൽ വരുന്നതാണ്. ഇതൊരു ഐലൻഡ് ഒന്നും അല്ല തീർച്ചയായിട്ടും, അപ്പം കൺസിഡറേഷനേ വരുന്നില്ല. പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ്, കോണ്ടിനെന്റൽ ഐലൻഡ് ആണ്, ബട്ട് സ്റ്റിൽ ദാറ്റ്സ് നോട്ട് എ കോറൽ ഐലൻഡ്. കോറൽസ് ആർ പ്രസന്റ്, ബട്ട് കൂടുതലും ഈ ഫ്രിഞ്ചിങ് ആൻഡ് ബാരിയർ ടൈപ്പ് ഓഫ് കോറൽസ് ഒക്കെയാണ് വരുന്നത്. അറ്റോൾസുകൾ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കൃത്യം കോറൽസ് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല ഐലൻഡിനെ. ഐലൻഡ് ഇസ് ആക്ച്വലി സറൗണ്ടഡ് ബൈ സം കോറൽസ് ആൻഡ് ഓൾ, ബട്ട് ദാറ്റ് ഐലൻഡ് ഇസ് നോട്ട് പർട്ടിക്കുലർലി എ കോറൽ ഐലൻഡ്, ഇറ്റ്സ് എ കോണ്ടിനെന്റൽ ഐലൻഡ്. പിന്നെ ഗൾഫ് ഓഫ് മന്നാർ തമിഴ്നാടു, അതും ഒരിക്കലും കോറൽസ് പ്രസന്റ് ആണെങ്കിൽ പോലും നമുക്ക് കോറൽ ഐലൻഡ് അല്ല. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ലക്ഷദ്വീപ് ഇസ് ദ കോറൽ ഐലൻഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇറ്റ്സ് കൺസിഡർഡ് ആസ് കോറൽ ഐലൻഡ് ഇൻ ഇന്ത്യ. Now coming to question number 35. The natural breeding season of scampi അഥവാ Macrobrachium rosenbergi in India generally extends from. Okay, the natural breeding season ആണ് ചോദിച്ചിരിക്കുന്നത് സ്കാംപിയുടെ ആണ്, ദാറ്റ് ഇസ് ജയന്റ് ഫ്രഷ് വാട്ടർ പ്രോൺ Macrobrachium rosenbergiയുടെ ഇന്ത്യയിലെ ബ്രീഡിംഗ് സീസൺ ആണ്. And the options given are option A January to March, option B April to June, option C July to December, and option D November to February. ഏതാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത് സ്കാംപിയുടെ സീഡ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ മൺസൂൺ പോസ്റ്റ് മൺസൂൺ ടൈമിലാണ് ഇതിൻ്റെ പീക്ക് ബ്രീഡിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഓപ്ഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം പറയുകയാണെങ്കിൽ മൺസൂൺ പോസ്റ്റ് മൺസൂൺ ടൈം പീരിയഡ് എന്ന് പറയുന്നത് കൃത്യം വരുമ്പം ഈ ഒരു ഏരിയയിൽ അല്ലേ CND നമുക്ക് പരിഗണിക്കാം. മൺസൂൺ ആൻഡ് പോസ്റ്റ് മൺസൂൺ കൃത്യം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, ജൂലൈ ടു ഡിസംബർ ആണ്. അതായത് മൺസൂൺ പോസ്റ്റ് മൺസൂൺ എന്ന് പറയുമ്പോൾ ദാറ്റ് ക്യാൻ മാക്സിമം എക്സ്റ്റെൻഡ് അപ് ടു ഡിസംബർ എന്നാണ് നമ്മളതിൻ്റെ ഈ സ്കാംപിയുടെ നാച്ചുറൽ ബ്രീഡിംഗ് സീസണെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ ജൂലൈ ടു ഡിസംബർ ഇസ് ദ റൈറ്റ് ആൻസർ. ഈ നവംബർ ടു ഫെബ്രുവരി എന്നൊക്കെ പറയുമ്പോഴത്തേനും ആ പീക്ക് പീരീഡ് ഒന്നും അല്ല, നവംബർ ഡിസംബർ വരെ മാക്സിമം ഉള്ളൂ അല്ലേ, ഫെബ്രുവരിയിലോട്ട് നമുക്ക് കൺസിഡറേഷനേ ഇല്ല, അപ്പം അത് പരിഗണിക്കാൻ പറ്റില്ല. ഏപ്രിൽ ടു ജൂണും നമ്മുടെ കൺസിഡറേഷൻ അല്ല, ഇത് മൺസൂൺ പ്രീ മൺസൂൺ ടൈമാണ്. മൺസൂൺ പോസ്റ്റ് മൺസൂൺ ആണ് പീക്ക് ബ്രീഡിംഗ് ടൈം എന്ന് പറയുന്നത് സ്കാംപിയുടെ. ഓക്കെ, ജനുവരി ടു മാർച്ചും തീർച്ചയായിട്ടും മൺസൂൺ ആൻഡ് പോസ്റ്റ് മൺസൂണായിട്ട് റിലേഷൻ ഇല്ല. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ജൂലൈ ടു ഡിസംബർ എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് സ്കാംപിയുടെ നാച്ചുറൽ ബ്രീഡിംഗ് സീസൺ അല്ലെങ്കിൽ പീക്ക് ബ്രീഡിംഗ് ടൈം പീരീഡ് ആണ്, ജൂലൈ ടു ഡിസംബർ. Now moving on to the next question, question number 36. Okay, question number 36. Which of the following reproductive strategies is typically associated with high fecundity in fishes? Okay, they have asked about the reproductive strategies that is typical of high fecundity in fishes. ഈ ടേംസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ആൻഡ് ഓപ്ഷൻസ് ഗിവൺ ആർ ഓപ്ഷൻ എ മൗത്ത് ബ്രൂഡിംഗ്, ഓപ്ഷൻ ബി നെസ്റ്റ് ഗാർഡിംഗ്, ഓപ്ഷൻ സി ബ്രോഡ്കാസ്റ്റ് സ്പോണിംഗ് വിത്ത് ലിറ്റിൽ ഓർ നോ പേരന്റൽ കെയർ, ഓപ്ഷൻ ഡി ലൈവ് ബെയറിംഗ് വിത്ത് പേരന്റൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പം ഏത് റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജിയാണ് ഹൈ ഫീക്കൻഡിറ്റി ഫിഷസുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ളത്? ഈ ഹൈ ഫീക്കൻഡിറ്റി ഫിഷസിൽ വരണം എന്നുണ്ടെങ്കിൽ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതലും ദേ ഷുഡ് നോട്ട് ഷോ എനി പേരന്റൽ കെയർ എന്നുള്ളതാണ്. നോ പേരന്റൽ കെയർ, അത് ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ആ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ദർ ഇസ് നോ പേരന്റൽ കെയർ ബിക്കോസ് ഹൈ ഫീക്കൻഡിറ്റി എന്ന് പറയുമ്പോൾ ദർ വിൽ ബി ലാർജ് എമൗണ്ട് ഓഫ് എഗ്സ് റിലീസ് ഇൻ ടു ദ വാട്ടർ ആൻഡ് ദാറ്റ് മേ സർവൈവ് ഓർ നോട്ട്. കുറച്ച് സർവൈവബിലിറ്റി ഉണ്ടാവും. ആ ഒരു എന്താ പറയുക കോമ്പറ്റീഷനെ അത് സർവൈവ് ചെയ്യോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും നമ്പേഴ്സ്. ഫീക്കൻഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് എക്സ് പെർ ഫീമെയിൽ ആണ് നമ്മൾ കൺസിഡർ ഫീക്കൻഡിറ്റി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഹൈ ഫീക്കൻഡിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് എക്സ് പെർ ഫീമെയിൽ ഇസ് ഹൈ എന്നാണ്. അപ്പം അത്രയും ഹൈ നമ്പേഴ്സിൽ എക്സ് ലേ ചെയ്യുക, അത് എന്താണ് ആ ഒരു മറ്റേ എന്താ പറയുക ഈ ഇതിൻ്റെ മോർട്ടാലിറ്റീനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രാക്ടീസ് എന്ന് തന്നെ പറയുന്നത്. അവിടെ ദർ ഇസ് നോ പേരന്റൽ കെയർ. ഓക്കെ, ഗ്ലേയേഴ്സിലാണ് കാണുന്നത് കൂടുതലും. ദർ ഇസ് നോ പേരന്റൽ കെയർ ഇൻ സച്ച് ഫിഷസ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജീസ് ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് ഹൈ ഫീക്കൻഡിറ്റി ഇൻ ഫിഷസ് എന്ന് പറയുമ്പോൾ ലാർജ് നമ്പർ ഓഫ് എഗ്സ് വിൽ ബി റിലീസ്ഡ്,
വിത്ത് നോ പേരന്റൽ കെയർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നവയിൽ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്, ബ്രോഡ്കാസ്റ്റ് സ്പോണിംഗ് വിത്ത് ലിറ്റിൽ ഓർ നോ പേരന്റൽ കെയർ. ദാറ്റ് ഇസ് ലാർജ് നമ്പർ ഓഫ് എഗ്സ് ആർ റിലീസ്ഡ് ആൻഡ് ദാറ്റ് എഗ് മേ ഓർ മേ നോട്ട് ഹാച്ച് ഔട്ട് എന്നുള്ള കൺസിഡറേഷൻ ആണ്. ആൻഡ് സം സർവൈവ് ആൻഡ് ദാറ്റ് എക്സാക്ട്ലി കോമ്പാറ്റ്സ് ദ മോർട്ടാലിറ്റി റേറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദർ ഇസ് നോ പേരന്റൽ കെയർ, ലിറ്റിൽ ഓർ നോ പേരന്റൽ കെയർ ആണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജി ബ്രോഡ്കാസ്റ്റ് സ്പോണിംഗ് വിത്ത് ലിറ്റിൽ ഓർ നോ പേരന്റൽ കെയർ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഹയർ ഫീക്കണ്ടിറ്റി ഇൻ ഫിഷസ്. ബാക്കിയുള്ള ഓപ്ഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ മൗത്ത് ബ്രൂഡിങ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ആക്ച്വലി എ പാരന്റൽ കെയർ. മൗത്തിൽ ബ്രൂഡ് ചെയ്യുകയാണ് ഫിഷസ്, ഫീമെയിൽ ഓർ മെയിൽ ഫിഷസ്, എഗ്സ് അല്ലെങ്കിൽ ഫ്രൈസിന് അല്ലേ. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. ഹൈ ഫീക്കണ്ടിറ്റി അവിടെ ഉണ്ടാവത്തില്ല, ഒരു ഒപ്റ്റിമം എമൗണ്ടിലേ കാണത്തുള്ളൂ. കാരണം മൗത്ത് ബ്രൂഡിങ് ചെയ്യണമല്ലോ ഈ പറയുന്ന ഫോം യങ് വൺസിനെ. നെസ്റ്റ് ഗാർഡിങ് എന്ന് പറയുന്നത് പേരന്റൽ കെയർ കാണിക്കുക. നെസ്റ്റ് ഗാർഡിങ് എന്ന് പറഞ്ഞാൽ നെസ്റ്റ് ഉണ്ടാക്കി അത് നെസ്റ്റ് ബിൽഡ് ചെയ്ത് അതിനെ ഗാർഡ് ചെയ്യുക അല്ലെ, പേരന്റൽ കെയർ ആണ് വരുന്നത്. അപ്പോൾ അവിടെയും ഫീക്കണ്ടിറ്റി ഉണ്ടാവുകയില്ല. ഓക്കെ, ഫീക്കണ്ടിറ്റി ഹൈ ആവുകയില്ല. ലൈവ് ബിയറിംഗ് വിത്ത് പേരന്റൽ പ്രൊട്ടക്ഷൻ. ലൈവ് ബിയറിംഗ് ഇൻ പേരന്റൽ പ്രൊട്ടക്ഷൻ ദാറ്റ് ഇസ് ആക്ച്വലി സീൻ ഇൻ സം സ്പീഷീസ് ലൈക്ക് ഗപ്പീസ് ആണ് അല്ലേ. അപ്പം എംബ്രിയോസ് ഡെവലപ്പ് ഇൻസൈഡ് ദ ഫീമെയിൽ ഫിഷ് ആണ്, ഹാച്ച് ഔട്ട് ഇൻസൈഡ് ദ ഫീമെയിൽ ഫിഷ് ആണ്. അപ്പം ലൈവ് ബിയറിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേനും എന്താണ്, അവിടെയും പേരന്റൽ പ്രൊട്ടക്ഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ലൈവ് ബിയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ലൈവ് ബിയറിംഗ് വിത്ത് പേരന്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല, ഹൈ ഫീക്കണ്ടിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതല്ല. ഓക്കെ, അവിടെയും ഫീക്കണ്ടിറ്റി ഓഫ് ദ സ്പീഷ്യസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്പർ ഓഫ് എക്സ്പോ ഫീമെയിൽ എന്ന് പറയുന്നത് ലെസ്സർ ആയിരിക്കും. അപ്പോൾ ഈ കൺസിഡറേഷനാണ് ബ്രോഡ്കാസ്റ്റ് സ്പോണിംഗ് വിത്ത് ലിറ്റിൽ ഓർ നോ പേരന്റൽ കെയറിലാണ് ഹൈ ഫീക്കണ്ടിറ്റി ഉണ്ടാവുക. ഓക്കെ, ആ റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജിയിലാണ് ഹയർ ഫീക്കണ്ടിറ്റി നമുക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 36. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 37. This is a match the following question. Match list 1 with list 2 and choose the correct answer എന്നാണ് question. List 1 is given fish's name. Then list 2 is given ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ്. ഈ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് പറഞ്ഞാൽ നമുക്കറിയാം ഫിഷസിന്റെ പ്രൈമറി റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ഗിൽസ് ആണ്. അത് കൂടാതെ അവർക്ക് ആക്സസറി ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ള ഏരിയൽ റെസ്പിറേഷൻ ഒക്കെ പോസിബിൾ ആക്കുന്ന ഓർഗൻസിനെയാണ് ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെ എയർ ബ്രീത്തിങ് ഫിഷസുകളിലൊക്കെ നമുക്ക് ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് കാണാൻ സാധിക്കും. തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കൂ, ചന്ന, മോണോപ്റ്റിറസ്, ക്ലേരിയസ്, എനാബസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, all the fishes are air breathing fishes and they have certain adaptations or certain organ modifications or accessory organs for their aerial respiration. Okay, അപ്പോൾ അത് കൃത്യമായിട്ട് മാച്ച് ഓൺ ചെയ്യണം. ഗിവൺ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് ഇൻക്ലൂഡ് ഫാരിഞ്ചിയൽ ഡൈവേർട്ടിക്കുലെ, ലേബ്രിന്തിഫോം ഓർഗൻ, റെസ്പിറേറ്ററി ഐലറ്റ്സ് ആൻഡ് അർബോറസെന്റ് ഓർഗൻ. ഇതിൽ കുറച്ചെങ്കിലും നമ്മൾ കൾച്ചർ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സ്പീഷീസ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് അറിയാവുന്നതുണ്ട്. ഓക്കെ, ക്ലേരീസിൻ്റെ അനാബസിൻ്റെ ഒക്കെ നമുക്ക് അത്യാവശ്യം അറിയാവുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് ചെന്ന സ്പീഷീസ്, ചെന്ന അല്ലെങ്കിൽ മറൽസ് അല്ലെങ്കിൽ സ്നേക്ക് ഹെഡ്സിൻ്റെ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് തീർച്ചയായും അത് വരുന്നത് ബക്കോ ഫാരിഞ്ചൽ റീജിയനിലാണ്. ബക്കോ ഫാരിഞ്ചൽ റീജിയനിൽ അവരുടെ ബക്കോ ഫാരിഞ്ചൽ ക്യാവിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു മോഡിഫിക്കേഷൻ, ഓക്കെ, ലീഫ് ലൈക്ക് ആൻഡ് ട്രീ ലൈക്ക് മോഡിഫിക്കേഷൻ ആണ് അവരുടെ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. കൃത്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ബക്കോ ഫാരിൻസ് ആണ് റീജിയൻ എന്ന് പറയുന്നത്. അതിൽ വാസ്കുലർ ആയിട്ട് മാറിയ ബക്കോ ഫാരിഞ്ചൽ ക്യാവിറ്റി മോഡിഫിക്കേഷൻ ആണ് റെസ്പിറേറ്ററി ഐലറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റെസ്പിറേറ്ററി ഐലറ്റ്സ് എന്ന് പറയുന്നത്. സോ എ മാച്ചപ്പ് ചെയ്യുക റെസ്പിറേറ്ററി ഐലറ്റ്സ്. ഷന്നയുടെ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഐലറ്റ്സുകളായിരിക്കും. സെക്കൻഡ് നോക്കി, മോണോപ്റ്റിറസ്. ഓക്കെ, ഈ മോണോപ്റ്റിറസ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ആംഫിപ്നിയോൺ സ്പീഷീസ് വരുന്നതാണ്, ജീനസ് വരുന്നതാണ് മോണോപ്റ്റിറസ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഇവരും ബക്കോ ഫാരൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ബക്കോ ഫാരൻസിന്റെ മോഡിഫിക്കേഷൻ ആണ് ഇവർക്കും വരുന്നത് കേട്ടോ. പറയാം, ബക്കോ ഫാരൻസിന്റെ മോഡിഫിക്കേഷൻ ആണ്. അതിന്റെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇനിയുള്ള എന്ന് പറയുന്നത് ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലാണ്. ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ബക്കോ ഫാരൻസ് തന്നെ എപ്പിത്തീലിയൽ സെൽസ് കുറച്ചും കൂടെ വാസ്കുലർ ആയിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു മോഡിഫിക്കേഷൻ നടന്നു, ചെറിയ ലീഫി ട്രീ ലൈക്ക് സ്ട്രക്ചർ ആകുന്നതാണ് ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുല എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മോണോപ്റ്റിറസ് സ്പീഷീസിന്റെ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഫാരിഞ്ചൽ ഡൈവേർട്ടിക്കുലയാണ്. B1 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലേരിയസ്. ക്ലേരിയസിനെ നമ്മൾ കൃത്യം പഠിക്കുന്നതാണ്. ക്ലേരിയസ് മഗൂർ, ക്ലേരിയസ് സ്പീഷീസ് എന്ന് പറയുന്നത് മഗൂർ അല്ലെങ്കിൽ വോക്കിംഗ് ക്യാറ്റ് ഫിഷസ് ഒക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ അവരുടെ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ എന്താണ്? തീർച്ചയായിട്ടും ദാറ്റ് ഇസ് അർബോറസെന്റ് ഓർഗൻസ് ആണ്. ഓക്കെ,
സി വരുന്നത് 4 ആണ്. അർബോറിസെൻ്റ് ഓർഗൻ ആണ് അവർക്ക് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ സ്ട്രക്ചറാണ് അർബോറിസെൻ്റ് ഓർഗൻ എന്ന് പറയുന്നത്. ക്ലേരിയസിൽ പ്രസൻ്റ് ആയിട്ടുള്ള അർബോറിസെൻ്റ് ഓർഗൻ. നെക്സ്റ്റ് വരുന്നത് അനാബസ്. അനാബസ് അല്ലെങ്കിൽ ക്ലൈംബിംഗ് പേർച്ച്. ഓക്കെ, അനാബസ് അല്ലെങ്കിൽ ക്ലൈംബിംഗ് പേർച്ചിന് എന്ത് പ്രസൻ്റ് ആണ്? ലേബ്രിന്തിഫോം ഓർഗൻ പ്രസൻ്റ് ആണ് ഫുൾ ആസ് എൻ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ. ലേബ്രിന്തിഫോം ഓർഗൻ. ഓക്കെ, ലേബ്രിന്തിഫോം ഓർഗൻ ആണ് അനാബസിൻ്റെ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓരോ സ്പീഷീസിൻ്റെയും അതിൻ്റെ ആക്സസറി റെസ്പിറേറ്ററി ഓർഗന് മാച്ചപ്പ് ചെയ്തു. ഇത് കൃത്യം വരുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. അപ്പം A3, B1, then C4 and D2 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പം ഇത് ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് ഓഫ് സ്പീഷീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് തന്നെ പഠിച്ചു വെച്ചാലും മതി. ഓക്കെ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചന്ന സ്പീഷീസ്, സ്നേക്ക് ഹെഡ്സുകൾ ബെക്കോ ഫാരിൻസിൻ്റെ മോഡിഫിക്കേഷൻ തന്നെയാണ് അവരുടെ ആക്സസറി റെസ്പിറേറ്ററി ഓർഗനായിട്ട് വരുന്നത്. ദാറ്റ് ഇസ് ആക്ച്വലി സ്പെസിഫിക്കലി നോൺ ആസ് റെസ്പിറേറ്ററി ഐലറ്റ്സ്. ഇനിയും മോണോപ്റ്റീറസ് സ്പീഷീസ് എന്നൊരു ഫിഷസ് ഉണ്ട്, അവരുടെ ആക്സസറി, അവരും എയർ ബ്രീത്തിങ് ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ അവർക്കും പ്രസൻ്റ് ആണ്. അതും ബെക്കോ ഫാരിൻസിൻ്റെ മോഡിഫിക്കേഷൻ ആണ്. ദാറ്റ് സ്പെസിഫിക്കലി നോൺ ആസ് ഫാരിഞ്ചിയൽ ഡൈവേർട്ടിക്കുലേ. ഇനി ക്ലേരിയസിന് അർബോറസെൻ്റ് ഓർഗൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ഓർഗൻ തന്നെ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ട് പ്രസൻ്റ് ആണ്. ഇനി അനാബസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ലേബ്രിന്തിഫോം ഓർഗൻ അവർക്ക് പ്രസൻ്റ് ആണ്. ക്ലൈംബിംഗ് പോച്ചേഴ്സിന് ലേബ്രിന്തിഫോം ഓർഗൻ പ്രസൻ്റ് ആണ്. ഇവയെല്ലാം എയർ ബ്രീത്തിങ് ഫിഷസ് ആണ്. ദേ കൻ സർവൈവ് ഔട്ട് ഓഫ് ദ വാട്ടർ ഫോർ ലോങ്ങർ പീരിയഡ്സ് ഓഫ് ടൈം കമ്പാരിങ് ടു അതർ സ്പീഷീസ്. ഓക്കെ, അതാണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യം അവരുടെ റെസ്പിറേറ്ററി ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ് അല്ലെങ്കിൽ ആക്സസറി റെസ്പിറേറ്ററി ഓർഗൻസ്, ഏരിയൽ റെസ്പിറേഷൻ ഒക്കെ പോസിബിൾ ആകുന്ന ഓർഗൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളത് റെസ്പിറേഷൻ ഫിഷസ് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫിഷസിൻ്റെ ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ടേംസ് കണക്റ്റഡ് വിത്ത് സ്പീഷീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു മാച്ച് ഫോളോയിങ് ആയിരുന്നു ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മാച്ച് ഫോളോയിങ് നമുക്ക് ആദ്യം കാണുമ്പോൾ കുറച്ച് പേര് തോന്നുമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചും കൂടെ ഫിസിയോളജിക്കലി കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, നൗ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 38. Who among the following developed the Pearl brand of Artemia? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്. അപ്പം പേൾ ബ്രാൻഡ് ഓഫ് ആർട്ടീമിയ ഡെവലപ്പ് ചെയ്തത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ RGC ആണോ, ഓപ്ഷൻ ബി CIFA ആണോ, സിഫ ആണോ, ഓപ്ഷൻ ബി സിബ ആണോ, ഓപ്ഷൻ ബി നാക്സ ആണോ? ഓക്കെ, അപ്പോൾ RGCA രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ അക്വാകൾച്ചർ, സിഫ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്രഷ് വാട്ടർ അക്വാകൾച്ചർ, സിബ ദാറ്റ് ഇസ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാക്കിഷ് വാട്ടർ അക്വാകൾച്ചർ. ഇത് രണ്ടും ICAR ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. പിന്നെ നാക്സ എന്ന് പറയുന്നത് നാഷണൽ സസ്റ്റൈനബിൾ അക്വാകൾച്ചർ. ഓക്കെ, നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ അക്വാകൾച്ചർ ആണ് നാക്സ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പേൾ ബ്രാൻഡ് ഓഫ് ആർട്ടീമിയ ഡെവലപ്പ് ചെയ്ത് എടുത്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് RGCA ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. എംപെഡേൻ്റെ ഒരു എന്താ പറയുക നെറ്റ്വർക്കാണ് RGC എന്ന് പറയുന്നത്. എംപെഡേൻ്റെ അണ്ടറിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടറിയാണ് അല്ലേ. മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ അക്വാകൾച്ചർ എന്ന് പറയുന്നത് RGCA ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അവരുടെ ഡെവലപ്പ് ചെയ്ത സ്പെസിഫിക് ബ്രാൻഡ് ഓഫ് ആർട്ടീമിയയാണ് കുറച്ചും കൂടെ പലാറ്റബിൾ ആയിട്ടുള്ള ഫോം ഓഫ് ലൈഫ് ഫീഡ് ആണല്ലോ ആർട്ടീമിയ എന്ന് പറയുന്നത്. അത് ആണ് പേൾ ബ്രാൻഡ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് RGCA ആണ്. RGCA. ഓക്കെ, RGCA രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ അക്വാകൾച്ചർ ആണ്. ബാക്കി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഈ ഒരു ആസ്പെക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതല്ല. അത് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. പേൾ ബ്രാൻഡ് ഓഫ് ആർട്ടീമിയ ഡെവലപ്പ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടറി ഇസ് RGCA only. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Now coming to question number 39. Okay, 39. Crabs, prawns and lobsters belong to which order of crustaceans? കുറച്ചും കൂടെ വളരെ സ്പെസിഫിക് ആണ്. നമുക്കറിയാം ക്രാബ്സ്, ലോബ്സ്റ്റേഴ്സ്, ഈ ഷ്രിംപ് അല്ലെങ്കിൽ പ്രോൺസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ക്രസ്റ്റേഷ്യൻസ് ആണെന്ന് അറിയാം. ആൻഡ് ദേ ഹാവ് ആസ്ക്ഡ് എ ക്വസ്റ്റ്യൻ അബൌട്ട് ദേ ബിലോങ് ടു വിച്ച് ഓർഡർ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം നമ്മൾ പഠിക്കുന്നതാണ്, അക്വാറ്റിക് ഓർഗാനിസം ക്ലാസിഫിക്കേഷൻ. ആൻഡ് ദ ഗിവൺ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഒക്ടോപോഡ, ഓപ്ഷൻ ബി ഡിക്കാപോഡ, ഓപ്ഷൻ സി ഓസ്ട്രകോഡ ആൻഡ് ഓപ്ഷൻ ഡി സിഫാലോകാരിഡ. ഓക്കെ, അപ്പോൾ ഇതിൽ കൃത്യം പറയുവാണെങ്കിൽ ക്രാബ്സ്, പ്രോൺസ്, ലോബ്സ്റ്റേഴ്സ്, they are 10-footed animals, right?
10 footed എന്ന് പറയുന്ന ഒരു പദമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇവർക്ക് വരുന്നത്. അപ്പോൾ അത് വരുന്ന ഓർഡർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ഡെക്കാപോഡയാണ് നമ്മുടെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. 10 footed എന്ന് മീൻ ചെയ്യുന്നത് ഈ പറഞ്ഞ ക്രസ്റ്റേഷ്യൻസ് ഒക്കെ, ക്രാബ്സ് ആണെങ്കിലും ലോബ്സ്റ്റേഴ്സ് ആണെങ്കിലും പ്രോൺസുകളാണെങ്കിലും ദേ ആർ ആക്ച്വലി എന്താണ് 10 footed ഡെക്കാപോഡ ഓർഡറിൽ വരുന്ന ക്രസ്റ്റേഷ്യൻസുകളാണ്. ഒക്ടോപോഡ എന്ന് പറയുമ്പോൾ 8 legged ആണ്. അതല്ല ഓസ്ട്രോകോഡ, സെഫലോകാരിഡ് എന്നൊക്കെ പറയുന്നത് കൂടുതൽ അങ്ങോട്ടേക്ക് എന്താ പറയുക മോളിസ്കൻസിലേക്കൊക്കെ പോകുമ്പോഴത്തേനുള്ള ഓർഡർ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, നമ്മൾ കൃത്യം പറയുകയാണെങ്കിൽ ക്രസ്റ്റേഷ്യൻ ക്ലാസിഫിക്കേഷൻ ആണല്ലോ നമുക്ക് വേണ്ടത്. ഓർഡർ ക്രസ്റ്റേഷ്യൻസിൻ്റെ ഓർഡറാണ് വേണ്ടത്. അപ്പോൾ ക്രസ്റ്റേഷ്യൻസ് ഓർഡറിൽ ക്രാബ്സ്, പ്രോൺസ്, ലോബ്സ്റ്റേഴ്സ് ബിലോങ് ചെയ്യുന്നത് ഡിക്കാപോഡ ഓർഡറിലാണ്. ഡിക്കാപോഡ ദേ ഹാവ് 10 foods. ഓക്കെ, അതാണ് ഡിക്കാപോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. Now coming to question number 40. The mapping of ocean bottom features is called. Ocean bottom features in the mapping ine endana parayunnathu. Option A bathymetry, option B thermometry, option C geometry and option D oceanometry. എല്ലാ മെഷർമെൻറ്റ് റിലേറ്റഡ് ടേംസ് വരുന്നത് അല്ലേ. അപ്പം ഈ മാപ്പിംഗ് ഓഫ് ഓഷ്യൻ ബോട്ടം ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഡെപ്ത് മെഷർമെൻറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഓഷ്യൻ ബോട്ടം ഫീച്ചേഴ്സ് മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെപ്ത് മെഷർമെൻറ്റ് വേണം അല്ലേ. അപ്പം ഡെപ്ത് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ബാത്തിമെട്രി. ബാത്തിമെട്രി ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് എ ആണ്, ഓപ്ഷൻ എ ആണ്, ബാത്തിമെട്രി ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് തെർമോമെട്രി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മെഷർമെൻറ്റ്, ജിയോമെട്രി ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മെഷർമെൻറ്റ്, ഓഷ്യനോമെട്രി ഓഷ്യൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തത്. അങ്ങനെയല്ല, നമുക്ക് ഓഷ്യൻ ബോട്ടം ഫീച്ചേഴ്സ് മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വാട്ടർ ഡെപ്ത് മെഷർമെൻറ്റ് പോസിബിൾ ആണ്. ദാറ്റ് ഇസ് ആക്ച്വലി ബാത്തിമെട്രി. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ. Now coming to question number 41. A large body of water, sometimes with a narrow mouth that is almost completely surrounded by land is called. Okay, I have asked about a large body of water that is sometimes with a narrow mouth that's almost completely surrounded by lands. Okay, and that is called option A estuary ആണ്, option B gulf, option C strait and option D cape. Okay, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ലാർജ് ബോഡി ഓഫ് വാട്ടർ സറൗണ്ടഡ് ബൈ ലാൻഡ്സ്, അത് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ആക്ച്വലി ഗൾഫാണ്. ഗൾഫ് എന്നാണ് നമ്മൾ ആ ടേം പറയുന്നത് കേട്ടോ. ലാർജ് ബോഡി ഓഫ് വാട്ടർ സറൗണ്ടഡ് ബൈ ലാൻഡ് ഏരിയ. ഓക്കെ, അപ്പം അതിനെ നമ്മൾ വിളിക്കുക ഗൾഫ് എന്നാണ്. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് ദ സീ ദാറ്റ് ഈസ് ആക്ച്വലി ഗെറ്റ് സറൗണ്ടഡ് ബൈ ലാൻഡ്, ഗൾഫ്. ദെൻ എസ്റ്റുറി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. എസ്റ്റുറി ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് റിവർ ആൻഡ് സീ അല്ലേ, അതാണ്. അത് കൺസിഡറേഷനിൽ വരത്തില്ല. ഇറ്റ്സ് എ വാട്ടർ ബോഡി ഉള്ളി എസ്റ്റുറി എന്ന് പറയുന്നത്. ഇനി സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് നാരോ വാട്ടർ പാസേജിനെയാണ്, നാരോ വാട്ടർ പാസ്വേ ആണ്, ഒരു വാട്ടർ പാസേജ് ആണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തായാലും വാട്ടർ സറൗണ്ടഡ് ബൈ എ ലാൻഡ് ആയിരിക്കും, അല്ലാതെ വാട്ടർ സറൗണ്ടഡ് ബൈ ലാൻഡ് അല്ല, ലാൻഡ് സറൗണ്ടഡ് ബൈ എ വാട്ടർ ആയിരിക്കും. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ലാർജ് ബോഡി ഓഫ് വാട്ടർ ഗെറ്റ് സറൗണ്ടഡ് വിത്ത് ലാൻഡ് എന്നുള്ള കൺസെപ്റ്റ് വരത്തില്ല. ഓക്കെ, നാരോ വാട്ടർ പാസേജ് വേ വരുമ്പോഴേക്കും എന്താണ്, ലാൻഡ് ഗെറ്റ് സറൗണ്ടഡ് ബൈ വാട്ടേഴ്സ് അല്ലേ, അതിനെയാണ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇനി കേപ്പ് എന്ന് പറയുമ്പോഴത്തേനും ദാറ്റ് ഇസ് എ പ്രൊജക്ഷൻ ഓഫ് ലാൻഡ് ഇൻ ടു ദ സീനെയാണ് കേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡിയും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗൾഫ് എന്നാണ്. ഗൾഫ് ഇസ് ആക്ച്വലി വാട്ടർ ബോഡി സറൗണ്ടഡ് ബൈ ലാൻഡ് ഓൺ ഓൾ ഇറ്റ്സ് സൈഡ്സ്, ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി സറൗണ്ടഡ് എന്ന് നമുക്ക് പറയാം. സംടൈംസ് വിത്ത് എ നാരോ മൗത്ത്. ഓക്കെ, ദാറ്റ് ഇസ് ഗൾഫ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നമ്മൾ വാട്ടർ റിസോഴ്സിനെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ എസ്റ്റുറീസ് എന്താ നമുക്കറിയാം, റിവർ സിസ്റ്റംസ് അറിയാം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ടേംസുകൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഗൾഫിനാണ് ഗൾഫ് എന്ന് പറഞ്ഞ ടേം ആണ് ആക്ച്വലി മീനിങ് വാട്ടർ ഗെറ്റ് സറൗണ്ടഡ് ബൈ ലാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 42. Most bacteria responsible for the spoilage of fresh food are classified as. അത് നമ്മുടെ സ്പോയിലേജ് ഓഫ് ഫിഷ് അല്ലെങ്കിൽ സ്പോയിലേജ് ഓഫ് സീ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻ ആണ്. ദ മോസ്റ്റ് ബാക്ടീരിയ റെസ്പോൺസിബിൾ ഫോർ ദ സ്പോയിലേജ് ഓഫ് ഫ്രഷ് ഫുഡ് or fresh fish is classified as option A psychrophiles ആണോ, ഓപ്ഷൻ ബി mesophiles ആണോ, ഓപ്ഷൻ സി thermophiles ആണോ, ഓപ്ഷൻ ഡി halophiles ആണോ. All these are different types of bacteria accordingly only. അപ്പോൾ ഇതിൽ
കൂടുതലായിട്ട് മോസ്റ്റ് ബാക്ടീരിയാസ് ദാറ്റ് കോസസ് സ്പോയിലേജ് ഇൻ ദ ഫുഡ്, okay, സീ ഫുഡ് ഓൾസോ, ദാറ്റ് ആക്ച്വലി ബിലോങ്സ് ടു എന്താണ് നമ്മൾ കോമൺലി പറയുന്ന ഒരു ടേമാണ് മീസോഫൈൽസ് ആണ്. ബിക്കോസ് മീസോഫൈൽസ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബിക്കോസ് 20 to 45 ഡിഗ്രി സെൽഷ്യസിൽ ആക്ട് അപ്പോൺ ചെയ്യുന്ന ത്രൈവ് ചെയ്യുന്ന സ്പീഷീസ് ആണ് ഈ മീസോഫൈൽസുകൾ എന്ന് പറയുന്നത്. അത് മോസ്റ്റ് കോമൺ സ്പെസിഫിക് സ്പോയിലേജ് ഓർഗാനിസംസ് എന്ന് പറയുന്ന ബാസിലസ് ഒക്കെ ആണെങ്കിലും ഒക്കെ ത്രൈവ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിലാണ്. 20 to 45 ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മീസോഫൈൽസ് ജനറലി പറയുമ്പോൾ ആ ടേംസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക എന്താണ്, ഈ മീസോഫൈൽസ് എന്നുള്ള ടേമാണ് ഈ പറഞ്ഞ പോലെ സ്പോയിലേജ് ഓർഗാനിസം ബിലോങ് ചെയ്യുന്നത്. ബാക്കി ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സൈക്രോഫൈൽസ് ഓൾസോ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. സൈക്രോഫൈൽസുകൾ എന്ന് പറയുമ്പോൾ കോൾഡ് ലവിങ് ബാക്ടീരിയാസ് ആണ്. കോൾഡ് ലവിങ് ബാക്ടീരിയാസ്. കോൾഡ് ലവിങ് ബാക്ടീരിയാസ് ഒരിക്കലും നമുക്ക് എന്താ സ്പോയിലേജ് ഓർഗാനിസം കൺസിഡറേഷനിൽ വരുന്നതല്ല. അത് ഇപ്പം നമ്മുടെ സ്പെസിഫിക്കലി നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ മോസ്റ്റ് ബാക്ടീരിയ റെസ്പോൺസിബിൾ ദ സ്പോയിലേജ് ഓഫ് ചിൽഡ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റഡ് സീ ഫുഡ് എന്നോ റെഫ്രിജറേറ്റഡ് ഫുഡ് എന്നൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ സൈക്രോഫൈൽസ് നമുക്ക് പരിഗണിക്കാം. നമ്മൾ ആംബിയൻ ടെമ്പറേച്ചറിൽ നമുക്ക് ഏതാണ് സ്പോയിലേജ് ഓർഗാനിസം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈക്രോഫൈൽസ് പറയാൻ പറ്റത്തില്ല. കോൾഡ് ലവിങ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 20 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ത്രൈവ് ചെയ്യുന്ന ബാക്ടീരിയ സ്പീഷീസുകളെയാണ് സൈക്രോഫൈൽസ് അല്ലെങ്കിൽ കോൾഡ് ലവിങ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഷുഡ് നോട്ട് ബി വി കുഡ് നോട്ട് കൺസിഡർ ദാറ്റ് ആസ് ആൻ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് തെർമോഫൈൽസ്. തെർമോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റ് ലവിങ് ആണ്. ഹീറ്റ് ലവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 45 ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ ഹീറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലും മുകളിൽ ടെമ്പറേച്ചർ റേഞ്ചിൽ ത്രൈവ് ചെയ്യുന്നവരെയാണ് തെർമോഫൈൽസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ തെർമോഫൈൽസ് അപ്പോൾ നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചർ ഒരിക്കലും അതിന് മുകളിലേക്ക് വരത്തില്ല. അപ്പം തെർമോഫൈൽസുകൾ ഒരു സ്പെസിഫിക് സ്പോയിലേജ് ഓർഗാനിസമായിട്ട് ഈ പറയുന്ന ഫ്രഷ് ഫുഡിൻ്റെ കേസിൽ വരത്തില്ല. ഇനിയും ഹാലോഫൈൽസ് ഒന്നും നമുക്ക് കൺസിഡർ പറ്റത്തില്ല. ഹാലോഫൈൽസ് എന്ന് പറഞ്ഞാൽ എന്താ, സോൾട്ട് ലവിങ് ബാക്ടീരിയയാണ് ഹാലോഫൈൽസ് എന്ന് പറയുന്നത്. അപ്പം ഫ്രഷ് ഫുഡ് നമ്മൾ മറൈനോ അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് കൺസിഡറേഷൻ ഉണ്ടായിരുന്നു, മറൈൻ എന്നോ അങ്ങനെ വല്ലതും പറയുവാണെങ്കിൽ. ഹാലോഫൈൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെസിഫിക്കലി എന്ത് ഫ്രഷ് ഫുഡിൻ്റെ കേസിൽ സ്പോയിലേജ് ഓർഗാനിസമായിട്ട് പറയാൻ പറ്റില്ല. വെൻ ദ ക്വസ്റ്റ്യൻ സ്പെസിഫിക്കലി ആസ്ക് ഫോർ എ സോൾട്ടഡ് ഫുഡ് ഓർ ലൈക്ക് ദാറ്റ് നമുക്ക് ഹാലോഫൈൽസ് വരുന്നവയുണ്ട് ഇല്ലേ. ഇവിടെ നമുക്ക് ഹാലോഫൈൽസ് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് മോസ്റ്റ് കോമൺലി നമ്മൾ പറയുന്ന ഈ ബാക്ടീരിയാസ് എല്ലാം സ്പോയിലേജ് കോസിങ് ബാക്ടീരിയാസ് എല്ലാം ബിലോങ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മീസോഫൈൽസ് ആണ്. ആ ടെമ്പറേച്ചർ റേഞ്ച് നമുക്കറിയാം, ആംബിയൻ ടെമ്പറേച്ചർ റേഞ്ച് 20 to 45 ഡിഗ്രി സെൽഷ്യസ് ത്രൈവ് ചെയ്യുന്ന മീസോഫൈൽസുകളാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43. The progressive increase in concentration of a pollutant along a food chain is known as. Okay, water pollutionുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. Progressive increase in concentration of a pollutant along a food chain ആണ്. Okay, the concentration of pollutant increases along a food chain. That is known as, that actually the term is known as, options given are option A biotransformation ആണ്, option B bioaccumulation, option C bioremediation and option D biomagnification. ഇതിലേതാണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്നാണ് ചോദ്യം. ഇതിൽ ഓരോ പ്രോസസ്സും എന്താണെന്ന് അറിഞ്ഞിരിക്കുക, ഓരോ ഫിനോമിനൻ അല്ലേ. ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടോക്സിക് മെറ്റീരിയൽസ് ഇൻ ടു മോസ്റ്റ് സൊല്യൂബിൾ ഫോംസ് ഫോർ ഈസി എക്സ്ക്രീഷനെയാണ് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. ഇനി ബയോ അക്യുമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ അക്യുമുലേഷൻ ഓഫ് എ ടോക്സിക് മെറ്റീരിയൽ ഇൻ സ്പെസിഫിക് ട്രോഫിക് ലെവൽ ഓൺ എ സ്പെസിഫിക് ഓർഗാനിസം, അതിനെയാണ് എന്ത് പറയാം, ബയോ അക്യുമുലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും അല്ല അല്ലേ. ഇനി ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞാലോ, ബയോ റെമഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ദ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ടു alleviate പൊല്യൂഷൻസ് എഫക്ട്സ് ആൻഡ് ഓൾ. അപ്പോൾ ബയോ റെമഡിയേഷനും വരത്തില്ല. ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ഇസ് biomagnification. So biomagnification is actually the term that we use for the progressive increase in the concentration of a pollutant along a food chain. ഒരു ഫുഡ് ചെയിനിൽ ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻ ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടോക്സിക് മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേം ഇവിടെ ഉള്ളത് ബയോ അക്യുമുലേഷനേ ഉള്ളൂ. ബയോ അക്യുമുലേഷൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ പൊല്യൂട്ടൻ്റ് ആയിരിക്കും, ബട്ട് ഇൻ എ സ്പെസിഫിക് ട്രോഫിക് ലെവൽ ആയിരിക്കും. ഒരു ഫുഡ് ചെയിനിൽ അങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരത്തില്ല. ഒരു സ്പെസിഫിക് ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഒരു സ്പെസിഫിക് ഓർഗാനിസത്തിൽ അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ, സിമ്പിളായിട്ട്. ബയോ അക്യുമുലേഷൻ്റെ സ്പെസിഫിക് ഓർഗാനിസം ആയിരിക്കും ഈ പറയുന്ന ടോക്സിക് മെറ്റീരിയൽസ് ഗെറ്റ് അക്യുമുലേറ്റഡ്. ഓക്കെ, ദാറ്റ് ഡസ് നോട്ട് അഫക്ട് ദ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിനെ മുഴുവൻ അഫക്റ്റ് ചെയ്യത്തില്ല, ഒരു സ്പെസിഫിക് ഓർഗാനിസത്തിൽ ഈ പറഞ്ഞ ടോക്സിക് മെറ്റീരിയൽസോ അല്ലെങ്കിൽ പൊല്യൂട്ടൻറ്റോ അക്യുമുലേറ്റ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് ഇസ് ബയോ അക്യുമുലേഷൻ. ബട്ട് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേനും അലോങ് എ ഫുഡ് ചെയിൻ ദാറ്റ് ഇൻക്രീസസ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ. ഓക്കെ, അതാണ്
ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫുഡ് ചെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ ലോവർ ട്രോഫിക് ലെവൽ ടു ഹയർ ട്രോഫിക് ലെവൽ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു ഫുഡ് ചെയിൻ്റെ ലോവർ ട്രോഫിക് ലെവലിനെ ഹയർ ട്രോഫിക് ലെവലിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഒരു പൊല്യൂട്ടൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇൻക്രീസ്ഡ് ആയിട്ടുള്ളത് അതിൻ്റെ ഹയർ ട്രോഫിക് ലെവൽ തന്നെയായിരിക്കും ഒരു ഫുഡ് ചെയിനിൽ അത് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിനെയാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഫസ്റ്റ് ലെവലിനേക്കാളും കൂടുതലായിരിക്കും സെക്കൻഡ് ലെവൽ ട്രോഫിക് ലെവലിൽ, പിന്നെ തേർഡ് ട്രോഫിക് ലെവൽ, അങ്ങനെ പോവുക. ആ ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് പൊല്യൂട്ടൻറ്റ് അലോങ് ദാറ്റ് ഫുഡ് ചെയിൻ, ദാറ്റ് പർട്ടിക്കുലർ ടേം ഇസ് നോൺ ആസ് ബയോമാഗ്നിഫിക്കേഷൻ. ഓക്കെ, ബയോമാഗ്നിഫിക്കേഷൻ തെറ്റി പോകരുത് രണ്ടും കൂടെ. നമ്മുടെ റൈറ്റ് ആൻസർ ഇവിടെ ബയോമാഗ്നിഫിക്കേഷൻ ആണ്. ഇനി അതൊരു പർട്ടിക്കുലർ ഓർഗാനിസത്തിൽ വന്നിട്ട് ടോക്സിക് മെറ്റീരിയൽസ് അക്യുമുലേറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ബയോമാഗ്നിഫിക്കേഷൻ. ഇത് ബയോ അക്യുമുലേഷൻ അത്. ഓക്കെ, സ്പെസിഫിക് ഓർഗാനിസത്തിൽ പർട്ടിക്കുലർലി ടോക്സിക് മെറ്റീരിയൽസ് അക്യുമുലേറ്റഡ് ആണെങ്കിൽ ദാറ്റ് ഇസ് ബയോ അക്യുമുലേഷൻ. ഓക്കെ, പിന്നെ ബയോ ട്രാൻസ്ഫോർമേഷൻ, ബയോ റെമഡിയേഷൻ നമ്മൾ ഡെഫിനിഷൻ അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും ദാറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് വിത്ത് ദിസ് പ്രോസസ്. കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ബയോ അക്യുമുലേഷനുമായിട്ടാണ്. ബയോ മാഗ്നിഫിക്കേഷൻ, ബയോ അക്യുമുലേഷൻ്റെ ഡെഫിനിഷൻ അതുകൊണ്ട് തന്നെ കൃത്യം നമ്മൾ പഠിക്കണം. ഓക്കെ, along a food chain, increase in concentration of a toxic material അല്ലെങ്കിൽ pollutant ആണെങ്കിൽ ബയോമാഗ്നിഫിക്കേഷനും, in an organism the increase in concentration happens over time എന്നുള്ളതിൻ്റെ ടേം that we use എന്ന് പറയുന്നത് ബയോ അക്യുമുലേഷനുമാണ്. And so here right answer for the progressive increase in concentration of a pollutant along food chain is option D, biomagnification. Now coming to question number 44. Question number 44. The capacity of a refrigeration unit is commonly expressed as. Capacity of a refrigeration unit commonly expressed ചെയ്യുന്നത്. Option A, ton of refrigeration, that is TR. Option B, 1 unit of refrigeration. Option C, refrigeration cycle. And option D, kilowatt hour. Okay, അപ്പോൾ ഇതിൽ കൃത്യം പറഞ്ഞാൽ റെഫ്രിജറേറ്റ് യൂണിറ്റിൻ്റെ കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് നമ്മൾ ടൺ ഓഫ് റെഫ്രിജറേഷനാണ്. ഓക്കെ, ടൺ ഓഫ് റെഫ്രിജറേഷൻ TR എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വേറെ ഒരു യൂണിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ കൺസിഡറബിൾ ആയിട്ടുള്ള കപ്പാസിറ്റി ഓഫ് റെഫ്രിജറേഷൻ യൂണിറ്റ് അല്ല. ഇപ്പോൾ റെഫ്രിജറേഷൻ സൈക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സാണ്, നോട്ട് എ യൂണിറ്റ്. കിലോവാട്ട് അവർ നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. സോ 1 യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷനും നമുക്ക് refrigeration capacity express ചെയ്യുന്നതല്ല. So our right answer for the question is option A, ton of refrigeration, TR. Okay, so 1 TR എന്ന് പറയുന്നത് 1 ton of refrigeration is actually the amount of heat removed to freeze 1 short ton of water at 0 degrees Celsius to ice at 0 degrees Celsius in 24 hours ആണ് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 3.517 കിലോവാട്ട് കൂളിംഗ് കപ്പാസിറ്റി എന്നും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു യൂണിറ്റും കൂടെ പറയാറുണ്ട്, ഈക്വലൻ്റ് യൂണിറ്റ് ആണ് വരുന്നത്. ഈ തന്നിരിക്കുന്ന ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു യൂണിറ്റ് അല്ല, കപ്പാസിറ്റി ഓഫ് എ റെഫ്രിജറേഷൻ യൂണിറ്റ് അല്ല വരിക. റെഫ്രിജറേഷൻ സൈക്കിൾ ഒരു പ്രോസസ്സുമാണ്. ബാക്കി 1 യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ നമ്മൾ മോസ്റ്റ് കോമൺലി റെഫർ ചെയ്യാത്ത ഒരു ടേമാണ്. അതുപോലെ കിലോവാട്ട് അവർ നമ്മൾ മെൻഷൻ ചെയ്യത്തില്ല. ഒന്നെങ്കിൽ ടൺ ഓഫ് റെഫ്രിജറേഷൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 3.517 കിലോവാട്ട് കൂളിംഗ് കപ്പാസിറ്റി ആണ് നമ്മൾ എന്ത് വരിക, ഈ പറഞ്ഞ റെഫ്രിജറേഷൻ്റെ യൂണിറ്റ് വരിക. നമ്മൾ റെഫ്രിജറേഷൻ സിസ്റ്റം റെഫ്രിജറേഷൻ സൈക്കിൾ പഠിക്കുന്നതാണ്. ഓക്കെ, കോൾഡ് ചെയിൻ മാനേജ്മെന്റ് ആൻഡ് ഓൾ. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ, റെഫർ ചെയ്യുക. ഓക്കെ, സോ ദ ആൻസർ ഫോർ ദി ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ എ, ton of refrigeration, TR. Now moving on to question number 45. Question 45. That is, a strip of flesh cut from a fish parallel to the backbone is called. Okay, a strip of flesh cut from a fish parallel to the backbone. Okay, അപ്പോൾ നമ്മൾ ഫിഷ് പ്രോഡക്റ്റ് സ്റ്റൈൽസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. Strip of flesh cut from a fish parallel to the backbone. Options given are option A, steak, option B, fillet, option C, minced meat, and option D, dressed fish. Okay, അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒരു ഫ്ലഷ് കട്ട് ഫ്രം എ ഫിഷ് പാരലൽ ടു ദ ബാക്ക് ബോൺ എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നൺ അതർ ദാൻ ഓപ്ഷൻ ബി, ഫില്ലറ്റ് ആണ്. ഫില്ലറ്റിംഗ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫിഷിനെ എന്ത് ചെയ്യുക, പാരലൽ കട്ട് ചെയ്യുക, അതായത് ബാക്ക് ബോൺ പാരലായിട്ട്
സ്ലൈസ് ചെയ്ത് മാറ്റുന്നത്. ഫില്ലറ്റ് എന്നുള്ള പ്രോഡക്റ്റ് സ്റ്റൈലാണ് വരുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ സ്റ്റീക്ക് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ദാറ്റ് ഇസ് എ ക്രോസ് സെക്ഷണൽ കട്ടായിരിക്കും വരിക, ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ബാക്ക് ബോൺ ഓൾസോ. അപ്പോൾ അങ്ങനെ ഒരു ക്രോസ് സെക്ഷണൽ കട്ടിങ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രോഡക്റ്റ് സ്റ്റൈലിന് നമ്മൾ ടേം ചെയ്യുന്നതാണ് സ്റ്റീക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മിൻസ്ഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല പോലെ എന്ത് ചെയ്യുക, മിൻസ്ഡ് ആക്കിയ വളരെ ഫൈൻ ടെക്സ്ചറിലാക്കി എടുത്ത ഫ്ലഷ് അല്ലെങ്കിൽ മീറ്റിനെയാണ് മിൻസ്ഡ് മീറ്റ് എന്ന് പറയുന്നത്. മിൻസറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, അതിനുള്ള മിഷനറീസ് ഒക്കെ കാണും. അത് വെച്ച് നമ്മൾ ഭയങ്കരമായിട്ട് മിൻസ് ചെയ്തെടുത്ത മീറ്റിനെയാണ് മിൻസ്ഡ് മീറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതല്ല, നല്ല പോലെ ചെറിയ പീസസ് ആയിട്ട് ഫൈൻ പീസസ് എന്നല്ല, ഫൈൻ പാർട്ടിക്കിൾസ് ആവുന്നതാണ് മിൻസിങ് അല്ലെങ്കിൽ മിൻസ്ഡ് മീറ്റ് എന്ന് പറയുന്നത്. ഡ്രസ്ഡ് ഫിഷ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ പറഞ്ഞ പോലെ ഗട്ട് അതുപോലെ ഇൻറ്റസ്റ്റൈൻ റിമൂവ് ഒക്കെ ചെയ്ത് എടുക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് സ്റ്റൈലാണ് ഡ്രസ്ഡ് ഫിഷ് എന്ന് പറയുന്നത്. സംടൈംസ് അങ്ങനെ എന്താ പറയുക, ഇതിന് ഒരു പാരലൽ കട്ട് കൊടുക്കുക എന്നുള്ളതല്ല, നമ്മൾ ഈ പറയുന്ന പോലെ അൺവാണ്ടഡ് പാർട്സുകളൊക്കെ റിമൂവ് ചെയ്ത്, എസ്പെഷ്യലി ഗട്ട്, ഇൻറ്റസ്റ്റൈനൽ പാർട്സ്, അതുപോലെ അങ്ങനെയുള്ള മേ ബി ടെയിലും ഒക്കെ വരും, അതൊക്കെ ഇൻക്ലൂഡ് ആക്കി ചെയ്യുന്നതിനെയാണ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്, ഫിഷ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദിസ് ഇസ് ആക്ച്വലി സ്ട്രിപ്പ് ഓഫ് ഫ്ലഷ് കട്ട് ഫ്രം എ ഫിഷ് പാരൽ ടു ദ ബാക്ക് ബോൺ എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രോഡക്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് ആക്ച്വലി ഫില്ലറ്റാണ്, അല്ലെങ്കിൽ ഫില്ലറ്റിംഗ് പ്രോസസ്സിലാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഫില്ലറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് question number 46. Artemia cyst can be optimally hatched in water with a salinity of. Okay, Artemia cyst അല്ലെങ്കിൽ ആർട്ടീമിയയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൈഫ് ഫീഡാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ഫീഡാണ്. ഫിഷിൻ്റെ അല്ലെങ്കിൽ അക്വാറ്റിക് ഓർഗാൻസ് ലാർവൽ ഫോംസിനൊക്കെ കൺസിഡറബിൾ ആയിട്ടുള്ള ലൈഫ് ഫീഡാണ് ആർട്ടീമിയ എന്ന് പറയുന്നത്. ആർട്ടീമിയ സിസ്റ്റ് ഹാച്ച് ചെയ്യേണ്ടതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സിസ്റ്റ് ഹാച്ച് ചെയ്ത് നോപ്ലിയസ് ഫോമിലാണ് നമ്മൾ മോസ്റ്റ് കോമൺലി നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡറബിൾ ആയിട്ടുള്ളത് നമ്മുടെ കൾച്ചർ സിസ്റ്റത്തിലേക്ക്, അല്ലെങ്കിൽ ലാർവൽ റിയറിങ്ങിലൊക്കെ കൺസിഡറബിൾ ആയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഹിയർ ദി ക്വസ്റ്റൻ ഇസ് Artemia cyst can be optimally hatched in water with a salinity of. അപ്പോൾ അത് ഹാച്ച് ചെയ്യാൻ വേണ്ട, ആർട്ടിമിയ സിസ്റ്റ് ഹാച്ച് ചെയ്യാൻ വേണ്ടുന്ന വാട്ടർ സലൈനിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 10 ppt. ppt എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ ട്രില്യൺ ആണ് സലൈനിറ്റി യൂണിറ്റ്. ദെൻ ഓപ്ഷൻ ബി 15 ppt, ഓപ്ഷൻ സി 25 ppt, ആൻഡ് ഓപ്ഷൻ ഡി 35 ppt. അപ്പോൾ ഹിയർ ദ ആൻസർ ഫോർ ദി ക്വസ്റ്റൻ ഇസ്, നമ്മൾ ആർട്ടിമിയ സിസ്റ്റ് ഹാച്ച് ചെയ്യാൻ വേണ്ടുന്ന സലൈനിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത് ഏകദേശം 30 to 35 ppt റേഞ്ച് ആണ്. 30 to 35. അപ്പം അത് കൃത്യം വരുന്ന ഓപ്ഷൻ നമ്മുടെ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, 35 ppt ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ആർട്ടിമിയ സിസ്റ്റ് ഹാച്ച് ചെയ്യാനുള്ള സലൈനിറ്റി കണ്ടീഷനാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരുന്ന ക്വസ്റ്റൻ. വേറെയും കണ്ടീഷൻസ് ഉണ്ട്, നല്ല സ്ട്രോങ് ഇല്ലുമിനേഷൻ വേണം, അതുപോലെ തന്നെ 20 to 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം, pH ഒരു 8.5 ആയിരിക്കും. ഇത്രയും കണ്ടീഷൻസ്, ഈ പറയുന്ന ഓപ്റ്റിമം പാരാമീറ്റർ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവണം. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ സലൈനിറ്റി റേഞ്ച് ആയതുകൊണ്ടാണ് നമ്മുടെ ആൻസർ 35 ppt ഒരു ആൻസറായി വരുന്നുണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെ 35 ppt ആൻസറാണ്. ബാക്കിയുള്ള ഓപ്ഷൻ നമ്മൾ നോക്കുന്നത് 10 ppt, 15 ppt, 25 ppt എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ആക്ച്വലി ലോ ലെവൽസ് കമ്പാരബിൾ അല്ലേ. നമ്മൾ 30 to 35 ppt വരണം, ആ ഒരു റേഞ്ച് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. ബാക്കിയൊന്നും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് അല്ല. 10 ppt എന്നൊക്കെ പറഞ്ഞാൽ വളരെ റേഞ്ച് ലോ ആണ്, 15 pptയും ലോ ആണ്, 25 ppt ചിലപ്പോൾ ഹാച്ച് ചെയ്യുമായിരിക്കും, പക്ഷേ പോർ ഹാച്ചബിലിറ്റി ആണ്. നമുക്ക് ഒപ്റ്റിമം ആയിട്ടുള്ള ഹാച്ചിങ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സലൈനിറ്റി എന്ന് പറയുന്നത് 35 ppt ആയിരിക്കണം കേട്ടോ. ഓക്കെ, 35 ആണ് നമ്മുടെ ആൻസർ, 35 ppt ആൻസർ ഡി ആണ് വരുന്നത്. നൗ കമ്മിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 47. Fishing and fisheries within the territorial waters are listed in the Constitution of India as. Okay, ഫിഷിംഗ് ആൻഡ് ഫിഷറീസ് വിത്തിൻ ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മറൈൻ സോണേഷൻ പഠിക്കുന്നതാണ്. 12 നോട്ടിക്കൽ മൈൽസ് അല്ലേ, കോസ്റ്റ് ഒന്ന് 12 നോട്ടിക്കൽ മൈൽസ് ആണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് നമ്മൾ എൻലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലെ ഫിഷിംഗ് ഫിഷറീസ് ആക്ടിവിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റഡ് ആസ് ഓപ്ഷൻസ് ഗിവൺ ആർ ഓപ്ഷൻ എ യൂണിയൻ സബ്ജക്റ്റ് ആണോ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണോ, ഓപ്ഷൻ സി ഇൻലാൻഡ് സബ്ജക്റ്റ് ആണോ, ഓപ്ഷൻ ഡി ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ദ ഫിഷറീസ് ആൻഡ് ഫിഷിംഗ് വിത്തിൻ ദ territorial waters is actually
a state subject. So the right answer for the question is option B ആണ്. Okay, option B, state subject ആയിട്ടാണ് വരുന്നത്. ഇനി ടെറിട്ടോറിയൽ വാട്ടേഴ്സിന് അപ്പുറത്തേക്കുള്ള ഫിഷിംഗ് ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഫിഷറീസ് ബിയോണ്ട് ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, ദാറ്റ് ഈസ് മോസ്റ്റ് കോമൺലി അപ് ടു EEZ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ വരെയൊക്കെയുള്ള ഫിഷറീസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു യൂണിയൻ സബ്ജക്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫിഷറീസ് ബിയോണ്ട് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, 12 nautical miles up to EEZ. പിന്നെ അങ്ങോട്ട് ഹൈ സീസ് ആണല്ലോ, നമ്മുടെ കൺസിഡറേഷൻ ഇല്ല. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കൺട്രി കൺസിഡറേഷൻ വരുന്നില്ല. പിന്നെ ഇൻലൻഡ് സബ്ജക്റ്റ് എന്ന് അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ല അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ ബോത്ത് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് സബ്ജക്റ്റും വരുന്നതല്ല. നമുക്ക് ഒരൊറ്റ ആൻസറേ ഉള്ളൂ, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ടാണ് ഫിഷിംഗ് വിത്തിൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് വരുന്നത് കേട്ടോ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് ഫിഷിംഗ് ആൻഡ് ഫിഷറീസ് വിത്തിൻ ദ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. Next is question number 48. Question number 48. Symphysodon is the genus name of which ornamental fish? So, genus name ആണ് വന്നിരിക്കുന്നത് Symphysodon. Okay. The given ornamental fishes are option A, angelfish, option B, tetra, option C, oscar, and option D, discus. Okay. ഇതിൽ Symphysodon എന്ന ജീനസ് നെയിം വരുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി, ഡിസ്കസ് ആണ് കേട്ടോ. നമ്മുടെ റൈറ്റ് ആൻസർ വന്നത് ഡിസ്കസ്. ഓക്കെ, സിംഫൈസിഡോൺ എന്ന് പറയുന്ന ജീനസ് നെയിം വരുന്നത് ഡിസ്കസ് ഫിഷ് സ്പീഷീസുകൾക്കാണ്. എല്ലാം ഓർണമെന്റൽ ഫിഷസ് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഓർണമെന്റൽ ഫിഷസിൻ്റെ ഒക്കെ എന്തായിരിക്കും ജീനസ് നെയിം വരിക? ഏഞ്ചൽ ഫിഷിൻ്റെ സയൻറ്റിഫിക് നെയിം ഓർത്താൽ മതി, ദാറ്റ് ഇസ് ടീറോഫില്ലം സ്കെലാറയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ജീനസ് ഏതാണ്? ടീറോഫില്ല. ടെട്രാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടെട്രാസ് ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് മോസ്റ്റ് കോമൺലി കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് പാരാകീറോഡോൺ എന്ന് പറയുന്ന ഒരു ജീനസ്. ഹെമിഗ്രാമസ് എന്നും ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വേറെയും 1-2 ജീനസ് നെയിംസും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സിംഫൈസിഡോൺ ടെട്രാസിൻ്റെ അല്ല വരിക. ഓക്കെ, പാരാകീറോഡോൺ ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ജീനസ് നെയിംസ് ടെട്രാസിൻ്റെ കേസിൽ, നിയോൺ ടെട്രയൊക്കെ വരുന്നത്. ഓക്കെ, പിന്നെ ഹിപ്പസോ ബ്രൈക്കോൺ, അതുപോലെ തന്നെ ഹെമിഗ്രാമസ്, അങ്ങനെയുള്ള ജീനസ് ആയിരിക്കും വരിക. ഓസ്കാറിൻ്റെതോ? ഓസ്കർ ഫിഷ് നമുക്കറിയാം, ഓസ്കറിൻ്റെ സയൻറ്റിഫിക് നെയിം ഓർത്താൽ മതി, ആസ്ട്രോനോട്ടസ് ഓസിലേറ്റസ് അല്ലേ. ആസ്ട്രോനോട്ടസ് ആണ് ജീനസ് നെയിം വരുന്നത്. അപ്പം ഇത് സിംഫൈസഡോൺ അല്ല. സിംഫൈസഡോൺ എന്ന് പറയുന്ന ജീനസ് നെയിം വരുന്നത് ഡിസ്കസ് ഫിഷുകൾക്കാണ്. ഡിസ്കസ് എന്ന് പറയുന്ന ഫിഷ് സ്പീഷീസ് അല്ലെങ്കിൽ ഡിസ്കസ് ഫിഷ് സ്പീഷീസുകൾ നമ്മൾ മോസ്റ്റ് കോമൺലി നമുക്ക് കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കിങ് ഓഫ് ദ അക്വേറിയം എന്ന് പറയുന്നത് ആരാണ്? ഡിസ്കസ് ഫിഷാണ്. ഓക്കെ, കിങ് ഓഫ് ദ അക്വേറിയം. അപ്പോൾ അത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഓർണമെൻ്റൽ ഫിഷ് സ്പീഷീസ് ആണ് ഡിസ്കസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സിംഫൈസോഡോൺ ജീനസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീനസ് വരുന്നത് ഡിസ്കസ് ഫിഷിൻ്റേതാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് തന്നിരിക്കുന്നവയുടെ ജീനസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ പഠിക്കുന്ന ഓർണമെൻ്റൽ ഫിഷസിൻ്റെ എല്ലാം തന്നെ സയൻറ്റിഫിക് നെയിംസ്, ജീനസ് നെയിംസ്, കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. Now coming to question number 49. India declared its EEZ or exclusive economic zone in the year. Exclusive economic zone എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പരിധിയിൽ വരുന്ന റിസോഴ്സസിനെയൊക്കെ നമുക്ക് അല്ലേ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സോണേഷനാണ് EEZ. മറൈൻ സോണേഷനിൽ വരുന്നതാണ് EEZ എന്ന് നമ്മൾ പറയുന്നത്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, നമ്മുടെ കൺട്രിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ഒക്കെ ഈ ഒരു സോണിലാണുള്ളത് അല്ലേ. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ EEZ, ദാറ്റ് ഇസ് 200 nautical miles ആണ് നമ്മുടെ മോസ്റ്റ് കോമൺലി നമ്മൾ ഡിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് 370 kilometers വരും. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യ അതിൻ്റെ EEZ ഡിക്ലെയർ ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എന്താ പറയുക, ഈസി ഹാർനസിങ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഓൾ, നമ്മൾ EEZ ഡിക്ലെയർ ചെയ്ത ഇയർ. That is options given at option 1975, option B 1976, option C 1977 and option D 1974. Here the right answer is option B 1976 ആണ് കേട്ടോ. 1976 ഇന്ത്യ അതിൻ്റെ EEZ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്തു വെക്കുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സോണേഷൻസും കാര്യങ്ങളും ഇതുപോലെയുള്ള എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് പോലെയുള്ള ടേംസുകൾ ഓക്കെ അക്കോർഡിംഗ് ടു ദ ലെജിസ്ലേഷൻസ് ആൻഡ് ഓൾ നമ്മളത് അറിഞ്ഞിരിക്കണം. ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമുക്ക് അല്ലേ സിലബസിൽ. അപ്പോൾ EEZ ഡിക്ലെയർ ചെയ്ത
ഇയർ എന്ന് പറയുന്നത് 1976 ആണ് ഇന്ത്യയുടെ. And we are on to the final question, that is question number 50. So question number 50 എന്ന് പറയുന്നത് India has banned which of the following forms of trawling? Okay, ഒരു ഫിഷിംഗ് ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫിഷിംഗ് മെത്തേഡുമായിട്ട് ട്രോളിംഗ് എന്ന് പറഞ്ഞൊരു ഫിഷിംഗ് മെത്തേഡാണ്, നമുക്കറിയാം അല്ലേ. ദറ്റ് ഇസ് ഡ്രാഗ്ഡ് ഗിയർ, എസ്പെഷ്യലി പെലാജിക്, മിഡ് വാട്ടർ, അതുപോലെ തന്നെ ബോട്ടം ട്രോളിംഗ് ഒക്കെ ഉണ്ട്. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ട്രോളിംഗ് ഉണ്ട് അല്ലേ. ഒരു ഡ്രാഗ്ഡ് ഗിയർ ആണ് ട്രോളേഴ്സിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഡ്രാഗ്ഡ് ഗിയർ ആണ്, ആക്റ്റീവായിട്ടുള്ള ഗിയർ ആണ് ട്രോളർ അല്ലെങ്കിൽ ട്രോൾ നെറ്റുകൾ എന്ന് പറയുന്നത്. ട്രോളർ എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്ന ക്രാഫ്റ്റിനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫിഷിംഗ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ക്രാഫ്റ്റ് ഗിയർ കോംബോ ആണ്, അത് നമ്മൾ ട്രോളിംഗ് എന്ന് ഇവിടെ പറയാം. അപ്പോൾ ഇന്ത്യ ബാൻ ചെയ്ത ഫോം ഓഫ് ട്രോളിംഗ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഗിവൺ ആർ ഓപ്ഷൻ എ ബുൾ ട്രോളിംഗ്, ഓപ്ഷൻ ബി പെയർ ട്രോളിംഗ്, ഓപ്ഷൻ സി മിഡ് വാട്ടർ ട്രോളിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ഇതിൽ നമ്മൾ നിരോധിച്ചിരിക്കുന്ന ട്രോളിംഗ് ഫോംസുകളെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആക്ച്വലി ബാൻ ചെയ്തിരിക്കുന്ന ട്രോളിംഗ് ഫോംസ് എന്ന് പറയുന്നത് ബുൾ ട്രോളിംഗ്, പെയർ ട്രോളിംഗ് നമ്മൾ ബാൻ ചെയ്തിട്ടുള്ളത്. അതായത് രണ്ട് ക്രാഫ്റ്റ് വന്നിട്ട്, ട്രോളേഴ്സ് വന്നിട്ട് ഒരു ലാർജ് ട്രോളിംഗ് നെറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അതാണ് പെയർ ട്രോളിംഗ്, ബുൾ ട്രോളിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ബുൾ ട്രോളിംഗ്, പെയർ ട്രോളിംഗ് രണ്ടും ഇൻ്റർചേഞ്ചബിൾ യൂസ് ചെയ്യുന്ന ടേംസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓപ്ഷൻ കൺസിഡറബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി ആണ്. ഓക്കെ, ബോത്ത് എ ആൻഡ് ബി ആണ് വരുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ സി നോക്കിക്കഴിഞ്ഞാൽ മിഡ് വാട്ടർ ട്രോളിംഗ്, അത് നമ്മൾ അക്സെപ്റ്റബിൾ ഫോം ഓഫ് ട്രോളിംഗ് ആണ്. ഈ ബോട്ടം ട്രോളിംഗ് ആണ് കൂടുതൽ. ഈ ബുൾ ട്രോളിംഗ്, പെയർ ട്രോളിംഗ് വരുമ്പോഴത്തേനും എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്കോസിസ്റ്റം ഡാമേജ് കോസ് ചെയ്യും, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കോസ് ചെയ്യും, ബൈ ക്യാച്ച് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ഡെട്രിമെൻ്റൽ ആയിട്ടുള്ള ഒരു ഫിഷിംഗ് പ്രാക്ടീസ് നമ്മൾ അലൗ ചെയ്യുന്നില്ല. വി ആർ ബാൻഡ് ദാറ്റ് ഇസ്. ഇതാണ് ഇത്രയും ബുൾ ട്രോളിംഗ്, പെയർ ട്രോളിംഗ് എന്ന് പറയുമ്പം അത്രയും ക്രൂ, അത്രയും ഫ്ലീറ്റ് അതിൽ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഭയങ്കര അത്രയും ഫോഴ്സിലായിരിക്കും അത് ആക്ട് അപ്പോൺ ചെയ്യുന്നത്. ബോട്ടം അല്ലെങ്കിൽ എക്കോസിസ്റ്റം മുഴുവനും അത് എന്താ പറയുക ഡാമേജ് ചെയ്യും. അതുപോലെ തന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്, ബൈ ക്യാച്ച് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രാക്ടീസ്, ഈ ഒരു ഫിഷിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തിരിക്കുകയാണ്, ബാൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 50th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഓരോ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു പല ക്വസ്റ്റ്യൻസും നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പഠിച്ചു പോയ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിച്ചു പോയ എല്ലാ പോർഷൻസും അത്യാവശ്യം ഉൾക്കൊണ്ടുള്ള ലെജിസ്ലേഷൻ ആണെങ്കിലും, ഫിഷറി റിസോഴ്സസ് ആണെങ്കിലും, ക്ലാസിഫിക്കേഷൻസ് ആണെങ്കിലും, ഡിസീസസ് ആണെങ്കിലും, കൾച്ചർ പ്രാക്ടീസസ് ആണെങ്കിലും, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ആ ഒരു പാട്ടുകളൊക്കെ നിങ്ങൾ മാക്സിമം റെഫർ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സെഷൻ. താങ്ക് യു. ഹലോ ആസ്പിറൻസ്, എല്ലാവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം എന്താ നമ്മുടെ പ്രൊജക്ട് ഓഫീസറിൻ്റെ എക്സാം ഡേറ്റ് വന്നു. August 20 ആണ്. ഇനിയൊരു 2 to 3 വീക്സ്, 3 വീക്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, 2 to 3 വീക്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓൾമോസ്റ്റ് നമ്മുടെ പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. എക്സാംസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തതാണ്. ടെസ്റ്റ് സീരീസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തതാണ്. ഇനി എന്താ ഇനി വേണ്ടത്? റിവിഷൻ വേണം അല്ലേ? അപ്പോൾ റിവിഷൻ വേണം, ഒന്ന് റിവൈൻഡ് ചെയ്തെല്ലാം എടുക്കണം. ഓൾറെഡി PYQs, പ്രൊജക്ട് ഓഫീസറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടെങ്കിൽ ഡു വാച്ച്. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ച് MCQs, പ്രൊജക്ട് ഓഫീസറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സിനെയൊക്കെ, എല്ലാ ടോപ്പിക്കൊന്നും നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. 8 പാർട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് തന്നെ കുറച്ച് നല്ല ലെങ്തി ആയിട്ടുള്ള പോർഷൻസും മൊഡ്യൂൾസുകളും ഒക്കെ ഉണ്ട്. എങ്കിലും എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും അത്യാവശ്യം ഒന്ന് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നമുക്ക് പോവാം. ഓക്കെ, വെൽക്കം ടു ദ മാരത്തോൺ ഓഫ് പ്രൊജക്ട് ഓഫീസർ ഇൻ അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് മത്സ്യഫെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ,
നമ്മൾ എന്തിൻ്റെ എക്സാം എഴുതാൻ പോകുന്നത്? പ്രൊജക്ട് ഓഫീസർ ഇൻ മത്സ്യഫെഡ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം അത് തന്നെ ആവട്ടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫുൾ ഫോം ഓഫ് മത്സ്യഫെഡ്? മത്സ്യഫെഡ് ഒരു സബ് നെയിം ആണെന്ന് അറിയാലോ, അതിൻ്റെ ഫുൾ നെയിം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്. ഓപ്ഷൻ ബി, കേരള മറൈൻ ആൻഡ് സീ ഫുഡ് എക്സ്പോർട്ട് ഫെഡറേഷൻ. ഓപ്ഷൻ സി, സ്റ്റേറ്റ് ഫെഡറേഷൻ ഓഫ് അക്വാകൾച്ചർ ആൻഡ് ഫിഷർമെൻ ഡെവലപ്മെന്റ്. ഓപ്ഷൻ ഡി, കേരള സ്റ്റേറ്റ് ഫിഷർമെൻ വെൽഫെയർ ആൻഡ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ. കൺഫ്യൂഷൻ ആയോ? എല്ലാം കൂടെ കേൾക്കുമ്പോൾ അത് നീളമുള്ള പേരാണ്, കൺഫ്യൂഷൻ ആവണ്ട. ഓപ്ഷൻ എ, ഇത് പഠിച്ചു വെക്കുക, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ് മത്സ്യഫെഡിന്റെ ഫുൾ ഫോം. കിട്ടിയല്ലോ, അതങ്ങ് പഠിച്ചു വെക്കുക. മത്സ്യഫെഡ് എന്ന് നമ്മൾ മത്സ്യ ഫെഡറേഷൻ എന്ന 2 വേർഡിൽ നിന്ന് എടുത്തതാണ് മത്സ്യഫെഡ് ചുരുക്കി പറയാം. നമുക്കിങ്ങനെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്നൊറ്റ ടൈപ്പിൽ പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ ചുരുക്കിയാണ് നമ്മൾ മത്സ്യഫെഡിനെ പറയുന്നത്. അപ്പം എൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, മറന്നു പോകരുത്. നമ്മുടെ എക്സാം മത്സ്യഫെഡ് അപ്പെക്സ് സൊസൈറ്റിക്ക് വേണ്ടിയുള്ളതാണ്. ഫുൾ ഫോം മറന്നു പോകരുത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ് മത്സ്യഫെഡിന്റെ ഫുൾ ഫോം. ഓക്കെ, ഇനി ഇത് രജിസ്റ്റർ ചെയ്ത് എന്നാന്ന് ചോദിച്ചാൽ 1984 മാർച്ച് 19 മത്സ്യഫെഡ് രജിസ്റ്റർ ചെയ്യുന്നത്. മത്സ്യഫെഡിന്റെ മേജർ ആയിട്ടുള്ള, ഇതൊരു അപ്പെക്സ് ഫെഡറേഷൻ ആണ്, ഇതിന്റെ മേജർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ഓഫ് ഫിഷറീസ്, നമ്മൾ ഇംപ്ലിമെന്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് സ്കീംസുകൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ അക്വാട്ടിക് ലൈഫിൽ നമ്മളെ ഫിഷർമെൻ കമ്മ്യൂണിറ്റിക്ക് ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് മത്സ്യഫെഡിന്റെ ധർമ്മം അല്ലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മേജറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്കീംസ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നു, പ്രൊക്യൂർമെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്നു, പ്രോസസ്സിങ്, മാർക്കറ്റിംഗ് ഓഫ് ദ ഫിഷിംഗ് ആൻഡ് ഫിഷറി പ്രൊഡക്ട്സ് ഒക്കെയാണ് മേജർലി ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ഇവർ എക്കണോമിക്കലി സോഷ്യൽ ഡെവലപ്മെന്റ്, ഫിഷർമെൻ്റെ വെൽഫെയറിന് വേണ്ടിയുള്ള സോഷ്യൽ ഡെവലപ്മെന്റിന് വേണ്ടിയും എക്കണോമിക്കലിയും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മത്സ്യഫെഡ്. ഓക്കെ, അപ്പോൾ അത് മറന്നു പോകരുത്, ഡേറ്റും മറന്നു പോകരുത്. 1984 മാർച്ച് 19 ഇത് രജിസ്റ്റർ ചെയ്തത്. അതിന്റെ ഫുൾ ഫോം ഓർക്കുക. ഇനി അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മത്സ്യഫെഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് TVM തിരുവനന്തപുരത്താണ് കേട്ടോ, ഓർത്തു വെക്കുക. തിരുവനന്തപുരത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ്. എക്സാക്ട് പറയുകയാണെങ്കിൽ മണക്കാട് PO കമലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്താണ് മത്സ്യഫെഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിച്ചു, മത്സ്യഫെഡിന്റെ ഫുൾ ഫോം പഠിച്ചു, എന്നാണ് രജിസ്റ്റർ ചെയ്തതെന്ന് പഠിച്ചു, എന്താണ് അതിന്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്നുള്ളതും പഠിച്ചു. ഇനി നമുക്ക് അവരുടെ സർവീസസും കൂടെ ഒന്ന് നോക്കിപ്പോവാം ഓടി വെച്ച് കേട്ടോ. മത്സ്യഫെഡിന്റെ സർവീസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫിഷ് ആൻഡ് ഫിഷറി പ്രൊഡക്ട്സ് ആണ് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത്. വാല്യൂ ആഡഡ്, റെഡി ടു ഫ്രൈ, റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സീ ഫുഡ് പ്രൊഡക്ട്സ് ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് മത്സ്യഫെഡിന്റെ മേജർ ആയിട്ടുള്ള ഒരു സർവീസാണ്. മത്സ്യ എന്ന ട്രേഡ് നെയിമിലാണ് അവർ പ്രൊഡക്ട്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മേജർ ആയിട്ടുള്ള സുപ്രീം ക്വാളിറ്റിയും എക്സലൻസും ആണ് അതിൻ്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലുള്ള സീ ഫുഡ്സിനെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് മത്സ്യഫെഡ്. രണ്ടാമത്തെ ഒരു മേജർ ആയിട്ടുള്ള സർവീസാണ് ഫിഷിംഗ് നെറ്റ് ഫാക്ടറി. മത്സ്യഫെഡിന് ഒരു നെറ്റ് ഫാക്ടറി ഉണ്ട്. ഇന്ത്യയിലെ തന്നെ പൈനിയർ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഫിഷ് നെറ്റ് നിർമ്മിക്കുന്ന ഒരു ഇൻഡസ്ട്രി മത്സ്യഫെഡിന്റെ അണ്ടറിലുണ്ട്. എറണാകുളത്താണ് നമുക്ക് മത്സ്യഫെഡിന്റെ ഫിഷിംഗ് നെറ്റ് മേക്കിംഗ് ആയിട്ടുള്ള ഫാക്ടറി ഉള്ളത്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക, നല്ലതാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റുകൾ എങ്ങനെയാണ്, നെറ്റുകൾ നമ്മൾ ഡിഫറെൻറ്റ് സിന്തറ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്തിട്ട് നെറ്റ് നിർമ്മിക്കുന്നത്, കളർ കൊടുക്കുന്നത്, നൈലോണിൻ്റെ നമുക്ക് അത് തൊട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പഠിച്ചല്ലോ ഹാൻഡ് പെയ്ഡിങ് ഉണ്ട്, മെഷീൻ മേക്കിംഗ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ അവിടെ എങ്ങനെയാണ് എന്നുള്ളത്, കളറൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇഷ്ടംപോലെ മെഷീൻസും നെറ്റ് മേക്കിംഗ് മെഷീൻസിനെയൊക്കെ അടുത്തറിയാനായിട്ട് നമുക്ക് നോട്ടൊക്കെ എങ്ങനെയാണ് ഇടുന്നത്, നോട്ട്ലെസ് ആയിട്ടുള്ള നെറ്റ് എങ്ങനെയാണ്, നോട്ടഡ് ആയിട്ടുള്ള നെറ്റ് എങ്ങനെയാണെന്നൊക്കെ കാണാനായിട്ട് നമുക്ക് പറ്റും. എറണാകുളത്താണ് അതുള്ളത്, മറൈൻ ഡ്രൈവിൻ്റെ അടുത്ത്, CMFRയുടെ അടുത്താണത് ഫിഷിംഗ് നെറ്റ് ഫാക്ടറി ഉള്ളത് മത്സ്യഫെഡിന്. 1966 ഈ ഒരു നെറ്റ് ഫാക്ടറി എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജപ്പനീസ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ നെറ്റ് മേക്കിംഗ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഫിഷ് മാർട്ട്. അവരുടെ സർവീസാണ് ഫിഷ് മാർട്ട്. അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ. മത്സ്യഫെഡിൻ്റെ ഫിഷ് മാർട്ടുകളൊക്കെ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ബോർഡൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നീല കളറിൽ ഇങ്ങനെ ഫിഷ് മാർട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മേജർലി 20 വെറൈറ്റി ഓഫ് ഫിഷസും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഫിഷസിനെയൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് മത്സ്യഫെഡ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്.
ഫ്ലേക്ക് ഐസ് തന്നെ മത്സ്യഫെഡ് തന്നെ നിർമ്മിക്കുന്ന ഫ്ലേക്ക് ഐസസ് യൂസ് ചെയ്തിട്ടാണ് അവർ പ്രിസർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറെ കെമിക്കൽസ് ഒന്നും ആഡ് ഓൺ ചെയ്യുന്നില്ല. നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഫിഷസിനെ നമുക്ക് കിട്ടും മത്സ്യഫെഡിൻ്റെ ഫിഷ് മാർട്ട് വഴി. ഓക്കെ, അടുത്ത മേജർ ആയിട്ടുള്ള ഒരു സർവീസാണ് ഔട്ട്ബോർഡ് മോട്ടോഴ്സ്. ഔട്ട്ബോർഡ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ മത്സ്യഫെഡാണ് മെയിൻലി ആയിട്ട് ഈ സുസുക്കി ബ്രാൻഡിൻ്റെ ഔട്ട്ബോർഡ് മോട്ടോഴ്സിൻ്റെ ഇമ്പോർട്ടേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇന്ത്യയിൽ. മേജർലി ഔട്ട്ബോർഡ് മോട്ടോഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതും മത്സ്യഫെഡാണ്. അതും അവരുടെ ഒരു സർവീസാണ്. പിന്നെ അടുത്തതാണ് കൈറ്റിൻ ആൻഡ് കൈറ്റിനോസ്. കൈറ്റോസിൻ എന്ന് പറഞ്ഞാൽ അസറ്റൈലേഷൻ ഓഫ് കൈറ്റിൻ ആണ് കൈറ്റോസിൻ എന്നറിയാം. മേജർലി ഇത് നമ്മൾ ഷ്രിമ്പിൻ്റെയൊക്കെ ഷെൽസിൽ നിന്ന് എടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്നും അറിയാം. അതിൻ്റെയൊക്കെ പ്രൊഡക്ഷനും മത്സ്യഫെഡ് ചെയ്യുന്നുണ്ട്. കൈറ്റിനോഷൻ്റെ പ്രൊഡക്ഷനും ചെയ്യുന്നുണ്ട്. കൈറ്റിനെ അസറ്റൈലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കൈറ്റോസിൻ കിട്ടുന്നത്. അതുപോലെ തന്നെ മത്സ്യഫെഡിൻ്റെ ന്യൂട്രി ഫിഷ് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അതായത് ഫിഷ് മാനുവൽ, മെയിനായിട്ട് 2 മേജറായിട്ടുള്ള ഫിഷ് മാനുവൽ പ്ലാന്റുകളാണ് മത്സ്യഫെഡിനുള്ളത്. ഒന്ന് അഴീക്കോടാണ്, തൃശ്ശൂർ അഴീക്കോടും, പിന്നെ അതുപോലെ തന്നെ വെസ്റ്റ് ഹിൽ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ വെസ്റ്റ് ഹില്ലുമാണ് 2 ഫിഷ് മാനുവർ ആയിട്ടുള്ള പ്ലാന്റുകൾ മത്സ്യഫെഡിനുണ്ട്. മേജറായിട്ട് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഫിഷ് മാനുവേഴ്സ് നിർമ്മിക്കാൻ മത്സ്യഫെഡ് ന്യൂട്രി ഫിഷിന് സാധിക്കുന്നുണ്ട്. വർഷം 10,000 ടണ്ണോളം മാനുവേഴ്സ് നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മത്സ്യഫെഡിൻ്റെ മേജറായിട്ടുള്ള സർവീസസ്. ഫുൾ ഫോം പഠിച്ചു, രജിസ്ട്രേഷൻ പഠിച്ചു, ഫങ്ഷൻ പഠിച്ചു, സർവീസസ് പഠിച്ചു. ഇപ്പോൾ സർവീസസ് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരെയുള്ളൂ. മത്സ്യഫെഡിൻ്റെ സർവീസസിൽ അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ ജസ്റ്റ് നോക്കാം. മേജറായിട്ടുള്ളൊരു 6 സർവീസസുകളാണ് മത്സ്യഫെഡിന് ഉള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എംബഡ ഫങ്ഷൻ അണ്ടർ വിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി? അപ്പം ഒരു ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് എംബഡ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ, ഒരു ഫിഷറി റിലേറ്റഡ് ആയിട്ടുള്ള, ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. മോസ്റ്റ്ലി എക്സ്പോർട്ട് ചെയ്യുന്നത് ഫിഷറി പ്രൊഡക്ട്സ് തന്നെയാണ്. അപ്പം ഇത് മിനിസ്ട്രി ഓഫ് ഫിഷറീസിൻ്റെ അണ്ടറിലല്ലേ എന്നൊരു ഡൗട്ട് ഉണ്ടാവാം. എന്നാൽ ഇത് മിനിസ്ട്രി ഓഫ് ഫിഷറീസിൻ്റെ അണ്ടറിലല്ല. ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഫിഷറീസ് ഉണ്ട്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഇതിൽ ഏതിൻ്റെ അണ്ടറിലാണ് എംബഡ? എംബഡ എന്താണെന്നറിയാലോ, മറൈൻ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു മിനിസ്ട്രി ഓഫ് ഫിഷറീസിൻ്റെ അണ്ടറിലല്ല. ഈ മിനിസ്ട്രി വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചിന്തിച്ചാൽ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ അണ്ടറിലാണ് അല്ലേ. ഈ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് പുതുതായിട്ട് വന്നൊരു മിനിസ്ട്രിയാണ്. ഇതിനു മുമ്പ് ഈ 2019 ഈ മിനിസ്ട്രി വരുന്നത്. അതിനു മുമ്പ് ഇതെല്ലാം ഈ ഫിഷറീസും ഡയറിങ്ങും എല്ലാം അഗ്രികൾച്ചർ മിനിസ്ട്രിയുടെ അണ്ടറിലായിരുന്നു. പിന്നീടാണ് ഈ പുതിയൊരു മിനിസ്ട്രി ഉണ്ടായത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ 2 അണ്ടറിലല്ല. മാറിപ്പോകരുത്. നമ്മുടെ ബാക്കി എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പഠിച്ചപ്പോൾ വീണ്ടും പഠിച്ചു. അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ച കുറേ സ്ഥാപനങ്ങളുണ്ട് അല്ലേ. എന്നാൽ എംബഡ വരുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് കേട്ടോ. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് എംബഡ വരുന്നത്. അതും മറക്കരുത്, ഓർത്ത് വെക്കുക. ഫിഷറീസ് ആണെന്ന് ഡൗട്ട് അടിക്കരുത്. ഫിഷറീസ് റിലേറ്റഡ് ആണെങ്കിലും മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് എംബഡ വരുന്നത്. അപ്പോൾ നമുക്ക് ഓടിച്ച് എംബഡ എന്താണ് എന്നുള്ളതൊന്നോ ഔട്ട്ലൈൻ നോക്കാം. എംബഡയുടെ ഫുൾ ഫോം എന്താണ്? മറൈൻ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്നാണ് ഫുൾ നെയിം. ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത് 1976 കേട്ടോ, 72-ലാണ്. 1972-ലാണ്. സോറി, അതൊരു മിസ്റ്റേക്ക് വന്നതാണ്. 72-ലാണ്, മറന്നു പോകരുത്. എക്സ്റ്റാബ്ലിഷ് ചെയ്തത് 1972. 1972 തന്നെ എംബഡ ആക്ടിൻ്റെ ഫലമായിട്ടാണ് എംബഡ രൂപീകരിച്ചത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരിക്കും. അവർക്ക് ലീഗൽ പവേഴ്സ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആക്ടിൻ്റെ അണ്ടർ രൂപപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസുകളെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഇപ്പം എംബഡ ആക്ടിൻ്റെ ഫലമായിട്ടാണ് എംബഡ ഉണ്ടായത്. 1972, മറക്കരുത്. 1972-ലാണ് അതിൻ്റെ എസ്റ്റാബ്ലിഷ്ഡ് ഇയർ എന്ന് പറയുന്നത്. ഇനി ഇത് വരുന്നത് എവിടെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ അണ്ടറിലാണ് എംബഡ വരുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചി, നമ്മുടെ കൊച്ചിയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. ഒരുപാട് റീജിയണൽ സെൻറ്റേഴ്സും ചെന്നൈയിലും ഒക്കെ റീജിയണൽ സെൻറ്റേഴ്സ് എംബഡയ്ക്കുണ്ട്. ഇതിൻ്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടിംഗ് ദ മറൈൻ പ്രൊഡക്ട്സ് എക്സ്പോർട്ട്. അതാണ് മേജർ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മറൈൻ പ്രൊഡക്ട്സിനെ എക്സ്പോർട്ട് ചെയ്യുക. ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇതാണ് മേജറായിട്ട് എംബഡ ഫോക്കസ് ചെയ്യുന്നത്. ഇനി എംബഡയ്ക്ക് 3 സബ്സിഡയറീസ് ഉണ്ട്. ഒന്ന് നെറ്റ്ഫിഷ്, എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യുന്നത് നെറ്റ്ഫിഷ് ആണ്. അതായത് നെറ്റ്വർക്ക് ഓഫ് ഫിഷ് ക്വാളിറ്റി ആൻഡ് സസ്റ്റൈനബിൾ
ഫിഷിംഗ് എന്നുള്ളതാണ് നെറ്റ് ഫിഷ്. എക്സ്റ്റൻഷനും സസ്റ്റൈനബിലിറ്റിയും കുറച്ച് ഫോക്കസ് ചെയ്യുന്നതാണ് നെറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ, നെറ്റ്വർക്ക് ഫോർ ഫിഷ് ക്വാളിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ഫിഷിംഗ്. അതുപോലെ സസ്റ്റൈനബിൾ അക്വാകൾച്ചറിനെ ഫോക്കസ് ചെയ്യുന്നത് NACSA ആണ്. NACSA അതായത് നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ അക്വാകൾച്ചർ ആണ്. സസ്റ്റൈനബിൾ അക്വാകൾച്ചറിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എഴുതിയേക്കാം, നാഷണൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ അക്വാകൾച്ചർ. നെറ്റ് ഫിഷ് എന്താണെന്ന് ചോദിച്ചാൽ നെറ്റ്വർക്ക് ഫോർ ഫിഷ് ക്വാളിറ്റി മാനേജ്മെന്റ് ഉണ്ട്. ആൻഡ് സസ്റ്റൈനബിൾ ഫിഷിംഗ്. ഇനി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ വിങ് ആണ് RGCA, രാജീവ് ഗാന്ധി സെന്റർ ഫോർ അക്വാകൾച്ചർ. റിസർച്ച് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരാണ്. ഇപ്പോൾ എംബഡയുടെ 3 സബ്സിഡറീസ് ആണ് ഇവർ 3 പേരും കേട്ടോ. മേജറായിട്ട് എംബഡ എക്സ്പോർട്ട് ചെയ്യുന്നത് ഷ്രിമ്പിനെയാണ്, ഫ്രോസൺ ഷ്രിമ്പിനെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഫ്രോസൺ ഷ്രിമ്പാണ്. എംബഡയാണ് കൂടുതലും അതിനെ ഫോക്കസ് ചെയ്യുന്നത്. മേജറായിട്ടുള്ള ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കൊടുക്കുന്നുണ്ട്, ട്രേഡ് പ്രൊമോഷൻസ്, സർട്ടിഫിക്കേഷൻസ്, ട്രെയിനിങ്. ഇന്ത്യയിൽ ട്രേഡ് ഈ മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ ഒക്കെ ട്രേഡ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എംബഡയുടെ സർട്ടിഫിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ കാര്യങ്ങൾ, നമ്മൾ വെസൽസ് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യത്തില്ലേ, അതും എംബഡയിലാണ്. ട്രേഡ് പ്രൊമോഷൻസും ഒക്കെ എംബഡ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എംബഡയെ പറ്റി ഏകദേശം ഒരു രൂപം, കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് അറിവുകളൊക്കെ കിട്ടിയല്ലോ അല്ലേ? പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDGs were officially adopted by United Nations in. ഇതൊരു കൺഫ്യൂസിങ് ആണ്. 2000 ഉണ്ട്, 2012, 15, 16 എന്ന് പറഞ്ഞ അടുപ്പുണ്ട്. ഇതിൽ 2000, 2012 അല്ല. ഓക്കെ, 16 ആണോ 15 ആണോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അതായത് ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഒഫീഷ്യലി അഡോപ്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. SDGs എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുകൾ നിലവിൽ വന്നത്, അഡോപ്റ്റ് ചെയ്തതെന്നാണ് ചോദിച്ചത്. അഡോപ്റ്റ് ചെയ്ത വർഷം 2015 കേട്ടോ. 2015 ഇത് അഡോപ്റ്റ് ചെയ്തത്. ദാറ്റ് ഈസ് സെപ്റ്റംബർ 25 2015 സെപ്റ്റംബർ 25 SDGs അഡോപ്റ്റ് ചെയ്തത്. ഇനി കെയിം ഇൻറ്റു എഫക്റ്റാ ചോദിക്കുന്നതെങ്കിൽ 2016 കേട്ടോ, ജനുവരി 1 വന്നത്. കെയിം ഇൻ എഫക്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്ത വർഷമാണ്. ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്ത വർഷം 2015 സെപ്റ്റംബർ 25. ഇപ്പോൾ 2015 അത് അഡോപ്റ്റ് ആയത്, 2016 എഫക്റ്റിലേക്ക് വന്നത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? തെറ്റിക്കരുത്. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒഫീഷ്യലി ക്വസ്റ്റ്യൻ വായിക്കുക. അഡോപ്റ്റ് ചെയ്ത വർഷമാണോ ചോദിച്ചേക്കുന്നത്, എഫക്ട് കെയിമിൻ്റെ എഫക്റ്റ് ആണോ ചോദിച്ചേക്കുന്നത് എന്നുള്ളത് നോട്ടീസ് ചെയ്യുക കേട്ടോ. അപ്പം മേജറായിട്ട് 17 ഗോൾസ് ആണ് SDGക്ക് ഉള്ളത്. അറിയാലോ, 17 ഗോൾസുകളാണുള്ളത്. ഇത് 2015 നിലവിൽ വന്നത്. SDGs എന്ന് പറഞ്ഞാൽ എന്താ, 2030 ആവുമ്പോഴത്തേക്കും ഈ 17 ഗോൾസുകളും അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് SDG ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ 17 ഗോൾസ് എന്തൊക്കെയാണെന്നൊന്ന് ഓടിച്ചു പോകാം പെട്ടെന്നാട്ടെ. ഒന്നാമത് നോ പോവർട്ടി എന്നുള്ളതാണ് ആദ്യത്തെ ഗോള്. നമ്പേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ലൈഫ് അണ്ടർ വാട്ടർ ഏത് ഗോളാണ്, SDG ഏത് ഗോളാണ്, നോ പോവർട്ടി ഏത് ഗോളാണ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്യാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഗോള് നോ പോവർട്ടി ആണ്. 2 സീറോ ഹങ്കർ. 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീൻ ആണ്. 4 ക്വാളിറ്റി എഡ്യൂക്കേഷൻ. 5 ജെൻഡർ ഇക്വാലിറ്റി. 6 ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. 7 അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. 8 ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക്കൽ ഗ്രോത്ത് ആണ്. 9 ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. 10 റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്. 11 സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. 12 റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. 13 ആക്ഷൻ, ക്ലൈമറ്റ് ആക്ഷൻ. 14 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. 14ൻ്റെ അണ്ടറിലാണ് നമ്മുടെ ലൈഫ് ബിലോ വാട്ടർ വരുന്നത്. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസിൽ വരാൻ
എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ലൈഫ് അണ്ടർ വാട്ടർ ഏത് ഗോളാണെന്ന് ചോദിച്ചാൽ 14 ആണ്. പിന്നെ നമുക്ക് ഒന്നും കൂടെ മറൈൻ അല്ലെങ്കിൽ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗോളാണ് 2, സീറോ ഹങ്കർ കേട്ടോ. അത് ഫുഡ് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടും ചോദിക്കാം, സീറോ ഹങ്കർ. പിന്നെ 15 ലൈഫ് ഓൺ ലാൻഡ് ആണ്. 16 പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 17 പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ് എന്നുള്ളതാണ്. 2030 ആകുമ്പോഴത്തേനും ഇതൊക്കെ അറ്റൈൻ ചെയ്യും എന്നാണ് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. 17 ഗോൾസ് ആണ് കേട്ടോ. എത്ര ഗോൾസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 ഗോൾസ് ഉണ്ട്. അതിൽ മെയിൻലി ലൈഫ് അണ്ടർ വാട്ടർ വരുന്നത് SDG 14 അണ്ടറിലാണ് കേട്ടോ. അപ്പോൾ മറന്നു പോയത് അത് പഠിച്ചു വയ്ക്കുക. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് SDG നോക്കാം. വിച്ച് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ഈസ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോട്ട് കറക്റ്റ്. ഓപ്ഷൻസ്: ദ SDGs were adopted by all UN member state in 2015. ശരിയല്ലേ? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലെ. 2015 അഡോപ്റ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. SDGs റീപ്ലേസ് ദ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. ശരിയാണോ? ശരിയാണ്. 2000 തൊട്ട് 2015 വരെ 8 ഗോളുകളോട് കൂടിയാണ് ഈ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞാൽ. 2000 തൊട്ട് 2015 വരെ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആയിരുന്നു. 8 ഗോൾസുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അത് അറ്റൈൻ ചെയ്തതിന് ശേഷം 2015 തൊട്ട് 2030 വരെ 17 ഗോളോട് കൂടിയാണ് ഒന്നുകൂടെ ഒന്ന് എൻറിച്ച് ചെയ്തിട്ടാണ് പുതിയ SDD ആയിട്ട് മാറിയത്. അതുകൊണ്ട് അത് കറക്റ്റാണ്. മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് SDGs വന്നിട്ടുള്ളത്. അടുത്തത് SDGsന് 17 ഗോൾസും 169 ടാർജറ്റും ഉണ്ട്. കറക്റ്റാണോ? കറക്റ്റാണ്. അതുപോലെ തന്നെ 231 യുണീക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. പതിനേഴ് ഗോൾസ് ഉണ്ട്, 169 ടാർജറ്റുകളുണ്ട്, 231 യുണീക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഈ മെഷർ ചെയ്യാൻ വേണ്ടി ഗോൾസ് ഒക്കെ അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി 231 യുണീക്ക് ഇൻഡിക്കേറ്റേഴ്സും SDGക്ക് ഉണ്ട്. അതും ശരിയാണ്. നാലാമത്തെ ഓപ്ഷൻ, SDGs ആർ ലീഗലി ബൈൻഡഡ് ഓൺ ഓൾ UN മെമ്പർ സ്റ്റേറ്റ്സ്. അത് തെറ്റാണ്. ലീഗലി ബൈൻഡഡ് അല്ല. യഥാർത്ഥത്തിൽ ഇത് ലീഗലി ബൈൻഡഡ് അല്ല. ഗോൾസ് ഇപ്പം രാജ്യങ്ങൾക്ക് SDGs പങ്കെടുക്കാൻ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്നാൽ ആ ഗോൾ അറ്റൈൻ ചെയ്തില്ല, ഇപ്പോൾ ഫെയിലായി പോയി കഴിഞ്ഞാൽ, ഗോൾ അറ്റൈൻ ചെയ്യാൻ ഫെയിലായി പോയി കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള പെനാൽറ്റീസ് ഒന്നും കൊടുക്കത്തില്ല. ലീഗലായിട്ടുള്ള പെനാൽറ്റീസ് ഒന്നും ഇൻവോൾവഡ് അല്ല. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ലീഗലി ബൈൻഡഡ് അല്ല. എല്ലാ രാജ്യങ്ങളും ലീഗലി ബൈൻഡഡ് അല്ല. അവർക്ക് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതൊരു വോളണ്ടറി ഗ്ലോബൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. ദെൻ അത് ലീഗൽ പെനാൽറ്റീസ് ഒന്നും ഇല്ല. അറ്റൈൻ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ കേട്ടോ, ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാ ചോദിച്ചത്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത്. ഇത് മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസും അത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നാമത്തേത് ഗൾഫ് ഓഫ് മന്നാർ മറൈൻ നാഷണൽ പാർക്ക്. അത് ഗുജറാത്തിലാണോ? അല്ല, അത് തമിഴ്നാട്ടിലാണുള്ളത്. ബി, ഗൾഫ് ഓഫ് കച്ച് മറൈൻ നാഷണൽ പാർക്ക് തമിഴ്നാട്ടിലാണോ? അല്ല, അത് ഗുജറാത്തിലാണുള്ളത്. ആൻഡ് സി, ഗഹിർമാത മറൈൻ സാഞ്ചുറി ഒഡീഷയിലാണോ? ഒഡീഷയിലാണ്. ആൻഡ് ഡി, മാൽവെയിൻ മറൈൻ സാഞ്ചുറി കേരളത്തിലല്ല, അതെവിടെയാ? മഹാരാഷ്ട്രയിലാട്ടോ. കേരളത്തിൽ മറൈൻ ലൈഫ് സാഞ്ചുറി അല്ലെങ്കിൽ മറൈൻ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടോ? കേരളത്തിൽ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ ഇല്ല. എന്നാൽ ഈ കോസ്റ്റൽ മാൻഗ്രൂവ് യോസ്റ്ററിയൻ കോസ്റ്റൽ കൺസർവേഷൻ ഒരു സോൺ ഉണ്ട്. കടലുണ്ടി വള്ളിക്കുന്ന്. കേരളത്തിലെ ഒരു മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ല, എന്നാൽ എസ്റ്ററൈൻ മാൻഗ്രൂവ് അല്ലെങ്കിൽ കോസ്റ്റൽ കൺസർവേഷൻ സോൺ ഉണ്ട്. അത് വരുന്നത് കടലുണ്ടി വള്ളിക്കുന്ന് ഏരിയയിലാണ്.
ഓക്കെ, മെയിനായിട്ട് മാംഗ്രൂവ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. എസ്റ്ററീസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് അവിടുത്തെ കമ്മ്യൂണിറ്റീസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. കേരളത്തിലെ ഏക യൂസ്ട്രെയിൻ കോസ്റ്റൽ കൺസർവേഷൻ സോണും കൂടെയാണ് കടലുണ്ടി വള്ളിക്കുന്ന് സോൺ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ആൻസർ ഏതാ? ഗഹിർമാത മറൈൻ സാഞ്ചുറി ആണ്. അത് റീസെയിലാണുള്ളത്. ഗൾഫ് ഓഫ് മന്നാർ തമിഴ്നാട്ടിലാണ്, ഗൾഫ് ഓഫ് കച്ച് ഗുജറാത്തിലാണ്, മാൽവെയിൻ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലെ ഏക മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയയും കൂടെയാണ് മാൽവെയിൻ മറൈൻ സാഞ്ചുറി. നമുക്ക് ഒന്ന് ഓടിച്ചു പോകാം. കുറേ മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ കുറേ ഉണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാലും ഒന്ന് വേഗത്തിൽ നമുക്കൊന്ന് കവർ ചെയ്ത് പോകാം. ഗൾഫ് ഓഫ് കച്ച് മറൈൻ സാഞ്ചുറി. ഇപ്പം മറൈൻ സാഞ്ചുറീസ് ഉണ്ട്, മറൈൻ നാഷണൽ പാർക്കുകളുണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അതിൽ തന്നെ ഗൾഫ് ഓഫ് കച്ച് മറൈൻ സാഞ്ചുറി ഗുജറാത്തിലാണ്. 1980 ഇത് സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ സാഞ്ചുറിയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ സാഞ്ചുറിയാണ് ഗൾഫ് ഓഫ് കച്ച് മറൈൻ സാഞ്ചുറി. അതുപോലെ ഗൾഫ് ഓഫ് കച്ച് മറൈൻ നാഷണൽ പാർക്കും ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്കാണ്. അത് 1982 സ്ഥാപിതമാകുന്നത്. ഗൾഫ് ഓഫ് കച്ച് മറൈൻ സാഞ്ചുറി പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോറൽ റീഫ്, മാൻഗ്രൂവ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഡോൾഫിൻസ്, ഡഗ്ഔട്ട്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഗൾഫ് ഓഫ് കച്ച്. ഗൾഫ് ഓഫ് കച്ചിന്റെ മറൈൻ നാഷണൽ പാർക്ക് ആണെങ്കിൽ കോറൽ റീഫ്, ഇന്ത്യയിലെ മേജർ ആയിട്ടുള്ള കോറൽ റീഫുകൾ ഉള്ള ഒരു ഏരിയ ആണ് ഗൾഫ് ഓഫ് കച്ച്. 82 സിറ്റുവേറ്റ് ചെയ്യുന്നത് ജാംനഗർ, ഗുജറാത്തിലെ ജാംനഗറിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. 42 ഐലൻഡ് ആണുള്ളത്. മറൈൻ വൈൽഡ് ലൈഫ് റിച്ച് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെയാണ് ഗൾഫ് ഓഫ് കച്ച്. ഓക്കെ, ഇനി ഗൾഫ് ഓഫ് മന്നാർ വരുന്നത്, മറൈൻ നാഷണൽ പാർക്ക് വരുന്നത് തമിഴ്നാട്ടിലാണ്. 21 ചെറിയ ഐലൻഡുകൾ ചേർന്ന് കോറൽ റീഫുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണിത്. തൂത്തുക്കുടിക്കും ധനുഷ്കോടിക്കും ഇടയിലാണ് ഈ ഒരു കോസ്റ്റ് ഉള്ളത്. തൂത്തുക്കുടിക്ക് ധനുഷ്കോടിക്ക് ഇടയിലാണ് ഇതുള്ളത്. 1986 സ്ഥാപിതമാകുന്നത്. ഗൾഫ് ഓഫ് മന്നാറിന്റെ ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട് തമിഴ്നാട്ടിൽ. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ റിസർവ് ഗൾഫ് ഓഫ് മന്നാർ ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ മറൈൻ, തെറ്റിപ്പോരുത്, ഫസ്റ്റ് മറൈൻ സാഞ്ചുറി എന്ന് പറയുന്നതും ഫസ്റ്റ് മറൈൻ നാഷണൽ പാർക്കും ഗൾഫ് ഓഫ് കച്ചാണ്. മറൈൻ ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൾഫ് ഓഫ് മന്നാറാണ്. 89 ഇത് സ്ഥാപിതമാകുന്നത്. ഇതിന് വേറൊരു പ്രത്യേകതകളുണ്ട്. ഗൾഫ് ഓഫ് മന്നാർ റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യങ്ങളുണ്ട്. സീ കൗ ഇല്ലേ, നമ്മുടെ ഡക്ക് ഡോഗ്സ്, സീ കൗവിന്റെ മേജർ ആയിട്ട് ഇന്ത്യയിൽ സീ കൗകളെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഏരിയയും ഗൾഫ് ഓഫ് മന്നാറാണ്. ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. ഡഗ് ഔട്ട്സ് അല്ലെങ്കിൽ സീ കൗസിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മറൈൻ പ്രൊട്ടക്റ്റഡ് ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗൾഫ് ഓഫ് മന്നാർ റീജിയൻ ആണ്. ആ തൂത്തുക്കുടി, തമിഴ്നാട് റീജിയൻ, ധനുഷ്കോടി റീജിയൻസിലാണ് കൂടുതൽ അതിൻ്റെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, ഡഗ് ഔട്ട് പ്രോജക്റ്റുകളൊക്കെ, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രോജക്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്. അത് ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുള്ളത്. 83 സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ 2ാമത്തെ മറൈൻ നാഷണൽ പാർക്കാണ് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക്. കോറൽ റീഫ്സ്, സീ ടർട്ടിൽസുകൾ, റീഫ് ഫിഷസ്, മാൻഗ്രൂവ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഏരിയയിൽ. അത് റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. ഈ ഝാൻസി റാണിയുടെ ഒരു ബഹുമാനാർത്ഥമാണ് ആ ഒരു പേര് നമ്മൾ കൊടുത്തേക്കുന്നത്. 96 സ്ഥാപിതമായത്. 256.14 സ്ക്വയർ കിലോമീറ്റർ ആണുള്ളത്. ഈ സീ ടർട്ടിൽസ് ഒക്കെ നെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടെയാണ് റാണി ഝാൻസി മറൈൻ നാഷണൽ പാർക്ക്. ഇനി ഗഹിർമാത നാഷണൽ പാർക്ക് മറന്നു പോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒഡീഷയിലാണ് ഇത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പഠിക്കുക. ഒഡീഷയിലാണ്. 1997 ഇത് നിലവിൽ വരുന്നെങ്കിലും വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒലിവ് റിഡ്ലി സീ ടർട്ടിൽസ് ഉണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. കൂട്ടത്തോടെ ടർട്ടിൽസ് വന്ന് മുട്ടയിട്ടിട്ട് തിരിച്ചു പോകുന്നത്. ഇപ്പം മുട്ട വിരിഞ്ഞിട്ട് നമ്മുടെ ടർട്ടിൽസ് വന്ന് മുട്ടയിടുന്നു. എന്നിട്ട് ഒരു സീസൺ ആകുമ്പോഴത്തേനും ഫുള്ളി ഈ മുട്ട വിരിഞ്ഞിട്ട് കൂട്ടത്തോടെയാണ് ഈ ഗ്രീൻ ടർട്ടിൽസ് പോകുന്നത്. ഒലിവ് റിഡ്ലി ഗ്രീൻ ടർട്ടിൽസ് കടലിലേക്ക് പോകുന്നത്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ആ ഒരു സമയത്ത് അങ്ങോട്ട് എൻട്രി ഒന്നുമില്ല. ലോകത്ത് തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു നെസ്റ്റിംഗ് സൈറ്റ് ആണ് ഗഹിർമാത മറൈൻ സാഞ്ചുറി. ഒഡീഷയിലാണ് അതുള്ളത്. 1997 നിലവിൽ വന്നത്. അത് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത് ജീവിയാന്ന് വെച്ചാൽ ഒലിവ് റിഡ്ലി സീ ടർട്ടിൽസുകളുടെ നെസ്റ്റിംഗ് സൈറ്റ് ആണത്. അതുപോലെ മാൽവിയൻ മറൈൻ സാഞ്ചുറി മഹാരാഷ്ട്രയിലെ ഏക മറൈൻ സാഞ്ചുറിയാണ്. 87 നിലവിൽ വരുന്നത്. അതുപോലെ ബിറ്റർ കർണികയുണ്ട്. ഒഡീഷയിൽ തന്നെ 2 ഉണ്ട് കേട്ടോ. ഒഡീഷയിൽ തന്നെ മറൈൻ സാഞ്ചുറി ഉണ്ട്, ഒരു നാഷണൽ പാർക്കും ഉണ്ട്. അത് ഒഡീഷയിൽ തന്നെ ഉള്ളതാണ് ബിറ്റർ കർണിക. ആൻഡ് അത് മാൻഗ്രൂവ് എക്കോസിസ്റ്റം അല്ലെങ്കിൽ യൂസ്ട്രെയിൻ ക്രോക്കോഡിൽസ്, മറൈൻ ബയോഡൈവേഴ്സിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. 98 അത് സ്ഥാപിതമായത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ്ലി ഈ ഗഹിർമാത മറന്നു പോകരുത്.
ഗൾഫ് ഓഫ് കച്ചും ഗൾഫ് ഓഫ് മന്നാറും. ഗൾഫ് ഓഫ് മന്നാറിലാണ് സീ കൗ എന്നുള്ളതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറ്റ് വാട്ട് ഡിസോൾവ് ഓക്സിജൻ ലെവൽ ഡസ് ഫീഡിങ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ഫോർ ഷ്രിംപ്? ഡിയോയുടെ ലെവൽ എത്രയാണ് ഷ്രിംസിൻ്റെ ഫീഡിങ് ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബിലോ 0.1 ആണോ, 1.5 ppm ആണോ, 3 ബിലോ 3 ppm ആണോ, അതോ 3ൽ കൂടുതൽ ppm ആണോ എന്നാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. 3 ppm താഴെ പോയാൽ ഷ്രിമ്പ് ഈറ്റ് ചെയ്യില്ല. ഓക്കെ, ഡിസോൾവ് ഓക്സിജൻ ലെവൽ 3ൽ താഴെ പോവുകയാണെങ്കിലാണ് ഷ്രിമ്പ് ഫീഡിങ് എടുക്കാത്തത്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. മെയിനായിട്ട് അപ്പം അത് പറഞ്ഞ സ്ഥിതിക്ക് ഈ നമ്മുടെ ഷ്രിമ്പ് ഫാർമിൽ കാൽസ്യം, മഗ്നീഷ്യം, അതുപോലെ ഫോസ്ഫറസിൻ്റെ റോൾ എന്താണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓടിച്ചു നോക്കി പോകാം. കാൽസ്യം മെയിൻലി ഷെൽ ഫോർമേഷന് സഹായിക്കും, മൗൾഡിങ്ങിന് സഹായിക്കും, അതായത് എക്സോസ്കെൽട്ടൻ്റെ ഫോർമേഷനൊക്കെ സഹായിക്കും. മെയിൻലി അവരുടെ ഷ്രിമ്പിൻ്റെ ബ്ലഡിൻ്റെ ബാലൻസ് ഒക്കെ നിലനിർത്താൻ, അയോണിക് ബാലൻസ് ഒക്കെ നിലനിർത്താൻ കാൽസ്യം സഹായിക്കും. വെള്ളത്തിൽ അതിന് 40 തൊട്ട് 80 മില്ലിഗ്രാം പെർ ലിറ്ററാണ് അതിൻ്റെ ലെവലുള്ളത്. കാൽസ്യം മഗ്നീഷ്യം റേഷ്യോ എന്ന് പറയുമ്പോൾ 3:1, ഒരു 3:1 എന്ന റേഷ്യോയിലാണിത് കിടക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ഇതിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ, ഷ്രിംസിന് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഷെൽസ് സോഫ്റ്റ് ആവും, ഇൻകംപ്ലീറ്റ് മോൾട്ടിംഗ് ആണ്, ഹൈ ആയിട്ടുള്ള മോർട്ടാലിറ്റിയും സംഭവിക്കും. ക്ലിയർ? ഇപ്പോൾ കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷ്രിംസ് ഫാമിങ്ങിൽ. അതുപോലെ മഗ്നീഷ്യം നോക്കുമ്പോൾ എൻസൈം ആക്ടിവേഷന് സഹായിക്കുന്നുണ്ട്, മെറ്റബോളിസത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നെർവസ് സിസ്റ്റംസിൻ്റെ ഫങ്ഷനിങ്ങിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, മൗൾട്ടിങ്, ഷെല്ലിൻ്റെ ഗ്രോത്തിനൊക്കെയും സ്ട്രെങ്തിനൊക്കെയും കാൽസ്യത്തിനൊപ്പം തന്നെ സഹായിക്കുന്നതാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 12 to 50 mg/L ആണ്. ലോ സലൈനിറ്റി വാട്ടേഴ്സിന് സപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഈ ഫോസ്ഫറസിലേക്ക് വരുമ്പോൾ എനർജി പ്രൊഡക്ഷൻ, ATP എനർജി പ്രൊഡക്ഷന് വളരെ അത്യാവശ്യമാണ് ഫോസ്ഫറസ്. സ്കെൽട്ടൻ്റെ ഡെവലപ്മെൻറ്റിന്, ടിഷ്യൂസിൻ്റെയും സെൽസിൻ്റെ ഒക്കെ മിനറലൈസേഷനും ഒക്കെ ഫോസ്ഫറസ് വളരെ അത്യാവശ്യമാണ്. ഇപ്പം അത് ഫോസ്ഫറസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് കുറയും, FCR കുറയും, സോഫ്റ്റ് ഷെൽസ് ഒക്കെ സോഫ്റ്റ് ആവും, ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് വളരെ കുറയും. ഓക്കെ, അപ്പോൾ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഷ്രിംപ് ഫാമിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓക്സിജൻ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. ദ ടേം ഒണ്ടോജനറ്റിക് ഷിഫ്റ്റ് ഇൻ ഫിഷ് എക്കോളജി എന്താണ് മീൻ ചെയ്യുന്നത്? ഒണ്ടോജനറ്റിക് ഷിഫ്റ്റിനെ നമ്മൾ ഡയറ്ററി ഷിഫ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ ഒരു വാക്ക് കേൾക്കുമ്പം ഈ ഓപ്ഷനകത്തുനിന്ന് ഏതാണെന്ന് അറിയാലോ, ഡയറ്ററി ഷിഫ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, ചേഞ്ചസ് ഇൻ എ ഫിഷ് ഡയറ്റ് കമ്പോസിഷൻ ആസ് ഇറ്റ് ഗ്രോസ് ലാർജർ. വളരും തോറും ഫിഷിൻ്റെ ഡയറ്റ് കമ്പോസിഷൻ മാറുന്നതിനെയാണ് നമ്മൾ ഒണ്ടോജനറ്റിക് ഷിഫ്റ്റ് അഥവാ ഡയറ്ററി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഫിഷ് വാട്ടർ ടെമ്പറേച്ചറിനനുസരിച്ച്, വാട്ടർ ഡെപ്തിനനുസരിച്ച് ടെമ്പറേച്ചർ മാറ്റുന്നതല്ല, ഫിഷ് മൈഗ്രേഷൻ അല്ല, റീപ്രൊഡക്ഷൻ്റെ ഫിഷ് മൈഗ്രേഷൻ അല്ല, ദാറ്റ് ടോക്സിക് ഫുഡിൻ്റെ സ്പിറ്റിംഗ് ഒന്നും അല്ല. ദാറ്റ് ഈസ് ഒണ്ടോജനറ്റിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ എ ഫിഷ് ഡയറ്റ് കമ്പോസിഷൻ ആസ് ഇറ്റ് ഗ്രോസ് ലാർജർ. വളരും തോറും ഡയറ്റ് മാറുന്നതിനെയാണ് നമ്മൾ ഒണ്ടോജനറ്റിക് ഷിഫ്റ്റ് അഥവാ ഡയറ്ററി ഷിഫ്റ്റ് എന്നും ഒരു ഇതുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഫിഷ് ഈസ് സ്പെഷ്യലൈസ്ഡ് ആസ് എ മലാക്കോവോറസ് പ്രെഡേറ്റർ? എന്താ മലാക്കോവോറസ് പ്രെഡേറ്റർ? 4 ഓപ്ഷൻ ഉണ്ട്. കാർപ്പുണ്ട്, ബാസുണ്ട്, ബരാക്കുഡയുണ്ട്, കട്ട്ലയുണ്ട്. എന്താ മലാക്കോവോറസ്? മലാക്കോവോറസ് എന്ന് പറഞ്ഞാൽ മൊളസ്ക് ഈറ്റിംഗ്, മൊളസ്കിനെ കഴിക്കുന്നവരെയാണ് നമ്മൾ മലാക്കോവോറസ് എന്ന് പറഞ്ഞാൽ. ലാർവിവോറസ് എന്ന് പറഞ്ഞാൽ എന്താ? ലാർവയെ കഴിക്കുന്നവർ. പിസിവോറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷസിനെ കഴിക്കുന്നവർ. ഓക്കെ, മലാക്കോവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളസ്ക് ഈറ്റിംഗ്. ഇവരുടെ പ്രത്യേകത എന്താ? ഇവർക്ക് ഷാർപ്പായിട്ടുള്ള ഫാരിംഗൽ ടീത്ത് ഒക്കെ ഉണ്ട്. കാരണം ഈ മൊളസ്കിന് നല്ല കട്ടിയാണല്ലോ, അപ്പം അതിനെ ആ ഷെൽസിനെ പൊട്ടിച്ച് വേണം കഴിക്കാൻ. അപ്പോൾ ഷാർപ്പായിട്ടുള്ള ഫാരിംഗൽ ടീത്ത് ഒക്കെ ഉള്ളവരായിരിക്കും. ഇപ്പോൾ 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. കാർപ്പുണ്ട്, ബാസുണ്ട്, ബരാക്കുഡയുണ്ട്, കട്ട്ലയുണ്ട്. കട്ട്ല നമുക്ക് എന്തായാലും ഒഴിവാക്കാമല്ലോ. കട്ട്ല നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്. ഇന്ത്യൻ മേജർ കാർപ്പിലെ മേജറായിട്ടുള്ള ആളാണ് കട്ട്ല. കട്ട്ല ഈസ് എ സർഫസ് ഫീഡർ. പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ ഈ കട്ട്ല, റോഹു, മിർക്കാട് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ് സർഫസ് ഫീഡറാണ് കട്ട്ല. ബരാക്കുഡയാണോ? ബരാക്കുഡ അല്ല, അതൊരു പിസിവോറസാണ്.
പിസിവോറസ് ആണ്. സീ ബാസ്, ബ്ലാക്ക് ബാസിന്റെ കേസസിൽ അതൊരു കാർണിവോറസ് ആണ്, അല്ലെങ്കിൽ പ്രഡേറ്ററി കാർണിവോറസ് പ്രഡേറ്റർ ആണ്. ദെൻ ഓപ്ഷൻ എ ബ്ലാക്ക് കാർപ്പാണ് മലക്കൂറസ് പ്രഡേറ്റർ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? അടുത്ത ചോദ്യം, വിച്ച് ഫിഷ് ഈസ് ഫേമസ്ലി നോൺ ആസ് ദ കിങ് ഓഫ് ഇന്ത്യൻ റിവേഴ്സ്? കിങ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ടൈഗർ ഓഫ് ഇന്ത്യൻ റിവേഴ്സ് എന്നും ഇതിനെ അറിയപ്പെടും. 4 ഓപ്ഷൻ ഉണ്ട്, മിന്നോ, ഗുച്ച്, മർസിർ, ഇന്ത്യൻ റോഡ്. ഏതായിരിക്കും? താഴെ ഫോട്ടോ കാണുമ്പോഴറിയാം. ഓപ്ഷൻ സി മർസിർ. മർസിറിനെയാണ് നമ്മൾ കിങ് ഓഫ് ഇന്ത്യൻ റിവേഴ്സ് അഥവാ ടൈഗേഴ്സ് ഓഫ് ഇന്ത്യൻ റിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മളെ ഫിഷറീസ് ഓഫീസറിൻ്റെ ഒക്കെ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. ഗോൾഡൻ മർസിൻ്റെയും ചോക്ലേറ്റ് മർസിൻ്റെ ഒക്കെ സയൻറ്റിഫിക് നെയിം അറിഞ്ഞിരുന്നവർക്ക് ഒരു മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സയൻറ്റിഫിക് നെയിം ഒന്ന് നോക്കിയപ്പോൾ മേജറായിട്ട് മർസീർസ്, ഇന്ത്യയിൽ കാണുന്ന മർസീസ് ആണ് ഗോൾഡൻ, ചോക്ലേറ്റ്, ഡെക്കാൻ, റെഡ് ഫിൻഡ്, കോപ്പർ. ഓക്കെ, ഇത്രയും മർസീസ് ആണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. മേജറായിട്ട് 2 ജീനസ് ആണ് ഇവർക്കുള്ളത്. ടോറുണ്ട്, അതുപോലെ നിലിയോസോ ചിലസ്. ഈ 2 ജീനസിൽപ്പെട്ട മർസീറുകളാണ് ഇന്ത്യയിൽ കാണുന്നത്. ഗോൾഡൻ മർസീറിന്റെ പേര് ടോർ പുറ്റിറ്റോറയാണ്. ഹിമാചൽ, അതിനെയാണ് നമ്മൾ സ്പെസിഫിക്കലി എടുത്ത് കിങ് ഓഫ് ഇന്ത്യൻ റിവേഴ്സ് എന്ന് പറയുന്നെങ്കിൽ ഗോൾഡ് മർസീർ തന്നെ. മർസീറാണ് ഗോൾഡൻ മർസീർ എന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം. ഹിമാലയൻ റിവേഴ്സ് ഗംഗ, യമുന, സത്ലജ്, ബ്രഹ്മപുത്ര നദികളിലാണ് കൂടുതൽ ഇത് കാണുന്നത്. ഇന്ത്യയിലെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള മർസീറാണ് ഗോൾഡൻ മർസീർ. ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ഫിഷ് ആണ് കേട്ടോ. ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ഫിഷും കൂടെയാണ് ഗോൾഡൻ മർസീർ. ഇപ്പൊ നമുക്കിങ്ങനെ ഓപ്ഷൻസ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമല്ലോ. ഇപ്പൊ ഏതാണ് കറക്റ്റ്, ഗോൾഡൻ മർസീർ സ്റ്റേറ്റ് ഫിഷ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ഫിഷ് ആണ് ഗോൾഡൻ മർസീർ. കിങ് ഓഫ് ഇന്ത്യൻ റിവേഴ്സ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഹിമാലയൻ റിവേഴ്സിലാണ് അത് കാണപ്പെടുന്നത്. അതിന്റെ സയന്റിഫിക് നെയിം നോക്കി വെക്കുക. ഇനി ഡെക്കാൻ മർസിൻ ടോർ കുണ്ട്രിയാണ്. കൃഷ്ണ, കാവേരി, ഗോദാവരി, നർമ്മദ താഴേക്ക് ഉള്ള നദികളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. എൻഡമിക് ആണ്. അതാണ് മെയിനായിട്ട്. പെനിസുലാർ ഇന്ത്യയിൽ എൻഡമിക് ആയിട്ടുള്ള മർസീർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെക്കാൻ മർസീറാണ്. ഡെക്കാൻ പ്ലേറ്റ്യൂ മേജർ ആയിട്ടുള്ളൊരു സ്പോർട്സ് ഫിഷിംഗ് കൂടെയാണ്. ഈ മർസീർ എല്ലാം സ്പോർട്സ് ഫിഷറീസിൽ യൂസ് ചെയ്യുന്ന ഫിഷസ് ആണ് കേട്ടോ, ഉള്ള ഫിഷസ് ആണ്. സ്പോർട്സ് ഫിഷറീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഷസും കൂടെയാണ് മർസീർ. ദെൻ ഡെക്കാൻ മർസീർ എൻഡമിക് ആണ്. പെനിസുലാർ റീജിയനിൽ എൻഡമിക് ആയിരിക്കും. ഓക്കെ, റെഡ് ഫിൻഡ് മർസീർ എന്ന് ടോർ പെട്ടെന്ന് പഠിക്കുക അല്ലേ. ഗംഗ, മഹാനദി, നർമ്മദ നദികൾ, ഗോദാവരി നദികളിലാണ്. ഇന്ത്യൻ റിവേഴ്സിൽ നേറ്റീവായിട്ടുള്ള മർസീറാണ് റെഡ് ഫിൻഡ് മർസീർ. പിന്നെ ചോക്ലേറ്റ് മർസീർ ഉണ്ട്, നിലിയോസ് ചിലസ്, ഹെക്സാഗോണൽപസ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് കൂടുതലും കാണുന്നത്. ഈസ്റ്റേൺ ഹിമാലയ റീജിയനിൽ നമുക്ക് കാണപ്പെടും. നാഗാലാൻഡിന്റെ സ്റ്റേറ്റ് ഫിഷ് ആണ്. ഇത് രണ്ടും മറന്നുപോലെ. നാഗാലാൻഡിന്റെ സ്റ്റേറ്റ് ഫിഷ് ഏതാന്ന് ചോദിച്ചാൽ ചോക്ലേറ്റ് മർസീറും, ഉത്തരാഖണ്ഡിന്റെ സ്റ്റേറ്റ് ഫിഷ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡൻ മർസീറുമാണ്. കോപ്പർ മർസീർ വലിയ രീതിയിൽ കാണുന്നില്ല, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് കാണുന്നത്. ഹിൽ ഏരിയ, റിവേഴ്സ്, ഹിൽ സ്ട്രീംസ്, റിവേഴ്സിലൊക്കെയാണ് കൂടുതലും കാണപ്പെടുന്നത്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലാണ് കാണപ്പെടുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ സയൻറ്റിഫിക് നെയിം നിലോസോചിലസ് ഹെക്സാസിചൈക്കസ് എന്നാണ്. അപ്പോൾ അതൊന്ന് പഠിക്കുക. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മേജർലി ഗോൾഡൻ മർസീർ, ചോക്ലേറ്റ് മർസീർ, ഡെക്കാൻ മർസീർ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസിൽ കണ്ട് പരിചയമായിട്ടുള്ള മർസീറുകൾ. അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് നെയിം പഠിക്കുക, അതിൻ്റെ 1-2 ഫീച്ചേഴ്സും ഒന്ന് ഓർത്ത് വെക്കുക. എവിടെയാണ്, ഏത് നദിയിലാണ് ഇത് കാണപ്പെടുന്നതെന്ന് ഓർത്ത് വെക്കുക. ഇതാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ഗോൾഡൻ മർസീറിനെ നമ്മൾ ഹിമാലയൻ മർസീർ എന്നും വിളിക്കാറുണ്ട് കേട്ടോ. വലിയതാണ്, നല്ല വലുപ്പമാണ്. ഇതിപ്പോൾ ഗോൾഡൻ മർസീറിൻ്റെ സ്കെയിൽസ് ഒക്കെ നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ഗോൾഡൻ തിളങ്ങുന്ന ഗോൾഡൻ നിറത്തിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഗോൾഡൻ മർസീർ എന്ന് വിളിക്കുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാൻ, സ്കെയിൽസ് ഒക്കെ. ചോക്ലേറ്റ് മർസീർ, ഇതാണ് ചോക്ലേറ്റ് മർസീർ. ഡെക്കാൻ മർസീർ, അതിൻ്റെ ഷേപ്സിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് ടോർ മർസീർ ആണ്. ദെൻ റെയിൻബോ ട്രോട്ടും കൂടെ, ജസ്റ്റ് റെയിൻബോ ട്രോട്ട്, അതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ ട്രോട്ട്. 2 തരത്തിലുള്ള ട്രോട്ടുകളുണ്ട്. റെയിൻബോ ട്രോട്ടുണ്ട്, ബ്രൗൺ ട്രോട്ടുണ്ട്. അതിൻ്റെയും മൈക്കിസും ഉണ്ട്. സാൽമോട്ടുട്ട ഫാരിയോ ഉണ്ട്. അതാണ് ബ്രൗൺ ട്രോട്ടിൻ്റെയും റെയിൻബോ ട്രോട്ടിൻ്റെയും സയൻറ്റിഫിക് നെയിമും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതെല്ലാം കോൾഡ് വാട്ടർ ഫിഷറീസിലും ഉണ്ട്, സ്പോർട്ട് ഫിഷറീസിലും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സയൻറ്റിഫിക് നെയിം ഓഫ് ഗംഗാസ് റിവർ ഡോൾഫിൻ. ഗംഗാസ് റിവർ ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 4 ഉണ്ട്. ഓപ്ഷൻ എ ഫ്രണ്ടാനിസ്റ്റ ഗംഗാറ്റിക്ക, ഇതാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. അതിനെപ്പറ്റി ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം. ഗംഗാറ്റിക് ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം ഫ്രണ്ടാനിസ്റ്റ ഗംഗാറ്റിക്ക എന്നാണ്.
കോമൺലി നമ്മൾ ഇതിനെ സുസു എന്ന് വിളിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗംഗാ റീജിയനിൽ പോയിട്ട് നമ്മൾ സുസു എന്ന സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരും. അങ്ങനെ ആ സുസു നമ്മൾ ഒരാൾ വയ്ക്കത്തില്ല, ആ ഒരു സൗണ്ടാണ് ഇത്. പിന്നീട് അതുകൊണ്ട് ഒരു നിക് നെയിം പോലെ സുസു എന്ന നിക് നെയിം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫ്രഷ് വാട്ടർ ഡോൾഫിനാണ് കേട്ടോ. ഫ്രഷ് വാട്ടർ ഡോൾഫിനാണ്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികളിലാണ് കൂടുതലും ഇതിനെ കാണപ്പെടുന്നത്. ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് ആനിമൽ ആണ്. ഇന്ത്യയുടെ നാഷണൽ അക്വാട്ടിക് ആനിമൽ ഏതാന്ന് ചോദിച്ചാൽ ഗംഗാറ്റിക് ഡോൾഫിൻ ആണ് കേട്ടോ. ഇതൊരു ഗ്രേഷ് ബ്രൗൺ ആണ് ഇതിന്റെ ബോഡി കളർ. ഒരു കുറച്ച് ലോങ് ആണ്, സ്ലെൻഡർ ആയിട്ടുള്ള ഒരു സ്നൗത്ത്, ഷാർപ്പായിട്ടുള്ള ടീത്തുകൾ ഉണ്ടായിരിക്കും. ഐസൈറ്റ് ഭയങ്കര പ്യുവറാണ്. എക്കോ ലൊക്കേഷൻ ഇവർ സൗണ്ട് വെച്ചാൽ കുറച്ചും കൂടെ ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ സൗണ്ട് ഒക്കെ വരുമ്പോൾ പൊങ്ങി വരുന്നത്. അതുകൊണ്ടാണ് എക്കോ ലൊക്കേഷൻ മെയിൻലി മഡി വാട്ടറിലൊക്കെ വിഷൻ അത്രയും ഉണ്ടായാലും പറ്റില്ല. മഡി വാട്ടറാണ്, നമുക്ക് പ്യുവർ ആയിട്ടുള്ള വിഷൻ കിട്ടില്ല. അപ്പം സൗണ്ടാണ്, എക്കോ ലൊക്കേഷൻ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഐസ് വളരെ ചെറുതാണ്, സൈറ്റും ഭയങ്കര കുറവാണ് മഡി വാട്ടർ ആയതുകൊണ്ട്. പിന്നെ അതുപോലെ ഒരു ബോൾ ഹോൾ, ഹെഡിന്റെ ടോപ്പിലായിട്ടൊരു ബ്ലോ ഹോൾ ഉണ്ട്. ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോള് വഴിയാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്. മേജർലി ഫിഷ്, പ്രോൺസ്, മൊളസ്കിനെയൊക്കെയാണ് ഇതിന് കൂടുതൽ ഇഷ്ടം. യൂഷ്വലി ഇവർ എലോണായിട്ടോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു സമയം ഒരു എങ്ങുവൺ മാത്രമേ ഇവർക്ക് ഉണ്ടാവാറുള്ളൂ. ഹെൽത്തി റിവർ ഇവരുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഫോർ ദ ഹെൽത്തി റിവർ എക്കോസിസ്റ്റം പ്രസൻസ് ഉണ്ടെങ്കിൽ. പക്ഷേ ഇവർക്ക് ഇപ്പം വംശനാശം നേരിടുന്നൊരു സമയവും കൂടെയാണ്. ഒരുപാട് പൊല്യൂഷൻ ഉണ്ട്. ഗംഗാ നദി മൊത്തത്തിൽ പൊല്യൂഷൻ ആണല്ലോ. അപ്പം ആ പൊല്യൂഷനായുള്ള പാട്ടിൽ ഇവരും എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ട്. ഈ ഫിഷിംഗ് നെറ്റ്സുകൾ, ഡാമുകൾ നിർമ്മിക്കുക, ഹാബിറ്ററ്റ് ലോസ്, ഇതൊക്കെ ഇവരെ ബാധിക്കുന്നുണ്ട്. ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി 72 നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അണ്ടറിൽ ഇവർ ഒരു പ്രോജക്റ്റ് ഡോൾഫിൻ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. അതുപോലെ തന്നെ വിക്രംശില ഗംഗാറ്റിക് ഡോൾഫിൻ സാഞ്ചുറി ഉണ്ട് ബീഹാറിൽ. ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള ഒരു സാഞ്ചുറിയാണ്, ഡോൾഫിൻ സാഞ്ചുറിയാണ് വിക്രംശില ഗംഗാറ്റിക് ഡോൾഫിൻ സാഞ്ചുറി. ബീഹാറിലാണ് ഇതുള്ളത് കേട്ടോ. പ്രോജക്റ്റ് ഡോൾഫിൻ എന്നാണ് ഇവരുടെ കൺസർവേഷൻ പ്രോഗ്രാമിൻ്റെ പേര്. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തതേ ഉള്ളൂ. എന്തെങ്കിലും ഇപ്പം സയൻറ്റിഫിക് നെയിം ചോദിച്ചാലോ, എൻ്റെ നിക് നെയിംസ് ചോദിച്ചാലോ, ഇന്ത്യൻ നാഷണൽ അക്വാട്ടിക് അനിമൽ ഏതാണെന്നൊക്കെ ചോദിച്ചാലും ഒക്കെ നമ്മുടെ ഗംഗാറ്റിക് ഡോൾഫിനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ഒലിഗോട്രോഫിക് ലേക്ക്? പലപ്പോഴും പല ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുള്ളതാണ് ലേക്കിൻ്റെ ടൈപ്സ്. ഓക്കെ, 4 ഓപ്ഷൻ ഉണ്ട്. ഹൈ ന്യൂട്രിയൻ കോൺസെൻട്രേഷൻ ആൻഡ് അബൻഡൻറ്റ് ആൽഗി ആണോ, ലോ ഡിസോൾവ് ഓക്സിജൻ ഹൈ പ്രൊഡക്ടിവിറ്റി ആണോ, ക്ലിയർ വാട്ടർ ലോ ന്യൂട്രിയൻ കണ്ടന്റ് ആണോ, എക്സസീവ് അക്വാട്ടിക് വീക്ക് ഗ്രോത്ത് ആണോ? നമുക്കൊന്ന് ഓടിച്ചു പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. ടൈപ്പ് ഓഫ് ലേക്സും അതിൻ്റെ ഫീച്ചേഴ്സും. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഒലിഗോട്രോഫിക് ലേക്കുകളെ പറ്റിയാണ്. ഒലിഗോട്രോഫിക് ലേക്കിൻ്റെ പ്രധാന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലോ ന്യൂട്രിയൻ കണ്ടന്റ്. ന്യൂട്രിയൻ കണ്ടന്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വെള്ളം എന്തായിരിക്കും? നല്ല ക്ലിയർ ആയിരിക്കും. ആൽഗൽ ഗ്രോത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഹൈ ഡിസോൾവ് ഓക്സിജൻ ഉണ്ടായിരിക്കും. പ്രൊഡക്ടിവിറ്റി കുറവാണ്. എല്ലാം ഉണ്ട്, പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. ക്ലിയർ വാട്ടർ ആണ്. ഡിസോൾവ് ഓക്സിജൻ കൂടുതലാണ്. ആൽഗൽ ഗ്രോത്ത് എല്ലാം കുറവാണ്. പക്ഷെ പ്രൊഡക്ടിവിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയല്ലോ. ഒലിഗോട്രോപ്പിക് ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഒലിഗോട്രോപ്പിക് ക്ലിയർ വാട്ടർ ആണ്. ഓക്കെ, മീസോട്രോപ്പിക്. മീസോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആയിട്ടുള്ള, മീസോ മോഡറേറ്റ്, അങ്ങനെ പഠിക്കാം. മോഡറേറ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻറ്റും പ്രൊഡക്ടിവിറ്റിയാണ്. മോഡറേറ്റ് ആയിട്ടുള്ള ആൽഗൽ ഗ്രോത്തും ഒരു ഫെയർലി ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം മീസോ മോഡറേറ്റ്, ഒലിഗോ ക്ലിയർ. ഇനി യൂട്രോപ്പിക്. യൂട്രോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൈ ആയിട്ടുള്ള ന്യൂട്രിയൻ കണ്ടന്റാണ്. അതുകൊണ്ട് തന്നെ ഹൈ ആൽഗൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും. കൂടുതൽ ആൽഗൽ ഗ്രോത്ത് ഉണ്ടായാൽ വെള്ളം എന്താവും? ടർബിഡായി പോകും. അതുകൊണ്ട് തന്നെ ഹൈ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റിയും ഉണ്ട്. എല്ലാം കൂടുതലാണ് യൂട്രോപ്പിക് ലേക്ക്. ഓക്കെ, ഹൈപ്പർട്രോപ്പിക്. യൂട്രോപ്പിക് കഴിഞ്ഞു, ഇനി ഹൈപ്പർട്രോപ്പിക്. എക്സ്ട്രീമിലി, ഹൈപ്പർ എന്ന് പറയുമ്പോൾ എക്സ്ട്രീമിലി ന്യൂട്രിയൻ റിച്ച് ആണ്. ഡെൻസ് ആയിട്ടുള്ള ആൽഗൽ ബൂംസ് ഉണ്ട്. ഓക്സിജൻ, അതുകൊണ്ട് ഇത്രയും അങ്ങോട്ട് ആൽഗൽ ബൂംസ് ഉണ്ടായപ്പോൾ തന്നെ ഓക്സിജൻ ഡിപ്ലീഷൻ വളരെ കുറവുള്ള ഒരു ഏരിയ ആണ് ഹൈപ്പർട്രോപ്പിക് ആയിട്ടുള്ള ലേക്സ്. ലാസ്റ്റ് ഡിസ്ട്രോഫിക് ലേക്ക്. ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള അസിഡിക് വാട്ടർ, ഹ്യൂമിക് സബ്സ്റ്റൻസ് റിച്ച് ആയിട്ടുള്ള ബ്രൗൺ കളറായിട്ടുള്ള വെള്ളം ഉള്ളതാണ് ഡിസ്ട്രോഫിക് ലേക്ക്. വളരെ കുറവ് ഓക്സിജൻ ലെവലാണ്. പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്. ഓക്കെ, ക്ലിയർ? ഇത് പഠിച്ചു വെക്കുക. ഒരു ചോദ്യം മിക്കവാറും ഉണ്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒലിഗോട്രോപ്പിക് ഉണ്ട്, മീസോട്രോപ്പിക്, യൂട്രോപ്പിക്, ഹൈപ്പോട്രോപ്പിക്, ഡിസ്ട്രോഫിക്. പറഞ്ഞു പോകുമ്പോൾ തന്നെ പഠിച്ചു പോകാം. സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി. മീസോ മോഡറേറ്റ്, യു ഹൈ, ഒലിഗോ ക്ലിയർ, ഹൈപ്പർ എക്സ്ട്രീം,
ഡിസ്ട്രോപിക് ഒന്നുമില്ല, ഡെട്രിസസ് അങ്ങനെ നോക്കാം. ഹ്യൂമസ് സബ്സ്റ്റൻസ് അടിയുന്നു എന്നുള്ള രീതിയിലൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പം എന്താ ഓപ്ഷൻ സി ആണ്, ക്ലിയർ വാട്ടർ വിത്ത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ടോളസ്റ്റ് ഡാം ഇൻ ഇന്ത്യ? അപ്പോൾ കുറച്ച് ക്ലൂസ് അതിനകത്തുണ്ട്. ടോളസ്റ്റ് ഡാം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹയസ്റ്റ് 260.5 മീറ്റർ ഉണ്ട് അതിൻ്റെ ഹൈറ്റ് എന്നും, അത് ഭഗീരഥി നദിയിലാണ്, ഉത്തരാഖണ്ഡിലെ ഭഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും ഒരു ഓപ്ഷൻ ഉണ്ട്. ബക്രയാണോ, ടെരിയാണോ, ഹിരാക്കുണ്ടാണോ, സർദാർ സരോവർ ഡാമാണോ? ഓപ്ഷൻ ബി തെരി ഡാമാണ് കേട്ടോ. ഡാംസ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞ എക്സാംസിനും ഡാംസും റിസർവോയേഴ്സിനെയും കുറിച്ചും അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു പാർട്ട് ഫസ്റ്റിൽ നിന്നും ചോദ്യം ഉണ്ടായിരുന്നു. കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുക കേട്ടോ, ഡാംസും റിസർവോയേഴ്സും. ഓക്കെ, ഇതിൽ ഡാംസിലെ ടെറി ഡാമാണ്. അപ്പം ജസ്റ്റ് ഇപ്പോൾ എല്ലാ ഡാമിനെ പറ്റി പറഞ്ഞു പോകാനുള്ള ടൈം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഓടിച്ചൊന്ന് ജസ്റ്റ് ഇതൊന്ന് പറയാം. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ഡാം ഏതാണെന്ന് ചോദിച്ചാൽ കല്ലനയാണ്, ഗാൻ അനിക്കട്ട്, കാവേരി നദിയിലാണ് ഇതുള്ളത്. ഈ 2-ാം നൂറ്റാണ്ടിൽ കരികാല ചോള രാജാവായ കരികാലൻ നിർമ്മിച്ചതാണിത്. വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫങ്ഷനിങ് ആയിട്ടുള്ള മാൻഷറി ഡാമാണത്. ലോങ്ങസ്റ്റ് ഡാം ഏതാണെന്ന് ചോദിച്ചാൽ ഹിരാക്കുണ്ട് ഡാം. നമ്മൾ അപ്പുറത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഹിരാക്കുണ്ട് ഡാം ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡാമാണ്, മഹാനദിയിലാണത്. ഈ ഡാമൊക്കെ ഏത് നദിയിലാണെന്നും ഏത് സ്റ്റേറ്റിലാണെന്നും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ലോകത്ത് തന്നെ എർത്തൻ ഡാംസുകളിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാമും കൂടെയാണ് ഹിരാക്കുണ്ട് ഡാം. 25.8 കിലോമീറ്റർ ആണ് അതിൻ്റെ ഡൈക്ക് ടോട്ടൽ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഹയസ്റ്റ് ഡാമാണ് തെരി ഡാം, ഭഗീരഥി നദിയിലാണ് ഉള്ളത്. 260.5 മീറ്റർ ആണ് ഹൈറ്റ്. മേജറായിട്ടുള്ള ഹൈഡ്രോ പവർ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡാമും കൂടെയാണ് തെരി ഡാം. മറന്നുപോയത്, ലോകത്ത് തന്നെ 8-ാം സ്ഥാനം കേട്ടോ, 8th ടോളസ്റ്റ് ആയിട്ടുള്ള ഡാമും തെരി ഡാമും വേൾഡിൽ തന്നെ. ഓക്കെ, ക്ലിയർ. ബാക്കി എല്ലാ ഡാമിനെ പറ്റി ജസ്റ്റ് ഒന്ന് മേജറായിട്ടുള്ള സർദാർ സരോവർ ഡാം അല്ലെങ്കിൽ നമ്മുടെ ഹിരാക്കുണ്ട് ഡാം എന്നതിനെ പറ്റിയൊക്കെ ഒന്ന് ബ്രീഫായിട്ട് പോയിന്റ്സ് ആക്കിയിട്ട് ഒന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. കാരണം ഡാംസ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ്, ഇമ്പാക്റ്റ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്.